Hello my dear physics warriors, welcome to Vedantu Malayalam channel. എല്ലാവർക്കും Vedantu Malayalam channelലേക്ക് സ്വാഗതം. സോ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ചാപ്റ്റർ ഗ്രാവിറ്റേഷൻ ആണ്. സോ ഗ്രാവിറ്റേഷനെ പറ്റി പറയുമ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2022 ഒരു ക്വസ്റ്റ്യൻ ആണ് ഗ്രാവിറ്റേഷനിൽ നിന്നും വന്നത് ആൻഡ് 2021 രണ്ട് ക്വസ്റ്റ്യൻസും ചോദിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ പ്രീവിയസ് ഇയർ അനാലിസിസ് ഒക്കെ നോക്കുമ്പോൾ ഏകദേശം രണ്ട് ക്വസ്റ്റ്യൻ തന്നെ 2023 വരാൻ ചാൻസ് ഉണ്ട്, 1 or 2 ക്വസ്റ്റ്യൻ. ഓക്കെ, സോ ടോട്ടൽ 8 മാർക്സ് നിങ്ങൾക്ക് ഈ ഒരു ചാപ്റ്ററിൽ നിന്നും കിട്ടും. സോ ചാപ്റ്ററിൻ്റെ സ്റ്റാർട്ടിങ് തൊട്ട് എൻഡ് വരെ വളരെ കോൺസെൻട്രേഷനോട് കൂടി ഇരിക്കുക. നല്ല പോലെ ഇവിടെ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ അറ്റൻഡ് ചെയ്യാനായിട്ട് ഈ ഒരു ക്ലാസ് കണ്ടാൽ നിങ്ങൾക്ക് പറ്റും, അതെനിക്ക് നല്ല ഉറപ്പാണ്. ഓക്കെ, സോ വീഡിയോ ഫുള്ളായിട്ട് കാണുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, സോ യെസ്, അപ്പോൾ നമ്മൾ ഗ്രാവിറ്റേഷൻ ആണ് തുടങ്ങാൻ പോകുന്നത്. നമ്മൾ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ടായിരിക്കും അല്ലേ, എന്തുകൊണ്ടാണ് നമ്മൾ പറന്ന് നടക്കാത്തത് അല്ലേ? നമ്മളെപ്പോഴും നമ്മളിങ്ങനെ ഭൂമിയിലൂടെ ഇങ്ങനെ നടക്കുവാണ് അല്ലേ? നമ്മൾ പെട്ടെന്ന് വീണിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു സാധനം മുകളിലോട്ട് എറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി താഴെ എത്തുന്നു അല്ലേ? അപ്പോൾ നമ്മൾ പലപ്പോഴും ചിന്തിച്ച് കാണും കുഞ്ഞു ക്ലാസ്സുകളിൽ. കാരണം വലുതായപ്പോഴത്തേനും നമുക്കറിയാം യെസ് അവിടെ ഒരു സംഭവമുണ്ട്, ദാറ്റ് ഈസ് നത്തിങ് ബട്ട് ഗ്രാവിറ്റി. ഓക്കെ, ഗ്രാവിറ്റി എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അതുകൊണ്ടാണ് നമ്മളൊരിക്കലും യെസ് ഈ പറയുന്ന പോലെ പറന്ന് നടക്കാത്തത് അല്ലേ? എന്ത് തന്നെ നമ്മൾ മുകളിൽ നിന്ന് വീണിട്ടുണ്ടെങ്കിലും ഓക്കെ അത് ഭൂമിയിലെത്തുന്നു. കാരണം എന്താണ്? ഭൂമി നമ്മളെ അട്രാക്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഗ്രാവിറ്റി എന്ന് പറയുന്നത്. സോ ബേസിക്കലി നമുക്കറിയാം, നമ്മളിപ്പം എവിടെയെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ വെയിറ്റ് നോക്കും അല്ലേ? വെയിറ്റ് നോക്കിയിട്ട് നമ്മൾ ഒരു വാല്യൂ പറയും, അത് ശരിക്കും വെയിറ്റ് തന്നെയാണോ? ഓക്കെ, നമ്മൾ അങ്ങനെ നോക്കുന്നതിന് നമ്മൾ പറയുന്ന പേരാണ് മാസ്. അതായത് മാസ് ഇസ് ദി എമൗണ്ട് ഓഫ് മാറ്റർ. ഓക്കെ, ഇറ്റ് ഈസ് എ മെഷർ ഓഫ് എമൗണ്ട് ഓഫ് മാറ്റർ. ക്ലിയർ? സോ നമ്മൾ നോക്കുന്ന എന്താണ്? മാസ് ആണ്. ഇനി വെയിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ മെഷർ ഓഫ് ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി. ഇറ്റ് ഈസ് എ മെഷർ ഓഫ് ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി. ക്ലിയർ? സോ നമുക്ക് മനസ്സിലായി മാസ് എന്ന് പറയുന്നത് മാറ്ററിൻ്റെ എമൗണ്ട് ആണ്, അല്ലെങ്കിൽ മാറ്ററിൻ്റെ എമൗണ്ടിൻ്റെ മെഷറിനെയാണ് നമ്മൾ പറയുന്നത് മാസ്. നമ്മളിപ്പോൾ സപ്പോസ് വെയിറ്റ് നോക്കുന്നു എന്ന് പറയുന്നുണ്ടെങ്കിൽ എക്സാക്ട്ലി നമ്മൾ നോക്കുന്നത് മാസ് ആണ്. ക്ലിയർ? ആൻഡ് വെയിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഗ്രാവിറ്റിയുടെ മെഷർമെൻ്റ് ആണ്. ഓക്കെ, ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി. ക്ലിയർ അല്ലേ? ഇനി നമുക്കറിയാം മാസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് എ സ്കെയിലാർ ക്വാണ്ടിറ്റി. ക്ലിയർ അല്ലേ? പക്ഷെ വെയിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലോ അതൊരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. ഓക്കെ, മാസിനെ നമ്മൾ എം എന്ന് പറഞ്ഞ് റെപ്രസെന്റ് ചെയ്യുവാണെങ്കിൽ വെയിറ്റ് എന്ന് പറയുന്നത് എന്താണ്? mg ആണ്. ഓക്കെ, എത്രയാണോ മാസ് ഇൻറ്റു ഗ്രാവിറ്റി. ഓക്കെ അല്ലേ? സോ മാസ് വെയിറ്റ്. ഇനി മാസ് എന്ന് പറയുന്നത് ലൊക്കേഷൻ അനുസരിച്ച് മാറും. അതായത് ഇപ്പം ഞാൻ ഇവിടെ നിൽക്കുന്നു, ഇവിടെ നിന്ന് ഞാൻ നോക്കുന്ന മാസും ഒരുപാട് അകലെ പോളാർ റീജിയനിൽ വെച്ച് ഞാൻ നോക്കുന്ന മാസും വ്യത്യാസം ഉണ്ടാവും? ഇല്ല. ലൊക്കേഷൻ അനുസരിച്ച് ആര് മാറില്ല? മാസ് മാറില്ല, പക്ഷേ വെയിറ്റ് മാറും. കാരണം എന്താ? ഗ്രാവിറ്റി മാറും. ഗ്രാവിറ്റി ചേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി വെയിറ്റിന്റെ വാല്യൂ മാറ്റം വരും. ഓക്കെ, സോ ഇത്രയ്ക്കൊക്കെയാണ് നമ്മൾ മാസ് അല്ലെങ്കിൽ വെയിറ്റ് ഇതിനൊക്കെ പറ്റിയിട്ട് നമുക്ക് പറയാനുള്ളത്. ക്ലിയർ അല്ലേ? ഓക്കെ, സോ നമുക്കറിയാം ഗ്രാവിറ്റി നമുക്ക് എന്താണെന്ന് മനസ്സിലായി, മാസ് നമുക്ക് മനസ്സിലായി, വെയിറ്റ് മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ മാസ് ഉള്ള രണ്ട് ഒബ്ജക്ട്സ്, ഓക്കെ മാസ് ഉള്ള രണ്ട് ഒബ്ജക്ട്സ് ഇരിക്കുവാണെങ്കിൽ ഈ രണ്ട് ഒബ്ജക്ട്സിനുള്ളിലും എന്തുണ്ടായിരിക്കും? യെസ്, ഇതിൻ്റെ ഉള്ളിലൊരു അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ടായിരിക്കും. ഓക്കെ, ഏത് തന്നെ ഒബ്ജക്റ്റ് എടുത്തിട്ടുണ്ടെങ്കിലും ഓക്കെ അല്ലേ, ഏത് തന്നെ ഒബ്ജക്റ്റ് എടുത്തിട്ടുണ്ടെങ്കിലും അവിടെ ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ടായിരിക്കും. ആ ഫോഴ്സ് എന്ന് പറയുന്നത് ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ്. ഓക്കെ, ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലെറ്റ്സ് സേ നമ്മുടെ ഇരിക്കുന്നത് m1 മാസുള്ള ഒരു ഒബ്ജക്റ്റും m2 മാസുള്ള ഒരു ഒബ്ജക്റ്റുമാണ്. ഇവർ തമ്മിലുള്ള സെപ്പറേഷൻ ലെറ്റ്സ് സേ r ആണെന്നുണ്ടെങ്കിൽ ഇവരുടെ ഇടയിലുള്ള ഈ ഫോഴ്സ് ഓക്കെ ഈ രണ്ട് ഒബ്ജക്റ്റിന് ഇടയിൽ ഡെവലപ്പ് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് വിച്ച് വിൽ ബി പ്രൊപ്പോർഷണൽ ടു പ്രൊഡക്റ്റ് ഓഫ് മാസ്. ഓക്കെ, എന്താണ്? പ്രൊഡക്റ്റ് ഓഫ് മാസ്. ക്ലിയർ? അതുപോലെ തന്നെ which is inversely proportional to, okay, inversely proportional to
1/r². എത്രയാണോ ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ്, രണ്ട് ഒബ്ജക്ട്സ് നമ്മൾ എങ്ങനെയാണോ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ആ അത്രയും ഡിസ്റ്റൻസിന്റെ സ്ക്വയറിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും അവിടെ ഡെവലപ്പ് ചെയ്യുന്ന ഈ രണ്ട് ഒബ്ജക്ട്സും തമ്മിൽ ഡെവലപ്പ് ചെയ്യുന്ന ഫോഴ്സ്. ഈ ഫോഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യൂണിവേഴ്സലാണ്. എവിടെ തന്നെ നോക്കിക്കഴിഞ്ഞാലും രണ്ട് ഒബ്ജക്ട്സ് തമ്മിൽ എന്തുണ്ടായിരിക്കും? ഈ ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ടായിരിക്കും. ആൻഡ് ഈ അട്രാക്റ്റീവ് ഫോഴ്സ് ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്തിനൊക്കെയാണ്? യെസ്, ഈ രണ്ട് ഒബ്ജക്ട്സിന്റെ മാസിനെ അതുപോലെ തന്നെ ഇവർ തമ്മിൽ സെപ്പറേറ്റ് ചെയ്തിരിക്കുന്ന ഡിസ്റ്റൻസ്, ഈ രണ്ട് ഫാക്ടേഴ്സിനെയാണ് അത് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ക്ലിയർ? സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കമ്പൈൻ ചെയ്തിട്ട് എഴുതി നോക്കാം, which is F proportional to m1 m2 divided by r². Okay, force which is proportional to m1 m2 product of the masses divided by r². ഈ ഒരു റിലേഷൻ നമ്മളൊന്ന് കമ്പൈൻ ചെയ്ത് എഴുതിയതാണ്. which is equal to, ഞാൻ എന്ത് ചെയ്യുക, പ്രൊപ്പോർഷണാലിറ്റി മാറ്റി ഇക്വാലിറ്റി ആക്കുക. So this will be equal to gm1 m2 divided by r². So ഇവിടുത്തെ ഈ പ്രൊപ്പോർഷണാലിറ്റി മാറ്റി ഇക്വാലിറ്റി ആക്കാൻ വേണ്ടി ഞാൻ എടുത്തതാണ് ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ്. ഓക്കെ, ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ്. ക്ലിയർ? സോ നമ്മൾ പറഞ്ഞ എന്താണ്? രണ്ട് ഒബ്ജക്ട്സ് ഇരിക്കുന്നു, ആ രണ്ട് ഒബ്ജക്ട്സ് തമ്മിലും എന്തുണ്ടായിരിക്കും? യെസ്, ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ടായിരിക്കും. അത് നമ്മൾ എടുത്ത ഈ രണ്ട് ഒബ്ജക്ട്സിന്റെ പ്രത്യേകതയല്ല, ഏത് തന്നെ എടുത്തിട്ടുണ്ടെങ്കിലും, ഏത് രണ്ട് പോയിന്റ് മാസ് എടുത്തിട്ടുണ്ടെങ്കിലും അവിടെ ഡെഫിനറ്റ്ലി ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് ഇൻ ബിറ്റ്വീൻ ഉണ്ടായിരിക്കും. ഓക്കെ, സെൻട്രൽ ഫോഴ്സ് ആണ്. ക്ലിയർ അല്ലേ? സെൻട്രൽ ഫോഴ്സ് ആണ് ഇവിടെ ഡെവലപ്പ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ആ ഡെവലപ്പ് ചെയ്യുന്ന ഫോഴ്സിനാണ് നമ്മൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് വിളിക്കുന്നത്. ആ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന്റെ എക്സ്പ്രഷൻ ആണ് gm1 m2 ഡിവൈഡഡ് ബൈ r². അപ്പോഴാണ് നമ്മൾ ശ്രദ്ധിച്ചത് ഫോഴ്സ് ആണ്. ഈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് വെക്റ്റർ ക്വാണ്ടിറ്റി, മാഗ്നിറ്റ്യൂഡ് കിട്ടി. ഓക്കെ, ഇനി നമുക്ക് അറിയേണ്ടത് എന്താണ്? ഇതിന്റെ വെക്റ്റർ ഫോം ആണ് നമുക്ക് അറിയേണ്ടത്. ഓക്കെ, സോ നമുക്കറിയാം m1 ഉണ്ട്, m2 ഉണ്ട്. ഇതാണ് നമ്മുടെ ഒറിജിൻ. ക്ലിയർ? സോ ഇവിടെയാണ് നമ്മുടെ m1 മാസ് ഇരിക്കുന്നത്, ഇവിടെയാണ് m2 മാസ് ഇരിക്കുന്നത്. m1ലോട്ടുള്ള ഡിസ്റ്റൻസ് ആണ് r1, പൊസിഷൻ വെക്റ്റർ ഫ്രം ഒറിജിൻ ടുവേർഡ്സ് മാസ് m1. ഓക്കെ, ദാറ്റ് ഇസ് r1 ആൻഡ് ദിസ് ഇസ് r2. ക്ലിയർ? ആൻഡ് ഇവർ തമ്മിലുള്ള ഒരു ഡിസ്റ്റൻസ് ഉണ്ട്, ദാറ്റ് ഇസ് r. ഓക്കെ അല്ലേ? സോ ഇവിടെ എന്താ നമ്മൾ പറഞ്ഞത്? രണ്ട് മാസസ് നമ്മൾ ഒറിജിൻ കൺസിഡർ ചെയ്തു. ആ ഒറിജിനിൽ നിന്നും r1 ഡിസ്റ്റൻസ് അകലെയാണ് m1 ഇരിക്കുന്നത്, r2 ഡിസ്റ്റൻസ് അകലെയാണ് m2 ഇരിക്കുന്നത്. ഇവർ തമ്മിലുള്ള സെപ്പറേറ്റ് ചെയ്തിരിക്കുന്ന ഡിസ്റ്റൻസ് ആണ് r എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? യെസ്. ഇനി അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു F is equal to gm1 m2 divided by r². ഇവിടെ m1 മാസ് കാരണം m2, അതായത് m1 m2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടുപേരുടെയും ഫോഴ്സ് ഉണ്ട്. ക്ലിയർ അല്ലേ? അതായത് m1 എന്ന് പറയുന്ന മാസ് m2 ഒരു ഫോഴ്സ് ഡെവലപ്പ് ചെയ്യും. ഓക്കെ അല്ലേ? ഫോഴ്സ് ഓൺ സെക്കൻഡ് മാസ് F2. ഓക്കെ, സെക്കൻഡ് മാസ് 2 ഡ്യൂ ടു ഫസ്റ്റ് മാസ്, ദാറ്റ് ഇസ് F21. ഓക്കെ അല്ലേ? F21. രണ്ട് ഒബ്ജക്ട്സ് ഉണ്ടെങ്കിൽ ഈ മാസ് ഇതിൽ കൊടുക്കുന്ന ഒരു ഫോഴ്സ് ഉണ്ട്, ഈ മാസ് ഈ മാസിൽ കൊടുക്കുന്ന ഒരു ഫോഴ്സ് ഉണ്ട്. സോ F21 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടാമത്തെ മാസിൽ ഒന്നാമത്തെ മാസ് കാരണം ഉണ്ടായിട്ടുള്ള ഫോഴ്സ്, അവിടെ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഫോഴ്സ് ആണ്. ദാറ്റ് ഇസ് F21 വെക്റ്റർ, വിച്ച് ഇസ് ഈക്വൽ ടു, ഓക്കെ, അഗെയിൻ g, ഇറ്റ് ഈസ് എ യൂണിവേഴ്സൽ കോൺസ്റ്റന്റ്. എന്ത് തന്നെ വന്നിട്ടുണ്ടെങ്കിലും ഈ ജിയുടെ വാല്യൂവിൽ എന്തുണ്ടാവില്ല? മാറ്റം ഉണ്ടാവില്ല. ദെൻ m1 m2 ചേഞ്ച് ഇല്ല. ആൻഡ് മാസ് എന്ന് പറഞ്ഞ് നമ്മൾ പറഞ്ഞു ഇറ്റ്സ് എ സ്കേലാർ ക്വാണ്ടിറ്റി ഡിവൈഡഡ് ബൈ r². r എന്ന് പറയുന്നത് ഇസ് നോട്ട് എ സ്കേലാർ ക്വാണ്ടിറ്റി. ഓക്കെ, ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് സ്കേലാർ അല്ല, അതിന് ഡയറക്ഷൻ ഉണ്ട്, അത് വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. പക്ഷെ നമുക്കറിയാം ഒരിക്കലും നമുക്ക് വെക്റ്റർ വെച്ചിട്ട് ഡിവൈഡ് ചെയ്യാനായിട്ട് പറ്റില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? യെസ്, ഇങ്ങനെ തന്നെ വെച്ചിട്ട് നമുക്കറിയാലോ ഒരു യൂണിറ്റ് വെക്റ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? യൂണിറ്റ് വെക്റ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാഗ്നിറ്റ്യൂഡ് 1 ആണ്, അതിന് ഡയറക്ഷൻ ഉണ്ടായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ദാറ്റ് വിൽ ബി r21. ഓക്കെ, r21. ഓക്കെ, r21 ക്യാപ്.
ഈ R21 ക്യാപ്പ് ഇട്ടതുകൊണ്ട് ഇതിന്റെ മാഗ്നിറ്റ്യൂഡിൽ എന്തെങ്കിലും ഒരു വ്യത്യാസം വരുമോ? ഇല്ല. കാരണം അതിന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് 1 ആയതുകൊണ്ട് തന്നെ ഒരിക്കലും ഇതിന്റെ വാല്യൂവിൽ മാറ്റം വരില്ല. ഓക്കെ, പക്ഷേ ഡയറക്ഷൻ നമുക്ക് കിട്ടുകയും ചെയ്യും. എന്തുകൊണ്ടാണ് നമ്മൾ ഇവിടെ വെക്റ്റർ ഇടാതിരുന്നത്? കാരണം എന്താണ്? യെസ്, വെക്റ്റർ കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? ഡയറക്ഷൻ വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു. ഒരു യൂണിറ്റ് വെക്റ്റർ എടുത്തു, അതാണ് അതിന്റെ ഡയറക്ഷൻ കൊടുക്കുന്നത്. സോ നമ്മൾ അങ്ങനെ ചെയ്തു. ഇനി ഈ ഒരു ഫോഴ്സ് മാത്രമാണോ ഉള്ളത്? അല്ല, ഡെഫിനറ്റ്ലി F12. F12 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? യെസ്, ഫോഴ്സ് ഓൺ മാസ് 1 ഡ്യൂ ടു M2. M2 കാരണം M1 ഉണ്ടായ ഫോഴ്സ്. ഓക്കെ, M2 കാരണം M1 ഉണ്ടായ ഫോഴ്സ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കത് പറയാം G പ്രൊഡക്റ്റ് ഓഫ് മാസ് ഡിവൈഡഡ് ബൈ പൊസിഷൻ വെക്റ്റർ. പൊസിഷൻ വെക്റ്റർ R12 F12 ആണെന്നുണ്ടെങ്കിൽ അവിടുത്തെ പൊസിഷൻ വെക്റ്റർ എന്ന് പറയുന്നത് R12. ഡയറക്ഷൻ സ്പെസിഫൈ ചെയ്യണം. ഫോർ ദാറ്റ് നമ്മൾ എന്ത് ചെയ്തു? ക്യാപ്പ് ഇട്ടു. ഓക്കെ, ഇനി ചില ബുക്കുകളിൽ കാണുമ്പം നമുക്കറിയാം ഇവിടെ ഒരു മൈനസ് സൈൻ കൂടെ ഉണ്ടാവും ഫോഴ്സിന്. ആ മൈനസ് സൈൻ എന്തിനാ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ആ മൈനസ് സൈൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ദാറ്റ് ഇസ് എൻ അട്രാക്റ്റീവ് ഫോഴ്സ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ക്ലിയർ അല്ലേ? സോ നമുക്ക് രണ്ട് ഫോഴ്സസ്, രണ്ട് ഒബ്ജക്ട്സ് ഉണ്ടെങ്കിൽ ഈ ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ഈ ഒരു മാസ് കാരണം ഇവിടെയും ഒരു ഫോഴ്സ് ഡെവലപ്പ് ചെയ്യും, ഈ മാസ് കാരണം ഇവിടെയും ഒരു ഫോഴ്സ് ഡെവലപ്പ് ചെയ്യും. ആ ഫോഴ്സിന്റെ എക്സ്പ്രഷൻ ആണ് നമ്മളിവിടെ എഴുതിയത്. ക്ലിയർ ആയല്ലോ? ഇനി ഞാൻ പറഞ്ഞു ചില ബുക്കുകളിൽ ഇവിടെ ഒരു മൈനസ് സൈൻ ഉണ്ടായിരിക്കും. -G_M1 M2 ഡിവൈഡഡ് ബൈ എന്നായിരിക്കും കാണുന്നത്. ആ മൈനസ് സൈൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താണ്? അട്രാക്റ്റീവ് ഫോഴ്സ് ആണെന്നാണ്. ക്ലിയർ അല്ലേ? അട്രാക്റ്റീവ് ഫോഴ്സ് ആണ് ഇൻ ബിറ്റ്വീൻ ഉള്ളത്. രണ്ട് ഒബ്ജക്ട്സ് തമ്മിൽ അട്രാക്റ്റീവ് ഫോഴ്സ് ആണുള്ളത്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഫോഴ്സ് ഓൺ മാസ് 1 ഡ്യൂ ടു M2. ഓക്കെ, ദാറ്റ് ഇസ് F12 എന്ന് പറയുന്നത് മാഗ്നിറ്റ്യൂഡ് വൈസ് നോക്കുവാണെങ്കിൽ സെയിം ആണ്. ഓക്കെ, മാഗ്നിറ്റ്യൂഡ് വൈസ് തെറ്റില്ല, രണ്ടും സെയിം ആണ് F21 വെക്റ്റർ. പക്ഷെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഒരു വെക്റ്ററിന്റെ ഡയറക്ഷൻ ഇങ്ങനെയാണെങ്കിൽ, അതായത് ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് ഇങ്ങനെയാണെങ്കിൽ മറ്റേ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ദാറ്റ് മീൻസ് ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടി F12 വെക്റ്റർ which is equal to minus F21 vector. രണ്ടും ഈക്വൽ ആണ് ബട്ട് ഓപ്പോസിറ്റ് ഇൻ ഡയറക്ഷൻ. ക്ലിയർ ആയില്ലോ? രണ്ട് ഫോഴ്സും ഈക്വൽ ആണ്. F21 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോഴ്സ് ഓൺ 2 ഡ്യൂ ടു M1. അതും M1 M2 കാരണം ഉണ്ടാകുന്ന ഫോഴ്സിന്റെ മാഗ്നിറ്റ്യൂഡ് സെയിം ആയിരിക്കും, പക്ഷേ അതിന്റെ ഡയറക്ഷൻ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമ്മൾ ഉൾത്തിരിഞ്ഞ് വന്നൊരു സംഭവം ഉണ്ടല്ലോ, ദാറ്റ് ഈസ് ന്യൂട്ടൺസ് തേർഡ് ലോ. ഓക്കെ, ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. ഓക്കെ, ഒരു ആക്ഷൻ ഉണ്ടെങ്കിൽ അവിടെ ഒരു ഓപ്പോസിറ്റ് റിയാക്ഷനും ഉണ്ടായിരിക്കും. ക്ലിയർ അല്ലേ? ഇവിടെ നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു? ന്യൂട്ടൺസ് ലോ ഓഫ് ഗ്രാവിറ്റേഷൻ, തേർഡ് ലോ ആണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ അല്ലേ? സോ യെസ്, ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഇപ്പോൾ ഫോഴ്സ് നമുക്ക് കിട്ടി. രണ്ട് പോയിന്റ് മാസസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഏത് ഒബ്ജക്റ്റ് എടുത്തിട്ടുണ്ടെങ്കിലും രണ്ട് ഒബ്ജക്റ്റുകൾ തമ്മിൽ എന്തുണ്ടായിരിക്കും? ഓൾവേസ് അവിടെ ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ടായിരിക്കും. ആ ഫോഴ്സിന്റെ എക്സ്പ്രഷൻ കിട്ടി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ. യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എവ്രി പാർട്ടിക്കിൾ, okay, every particle of matter in the universe, okay, universal law of gravitation ആണ്, attracts every other particle with a force that is directly proportional to the product of masses. അതാണ് നമ്മൾ പറഞ്ഞത് M1 into M2. Then inversely proportional to the square of the distance between them. Okay അല്ലേ? F is proportional to M1 M2 divided by R square. ഇത് തന്നെയല്ലേ നമ്മൾ നേരത്തെ പറഞ്ഞതും, ഇതിൽ നിന്നല്ലേ നമ്മൾ ഫോഴ്സിന് ഒരു എക്സ്പ്രഷൻ കണ്ടുപിടിച്ചതും. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അഗെയിൻ നമ്മൾ പറഞ്ഞു ഇവിടെ രണ്ട് ഫോഴ്സസ് ആക്ട് ചെയ്യും, രണ്ടും ഈക്വലുമാണ് ഓപ്പോസിറ്റുമാണ്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കി നോക്കാം മാത്തമാറ്റിക്കൽ ഫോം ഓഫ് യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ അല്ലെങ്കിൽ gravitational force in the form, which is equal to F(G)M1 M2 divided by R square. Okay, ini next one is vector form. Vector form ennu പറഞ്ഞിട്ടുണ്ടെങ്കിലോ, yes, F which is equal to G M1 M2 divided by
r² ഇൻറ്റു ആർ ക്യാപ്. പിന്നെ ഞാൻ പറഞ്ഞു ചിലപ്പം മൈനസ് ഇടുന്നുണ്ട്, ആ മൈനസ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് അട്രാക്റ്റീവ് ഫോഴ്സ് ആണെന്ന് കാണിക്കാനാണ്. ഓക്കെ അല്ലേ? യെസ്. അപ്പം ഇതൊക്കെയാണ് നമുക്ക് ഫസ്റ്റ് പോർഷനിൽ പറയാനുള്ളത്. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ ഇസ്, നമ്മളിപ്പം ഈ പറഞ്ഞപ്പം നമ്മൾ പറഞ്ഞു ഈ പ്രൊപ്പോർഷണാലിറ്റി മാറ്റാൻ വേണ്ടി നമ്മൾ കൊണ്ടുവന്ന ഒരു ടേമാണ് ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് ജി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ജി എന്ന് പറയുന്നത് ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് ജി ഇസ് എ യൂണിവേഴ്സൽ കോൺസ്റ്റന്റ്. അത് ഒന്നിനെയും ഡിപ്പെൻഡ് ചെയ്യില്ല. ഓക്കെ, എന്ത് തന്നെ ചുറ്റിനും വന്നിട്ടുണ്ടെങ്കിലും അത് ഒന്നിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അതിൻ്റെ വാല്യൂ ഓൾവേസ് കോൺസ്റ്റന്റ് ആയിരിക്കും. ഓക്കെ, അത് ഇന്ന സ്ഥലത്ത് ഇത്രയായിരിക്കും, ഇവിടെ എല്ലായിടത്തും കോൺസ്റ്റന്റ് ആയിരിക്കും. നമ്മളിപ്പോൾ വേറൊരു സ്ഥലത്ത് പോയിട്ടുണ്ടെങ്കിൽ ആ കോൺസ്റ്റന്റിന്റെ വാല്യൂ മാറും, അങ്ങനെയൊന്നുമില്ല. ഓക്കെ, ഓൾവേസ് യൂണിവേഴ്സലി അത് കോൺസ്റ്റന്റ് ആണ്. ഓക്കെ, ആൻഡ് ഇറ്റ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് എനി മീഡിയം. എന്ത് മീഡിയം ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ, ജിയുടെ വാല്യൂ എന്താണ്? കോൺസ്റ്റന്റ് ആണ്. ദെൻ വാല്യൂ ഓഫ് ജി എന്ന് പറയുന്നത് എന്താണ്? ദാറ്റ് ഈസ് 6.67 ഇൻറ്റു 10⁻⁻11 ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ kg². ഓക്കെ, അല്ലെങ്കിൽ ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ kg⁻²⁻2 എന്ന് വേണമെങ്കിലും നമുക്ക് എഴുതാനായിട്ട് പറ്റും. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് ജി കിട്ടി, ജിന്റെ യൂണിറ്റ് കിട്ടി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം, നമ്മൾ എപ്പോഴും പഠിക്കുന്ന ഒരു കാര്യമാണ് അല്ലെ, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത് വിച്ച് ഇസ് ദ വീക്കസ്റ്റ് ഫോഴ്സ് അല്ലേ. ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനെ നമ്മൾ മറ്റെല്ലാ ഫോഴ്സസ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും വീക്ക് ആയിട്ടുള്ള ഫോഴ്സ് എന്നാണ് പറയുന്നത്. കാരണം എന്താണ്? നമ്മൾ ഫോഴ്സ് കണ്ടുപിടിക്കാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇവിടെ ജിന്റെ വാല്യൂ വരുന്നത് എത്രയാ? 6.67 ഇൻറ്റു 10⁻⁻11 ആണ്. ഓക്കെ, 10⁻⁻11. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതൊരു പോസിറ്റീവ് വാല്യൂയിലോട്ട് വരണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന അത്യാവശ്യം നല്ലൊരു നമ്പർ നമുക്ക് പറയാൻ പറ്റണമെന്നുണ്ടെങ്കിൽ അത്രയും ഹെവി മാസസ് ആയിരിക്കണം അല്ലേ. ഈ ആറെന്ന് പറയുന്നത് ചെറുതായിരിക്കണം. സോ യൂണിവേഴ്സലി നമ്മൾ നോക്കുമ്പോൾ ജിന്റെ വാല്യൂ ഇത്രയും ആണെങ്കിൽ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത് വീക്കസ്റ്റ് ഫോഴ്സ് ആണ്. കാരണം നമ്മൾ ഫോഴ്സിന്റെ വാല്യൂ നോക്കിയിട്ടുണ്ടെങ്കിൽ 10⁻⁻11 ടേമിലാണ് വരിക. ഓക്കെ, അത്രയും ചെറിയൊരു വാല്യൂ ആയിട്ട് മാറും. അതുകൊണ്ടാണ് വീക്കസ്റ്റ് ഫോഴ്സ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ക്ലിയർ ആയല്ലോ? യെസ്. ഇനി ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനെ പറ്റിയിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പോയിന്റ്സ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. ഫസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത് ഇസ് എ കൺസർവേറ്റീവ് ഫോഴ്സ്. കൺസർവേറ്റീവ് ഫോഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? യെസ്, ഇൻഡിപെൻഡന്റ് ഓഫ് പാത്ത്. ഓക്കെ, പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യില്ല. ആകെ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഇനീഷ്യൽ ആൻഡ് ഫൈനൽ പോയിന്റ്സ്. അങ്ങനെയുള്ള ഫോഴ്സസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കൺസർവേറ്റീവ് ഫോഴ്സ് എന്ന് പറയുന്നത് അല്ലേ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് നമ്മൾ നോക്കുവാണെങ്കിൽ ഇനീഷ്യൽ ആൻഡ് ഫൈനൽ പോയിന്റ് മാത്രമേ നോക്കുന്നുള്ളൂ അല്ലേ. നമ്മൾ എത്രത്തോളം നമ്മുടെ മാസ് എങ്ങനെയൊക്കെയാണ് എന്നുണ്ടെങ്കിലും നമ്മൾ അതിൻ്റെ പാത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ആ പാത്തിന് ഇവിടെ ഒരു വാല്യൂവും ഇല്ല. ഇനീഷ്യൽ പോയിന്റ് എത്രയാണോ ഫൈനൽ പോയിന്റ് എത്രയാണോ അതിനെ മാത്രമാണ് ഇവിടെ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് നമുക്ക് പറയാം ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഇസ് എ കൺസർവേറ്റീവ് ഫോഴ്സ്. സെക്കൻഡ് പോയിന്റ്, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഇസ് എ സെൻട്രൽ ഫോഴ്സ്. ഓക്കെ, നമുക്കറിയാലോ ഇതാണ് നമ്മുടെ M1, ദിസ് ഇസ് M2. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്, ഓക്കെ, ഇവരുടെ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? ആക്ട്സ് അലോങ് ദി ലൈൻ ജോയിനിങ് ദ മാസസ്. ഓക്കെ, അവരുടെ ഈ സെൻട്രൽ ആക്സിസിലായിരിക്കും ഫോഴ്സിന്റെ ഡയറക്ഷൻ വരുന്നത്. അങ്ങനെയുള്ള ഫോഴ്സസിനെയാണ് നമ്മൾ പറയുന്നത് സെൻട്രൽ ഫോഴ്സസ് എന്ന്. അങ്ങനെയാണെങ്കിൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഇസ് എ സെൻട്രൽ ഫോഴ്സ്. ക്ലിയർ ആയല്ലോ? യെസ്. നെക്സ്റ്റ് വൺ ഈസ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സസ് ആർ ആക്ഷൻ റിയാക്ഷൻ പെയർ. നമ്മൾ ഓൾറെഡി പറഞ്ഞു, പ്രൂവ് ചെയ്തു. നെക്സ്റ്റ് വൺ ഈസ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഡസൻറ്റ് ഡിപ്പെൻഡ് അപ്പോൺ ദി മീഡിയം. ഓക്കെ, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത് ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ്, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിച്ച് ഈസ് പ്രൊഡക്റ്റ് ഓഫ് മാസസും അതുപോലെ തന്നെ അവരെ തമ്മിൽ സെപ്പറേറ്റ് ചെയ്തിട്ടുള്ള ഡിസ്റ്റൻസിന്റെ സ്ക്വയറും. ഇത്രയാണ് ഇതിൽ വരുന്ന എന്താ പറയുക വാല്യൂസ്. ഇതിലെന്തില്ല, നമ്മൾ ഈ പറയുന്ന മീഡിയത്തിനെ പറ്റിയിട്ട് നമ്മളൊന്നും സ്പെസിഫൈ ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ഇത് ഇൻഡിപെൻഡന്റ് ഓഫ് മീഡിയം. ഓക്കെ, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഇസ് ഓൾവേസ് ആൻ അട്രാക്റ്റീവ് ഫോഴ്സ്. അതുകൊണ്ടാണ് നമ്മൾ മൈനസ് സൈൻ ഇട്ടത്. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ഓൾവേസ് അതെന്താ ചെയ്യുക, എല്ലാ ഒബ്ജക്ട്സും നമ്മൾ അട്രാക്റ്റീവ് ഫോഴ്സ് ആണുള്ളത്. അതുകൊണ്ട് തന്നെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓൾ ടുഗദർ എന്താണ്? യെസ്, ഇറ്റ്സ് ആൻ അട്രാക്റ്റീവ് ഫോഴ്സ്. ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇത്രയും നമുക്ക് കിട്ടിയ ഇൻഫർമേഷൻസ് ഒക്കെ വെച്ചിട്ട് നമുക്ക് വേഗം കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യാനായിട്ട് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് FG between two objects does not depend on. Okay, so നമുക്ക് നോക്കി നോക്കാം. ഫസ്റ്റ് FG,
which is equal to g m1 m2 divided by r square ആണ്. ഫസ്റ്റ് ഓപ്ഷൻ നോക്കി നോക്കാം. സം ഓഫ് ദി മാസസ് ആണോ നമ്മൾ നോക്കുന്നത്? അല്ല, സം ഓഫ് ദി മാസസ് അല്ല, പ്രൊഡക്റ്റ് ഓഫ് മാസസ് ആണ്. ഓപ്ഷൻ ബി പ്രൊഡക്റ്റ് ഓഫ് മാസസ് അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ മാസസ് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? ഡസ് നോട്ട് ഡിപ്പെൻഡ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആൻസർ ഇസ് എ. ഓപ്ഷൻ എ ആണ്. കാരണം എന്താണ്? ഫോഴ്സ് എന്ന് പറയുന്നത്, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഡിപ്പെൻഡ് ചെയ്യുന്നത് ജീനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, പ്രൊഡക്റ്റ് ഓഫ് മാസസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. യെസ്, അവർ തമ്മിലുള്ള ഡിസ്റ്റൻസിന്റെ സ്ക്വയറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ സം ഓഫ് മാസസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? m1 പ്ലസ് m2. ഈ ഒരു ടേമിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടോ? ഇല്ല. ഓക്കെ, സോ ആൻസർ എന്താണ്? ഓപ്ഷൻ എ ആണ്. നമ്മുടെ അടുത്ത് ചോദിച്ചിരിക്കുന്നത് അല്ലാത്തത് ഏതെന്നാണ്. ഓക്കെ, യെസ്, അപ്പൊ നമുക്ക് ആൻസർ കിട്ടി ഓപ്ഷൻ എ. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് വൺ ഇസ് ദ വാല്യൂ ഓഫ് ജി ഡിപ്പെൻഡ്സ് ഓൺ. ഓക്കെ, വാല്യൂ ഓഫ് ജി ഡിപ്പെൻഡ്സ് ഓൺ. Option A, the nature of the medium. Option B, the distance between the masses. Option C, the size of masses. Option D, none of this. നമ്മൾ ഇപ്പം തന്നെ പറഞ്ഞുള്ളൂ, ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് ജി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ യൂണിവേഴ്സൽ കോൺസ്റ്റന്റ്. ഓക്കെ, വിച്ച് ഇസ് എ യൂണിവേഴ്സൽ കോൺസ്റ്റന്റ്. അതുകൊണ്ട് തന്നെ അതൊന്നിനും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. മീഡിയം ആയിക്കോട്ടെ, ഏതൊക്കെയാണോ മാസ്, അതിനൊന്നും അത് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അതിൻ്റെ വാല്യൂ ഓൾവേസ് കോൺസ്റ്റന്റ് ആണ്. ഓക്കെ, അതിൻ്റെ വാല്യൂ എന്താണ്? ഓൾവേസ് കോൺസ്റ്റന്റ് ആണ്. അതുകൊണ്ട് തന്നെ അത് ഒന്നിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഹെൻസ് ദ ഓപ്ഷൻ ഇസ് ഡി. ഓക്കെ, ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ എന്താ പറഞ്ഞത്? ഈ ക്വസ്റ്റ്യനിൽ നമ്മൾ എന്താ പറഞ്ഞത്? ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് ജിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ്, ഒന്നിനും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഓക്കെ, ഒരു ഫാക്ടറിനെ പോലും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ദിസ് ഇസ് എ യൂണിവേഴ്സൽ കോൺസ്റ്റന്റ്. ആ ഒരു ടേം മറക്കരുത്, യൂണിവേഴ്സൽ കോൺസ്റ്റന്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മാസ് m is divided into two parts, xm and 1 minus xm. For a given separation, the value of x for which the gravitational attraction between the two pieces become maximum is. നമുക്ക് നോക്കി നോക്കാം. നമ്മുടെ മാസിനെ സ്പ്ലിറ്റ് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്? യെസ്, ഒന്ന് xm, മറ്റത് 1 minus xm. ക്ലിയർ? ഫോർ എ ഗിവൻ സെപ്പറേഷൻ, നമുക്ക് ആ സെപ്പറേഷൻ ലെറ്റ്സ് സേ 6 എന്ന് പറഞ്ഞ് നമ്മൾ എടുക്കുവാണ്. യൂഷ്വലായിട്ട് നമ്മൾ എടുക്കുന്ന വാല്യൂ ആണ്. വിച്ച് ദ ഗ്രാവിറ്റേഷണൽ അട്രാക്ഷൻ, ഓക്കെ, ഗ്രാവിറ്റേഷൻ അട്രാക്ഷൻ ബിറ്റ്വീൻ ടു പീസസ്. അപ്പൊ നമുക്ക് രണ്ട് ഒബ്ജക്ട്സിന് തമ്മിലുള്ള ഗ്രാവിറ്റേഷൻ അട്രാക്ഷന്റെ ഇക്വേഷൻ അറിയാം. ദാറ്റ് ഈസ് എഫ് ജി വിച്ച് ഇസ് ഈക്വൽ ടു ജി m1 m2 ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ ആണ്. നമുക്ക് അറിയാവുന്ന ഇക്വേഷൻ ആണ്. ഇത് എപ്പോഴാണ് മാക്സിമം ആകുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, നമുക്ക് രണ്ട് മാസസ് ഉണ്ട്. അതായത് ഒരു മാസിനെ തന്നെ നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് 2 മാസാക്കി വെച്ചു. ആ 2 മാസസ് തമ്മിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സ്, ഓക്കെ, ആ അട്രാക്റ്റീവ് ഫോഴ്സിന്റെ വാല്യൂ ജി m1 m2 ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ ആണെന്ന് നമുക്ക് അറിയാം. ഇനി നമ്മുടെ അടുത്ത് ചോദിച്ചിരിക്കുന്നത് ഇത് എപ്പോഴാണ് മാക്സിമം ആകുന്നത്, അതായത് എഫ് എപ്പോഴാണ് മാക്സിമം ആകുന്നത്, ഏത് വാല്യൂല് ഈ പറയുന്ന എക്സിന്റെ വാല്യൂ, ഓക്കെ, എക്സിന്റെ വാല്യൂ ഏതാവുമ്പോഴാണ് എഫ് മാക്സിമം ആവുന്നത്. ഓക്കെ, എഫ് മാക്സിമം ആവുന്ന സിറ്റുവേഷൻ നമുക്ക് അറിയാലോ. ദാറ്റ് ഈസ് ഡി എഫ് ബൈ ഡി എക്സ് വിച്ച് ഇസ് ഈക്വൽ ടു 0. അതാണ് എഫ് മാക്സിമം ആവുന്ന വാല്യൂ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ എഫിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. ജി ഇൻറ്റു m1 എന്ന് പറഞ്ഞാൽ എം എക്സ്, ഓക്കെ, m2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലോ ദാറ്റ് ഈസ് m ഇൻറ്റു 1 മൈനസ് എക്സ് ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? ജി എം സ്ക്വയർ, എമ്മും എമ്മും സ്ക്വയർ ചെയ്തു. പിന്നെ ഇനിയുള്ളത് എന്താണ്? എക്സ് ഉണ്ട്, 1 മൈനസ് എക്സ് ഉണ്ട് ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ. Again, എന്താണ്? ജി എം സ്ക്വയർ ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ ഇൻറ്റു എക്സ് മൈനസ് എക്സ് സ്ക്വയർ. ഓക്കെ, എക്സ് മൈനസ് എക്സ് സ്ക്വയർ എന്ന് വരും. എക്സിനെ നമ്മൾ ഉള്ളിലോട്ട് മൾട്ടിപ്ലൈ ചെയ്തു, ദെൻ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്തു, ഇവിടെ എക്സും ഇവിടെ എക്സ് സ്ക്വയറും വരും. ക്ലിയർ ആയല്ലോ? നമുക്കറിയാം ഡി എഫ് ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു 0 വരുമ്പോഴാണ് മാക്സിമം വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്കറിയാം ഈ ഒരു ടേം കോൺസ്റ്റന്റ് ആണ്. സോ df by dx which is equal to gm square divided by r square, yes, d by dx of x minus x square.
ഇത് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും? gm square divided by r square, then dx by dx which is equal to 1 minus d by dx of x square which will be equal to 2x. Okay, so നമുക്ക് കിട്ടി gm square divided by r square into 1 minus 2x ആണ് df by dx. ഈ വാല്യൂ കോൺസ്റ്റന്റ് ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? 1 minus 2x which is equal to 0. അങ്ങനെയാണെങ്കിൽ 1 which is equal to 2x. അങ്ങനെയാണെങ്കിൽ 1 by 2 which is equal to x. ക്ലിയർ അല്ലേ? സോ 1 by 2 which is equal to x. എക്സിന്റെ വാല്യൂ 1 by 2 ആവുന്ന സമയത്ത്, ഓക്കെ, ആവുന്ന സമയത്തായിരിക്കും എന്ത് വരുന്നത്? യെസ്, നമ്മുടെ ഫോഴ്സ് മാക്സിമം വരുന്നത്. നമുക്ക് ഓപ്ഷൻസ് നോക്കി നോക്കാം. യെസ്, ഓപ്ഷൻ എ, ദാറ്റ് ഈസ് 1 by 2. എക്സിന്റെ വാല്യൂ എത്ര വന്നാലാ ഇവിടെ മാക്സിമം ഫോഴ്സ് ആവുന്നത്? ദാറ്റ് ഈസ് 1 by 2. ക്ലിയർ ആയല്ലോ? വളരെ ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ആകെ നമുക്ക് എന്താ അറിയേണ്ടത്? ഫോഴ്സിന്റെ ഇക്വേഷൻ. ക്ലിയർ? യെസ്. അപ്പോൾ നമ്മൾ പറഞ്ഞു രണ്ട് ഒബ്ജക്ട്സ് തമ്മിലുള്ള ഫോഴ്സ് എന്ന് പറയുന്നത്, ഓക്കെ, വിച്ച് ഇസ് ഈക്വൽ ടു g into m1 m2 ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ ആണെന്ന് നമ്മൾ പറഞ്ഞു. അതായത് അവർ തമ്മിലുള്ള ഡിസ്റ്റൻസ്. ഇവിടെ നമുക്ക് നോക്കുവാണെങ്കിൽ ദാ ഇവിടെ എനിക്കൊരു മാസ് ഉണ്ട്, അതിന് ഞാൻ വിളിച്ചു m0. ഇതൊരു മാസാണ് m1, ദിസ് ഇസ് m2 ആൻഡ് ദിസ് ഇസ് m3. ഓക്കെ, ഈ ഒരു ഡിസ്റ്റൻസ് ആണ് r1, ഈ ഒരു ഡിസ്റ്റൻസ് ആണ് r2, ഈ ഒരു ഡിസ്റ്റൻസ് ആണ് r3. അതായത് m1ഉം m0യും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് r1 എന്ന് പറയുന്നത്, m2ഉം m0യും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് r2 എന്ന് പറയുന്നത്, m0യും m3യും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് r3 എന്ന് പറയുന്നത്. ഓക്കെ, എനിക്കറിയേണ്ടത് m0ക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് ആണ്. നമുക്കറിയാം രണ്ട് ഒബ്ജക്റ്റ് ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അവർ തമ്മിൽ അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ടായിരിക്കും. സോ ആദ്യം ഞാൻ ഈ ഒരു സിസ്റ്റം കൺസിഡർ ചെയ്യണം, അതായത് m0യും m1ഉം. ഓക്കെ, m0യും m1ഉം കൺസിഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ m0യും m1ഉം രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടേക്കും അട്രാക്ട് ചെയ്യും. ഓക്കെ, അത്രയും ഒരു ഫോഴ്സ് ഉണ്ടായിരിക്കും. ദാറ്റ് മീൻസ് ദാ ഇവിടെ നിന്ന് ഇതിനെ അട്രാക്ട് ചെയ്യും. ഓക്കെ അല്ലേ? അതായത് നമ്മുടെ m0 മാസ് ആര് അട്രാക്ട് ചെയ്യും? m1ന്, അല്ലെങ്കിൽ m1 കാരണം, സോറി m2 കാരണം m1ൽ ഒരു ഫോഴ്സ് ഉണ്ടായിരിക്കും. ഓക്കെ, ദാറ്റ് ഈസ് F12, ഫോഴ്സ് ഓൺ m1 ഡ്യൂ ടു m2. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ ഇസ്, സോറി 12 അല്ല, ഓക്കെ 10. ക്ലിയർ? ഓക്കെ, നമുക്കിങ്ങനെ m1 എന്ന് എടുത്താലും കുഴപ്പമില്ല. കാരണം എന്താണ്? ഇവിടെ m0 ആണ്, m0 കോമൺ ആയിട്ട് വരുന്നതായതുകൊണ്ട് നമുക്ക് ആ ടേം കൺസിഡർ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും F1 ഫോഴ്സ് ആക്ട് ചെയ്യും. ഓക്കെ അല്ലേ? ഇവിടേക്കും ഒരു F1 ഫോഴ്സ് വരും, ഇവിടേക്കും ഒരു F1 ഫോഴ്സ് വരും. രണ്ടും ഈക്വൽ ആണ്, ഓപ്പോസിറ്റ് ഇൻ ഡയറക്ഷൻ. ഇവിടെ ആണെങ്കിലോ F2 ഫോഴ്സ്, അതായത് ഈ ഒരു സിസ്റ്റം കൺസിഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ m0 m1നെയും അട്രാക്ട് ചെയ്യും, m2നെയും അട്രാക്ട് ചെയ്യും, m2 m0യും അട്രാക്ട് ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഇവിടെയും യെസ് ദാ ഇങ്ങനെ ഒരു ഫോഴ്സ് ഉണ്ടായിരിക്കും, ഇവിടെയും ഇങ്ങനെ ഒരു ഫോഴ്സ് ഉണ്ടായിരിക്കും. ദെൻ അഗെയിൻ നമ്മൾ മൂന്നാമത്തെ സിസ്റ്റം എടുക്കുവാണ്. മൂന്നാമത്തെ സിസ്റ്റം നോക്കിയിട്ടുണ്ടെങ്കിൽ അഗെയിൻ m0 m3നെ അട്രാക്ട് ചെയ്യും, m3 m0നെ അട്രാക്ട് ചെയ്യും. അവിടെയും ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലുള്ള ഫോഴ്സ് ഉണ്ടായിരിക്കും. അങ്ങനെയാണെങ്കിൽ m0യിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ടോട്ടൽ ഫോഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഓക്കെ, ടോട്ടൽ ഫോഴ്സ് എത്രയായിരിക്കും? ദാറ്റ് വിൽ ബി ഈക്വൽ ടു, ഓക്കെ, എത്രയായിരിക്കും? യെസ്, വെക്റ്റർ ആണ് എടുക്കുന്നതെങ്കിൽ F1 വെക്റ്റർ പ്ലസ് F2 വെക്റ്റർ പ്ലസ് F3 വെക്റ്റർ. ക്ലിയർ ആയല്ലോ? യെസ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നുകൂടെ എക്സ്പാൻഡ് ചെയ്ത് എഴുതാം. അതായത് F1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? G m0 m1 ഡിവൈഡഡ് ബൈ R01 അല്ലെങ്കിൽ R1. ഓക്കെ, R1 ക്യാപ്. ക്ലിയർ? പ്ലസ് G into m0 m2 divided by R2 cap. Okay അല്ലേ? പ്ലസ് G m0 m3 divided by R3 cap. That means n number of masses ഉണ്ടെങ്കിൽ ഓരോ മാസസും, ഓക്കെ, ഓരോ മാസസും ഓരോ ഇൻഡിവിജ്വൽ സിസ്റ്റം ആയിട്ട് കൺസിഡർ ചെയ്യാം. ഓക്കെ, ഇവിടെ 3 സെപ്പറേറ്റ് മാസസ് ഉണ്ട്, m0ക്ക് ചുറ്റും 3 സെപ്പറേറ്റ് മാസസ് ഉണ്ട്. സോ നമ്മൾ എന്ത് ചെയ്തു? യെസ്, 3 സെപ്പറേറ്റ് സിസ്റ്റം കൺസിഡർ ചെയ്യാണ്, 3 സെപ്പറേറ്റ് ഫോഴ്സസ് കൺസിഡർ ചെയ്യുവാണ്. അതിൻ്റെ സം ആയിരിക്കും എവിടെ എക്സ്പീരിയൻസ് ചെയ്യുന്നത്? m0യിൽ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. സോ ലെറ്റ്സ് സേ ഇവിടെ n നമ്പർ ഓഫ് മാസസ് ഉണ്ടെങ്കിൽ ഇവിടെ എത്ര വരെ പോവും? Fn വരെ പോകും.
ക്ലിയർ ആയല്ലോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം ഒരു സ്ഥലത്തെ ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ്, ഒരു മാസിലെ ഫോഴ്സ് കണ്ടുപിടിക്കണമെങ്കിൽ അതെന്തായിരിക്കും? യെസ്, വെക്ടർ സം ഓഫ് ദി ഇൻഡിവിജ്വൽ ഫോഴ്സസ് ആയിരിക്കും. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? യെസ്, പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർപൊസിഷൻ ഓഫ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സസ്. ഓക്കെ, സോ അതിനെങ്ങനെ നമുക്ക് ഡിഫൈൻ ചെയ്യാം? ദ നെറ്റ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് F. ഓക്കെ, അവിടെ നമുക്ക് m0 എന്ന് പറയുന്ന മാസ്, അവിടുത്തെ നെറ്റ് ഫോഴ്സ് നമുക്ക് വേണ്ടിയിരുന്നത്. ആക്ടിങ് ഓൺ എ പാർട്ടിക്കിൾ ഡ്യൂ ടു n നമ്പർ ഓഫ് പോയിന്റ് മാസസ്. ഓക്കെ, n നമ്പർ ഓഫ് പോയിന്റ് മാസസ് ഉണ്ടെങ്കിൽ, ക്ലിയർ അല്ലേ? which is equal to the vector sum of forces exerted by the individual masses on a given particle. അതന്നെയല്ലേ നമ്മളും ചെയ്തത്. നമ്മൾ തന്നിരിക്കുന്ന പാർട്ടിക്കിൾ m0 ആണ്. m0യിൽ നമ്മൾ ടോട്ടൽ എത്ര ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്, നെറ്റ് ഫോഴ്സ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ നോക്കിയപ്പോൾ നമ്മൾ എന്താ ചെയ്ത്? ചുറ്റിനുമുള്ള ഓരോ പോയിന്റ് മാസസും തരുന്ന ഫോഴ്സിന്റെ സം എടുത്തു. അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം? F net which is equal to sum of എന്താ പറഞ്ഞിരിക്കുന്നത്? Yes, vector sum of forces exerted by the individual masses, that is F1 vector. ഓക്കെ, അതേതായിരുന്നു? മാസ് m1 പ്രൊവൈഡ് ചെയ്യുന്ന, അല്ലെങ്കിൽ മാസ് m1ഉം m0യും ഇൻ ബിറ്റ്വീൻ ഉണ്ടാകുന്ന ഫോഴ്സ്, പ്ലസ് F2 മാസ് 2ഉം അതുപോലെ തന്നെ, അതായത് m2ഉം m0യും, ദെൻ F3, ദെൻ അങ്ങനെ n നമ്പർ ഓഫ് പോയിന്റ് മാസസ് ഉണ്ടെങ്കിൽ നമുക്ക് എഴുതാം Fn വരെ ഇത് ആഡ് ചെയ്യപ്പെടും. ക്ലിയർ അല്ലേ? ഓക്കെ, സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് നമുക്കറിയാം, നമ്മൾ എർത്തിൽ നിൽക്കുന്നു. ഓക്കെ, ഈ എർത്തിൽ നിൽക്കുമ്പം നമുക്കൊരു ഫീൽഡ് എക്സ്പീരിയൻസ് ചെയ്യും. അതായത് അതിൻ്റെ സ്വാധീനം നമുക്ക് മനസ്സിലാകുന്ന ഒരു സോൺ വരെ ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ എർത്തിൻ്റെ ഫീൽഡ് നമുക്ക്, അല്ലെങ്കിൽ ഈ സ്വാധീനം നമുക്ക് മനസ്സിലാവത്തില്ല, അത് നമുക്ക് ഉണ്ടാവില്ല. ഓക്കെ, സോ ഈ എർത്തിൻ്റെ സ്വാധീനമുള്ള അത്രയും ഒരു സ്പേസിന്, അത്രയും ഒരു പോർഷന് നമ്മൾ പറയുന്ന പേരാണ് ഗ്രാവിറ്റേഷണൽ ഫീൽഡ്. ഓക്കെ, സോ നമ്മൾ എർത്ത് മാത്രമല്ല, ഒരു പ്ലാനറ്റ് എടുത്തു, ആ പ്ലാനറ്റിൻ്റെ ഇൻഫ്ലുവൻസ് ഉള്ള അത്രയും സ്പേസ്. ഓക്കെ, പ്ലാനറ്റിൻ്റെ ഇൻഫ്ലുവൻസ് ഉള്ള, സിംപ്ലി പറയുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് പറയുന്ന പോലെ തന്നെ സെയിം ആണ് ഗ്രാവിറ്റേഷണൽ ഫീൽഡും. ഓക്കെ, ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ എന്താ പറഞ്ഞ, ഒരു ചാർജിന്റെ സ്വാധീനമുള്ള ഏരിയ, അല്ലെങ്കിൽ ആ സ്വാധീനമുള്ള അത്രയും സ്പേസ്. ഇവിടെ എന്താണ്? യെസ്, ഒരു നമ്മളിപ്പോൾ എർത്ത് എടുത്തിട്ടുണ്ടെങ്കിൽ എർത്തിന്റെ സ്വാധീനമുള്ള മേഖല, അതിനെയാണ് നമ്മൾ ഗ്രാവിറ്റേഷണൽ ഫീൽഡ് എന്ന് പറയുന്നത്. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതാണ് നമ്മുടെ എർത്ത് എന്ന് വിചാരിക്കാം. ഓക്കെ, ഈ എർത്തിന്റെ നമ്മൾ നോക്കുവാണ്, ഞാൻ ഈ ഒരു പോയിന്റിൽ എനിക്ക് ഇവിടെ എത്രത്തോളം ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് അറിയണം. ഓക്കെ, ഇവിടെ ഈ ഒരു പോയിന്റിൽ ലെറ്റ്സ് സേ പി എന്ന് പറയുന്ന പോയിന്റിൽ എനിക്കറിയണം എത്രത്തോളം എനിക്ക് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ആ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എനിക്ക് കണ്ടുപിടിക്കണമെങ്കിൽ ഞാൻ എന്താ ചെയ്യേണ്ടത്? യെസ്, ഞാനൊരു ടെസ്റ്റ് മാസിനെടുക്കും, അല്ലെങ്കിൽ ഒരു പോയിന്റ് മാസ്, അതായത് ഒരു യൂണിറ്റ് മാസുള്ള, ഓക്കെ, ഒരു യൂണിറ്റ് മാസുള്ള ഒരു ഒബ്ജക്റ്റിനെ ഞാനിവിടെ പിയിൽ കൊണ്ട് വയ്ക്കും. അപ്പോൾ എനിക്ക് മനസ്സിലാവും പിയിൽ എത്രത്തോളം ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് സ്ട്രെങ്ത് ഓഫ് ഫോഴ്സ്. ഓക്കെ, സ്ട്രെങ്ത് ഓഫ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ഓക്കെ അല്ലേ? സോ നമ്മുടെ എർത്ത് നമ്മൾ കൺസിഡർ ചെയ്തു. ആ എർത്തിന്റെ ഒരു സ്പോട്ട്, ഒരു ചെറിയൊരു പോയിന്റ് ഞാൻ കൺസിഡർ ചെയ്തു. ആ പോയിന്റിൽ എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന്റെ സ്ട്രെങ്ത് അല്ലെങ്കിൽ ഇന്റൻസിറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഗ്രാവിറ്റേഷണൽ ഫീൽഡ് ഇന്റൻസിറ്റി. ഓക്കെ അല്ലേ? ഗ്രാവിറ്റേഷണൽ ഫീൽഡ് ഇന്റൻസിറ്റി, ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി എന്ന് പറയുന്നത് പോലെ തന്നെ. ഓക്കെ അല്ലേ? നമുക്ക് ഒരു എർത്ത് ഉണ്ട്, ആ എർത്തിൽ നമ്മളൊരു പോയിന്റ് കൺസിഡർ ചെയ്യുവാണ്, ആ പോയിന്റിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ക്ലിയർ? യെസ്, അതിനെയാണ് നമ്മൾ പറയുന്നത് എന്ത്? ഗ്രാവിറ്റേഷണൽ ഫീൽഡ് ഇന്റൻസിറ്റി. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്തത്, ഒരു യൂണിറ്റ് മാസിനെ കൊണ്ടുവയ്ക്കുക. യൂണിറ്റ് മാസിനെ കൊണ്ടുവച്ചിട്ടുണ്ടെങ്കിൽ ആ യൂണിറ്റ് മാസിന് എത്ര എക്സ്പീരിയൻസ് ചെയ്യുന്നോ അതായിരിക്കും നമ്മുടെ ഗ്രാവിറ്റേഷണൽ ഫീൽഡ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഗ്രാവിറ്റേഷണൽ ഫീൽഡിനെ എനിക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? ഇ എന്ന് പറഞ്ഞ് ഞാൻ റെപ്രസെന്റ് ചെയ്യുവാണ്. ഇ വിച്ച് ഇസ് ഈക്വൽ ടു എത്രയാണോ എനിക്ക് എക്സ്പീരിയൻസ് ചെയ്ത ഫോഴ്സ്. ഓക്കെ, എത്രയാണോ എനിക്ക് എക്സ്പീരിയൻസ് ചെയ്ത ഫോഴ്സ്, ആ ഫോഴ്സ് ഡിവൈഡഡ് ബൈ മാസ്. നമ്മൾ എടുക്കുന്നത് യൂണിറ്റ് മാസ് ആണെങ്കിൽ ഗ്രാവിറ്റേഷണൽ ഫീൽഡ് ഇന്റൻസിറ്റി എന്ന് പറയുന്നത് എന്തായിരിക്കും? ഫോഴ്സിന് ഈക്വലന്റ് ആയിരിക്കും. ഓക്കെ അല്ലേ? നമ്മൾ എടുക്കുന്നത് ഈക്വൽ മാസ് ആണ്, നമ്മൾ എടുക്കുന്നത് യൂണിറ്റ് മാസ് ആണെങ്കിൽ
ഓക്കെ, സോ ഇവിടെ ഞാൻ ചെയ്യാൻ പോവാണ് ഫോഴ്സിന്റെ ഇക്വേഷൻ എനിക്കറിയാം Gm1. ഓക്കെ, ലെറ്റ്സ് സേ ക്യാപിറ്റൽ M ആൻഡ് സ്മോൾ m. സ്മോൾ m എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒബ്ജക്റ്റിന്റെ മാസ്. നമ്മൾ ഏതൊരു ഒബ്ജക്റ്റിനാണോ ഫീൽഡിൽ നമ്മൾ വെക്കുന്നത് ആ ഒബ്ജക്റ്റിനെ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫീൽഡാണ് നമുക്ക് അറിയേണ്ടത്, അല്ലെങ്കിൽ ഫീൽഡ് ഇന്റൻസിറ്റി എത്രത്തോളം ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടെന്നാണ് അറിയേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഞാൻ ആ ഒബ്ജക്റ്റിന്റെ മാസാണ് സ്മോൾ ലെറ്റർ ഇടുന്നത്. ദെൻ ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ ഡിവൈഡഡ് ബൈ എം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടും Gm/r സ്ക്വയർ ആണ്. ഒരു പോയിന്റ് മാസ് നമ്മൾ കൺസിഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഗ്രാവിറ്റേഷണൽ ഫീൽഡ് എന്ന് പറയുന്നത്. ഗ്രാവിറ്റേഷണൽ ഫീൽഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. ആ വെക്റ്റർ ക്വാണ്ടിറ്റിയുടെ ഡയറക്ഷൻ, ഓക്കെ, ഫീൽഡിന്റെ ഡയറക്ഷൻ എങ്ങനെ തന്നെയായിരിക്കും? ഫോഴ്സിന്റെ അതേ ഡയറക്ഷനിൽ തന്നെയായിരിക്കും. ക്ലിയർ ആയല്ലോ? ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന്റെ ഡയറക്ഷൻ എങ്ങനെയാണോ അതേ ഡയറക്ഷൻ തന്നെയായിരിക്കും ഇവിടുത്തെ ഗ്രാവിറ്റേഷണൽ ഫീൽഡ് ഇന്റൻസിറ്റിയുടെ ഡയറക്ഷനും. ഓക്കെ അല്ലേ? ഒരു യൂണിറ്റ് മാസിന് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സിനെയാണ് നമ്മൾ പറയുന്നത് gravitational field intensity. The intensity of gravitational field at a point is defined as the force experienced by a unit mass placed at that point. Point clear ആയല്ലോ? യെസ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അഗെയിൻ മാത്തമാറ്റിക്കൽ ഫോം ഒന്നുകൂടെ എഴുതാം. E which is equal to F/m. ഓക്കെ, ദെൻ യൂണിറ്റ് ചോദിച്ചിട്ടുണ്ടെങ്കിലോ ഫോഴ്സിന്റെ യൂണിറ്റ് എന്താ? ന്യൂട്ടൺ ആണ്. മാസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കിലോഗ്രാം ആണ്. അങ്ങനെയാണെങ്കിൽ ന്യൂട്ടൺ പെർ കിലോഗ്രാം ആണ് എന്തെന്ന് പറയുന്നത് ഈ ഗ്രാവിറ്റേഷണൽ ഫീൽഡ് ഇന്റൻസിറ്റിയുടെ SI യൂണിറ്റ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഒരു പോയിന്റ് മാസ് ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ അതിന്റെ ഫീൽഡ് ആണ് നമ്മൾ പറഞ്ഞത് Gm/r സ്ക്വയർ. ഓക്കെ, എം എന്ന് പറയുന്നത് എന്തിൻ്റെയാണ്? നമ്മൾ എടുക്കുന്ന പ്ലാനറ്റ്, അല്ലെങ്കിൽ ഇപ്പം നമ്മൾ എർത്ത് ആണെങ്കിൽ എർത്തിൻ്റെ മാസാണ് നമ്മൾ എടുക്കുന്നത്. ക്ലിയർ ആയല്ലോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു പ്രോബ്ലം പെട്ടെന്ന് ചെയ്യാം. ഓക്കെ, നീറ്റ് 2022 ചോദിച്ചൊരു ചോദ്യമാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊന്ന് ശ്രദ്ധിക്കുക. എ ബോഡി ഓഫ് മാസ് 60 gram, ഓക്കെ, 60 gram എക്സ്പീരിയൻസസ് എ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓഫ് 3 Newton. ഓക്കെ അല്ലേ? ഒരു 60 gram ഉള്ള ഒരു ഒബ്ജക്റ്റിന് 60 gram ഉള്ള ഒരു മാസ്, അതിന് ഗ്രാവിറ്റേഷണൽ ഫീൽഡ് ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്നത് 3 Newton ആണ്. വെൻ പ്ലേസ്ഡ് അറ്റ് എ പെർട്ടിക്കുലർ പോയിന്റ്, ഓക്കെ, ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ വെച്ചു. ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദി ഗ്രാവിറ്റേഷണൽ ഫീൽഡ് ഇന്റൻസിറ്റി അറ്റ് ദാറ്റ് പോയിന്റ്. സിമ്പിൾ, നമുക്കറിയാലോ ഫീൽഡിന്റെ ഇക്വേഷൻ എന്താണ്? E which is equal to F/m ആണ്. ഓക്കെ അല്ലേ? ഇവിടെ ഫോഴ്സ് നമുക്ക് തന്നിട്ടുണ്ട്, നമുക്ക് നോക്കി നോക്കാം. യെസ്, ഫോഴ്സ് വിച്ച് ഇസ് ഈക്വൽ ടു 3 Newton എന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് ഇസ് മാസ്. ഒബ്ജക്റ്റിന്റെ മാസാണിത്. ഒബ്ജക്റ്റിന്റെ മാസ് എത്ര തന്നിരിക്കുന്നത്? 60 gram ആണ്. ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഗ്രാവിറ്റേഷണൽ ഫീൽഡ് ഇന്റൻസിറ്റി എന്ന് പറയുന്നത് ഫോഴ്സ് എത്രയാണ്? 30 Newton ആണ് ഡിവൈഡഡ് ബൈ 60 gram. ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം? ഗ്രാമിനെ നമ്മൾ കിലോഗ്രാമിലോട്ട് കൺവേർട്ട് ചെയ്യണം. ഓക്കെ, കിലോഗ്രാമിലോട്ട് കൺവേർട്ട് ചെയ്യണം. സോ നമുക്ക് കിട്ടും 0.60. ഓക്കെ, സോ നമുക്ക് എത്രയാണ് ആൻസർ വരുന്നത്? 50 Newton per kilogram. ഓക്കെ, ഫീൽഡിന്റെ യൂണിറ്റ് എന്താണ്? ന്യൂട്ടൺ പെർ കിലോഗ്രാം ആണ്. ഒരിക്കലും യൂണിറ്റ് എഴുതാനായിട്ട് മറക്കരുത്. ഓക്കെ, അതുപോലെ തന്നെ യൂണിറ്റ് കൺവേർഷൻ ഉണ്ടെങ്കിൽ ഷുവർ ആയിട്ടും ചെയ്തിരിക്കണം. ഓക്കെ, യൂണിറ്റ് കൺവേർഷൻ ഒരിക്കലും മിസ് ചെയ്യരുത്. കാരണം ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് ഗ്രാമിലാണ്, നമുക്ക് എടുക്കുന്നത് കിലോഗ്രാമിലാണ്. ഫോഴ്സ് നമ്മൾ എടുത്തിരിക്കുന്നത് ന്യൂട്ടൺ ആണ്, ഇവിടെ നമ്മൾ എടുക്കേണ്ടത് കിലോഗ്രാം ആണ്. സോ യൂണിറ്റ് ഡെഫിനറ്റ്ലി കൺവേർട്ട് ചെയ്തിരിക്കണം. ഓക്കെ അല്ലേ? സോ നമുക്ക് നീറ്റ് 2022 ചോദിച്ച ക്വസ്റ്റ്യൻ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റി. ഓക്കെ, യെസ്. നെക്സ്റ്റ്, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു പോയിന്റ് മാസ് ഉണ്ട്. ഓക്കെ, ഒരു പോയിന്റ് മാസ് ഉണ്ട്. അതിൻ്റെ മാസ് നമ്മൾ M എന്ന് കൊടുത്തു. ഞാനൊരു പോയിന്റ് കൺസിഡർ ചെയ്തു P. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പിയിലോട്ടുള്ള ഡിസ്റ്റൻസ് ആണ് R എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ആ പോയിന്റ് മാസ് കാരണം ഉണ്ടായ ഗ്രാവിറ്റേഷണൽ ഫീൽഡ്. ഓക്കെ, ഗ്രാവിറ്റേഷണൽ ഫീൽഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞു E which is equal to Gm/r സ്ക്വയർ ആണ്. ഓക്കെ, R എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഡിസ്റ്റൻസ് ആണ്. ഓക്കെ അല്ലേ? സോ നമുക്ക് ഫസ്റ്റ് ഇക്വേഷൻ കിട്ടി. ഒരു പോയിന്റ് മാസ് കാരണം ഉണ്ടാകുന്ന ഫീൽഡിന്റെ ഇക്വേഷൻ നമുക്ക് കിട്ടി. ഓക്കെ അല്ലേ? ഇനി നെക്സ്റ്റ് വൺ ഇസ് റിംഗ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഗ്രാവിറ്റേഷണൽ ഫീൽഡ് ഇന്റൻസിറ്റി ഡ്യൂ ടു റിംഗ്. ഓക്കെ,
അതായത് റിങ്ങിൻ്റെ റേഡിയസ് എത്രയാണ് വരുന്നത്? ക്യാപിറ്റൽ ആർ ആണ്. നമ്മളൊരു പോയിന്റ് കൺസിഡർ ചെയ്തിട്ടുണ്ട്, ദാറ്റ് ഈസ് പി. ഈ സെൻറ്ററിൽ നിന്നും, സെൻറ്റർ ഒ ആണെങ്കിൽ സെൻറ്ററിൽ നിന്നും പിയിലോട്ടുള്ള ഡിസ്റ്റൻസ് ആണ് ലെറ്റ്സ് സേ ആർ. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ എഴുതേണ്ടത്? E which is equal to GMR divided by R square plus R square all raised to 3/2. സോ നമ്മളൊരു റിംഗ് ആണ് എടുക്കുന്നതെങ്കിൽ റിങ്ങിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് GMR. ആർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? സെൻറ്ററിൽ നിന്നും പി വരെയുള്ള ഡിസ്റ്റൻസ് ആണ് ആർ എന്ന് പറയുന്നത്. ദെൻ ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ പ്ലസ് capital R, that is radius of ring square all raised to 3/2. Okay, ini at the center, okay alle, at the center, that is EC. Okay, ring in the center എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഈ r distance എന്ന് പറയുന്നത് എന്തായിരിക്കും? which will be equal to 0. അങ്ങനെയാണെങ്കിൽ നമ്മൾ GM into r ന് പകരം അവിടെ എത്ര കൊടുക്കണം? യെസ്, 0 കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ അറ്റ് സെന്റർ ഓഫ് ദി റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഫീൽഡ് നമ്മുടെ ഗ്രാവിറ്റേഷണൽ ഫീൽഡിന്റെ ഇക്വേഷൻ വരുന്നത് വിച്ച് വിൽ ബി ഈക്വൽ ടു 0 അറ്റ് ദി സെന്റർ. ഓക്കെ, ഇനി വേറെ ഏത് പോയിന്റ് എടുത്തിട്ടുണ്ടെങ്കിലും നമുക്ക് ഈ ഇക്വേഷൻ അനുസരിച്ചിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഈ നമ്മുടെ ഗ്രാവിറ്റേഷണൽ ഫീൽഡ് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഓക്കെ, നെക്സ്റ്റ്, ഗ്രാവിറ്റേഷണൽ ഫീൽഡ് ഇന്റൻസിറ്റി ഡ്യൂ ടു സ്ഫെറിക്കൽ ഷെൽ. ഓക്കെ, സോ ഇൻസൈഡ്, ഓക്കെ അല്ലേ, ഇൻസൈഡ് ദിസ് ഷെൽ എന്തായിരിക്കും? ഇൻസൈഡ് ദ ഷെല്ല് ഫീൽഡ് 0 ആയിരിക്കും. ഓക്കെ, ആൻഡ് ഔട്ട്സൈഡ്, അതായത് നമ്മൾ ഈ എടുക്കുന്ന ഡിസ്റ്റൻസ് ആർ. ഓക്കെ, സ്മോൾ ലെറ്റർ ആർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെൻട്രൽ നിന്ന് നമ്മൾ എടുക്കുന്ന പോയിന്റിലോട്ടുള്ള ഡിസ്റ്റൻസ്. ആൻഡ് ക്യാപിറ്റൽ ആർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റേഡിയസ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഗ്രാവിറ്റേഷണൽ ഫീൽഡ് ഇന്റൻസിറ്റി എന്ന് പറയുന്നത് വിച്ച് വിൽ ബി ഈക്വൽ ടു GM ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ ആയിരിക്കും. ഓക്കെ, ഇനി അറ്റ് ദി സർഫസ് ആണെങ്കിലോ ഈ ആറിന് പകരം ക്യാപിറ്റൽ ആർ വരും. ES വിൽ ബി ഈക്വൽ ടു GM ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ ആർ സ്ക്വയർ അറ്റ് ദി സർഫസ് ഓഫ് ദി സ്ഫെറിക്കൽ ഷെൽ. ഓക്കെ, ഇൻസൈഡ് ആണെങ്കിൽ 0 ആയിരിക്കും വരുന്നത്. അതുപോലെ തന്നെ ഔട്ട്സൈഡ് ആണ് അല്ലെങ്കിൽ അറ്റ് ദി സർഫസ് ആണെന്നുണ്ടെങ്കിൽ ഇക്വേഷൻ വരുന്നത് ഇങ്ങനെയായിരിക്കും. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ പറയുന്നത് സോളിഡ് സ്ഫിയർ ആണ്. മുന്നേ നമ്മൾ പറഞ്ഞത് ഹോളോ സ്ഫിയർ, അതായത് ഉള്ളിൽ മാറ്റർ ഇല്ല. ഓക്കെ, നമുക്കറിയാം ജസ്റ്റ് പൊള്ളയാണ്. ഓക്കെ, സോ ഇവിടെ ആണെന്നുണ്ടെങ്കിൽ ഉള്ളിൽ ആളുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഔട്ട്സൈഡ് നോക്കാം. ഈ ഔട്ട്, അതായത് ക്യാപിറ്റൽ നമ്മുടെ സ്മോൾ ലെറ്റർ ആർ പിയിലോട്ടുള്ള ഡിസ്റ്റൻസ്, സെൻട്രൽ നിന്നുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് യെസ് ഗ്രേറ്റർ ദാൻ ക്യാപിറ്റൽ ആർ, ദാറ്റ് ഇസ് റേഡിയസ് ഓഫ് ദി സ്ഫിയർ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ GM ബൈ ആർ സ്ക്വയർ ആയിരിക്കും. ഇനി ES സർഫസിലാണെങ്കിലോ ദാറ്റ് വിൽ ബി ഈക്വൽ ടു GM ബൈ ആർ സ്ക്വയർ ആയിരിക്കും, അതായത് റേഡിയസിന്റെ സ്ക്വയർ ആയിരിക്കും. പക്ഷേ ഇൻസൈഡ് ആണെങ്കിലോ, ഇൻസൈഡ് ആണെന്നുണ്ടെങ്കിൽ which will be equal to, that is r less than r, which is equal to GMR divided by r cube. r cube ഇതിലെ ഈ ക്യാപിറ്റൽ ആർ എന്താണ്? റേഡിയസ് ഓഫ് ദി സ്ഫിയർ ആണ്. സ്മോൾ ലെറ്റർ ആർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലോ ദാറ്റ് ഇസ് യെസ് നമ്മുടെ സെൻട്രൽ നിന്നും എത്രയാണോ ഡിസ്റ്റൻസ്, അത് ഉള്ളിലാണെങ്കിൽ ഓക്കെ ആർ ലെസ് ദാൻ ക്യാപിറ്റൽ ആർ ആണെങ്കിൽ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിന്റെ ഗ്രാഫ് ഒന്ന് വരച്ചു നോക്കാം. അതായത് നമ്മൾ ഫീൽഡും പൊസിഷനും നമ്മൾ മാർക്ക് ചെയ്യുവാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇൻസൈഡ് ഓക്കെ സ്ഫിയറിന്റെ സെന്ററിൽ എത്രയായിരിക്കും? ഒബിവിയസ്ലി 0 ആയിരിക്കും. കാരണം എന്താണ്? ഈ ഇക്വേഷൻ വെച്ചിട്ടാണെങ്കിൽ ഓക്കെ ഈ ഇക്വേഷൻ വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ ആറിന് 0 ഇട്ട് കൊടുക്കുമ്പം സെന്ററിൽ 0 വരും. അങ്ങനെയാണെങ്കിൽ ദാ ഇവിടെ നമുക്ക് യെസ് അറ്റ് ദി സെന്റർ 0 ആണ്. ഇനി സെന്ററിൽ നിന്നും അപ് ടു സർഫസ് വരെ, ആ സർഫസ് വരെയുള്ള ഇക്വേഷൻ ഇൻസൈഡ് GMR divided by r cube, that means E is proportional to R. So ആ ഇക്വേഷൻ എങ്ങനെയായിരിക്കും? ആ ഗ്രാഫ് എങ്ങനെയായിരിക്കും? ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. ഇനി
R is equal to R വരുന്ന സമയത്ത് at the surface. Okay, സർഫസിലാണ് നമ്മൾ പോയിന്റ് എടുക്കുന്നതെങ്കിൽ അവിടുത്തെ വാല്യൂ എത്രയായിരിക്കും? ദാറ്റ് ഇസ് gm/r². എത്രയാണോ നമ്മുടെ സ്ഫിയറിന്റെ റേഡിയസ് അത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു. സോ ES നമുക്ക് കിട്ടും gm/r² നമുക്ക് കിട്ടും. ഓക്കെ, ഇനി നെക്സ്റ്റ് ഔട്ട്സൈഡ് പോയിട്ടുണ്ടെങ്കിലോ? ഔട്ട്സൈഡ് പോയിട്ടുണ്ടെങ്കിൽ ഫീൽഡ് ഇസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു r². അതെങ്ങനെയായിരിക്കും? യെസ്, കുറച്ച് ചെരിവുള്ള അല്ലെങ്കിൽ കുറച്ച് കർവേച്ചർ കൂടിയ ഒരു എന്താ പറയുക, ഒരു ലൈൻ ആയിരിക്കും. ഓക്കെ, സോ നമ്മുടെ അടുത്തൊരു സോളിഡ് സ്ഫിയറിന്റെ ഫീൽഡും റേഡിയസും തമ്മിലുള്ള റേഡിയസ് അല്ല, ഫീൽഡും പൊസിഷനും തമ്മിലുള്ള ഗ്രാഫ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം? യെസ്, ഇങ്ങനെ ഫസ്റ്റ് ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ്, ഇൻക്രീസ് ചെയ്യുന്നു. അത് കഴിഞ്ഞ് സർഫസിൽ എത്തിയിട്ടുണ്ടെങ്കിൽ ഏറ്റവും മാക്സിമം വരുന്നത് സർഫസിലാണ്. അതിനുശേഷം ഇതിന്റെ റിലേഷൻ വരുന്നത് എങ്ങനെയാണ്? E is proportional to 1/r² ആണ്. സോ 1/r²ന്റെ ഗ്രാഫ് എങ്ങനെയാണ്? ചെറുതായിട്ട് ഉള്ളിലോട്ട് കർവേച്ചർ ഇത്രയും കൂടിയ ലൈൻ ആയിരിക്കും, കർവ് ആയിരിക്കും. ഓക്കെ, ഇനി അതുപോലെ തന്നെ നമ്മൾ നേരത്തെ നമ്മുടെ പറഞ്ഞ ഹോളോ സ്ഫിയറിന്റെ കേസ് നോക്കിയിട്ടുണ്ടെങ്കിലോ? യെസ്, നമ്മൾ ഗ്രാഫ് കൺസിഡർ ചെയ്യുവാണ്. അപ്പം ഗ്രാഫിൽ നമ്മൾ നോക്കുമ്പോൾ ഈ സെന്റർ എത്രയാണ്? 0 ആണ്. യെസ്, ഈ സെന്റർ 0 ആണ്. ദെൻ അഗെയിൻ നമുക്കറിയാം ഇൻസൈഡ് ദി സ്ഫിയർ എത്രയാണ് വാല്യൂ? 0 ആണ്. ഓക്കെ, ദെൻ നമ്മൾ ഇവിടെ എത്തി. യെസ്, സർഫസിലെത്തിയ മാക്സിമം ആണ്. ഓക്കെ, മാക്സിമം പോയിന്റ് ആണ് സർഫസിൽ. ഓക്കെ, ഫീൽഡ് മാക്സിമം ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാക്സിമത്തിൽ നിന്നും പിന്നെ എങ്ങനെയാ റിലേഷൻ വരുന്നത്? ഔട്ട്സൈഡ് എങ്ങനെയാ വരുന്നത്? യെസ്, E which is proportional to 1/r². അഗെയിൻ കർവേച്ചർ. ഓക്കെ, സോ ഇവിടെ വരെയും 0 ആണ്. സർഫസിൽ എത്തുന്ന വരെയും 0 ആണ്. സർഫസിൽ എത്തിയിട്ടുണ്ടെങ്കിൽ ഏറ്റവും മാക്സിമം വാല്യൂ ആയിരിക്കും ഫീൽഡിന്, ഗ്രാവിറ്റേഷണൽ ഫീൽഡിന്. പിന്നീട് അത് ഈ പ്രൊപ്പോർഷണൽ ടു 1/r² ആയിട്ട് കുറഞ്ഞു വരും. ക്ലിയർ ആയല്ലോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ അടുത്ത് ഒരു സ്ഫിറിക്കൽ ഷെല്ലിന്റെ അല്ലെങ്കിൽ ഒരു ഹോളോ സ്ഫിയറിന്റെ ഒരു സോളിഡ് സ്ഫിയറിന്റെ ഗ്രാവിറ്റേഷണൽ ഫീൽഡും പൊസിഷനും തമ്മിലുള്ള ഗ്രാഫ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് വരയ്ക്കാമല്ലോ. നമുക്ക് ആ ഒരു ഐഡിയ കിട്ടിയല്ലോ? യെസ്, നോക്കാം. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റിലോട്ട് നമ്മൾ പോവുകയാണ്. അതായത് മോഡേൺ ആസ്ട്രോണമിയുടെ ഇന്നും നട്ടലെന്ന് പറയാവുന്നതാണ് ആര്? നമ്മുടെ കെപ്ലേഴ്സ് ലോസ് ഒക്കെ. ഓക്കെ, സോ കെപ്ലേഴ്സ് ലോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3 ലോസ് വരുന്നുണ്ട്. ഫസ്റ്റ് ലോ ഇസ് റിഗാർഡിങ് ഓർബിറ്റ്. ഓക്കെ, സെക്കൻഡ് ലോ ഇസ് അബൌട്ട് ഏരിയ ആൻഡ് തേർഡ് എന്ന് പറയുന്നത് ടൈം പീരീഡിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് ഫസ്റ്റ് ലോ നമുക്ക് പറയാം. ഫസ്റ്റ് ലോ എന്താ പറയുന്നത്? യെസ്, ഓൾ പ്ലാനറ്റ്സ് മൂവ് ഇൻ എലിപ്റ്റിക്കൽ ഓർബിറ്റ്സ്. ഓക്കെ, ഓൾ പ്ലാനറ്റ്സ് എലിപ്റ്റിക്കൽ ഓർബിറ്റ് ആണ്. എലിപ്റ്റിക്കലിന്റെ ഷേപ്പ് ആണ് ഇങ്ങനെ വരുന്നത്. എലിപ്റ്റിക്കൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ്? യെസ്, അതിന്റെ നമ്മൾ പോളാർ റീജിയൻ അല്ലെങ്കിൽ നമ്മൾ മുകൾ ഭാഗം നോക്കിയിട്ടുണ്ടെങ്കിൽ കുറച്ച് ഫ്ലാറ്റൻഡ് ആയിട്ടും സൈഡ് നോക്കിയിട്ടുണ്ടെങ്കിൽ കുറച്ച് ബൾജ് ചെയ്തിട്ടായിരിക്കും എലിപ്റ്റിക്കൽ ഷേപ്പ് വരുന്നത്. വിത്ത് ദി സൺ സിറ്റുവേറ്റഡ് അറ്റ് വൺ ഓഫ് ദി ഫോസൈ ഓഫ് ദി എലിപ്സ്. അതായത് നമുക്കറിയാം ഒരു സ്ഫിയർ എടുത്തിട്ടുണ്ടെങ്കിൽ അതിനൊരു സെന്ററേ ഉണ്ടാവുള്ളൂ. ഓക്കെ, അതിനൊരു ഫോക്കസേ ഉണ്ടാവുള്ളൂ. പക്ഷേ എലിപ്സ് എടുത്തിട്ടുണ്ടെങ്കിലോ? യെസ്, അതിന് 2 ഫോക്കസ് ഉണ്ടായിരിക്കും. ഓക്കെ, 2 ഫോക്കസ് ഉണ്ടായിരിക്കും. അതിലേതെങ്കിലും ഒരു ഫോക്കസിലായിരിക്കും ആരിയ്ക്കുന്നത്? സൺ ഇരിക്കുന്നത്. ഓക്കെ അല്ലേ? എലിപ്സിന് 2 ഫോസയുണ്ട്. അതിലേതെങ്കിലും ഒരെണ്ണത്തിലായിരിക്കും, ഒന്നുകിൽ ഇവിടെ അല്ലെങ്കിൽ ഇവിടെ, അതിലായിരിക്കും സൺ ഇരിക്കുന്നത്. യെസ്, ഇവിടെയാണ് ഒരു ഫോക്കസ് വരുന്നത്. ഓക്കെ, അതിലായിരിക്കും സൺ ഇരിക്കുന്നത്. ഓക്കെ അല്ലേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫസ്റ്റ് ലോ അനുസരിച്ച് ഓൾ പ്ലാനറ്റ്സ് ഏത് ഷേപ്പിലാണ് ഓർബിറ്റ് ചെയ്യുന്നത്? എലിപ്റ്റിക്കൽ ഷേപ്പിലാണ്. വിത്ത് സൺ സിറ്റുവേറ്റഡ് അറ്റ് ദി വൺ ഓഫ് ദി ഫോസൈ ഓഫ് ദി എലിപ്സ്. ഓക്കെ, ഈ എലിപ്സ് വരയ്ക്കുന്ന അല്ലെങ്കിൽ ആ ഒരു കോൺസെപ്റ്റ് ക്ലിയർ ആവണമെന്നുണ്ടെങ്കിൽ നമുക്കറിയാം, നമ്മൾ ഒരു നൂലെടുത്തു. ആ നൂലിൽ നമ്മൾ എന്ത് ചെയ്തു? ഒരു ചോക്ക് വെച്ചു. ഓക്കെ, ഒരു ചോക്ക് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ വരച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടും സ്ഫിയർ. ഓക്കെ, ഇനി നമ്മൾ ചെയ്യുകയാണ്, നമുക്കൊരു ചോക്കേ ഉള്ളൂ, പക്ഷെ നമ്മൾ 2 നൂലുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മൾ ഏകദേശം ഇവിടെ നിന്നും ഒരു നൂലെടുത്തിട്ടുണ്ട്, ഇവിടെ നിന്നും ഒരു നൂലെടുത്തിട്ടുണ്ട്. അത് കോമൺ ആയിട്ട് എവിടെ കണക്ട് ചെയ്തേക്കുക? നമ്മുടെ ചോക്കിലോട്ട് കണക്ട് ചെയ്തേക്കുക. എന്നിട്ട് നമ്മൾ വരയ്ക്കുവാണെങ്കിൽ, ഓക്കെ, എന്നിട്ട് നമ്മൾ ഒരു സ്ഫിയർ വരയ്ക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ആ സ്ഫിയറിന്റെ രൂപമാണ് എന്തെന്ന് പറയുന്നത്? നമ്മുടെ എലിപ്സ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? യെസ്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ലോ ക്ലിയർ ആയല്ലോ. എലിപ്റ്റിക്കൽ ഷേപ്പിലായിരിക്കും പോകുന്നത്. അതിന് 2 ഫോസയുണ്ട്. ഇതിലേതെങ്കിലും ഒരു ഫോസയിലായിരിക്കും ആരിയ്ക്കുന്നത്? നമ്മുടെ സൺ ഇരിക്കുന്നത്. ഇത്രയേ ഉള്ളൂ ഫസ്റ്റ് ലോ. വളരെ ഈസിയാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കി നോക്കാം. യെസ്,
ലോ ഓഫ് ഓർബിറ്റ്സിൽ തന്നെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ അഡീഷണൽ ആയിട്ട് പഠിക്കാം. അതായത് യെസ്, ഇതാണ് നമ്മുടെ എലിപ്സ്. ഓക്കെ, ഇതാണ് ഈ എലിപ്റ്റിക്കൽ ഷേപ്പ് എന്ന് പറയുന്നത്. നമുക്ക് രണ്ട് ഫോഴ്സൈ ഉണ്ട്, ദാറ്റ് ഇസ് F1 ആൻഡ് F2. ക്ലിയർ അല്ലേ? രണ്ട് ഫോഴ്സൈ ഉണ്ട്, ദാറ്റ് ഇസ് F1 ആൻഡ് F2. ഇതിലേതെങ്കിലും ഒരു സ്ഥലത്തായിരിക്കും ആരിയ്ക്കുന്നത്? സൺ ഇരിക്കുന്നത്. ഓക്കെ, ലെറ്റ്സ് സേ ഇവിടെയാണ് നമ്മുടെ സൂര്യൻ ഇരിക്കുന്നത്. ഓക്കെ അല്ലേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഷേപ്പിന്, ഈ എലിപ്റ്റിക്കൽ ഷേപ്പിന് രണ്ട് ആക്സിസാ ഉള്ളത്. ഓക്കെ അല്ലേ? രണ്ട് ആക്സിസാ ഉള്ളത്. ഒന്നാമത്തെ ആക്സിസ് എന്ന് പറയുന്നത് AB ആണ്. ഓക്കെ, AB ആണ്. രണ്ടാമത്തെ ആക്സിസ് എന്ന് പറയുന്നത് ലെറ്റ്സ് സേ PQ. ഓക്കെ, രണ്ടാമത്തെ ആക്സിസ് എന്താണ്? PQ. ഇതിൽ AB എന്ന് പറയുന്ന ആക്സിസ് ആണ് കുറച്ച് നീളം കൂടുതലുള്ളത്. അതിനെയാണ് നമ്മൾ പറയുന്നത് മേജർ ആക്സിസ്. ഓക്കെ, മേജർ ആക്സിസ്. ആൻഡ് നീളം കുറച്ച് കുറഞ്ഞിട്ടുള്ളത്, അതായത് PQ, അതാണ് മൈനർ ആക്സിസ്. ഓക്കെ അല്ലേ? നമുക്കറിയാം, നമ്മൾ പറഞ്ഞതനുസരിച്ചിട്ട് നമ്മുടെ സൂര്യൻ ഇവിടെ ഇരിക്കുന്നു. സൂര്യന് ചുറ്റും പ്ലാനറ്റ്സ് എല്ലാം റിവോൾവ് ചെയ്യുന്നത് എങ്ങനെയാണ്? എലിപ്റ്റിക്കൽ ഷേപ്പിലാണ്. സോ നമ്മുടെ പ്ലാനറ്റ് ഇതാ ഇങ്ങനെ കറങ്ങി 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 എയിലെത്തി. ഓക്കെ, എ എന്ന് പറയുന്ന പോയിന്റിലെത്തി. ആ എ എന്ന് പറയുന്ന പോയിന്റിന് ഒരു പ്രത്യേകതയുണ്ട്. എന്തുകൊണ്ടാ? സൂര്യനും ആ പോയിന്റും, അതായത് പ്ലാനറ്റ് ഇരിക്കുന്ന എ എന്ന് പറയുന്ന പോയിന്റും തമ്മിൽ ഏറ്റവും ചെറിയ ഡിസ്റ്റൻസ് ആണ്. ഓക്കെ, ഏറ്റവും ചെറിയ ഡിസ്റ്റൻസ് ആണ്. ഓക്കെ അല്ലേ? R1. ഓക്കെ, അതായത് സൂര്യനും പ്ലാനറ്റും തമ്മിലുള്ള ഏറ്റവും ചെറിയ ഡിസ്റ്റൻസ് ആണ് R1 എന്ന് പറയുന്നത്. അതിന് നമ്മൾ പറയുന്ന പേരാണ് പെരിഹീലിയൻ. ഓക്കെ, സോ ഏറ്റവും ഡിസ്റ്റൻസ് കുറവുള്ളതിനാണ്. ഇവിടെ നമ്മൾ ഏതൊക്കെ പോയിന്റ് എടുത്തിട്ടുണ്ടെങ്കിലും ഏറ്റവും മിനിമൽ ഡിസ്റ്റൻസ് വരുന്നത് എവിടെയാണ്? പോയിന്റ് എയിൽ പ്ലാനറ്റ് വരുമ്പോഴാണ്. അതിനെയാണ് നമ്മൾ പറയുന്നത് പെരിഹീലിയൻ. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ ഇസ് നമ്മുടെ പ്ലാനറ്റ് ഇങ്ങനെ റിവോൾവ് ചെയ്ത് എവിടെ എത്തി? ബിയിലെത്തി. ഓക്കെ, ബി എത്തി കഴിഞ്ഞപ്പോൾ നമുക്കറിയാം, യെസ്, നമ്മുടെ സണ്ണുമായിട്ട് ഏറ്റവും ഡിസ്റ്റൻസ് കൂടുതലാണ്. ഓക്കെ, R2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും ഡിസ്റ്റൻസ് കൂടുതലുള്ളതാണ് R2, ഡിസ്റ്റൻസ് കുറവുള്ളതാണ് R1. ഓക്കെ, അതിനെ നമ്മൾ പറയുന്ന പേരാണ്, ഓക്കെ, ഇതിനെ നമ്മൾ പറയുന്ന പേരാണ് അപ്പോഗി അല്ലെങ്കിൽ അപ്ഹീലിയൻ. ക്ലിയർ ആയല്ലോ? എന്താണ് ഇത്? പെരിഹീലിയൻ. ഏറ്റവും ചെറിയ ഡിസ്റ്റൻസ് സണ്ണുമായിട്ട് പ്ലാനറ്റിനുണ്ടാകുന്നതാണ് R1, പെരിഹീലിയൻ എന്ന് പറയുന്നത്. ദെൻ അതുപോലെ തന്നെ ഈ ഒരു ഡിസ്റ്റൻസിനാണ് നമ്മൾ പറയുന്നത് അപ്ഹീലിയൻ. ഓക്കെ, സോ നമുക്ക് എലിപ്സ് കിട്ടി. ഇനി ഓൾറെഡി നമ്മൾ പറഞ്ഞു നമ്മുടെ മേജർ ആക്സിസ്. ഈ മേജർ ആക്സിസിനെ അതിൻ്റെ ഫുൾ ഡയാമീറ്റർ, അതായത് A to B ലെങ്ത് നമ്മൾ നോർമലി എടുക്കുന്നത് എങ്ങനെയാ? 2A എന്ന് പറഞ്ഞിട്ടാണ് എടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതാണ് നമ്മുടെ ഈ പറയുന്ന 2A അല്ലെങ്കിൽ AB-യുടെ സെന്റർ. ഓക്കെ, സെൻട്രൽ നിന്നും എയിലോട്ടുള്ള ഡിസ്റ്റൻസ് എന്തായിരിക്കും? ഇത് O ആണെന്നുണ്ടെങ്കിൽ O ഡിസ്റ്റൻസ് എന്തായിരിക്കും? ദാറ്റ് വിൽ ബി ഈക്വൽ ടു A. ഇനി OB ഡിസ്റ്റൻസ് എന്തായിരിക്കും? OB ഡിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു A. കാരണം AB-യുടെ സെന്റർ പോയിന്റ് ആണ് O. ടോട്ടൽ ഇതുള്ളത് 2A ആണ്. അങ്ങനെയാണെങ്കിൽ സെൻട്രൽ നിന്ന് ഇതെന്തായിരിക്കും? ഹാഫ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ എയും ആയിരിക്കും ഡിസ്റ്റൻസ്. മൈനർ ആക്സിസിനെ, അതായത് P to Q ഡിസ്റ്റൻസിനെ നമ്മൾ പറയുന്നത് അല്ലെങ്കിൽ റെപ്രസെന്റ് ചെയ്യുന്നത് 2B എന്നാണ്. അങ്ങനെയാണെങ്കിൽ OP വിച്ച് ഇസ് ഈക്വൽ ടു OQ വിച്ച് ഇസ് ഈക്വൽ ടു B ആയിരിക്കും. ക്ലിയർ അല്ലേ? ദെൻ ഈ A എന്ന് പറയുന്ന ഈ ലെങ്ത് അല്ലെങ്കിൽ ആ ഒരു ഇതിനെ പറയുന്ന പേരാണ് സെമി മേജർ ആക്സിസ്. ഓക്കെ, അതായത് ഈ ഒരു പോയിന്റ് തൊട്ട് A തൊട്ട് O വരെയുള്ള പോയിന്റിന് നമ്മൾ പറയുന്ന പേരാണ് സെമി മേജർ ആക്സിസ്. ഈ സെമി മേജർ ആക്സിസ് അല്ലെങ്കിൽ A എന്ന് പറയുന്ന ഡിസ്റ്റൻസിന് നമുക്ക് എങ്ങനെയും കൂടെ എടുക്കാം. നമുക്കറിയാം ഇത് ടോട്ടൽ വരുന്നത് 2A എന്ന് പറയുന്നത് R1 + R2 ആണ് അല്ലേ? അതായത് നമ്മുടെ ഈ ചെറിയ ഡിസ്റ്റൻസും ഈ വലിയ ഡിസ്റ്റൻസും തമ്മിലുള്ള അല്ലെങ്കിൽ അതിന്റെ സമ്മാണ് നമ്മുടെ ടോട്ടൽ മേജർ ആക്സിസിന്റെ ലെങ്ത് എന്ന് പറയുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ A എന്തായിരിക്കും? R1 + R2 ഡിവൈഡഡ് ബൈ 2 ആയിരിക്കും. ഇതാണ് നമ്മൾ സെമി മേജർ ആക്സിസ് എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് എലിപ്സ് എന്ന് പറയുന്ന ഷേപ്പിനെ പറ്റി പഠിക്കുമ്പോൾ അറിഞ്ഞിരിക്കേണ്ടതാണ്.
ഓക്കെ അല്ലേ? സോ ഓരോ പോയിന്റ്സും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇത്രയും കാര്യങ്ങളുണ്ടെങ്കിൽ ഈ കെപ്ലേഴ്സ് ലോ വളരെ ഈസിയാണ്. ആൻഡ് ഈ ഷേപ്പിനെ പറ്റി നമ്മൾ നന്നായിട്ട് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവത്തുള്ളൂ. ഓക്കെ, സോ മേജർ ആക്സിസ്, മൈനർ ആക്സിസ്, സെമി മേജർ ആക്സിസ് ആൻഡ് അതുപോലെ സെമി മൈനർ ആക്സിസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? OP അല്ലെങ്കിൽ OQ, അതായത് സെൻട്രൽ നിന്നും ആ ആക്സിസിൻ്റെ എൻഡിലോട്ടുള്ള ഡിസ്റ്റൻസ്. ഓക്കെ, യെസ്, ഇത്രയും കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. ഇനി നമുക്ക് നോക്കി നോക്കാം കെപ്ലേഴ്സ് ലോ, law of area, the line that joins any planet, okay, to the sun. Okay അല്ലേ? അതായത് സണ്ണും നമ്മുടെ പ്ലാനറ്റ് ലെറ്റ്സ് സേ എയിലാണ് ഇരിക്കുന്നതെങ്കിൽ സണ്ണും അതുപോലെ തന്നെ പ്ലാനറ്റും ഓക്കെ തമ്മിലുണ്ടാക്കുന്ന ആ ലൈൻ അല്ലെങ്കിൽ ആ ഡിസ്റ്റൻസ് ടു ദി സൺ സ്വീപ്സ് ഈക്വൽ ഏരിയ ഇൻ ഈക്വൽ ഇൻ്റർവൽ ഓഫ് ടൈം. അതായത് നമുക്കറിയാം നമ്മുടെ ചന്ദ്രൻ ഭൂമിയെ ചുറ്റുന്നു. ഓക്കെ, സണ്ണ് മാത്രം അല്ലല്ലോ, അല്ലെങ്കിൽ ഓക്കെ സൺ നമ്മൾ നോക്കുവാണ്, സണ്ണിന് ചുറ്റും നമ്മുടെ എർത്ത് ഇങ്ങനെ റിവോൾവ് ചെയ്യുവാണ്. ഓക്കെ, എർത്ത് റിവോൾവ് ചെയ്യുന്നു. റിവോൾവ് ചെയ്യുമ്പം എർത്തിൻ്റെ പൊസിഷൻ ഫസ്റ്റ് എ ആയിരുന്നു. നമ്മൾ 30 ഡേയ്സ് കഴിഞ്ഞ് നോക്കുമ്പം യെസ് 30 ഡേയ്സ് കഴിഞ്ഞ് നോക്കുമ്പം പൊസിഷൻ ബിയിലായി. ക്ലിയർ അല്ലേ? പൊസിഷൻ ബിയിലായി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത്രയും ഏരിയ നമ്മൾ കൺസിഡർ ചെയ്തു. ആ ഏരിയ നമ്മൾ നോട്ട് ചെയ്ത് വെക്കുവാണ്. ഇനി എഗെയിൻ ഞാൻ 30 ഡേയ്സ് തന്നെ എടുക്കുവാണ്. ഓക്കെ അല്ലേ? എഗെയിൻ ഞാൻ 30 ഡേയ്സ് നോക്കുവാണ്. ആ 30 ഡേയ്സിൽ ഇതാണ് ബി എന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് പോയിന്റ് ഇതാ സി ആണ്. ഓക്കെ, നെക്സ്റ്റ് 30 ഡേയ്സിൽ ഓക്കെ ഫസ്റ്റ് 30 ഡേയ്സിൽ നമുക്ക് മനസ്സിലായി ഇതാ ഇത്രയും ഏരിയ കവർ ചെയ്തു പോയി. നെക്സ്റ്റ് 30 ഡേയ്സിൽ എന്താ ഉണ്ടായത്? യെസ്, ദാ ഇത്രയും ഏരിയ കവർ ചെയ്തു പോയി. ഇനി വീണ്ടും ഞാൻ 30 ഡേയ്സ് കൺസിഡർ ചെയ്തപ്പോൾ വീണ്ടും ഒരു ഏരിയ കവർ ചെയ്തു. ഞാൻ ഈ ഏരിയാസ് എല്ലാം നോക്കിയപ്പോൾ എന്താണ്? അത് ഈക്വൽ ആണ്. അതായത് എത്രയാണോ ഏരിയയിൽ ചേഞ്ച് ഉണ്ടായത്, ഓക്കെ എത്രയാണോ ഏരിയയിൽ ചേഞ്ച് ഉണ്ടായത് ഡിവൈഡഡ് ബൈ എടുത്ത സമയം, അതെന്തായിരുന്നു? കോൺസ്റ്റന്റ് ആണ്. ഓക്കെ, എത്ര ഏരിയ കവർ ചെയ്തോ അത് കൃത്യം ടൈം ഇൻ്റർവെല്. ഓക്കെ, കൃത്യമായിട്ടൊരു ടൈം ഇൻ്റർവെൽ ഉണ്ട്. 30 ഡേയ്സ് അല്ലെങ്കിൽ 15 ഡേയ്സ്, കറക്റ്റ് 15 ഡേയ്സ് വെച്ച് നമ്മൾ നോക്കുവാണെങ്കിൽ ഒരു പർട്ടിക്കുലർ ഈക്വൽ ടൈം ഇൻ്റർവെല്ലിൽ അല്ലെങ്കിൽ ഈക്വൽ സമയത്ത് നമ്മളിങ്ങനെ നോക്കുവാണെങ്കിൽ ആ സമയത്തിൽ കവർ ചെയ്യുന്ന ഏരിയ എന്ന് പറയുന്നത് ഈക്വൽ ആണ്. ഓക്കെ അല്ലേ? സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഡെൽറ്റ എ ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി വിച്ച് ഇസ് ഈക്വൽ ടു കോൺസ്റ്റന്റ് എന്ന് നമുക്ക് എഴുതാനായിട്ട് പറ്റും. ഓക്കെ, സോ ഇവിടെ നമ്മൾ പറഞ്ഞത് എന്താണ്? ലോ ഓഫ് ഏരിയാസ് ആണ്. ലോ ഓഫ് ഏരിയാസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെൽറ്റ എ ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി. ഓക്കെ, ആ ഡെൽറ്റ എ ബൈ ഡെൽറ്റ ടി എന്ന് പറയുന്ന വാല്യൂ എന്താണ്? കോൺസ്റ്റന്റ് ആയിരിക്കും. ക്ലിയർ? ഇനി നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഈ ഡെൽറ്റ എ ബൈ ഡെൽറ്റ ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് ഏരിയ ഡിവൈഡഡ് ബൈ ടൈം. ഓക്കെ, ഏരിയ ഡിവൈഡഡ് ബൈ ടൈം എന്ന് പറയുന്നത് എന്താണ്? ദാറ്റ് ഈസ് നോൺ ആസ് ഏരിയൽ വെലോസിറ്റി. ഓക്കെ, ഇവിടെ നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്നത് എന്താണ്? ഏരിയൽ വെലോസിറ്റി ആണ്. ഓക്കെ, ഏരിയൽ വെലോസിറ്റി. ആ ഏരിയൽ വെലോസിറ്റി എന്താണെന്നാ പറയുന്നത്? കോൺസ്റ്റന്റ് വാല്യൂ ആണ്. ഓക്കെ, സോ ലോ ഓഫ് ഏരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ മീൻ ചെയ്യുന്നത്? ഡെൽറ്റ എ ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി വിച്ച് ഇസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ് വാല്യൂ. എങ്കിൽ നമുക്കതൊന്ന് പ്രൂവ് ചെയ്യാനായിട്ട് നോക്കി നോക്കാം. അതായത് ഡെൽറ്റ എ ഇവിടെ നമുക്ക് നോക്കാം. ഡെൽറ്റ എ ഇവിടുത്തെ ഏരിയ നമുക്ക് നോക്കാം. ഇവിടെ എടുക്കുന്ന ടൈം ഇൻ്റർവെല്ലിൽ ഡെൽറ്റ ടി ആണ്. ഓക്കെ, അതായത് എ എന്ന് പറയുന്ന പോയിന്റിൽ നിന്നും ബി എന്ന് പറയുന്ന പോയിന്റിലോട്ട് എടുത്ത ഡ്യൂറേഷൻ, ടൈമിൽ എടുത്ത ഇതെന്ന് പറയുന്നത് ഡെൽറ്റ ടി ആണ്. ഓക്കെ അല്ലേ? സോ നമുക്ക് നോക്കി നോക്കാം. ഫസ്റ്റ് നമുക്ക് ഈ ഒരു ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഈ ഒരു ഡിസ്പ്ലേസ്മെന്റ് നമുക്ക് നോക്കാം. ഡിസ്പ്ലേസ്മെന്റ് നമുക്കറിയാലോ, വെലോസിറ്റി വിച്ച് ഇസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡഡ് ബൈ ടൈം ആണ്. ഓക്കെ, ഇവിടെയുള്ള ചെറിയൊരു ഡിസ്പ്ലേസ്മെന്റ് ആണ് ലെറ്റ്സ് സേ ഡെൽറ്റ എസ്. ഡെൽറ്റ എസ് ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി. ഓക്കെ, ഡെൽറ്റ ടി ടൈമിലുണ്ടായ ഡിസ്പ്ലേസ്മെന്റ് ആണ് ഡെൽറ്റ എസ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഇസ് ഈക്വൽ ടു വെലോസിറ്റി. അങ്ങനെയാണെങ്കിൽ ഡെൽറ്റ എസിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഡെൽറ്റ എസ് വിച്ച് ഇസ് ഈക്വൽ ടു വി ഇൻറ്റു ഡെൽറ്റ ടി. ഓക്കെ, വി ഇൻറ്റു ഡെൽറ്റ ടി ആണ്. ഇവിടെ ഈ ഡെൽറ്റ എസ് അല്ലെങ്കിൽ എച്ച് എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്യുന്നത് എത്രയാണ് വരുന്നത്? യെസ്, വി ഇൻറ്റു ഡെൽറ്റ ടി ആണ്. ഓക്കെ, ഇനി നമുക്ക് ഏരിയയിലോട്ട് വരാം. ഏരിയ. ഓക്കെ,
ഏരിയ എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ വരുന്നത് ഹാഫ് ബി എച്ച് ആണ്. ഓക്കെ, ഇവിടെ ഹാഫ് ബി എന്താണ്? ബി എന്ന് പറയുന്നത് ഇതാ നമ്മുടെ സണ്ണിൽ നിന്നും പ്ലാനറ്റിലോട്ടുള്ള ഡിസ്റ്റൻസ് ബേസ്. അത് നമുക്ക് എടുക്കാം ആർ എന്ന് പറയുന്നത് നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ആർ ഇൻറ്റു എച്ച്, എച്ച് നമ്മൾ ഓൾറെഡി പറഞ്ഞു അവിടെ ഉണ്ടായ ഡിസ്പ്ലേസ്മെന്റ് ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു വി ഡെൽറ്റ ടി. ഓക്കെ, സോ നമുക്ക് കിട്ടി ഏരിയ. ഇനി നമ്മൾ ഏരിയ ഡിവൈഡഡ് ബൈ എന്താ ചെയ്യുന്നത്? ഡെൽറ്റ ടി ചെയ്യുവാണ്. സോ ഹാഫ് ഇൻറ്റു ആർ ഇൻറ്റു വി ഇൻറ്റു ഡെൽറ്റ ടി ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി, which will be equal to delta t cancel ആയി പോയി. നമുക്ക് കിട്ടും 1/2 ആർ വി. ഓക്കെ, ഇനി ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്? ജസ്റ്റ് ഞാൻ എം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, ഡിവൈഡ് ചെയ്തു. ഓക്കെ, എം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, ഡിവൈഡ് ചെയ്തു. എം വി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാലോ എം വി വിച്ച് ഇസ് ഈക്വൽ ടു മൊമെന്റം. ഓക്കെ, ഞാൻ ഇവിടെ കൊടുക്കുവാണ് 1/2 ആർ ഇൻറ്റു വി ഇൻറ്റു എം, അല്ലെങ്കിൽ എം വി എന്ന് പറയുന്നത് മൊമെന്റം ആണ്, ഡിവൈഡഡ് ബൈ എം. ഓക്കെ, സോ ഇവിടെ നമ്മൾ എം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും, ഡിവൈഡ് ചെയ്യും ചെയ്തു. അതിനുശേഷം നമുക്ക് കിട്ടി എം വി വിച്ച് ഇസ് ഈക്വൽ ടു പി. ഓക്കെ, ദെൻ നമുക്കറിയാം ആർ എന്ന് പറയുന്നത് പൊസിഷൻ വെക്ടർ ആണ്, അല്ലെങ്കിൽ റേഡിയസ് വെക്ടർ ആണ്. അതും മൊമെന്റം എന്ന് പറയുന്നതും എന്താണ്? വെക്ടർ ക്വാണ്ടിറ്റീസ് ആണ്. സോ ലെറ്റ്സ് സേ ആർ ക്രോസ് പി. ആർ ക്രോസ് പി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ദാറ്റ് ഈസ് ആംഗുലാർ മൊമെന്റം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് റീപ്ലേസ് ചെയ്യാം ഹാഫ് ഇൻറ്റു എൽ ബൈ എം. ആംഗുലാർ മൊമെന്റം ഡിവൈഡഡ് ബൈ എം എന്ന് വരും. എങ്ങനെയാ വന്നത്? ആർ ക്രോസ് പി വിച്ച് ഇസ് ഈക്വൽ ടു എൽ. അത് നമുക്ക് അറിയാം, ആംഗുലാർ മൊമെന്റം ആണെന്നുള്ളത് നമുക്ക് അറിയാം. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എഴുതാം ഡെൽറ്റ എ ബൈ ഡെൽറ്റ ടി വിച്ച് ഇസ് ഈക്വൽ ടു 1/2 എൽ ബൈ എം. ക്ലിയർ? യെസ്. ഇനി നമ്മൾ നെക്സ്റ്റ് പറയാൻ പോകുന്നത് നമ്മുടെ സണ്ണിന് ചുറ്റും എന്ത് ചെയ്യുവാണ്? പ്ലാനറ്റ്സ് റിവോൾവ് ചെയ്യുവാണ്. ഓക്കെ, അവിടെ എക്സ്റ്റേണൽ ടോർക്ക് ആക്ട് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ അവിടെ ഒരു ടോർക്ക് പ്രസന്റ് ആണോ? നമ്മൾ പറഞ്ഞു നമ്മുടെ ഫോഴ്സ് എന്ന് പറയുന്നത് ഓക്കെ, നമ്മുടെ എന്തായിരുന്നു? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത് സെൻട്രൽ ഫോഴ്സ് ആണെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ഓക്കെ, സെൻട്രൽ ഫോഴ്സ് ആണെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. സെൻട്രൽ ഫോഴ്സിൽ എന്തുണ്ടാവില്ല? ടോർക്ക് ഉണ്ടാവില്ല. സെൻട്രൽ ഫോഴ്സ് ആണെന്നുണ്ടെങ്കിൽ ടോർക്ക് ഉണ്ടാവില്ല. ടോർക്ക് എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഈവൻ നമ്മളൊന്ന് ചിന്തിച്ച് നോക്ക്, നമ്മുടെ സണ്ണിന് ചുറ്റും നമ്മുടെ എർത്ത് ഇങ്ങനെ റിവോൾവ് ചെയ്യുന്നുണ്ട്. ലെറ്റ്സ് സേ സപ്പോസ് അവിടെ ഒരു ടോർക്ക് ആക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ഓരോ ദിവസവും സ്പീഡ് കൂടിക്കൊണ്ടേയിരിക്കും അല്ലേ? ടോർക്ക് അവിടെ പ്രസന്റ് ആണെങ്കിൽ ഡെഫിനറ്റ്ലി ആക്സിലറേഷൻ പതുക്കെ പതുക്കെ കൂടും, സ്പീഡ് കൂടിക്കൊണ്ടേയിരിക്കും. സോ സെൻട്രൽ ഫോഴ്സസിൽ ഒരിക്കലും എന്തുണ്ടാവില്ല? നമ്മൾ ഈ പറയുന്ന ആംഗുലാർ മൊമെന്റം അല്ലെങ്കിൽ നമ്മുടെ ടോർക്ക് ഉണ്ടാവില്ല. ഓക്കെ, സോ അങ്ങനെ ടോർക്ക് ഇല്ലെങ്കിൽ, അതായത് എക്സ്റ്റേണൽ ടോർക്ക് ഇല്ലെങ്കിൽ ആംഗുലാർ മൊമെന്റത്തിന്റെ വാല്യൂ എന്താണ്? ദാറ്റ് ഈസ് എ കോൺസ്റ്റന്റ് വാല്യൂ. ആംഗുലാർ മൊമെന്റത്തിന്റെ വാല്യൂ എന്തായിരിക്കും? കോൺസ്റ്റന്റ് വാല്യൂ ആയിരിക്കും. ക്ലിയർ അല്ലേ? ആംഗുലാർ മൊമെന്റം നമ്മൾ പറഞ്ഞു എൽ വിച്ച് ഇസ് ഈക്വൽ ടു ആർ ക്രോസ് പി. ഓക്കെ, ആർ ക്രോസ് പി ആണ് നമ്മുടെ ആംഗുലാർ മൊമെന്റം എന്ന് പറയുന്നത്. സോ ഈ ആംഗുലാർ മൊമെന്റം ടോർക്ക് ഇല്ലെങ്കിൽ കോൺസ്റ്റന്റ് ആയിരിക്കും. അതായത് സെൻട്രൽ ഫോഴ്സുകളിൽ അവിടെ ടോർക്ക് ഉണ്ടാവില്ല. അങ്ങനെയാണെങ്കിൽ ആംഗുലാർ മൊമെന്റം കോൺസ്റ്റന്റ് ആണ്. സോ ഇവിടെ നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും ഹാഫ് എൽ എം. ഓക്കെ, ഹാഫ് എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് വാല്യൂ ആണ്. എൽ എന്ന് പറയുന്നത് ആംഗുലാർ മൊമെന്റം നമ്മൾ പറഞ്ഞു കോൺസ്റ്റന്റ് വാല്യൂ ആണ്. ദെൻ എം മാസ് എന്താണ്? കോൺസ്റ്റന്റ് വാല്യൂ ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന ഡെൽറ്റ എ ബൈ ഡെൽറ്റ ടി എന്ന് പറയുന്നത് എന്താണ്? ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആണ്. ഓക്കെ, സോ ഇത്രയും പറഞ്ഞത് നമുക്ക് എന്താ മനസ്സിലായത്? ഡെൽറ്റ എ ബൈ ഡെൽറ്റ ടി നമ്മൾ അവിടെ നിന്നാണ് തുടങ്ങിയത്. ദെൻ നമുക്ക് കിട്ടിയ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? അത് ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആയിരിക്കും. ഇതിലൊന്നിലും തന്നെ ചേഞ്ച് ഉണ്ടാവില്ല. ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മൾ പ്രൂവ് ചെയ്തു ഏരിയൽ വെലോസിറ്റി എന്ന് പറയുന്നത് ഏരിയൽ വെലോസിറ്റി എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്. ഓക്കെ, ഇനി അങ്ങനെയാണെങ്കിൽ ഒരു സംശയം വരും. അതായത് നമുക്കിപ്പോൾ ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും സണ്ണിൽ നിന്ന് ഇത്രയും ഡിസ്റ്റൻസ് ദൂരെയാണ്. ഓക്കെ, സോ എങ്ങനെയാണ് ഈ ഒരു സംഭവം വരുന്നത്? നമുക്കറിയാലോ, ഇവിടെ നമുക്കറിയാം ഡിസ്റ്റൻസ് കൂടുതലാണ്. ദാറ്റ് മീൻസ് ഇവിടെയുള്ള
വാല്യൂ മാറുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ ഈ ഡിസ്റ്റൻസ് മാറുന്നതിനനുസരിച്ചിട്ട് വെലോസിറ്റിയിലും മാറ്റം വരും. L which is equal to RP sin theta. Okay, RP sin theta, R cross P ആണ്, RP sin theta നമുക്ക് ഇടാലോ. Then അതിനെ നമുക്ക് ഒന്നുകൂടെ മോഡിഫൈ ചെയ്തിട്ട് എഴുതാം, R into MV sin theta. ഓക്കെ, സോ ഈ തീറ്റ എന്ന് പറയുന്ന ആംഗിൾ എന്താണ്? തീറ്റ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ റേഡിയസ് വെക്ടറും, ഓക്കെ, റേഡിയസ് വെക്ടർ അല്ലെങ്കിൽ ഈ ഒരു പൊസിഷൻ വെക്ടറും സണ്ണിൽ നിന്ന് പ്ലാനറ്റിലോട്ടുള്ള ആ ഒരു വെക്ടർ, ആ ഒരു ഡിസ്പ്ലേസ്മെന്റ് അല്ലെങ്കിൽ ആ ഒരു ഡിസ്റ്റൻസ്, അതും അതുപോലെ തന്നെ വെലോസിറ്റിയും തമ്മിലുള്ള ആംഗിളാണ്, മേക്ക് ചെയ്യുന്ന ആംഗിളാണ് എന്തെന്ന് പറയുന്നത്? യെസ്, തീറ്റ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ സൈഡിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഓക്കെ, ഇതാണ് നമ്മുടെ ആറിന്റെ ഡയറക്ഷൻ വരുന്നത്. ഓക്കെ, ആറ് ദാ ഇങ്ങനെയാണ് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനി വെലോസിറ്റി, ഈ പോയിന്റിലെ വെലോസിറ്റി നോക്കിയിട്ടുണ്ടെങ്കിലോ, ദാറ്റ് വിൽ ബി ലൈക്ക് ദിസ്, ടാൻജന്റ് ആണ്. ഓക്കെ, ഇതിന്റെ ടാൻജന്റ് ആണ് ഇവിടുത്തെ വെലോസിറ്റി. ഈ ആംഗിൾ എത്രയാണ് വരുന്നത്? 90 ഡിഗ്രിയാണ് വരുന്നത്. ഓക്കെ, 90 ഡിഗ്രിയാണ് വരുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം, യെസ്, ഇവിടുത്തെ R ഇൻറ്റു P ഇൻറ്റു സൈൻ തീറ്റ എന്ന് പറയുന്നത്, സോറി, R ഇൻറ്റു M ഇൻറ്റു V. യെസ്, R ഇൻറ്റു M ഇൻറ്റു V, ദാറ്റ് ഇസ് M V. R ആണ് ആംഗുലാർ മൊമെന്റം വരുന്നത്. അവിടെ ഈ ഒരു പോയിന്റിൽ, അതായത് എ എന്ന് പറയുന്ന പോയിന്റിലെ വെലോസിറ്റിയും അതുപോലെ തന്നെ പൊസിഷനും തമ്മിൽ മേക്ക് ചെയ്യുന്ന ആംഗിൾ 90 ഡിഗ്രി ആണെങ്കിൽ നമുക്ക് പറയാം L which is equal to MVR. ഓക്കെ, സോ ആംഗുലാർ മൊമെന്റം നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ നോക്കുവാണെങ്കിൽ ഇത് കോൺസ്റ്റന്റ് വാല്യൂ ആണല്ലോ, അതായത് MVR എന്ന് പറയുന്നത് ഇസ് എ കോൺസ്റ്റന്റ് വാല്യൂ ആണ് അല്ലേ? അങ്ങനെയാണെങ്കിൽ മാസ് അതും കോൺസ്റ്റന്റ് വാല്യൂ ആണ്. പിന്നെ ഇവിടെ ഉള്ളത് ആരാണ്? VR ആണ്. ഓക്കെ, വിയും വെലോസിറ്റിയും പൊസിഷനുമാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കും? ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ആയിരിക്കും. ഓക്കെ, നമുക്ക് കിട്ടും VR എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്, എമ്മും കോൺസ്റ്റന്റ് ആണ്. അങ്ങനെയാണെങ്കിൽ എം അങ്ങോട്ട് പോയി കഴിഞ്ഞാലും അതൊരു കോൺസ്റ്റന്റ് വാല്യൂ ആയിരിക്കും. ദെൻ VR എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്. സോ വിയും ആറും ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ആണെന്ന് നമുക്ക് മനസ്സിലായി. ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ആണെങ്കിൽ ഇവിടുത്തെ ഈ ലെങ്ത് കൂടും തോറും എന്ത് സംഭവിക്കും? വെലോസിറ്റി കുറയും. ഓക്കെ, സോ ഈ ഭാഗത്ത് നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ വെലോസിറ്റി ഇവിടെ കുറവായിരിക്കും. ഓക്കെ അല്ലേ? ഇനി നമ്മളിതാ ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ R കുറവാണ്. R കുറവാണെങ്കിൽ വെലോസിറ്റി കൂടുതലായിരിക്കും. ഓക്കെ അല്ലേ? വെലോസിറ്റി കൂടുതലായിരിക്കും. സോ ഇവിടെ നമ്മൾ R കൂടുന്നുണ്ടെങ്കിൽ വെലോസിറ്റി കുറയും, ഇവിടെ R കുറവാണെങ്കിൽ വെലോസിറ്റി കൂടുകയും ചെയ്യും. സോ ഓരോ സ്ഥലത്ത് നമ്മൾ ഏരിയൽ വെലോസിറ്റി നോക്കിയിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ ഏരിയയും അതുപോലെ തന്നെ ഓരോ പെർട്ടിക്കുലർ ഇന്റർവെല്ലിൽ നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിലും അവിടെ വരുന്നത് എന്തായിരിക്കും? യെസ്, അവിടെ കോൺസ്റ്റന്റ് ആയിരിക്കും വാല്യൂ വരുന്നത്. എങ്ങനെ കോൺസ്റ്റന്റ് വാല്യൂ വരുന്നത്? R ഇൻക്രീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ V ഡിക്രീസ് ചെയ്യും. ഓക്കെ, അങ്ങനെ അത് മെയിൻറ്റെയിൻ ചെയ്യും. ക്ലിയർ അല്ലേ? അപ്പം ഡെൽറ്റ എ ബൈ ഡെൽറ്റ ടി, ദാറ്റ് ഇസ് ഏരിയൽ വെലോസിറ്റി, ഏരിയ ബൈ ടൈം ആണ് ഏരിയൽ വെലോസിറ്റി. ഏരിയൽ വെലോസിറ്റി കോൺസ്റ്റന്റ് ആണെന്ന് നമ്മൾ ഓൾറെഡി പ്രൂവ് ചെയ്തു. ഇനി അത് ഇവിടെ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത്? ഓക്കെ, നമുക്കറിയാം ആംഗുലാർ മൊമെന്റം എന്താണ്? കോൺസ്റ്റന്റ് ആണെന്ന് നമ്മൾ ഓൾറെഡി പ്രൂവ് ചെയ്തു, വിച്ച് ഇസ് ഈക്വൽ ടു R cos P ആണ്. സോ ദാറ്റ് ഇസ് RP sin തീറ്റ. RP sin തീറ്റ ആണെന്നുണ്ടെങ്കിൽ Pക്ക് നമ്മൾ MV കൊടുത്തു. ദെൻ sin തീറ്റ നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ പൊസിഷൻ വെക്ടറും വെലോസിറ്റിയും തമ്മിൽ എപ്പോഴും മേക്ക് ചെയ്യുന്ന ആംഗിൾ എന്തായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, 90 ഡിഗ്രി ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ ഒരു ടേമിന്റെ ആവശ്യമില്ല, sin 90 നമുക്കവിടെ ആവശ്യമില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ MVR എന്ന് കിട്ടും. സോ MVR ഇസ് എ കോൺസ്റ്റന്റ്. സോ MVR കോൺസ്റ്റന്റ് ആണെങ്കിൽ VR ഇസ് എ കോൺസ്റ്റന്റ്. M എന്താണ്? കോൺസ്റ്റന്റ് ആണ്. അങ്ങനെയാണെങ്കിൽ വിയും ആറും വാരി ചെയ്യുന്നത് എങ്ങനെയാണ്? ഇൻവേഴ്സ്ലി ആണ് വാരി ചെയ്യുന്നത്. സോ ഓൾവേസ് നമ്മൾ എവിടെ തന്നെ നോക്കിയിട്ടുണ്ടെങ്കിലും കൃത്യമായ ടൈം പീരീഡ് ഉണ്ടെങ്കിൽ, കൃത്യമായ ടൈം ഇന്റർവെല്ലിൽ നമ്മൾ നോക്കുവാണെങ്കിൽ അവിടെ ഓരോ ഏരിയസ് നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിലും അതെപ്പോഴും സെയിം ആയിരിക്കും. തുല്യമായിട്ടുള്ള സമയ ഇടവേളകളിൽ തുല്യമായിട്ടുള്ള ഏരിയാസ് ആയിരിക്കും നമ്മൾ സ്വീപ്പ് ചെയ്ത് പോകുന്നത്. ഓക്കെ, പ്ലാനറ്റ്സ് സ്വീപ്പ് ചെയ്ത് പോകുന്നത്. ക്ലിയർ? യെസ്. അങ്ങനെയാണെങ്കിൽ കെപ്ലേഴ്സ് ലോ ഓഫ് ഏരിയാസ് മാത്തമാറ്റിക്കൽ ഫോം വിച്ച് ഇസ് ഈക്വൽ ടു ഏരിയ ഡിവൈഡഡ് ബൈ ടൈം which is equal to a constant. Okay, that is areal velocity which is equal to a constant. Okay alle, change in area divided by change in time which is equal to a constant. Clear? So this is a areal velocity.
yes, aerial velocity, delta A by delta T, which is equal to constant. Clear? So ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് കെപ്ലർ സെക്കൻഡ് ലോയിൽ പഠിക്കാനുള്ളത്. തേർഡ് ലോ വളരെ വളരെ ഈസി ആയിട്ടുള്ളതാണ്. അതായത് the square of the time period of the revolution of a planet is proportional to the cube of the semi-major axis of the ellipse traced out by the planet. അതായത് time period t square. Okay, എന്താ പറഞ്ഞിരിക്കുന്നത്? Square of the time period of a planet is proportional to cube of the semi-major axis. Cube of the semi-major axis. Semi-major axis എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു A എന്ന് പറഞ്ഞിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അതായത് ഈ സെൻട്രൽ നിന്നും ഇവിടെ വരെയുള്ള ഡിസ്റ്റൻസ് ആണ്. സോ യെസ്, എ ക്യൂബ്. ഓക്കെ, എ ക്യൂബ്, സെമി-മേജർ ആക്സിസിൻ്റെ ക്യൂബ്. ഓക്കെ അല്ലേ? സോ ടൈം പീരീഡ് നമുക്ക് കിട്ടി. ടൈം പീരീഡിൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് സെമി-മേജർ ആക്സിസിൻ്റെ ക്യൂബിന് പ്രൊപ്പോർഷണൽ ആണെന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് വേണമെങ്കിൽ ഈ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻറ്റിനെ നമുക്ക് മാറ്റാം. ടി സ്ക്വയർ വിച്ച് ഇസ് ഈക്വൽ ടു കെ എ ക്യൂബ് എന്ന് എഴുതാം. ഇനി നിങ്ങൾ ചിലപ്പം പഠിച്ചിരിക്കുന്നത് R ആണെന്നുണ്ടെങ്കിൽ യൂഷ്വലി നമ്മൾ സെമി മേജർ ആക്സിസിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് A അല്ലെങ്കിൽ 2A എന്ന് പറഞ്ഞിട്ടാണ്. നമ്മൾ മേജർ ആക്സിസിനെയും സെമി മേജർ ആക്സിസിനെ A എന്ന് പറഞ്ഞിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. പക്ഷേ പല ബുക്കുകളിൽ നമുക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാം 2R എന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ ഈ ഡിസ്റ്റൻസ് R എന്ന് പറഞ്ഞ് റെപ്രസെൻറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. സോ മനസ്സിലാക്കുക, ഇത് സെമി മേജർ ആക്സിസ് ആണ്. സെമി മേജർ ആക്സിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെൻട്രൽ നിന്നും, മേജർ ആക്സിസിൻ്റെ സെൻട്രൽ നിന്നും യെസ് ഈ ഒരു പോയിന്റ് വരെയുള്ള ഡിസ്റ്റൻസ് ആണെന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ, സോ ഇതാണ് നമ്മുടെ കെപ്ലേഴ്സ് ലോ ഓഫ് പീരിയഡ്സ് എന്ന് പറയുന്നത്. ടി സ്ക്വയർ വിച്ച് ഇസ് ഈക്വൽ ടു കെ എ ക്യൂബ്. ക്ലിയർ അല്ലേ? കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റിനെ മാറ്റാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള ഒരു പോയിന്റ് ആണ്. ക്ലിയർ അല്ലേ? ഇനി നെക്സ്റ്റ് നമ്മൾ പറയുന്നത് യെസ്, അതായത് ഈ ഒരു സെമി മേജർ ആക്സിസിൻ്റെ ലെങ്ത് എ ആണെന്ന് പറഞ്ഞു. നമ്മളിനി കൺസിഡർ ചെയ്യാൻ പോകുന്നത്, ഓക്കെ, നമുക്ക് എന്തായാലും കണ്ടുപിടിക്കണം. ടി സ്ക്വയർ പ്രൊപ്പോർഷണൽ ടു എ ക്യൂബ് ആണ് നമുക്ക് കണ്ടുപിടിക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുവാണ്? ഈ എ റേഡിയസ് ആയി വരുന്ന ഒരു സ്ഫിയർ നമ്മൾ കൺസിഡർ ചെയ്യുവാണ്. ഓക്കെ, എ എന്ന് പറയുന്നത് എന്താണ്? സെമി മേജർ ആക്സിസിൻ്റെ ലെങ്ത് ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ എ റേഡിയസ് ആവുന്ന രീതിയിൽ നമ്മളൊരു സ്ഫിയർ കൺസിഡർ ചെയ്യുവാണ്. ഓക്കെ അല്ലേ? സോ നമ്മൾ എലിപ്സ് എന്നുള്ളൊരു ഷേപ്പ് മാറ്റി സ്ഫിയർ എന്നുള്ളൊരു ഷേപ്പ് ആക്കി. അവിടെ നമുക്കറിയാം എ ആണ് റേഡിയസ് വരുന്നത്. സോ ഒരു സർക്കുലർ ഷേപ്പിൽ എന്തോ ഒബ്ജക്റ്റ് ആണെങ്കിലും, ഓക്കെ, ഇവിടെ പ്ലാനറ്റ് ആണ്, ഈ പ്ലാനറ്റ് ഇങ്ങനെ റിവോൾവ് ചെയ്യുവാണെങ്കിലും ഇതിനൊരു സെൻട്രിപെറ്റൽ ഫോഴ്സ് വേണ്ടേ? ഓക്കെ, ഒരു സെൻട്രിപെറ്റൽ ഫോഴ്സ് വേണം. ആ ഫോഴ്സ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് ആരാണ്? യെസ്, നമ്മുടെ Gmm/r² ആണ്. ക്ലിയർ? സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കി നോക്കാം. Gmm ഇവിടെ r² പകരം എത്രയാണ്? a² ആണ്. a² which is equal to എന്താണ്? സെൻട്രിപെറ്റൽ ഫോഴ്സ്, ദാറ്റ് ഇസ് ഈക്വൽ ടു mv² ഡിവൈഡഡ് ബൈ a. ഓക്കെ, r പകരം ഇവിടെ റേഡിയസ് എത്രയാണ്? a ആണ്. സോ mv² ബൈ r ആണ്, mv² ബൈ a. ഇനി നമുക്കറിയാം ഈ എമ്മും ക്യാൻസൽ ആയി പോയി. ഓക്കെ, ദെൻ അഗെയിൻ ഇവിടുത്തെ ഈ എയും ഈ സ്ക്വയറും പോയി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇനി ഉള്ളത് എന്താണ്? Gm/a which is equal to v². ഓക്കെ, സോ v² നമുക്ക് കിട്ടി, Gm/a എന്ന് നമുക്ക് കിട്ടി. ഇനി v² നമുക്കറിയാലോ, ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡഡ് ബൈ ടൈം ആണ് വെലോസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു സ്ഫിയറിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഇത് എത്രയായിരിക്കും? 2πr ആണ്. ഓക്കെ, 2π ഇവിടെ റേഡിയസ് a ആണ്, 2πa ഡിവൈഡഡ് ബൈ ടൈം. അതായത് ഒരു കംപ്ലീറ്റ് റെവല്യൂഷന് പ്ലാനറ്റ് എടുക്കുന്നത് അതിനെയാണ് നമ്മൾ പറയുന്നത് ടി, ടൈം പീരീഡ്. ഓക്കെ, സോ വെലോസിറ്റിക്ക് നമുക്ക് എക്സ്പ്രഷൻ കിട്ടി 2πa ഡിവൈഡഡ് ബൈ ടി. അങ്ങനെയാണെങ്കിൽ ഞാനിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുവാണ്, സ്ക്വയർ ചെയ്യണം. സോ 4π² a² ഡിവൈഡഡ് ബൈ t². ഇനി ഞാൻ t² ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ t² വിച്ച് വിൽ ബി ഈക്വൽ ടു 4π² a³. കാരണം എന്താണ്? ഈ a മേളിലോട്ട് പോകും, ഡിവൈഡഡ് ബൈ gm. ഓക്കെ, സോ നമ്മൾ ഇതിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ 4π² gm. ഓക്കെ അല്ലേ? 4π² gm എന്ന് പറയുന്ന വാല്യൂ എന്താണ്? കോൺസ്റ്റന്റ് ആണ്. ഓക്കെ,
സോ കോൺസ്റ്റന്റ് ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, ആ കോൺസ്റ്റന്റ് നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ടി സ്ക്വയർ വിച്ച് ഈസ് പ്രൊപ്പോർഷണൽ ടു എ ക്യൂബ്. ഓക്കെ അല്ലേ? ഇവിടെ നമ്മൾ എന്താ ചെയ്തത്? നമുക്കറിയാം ഒരു സ്ഫെറിക്കൽ ഷേപ്പിൽ അല്ലെങ്കിൽ ഒരു സർക്കുലർ ഷേപ്പിൽ ഒരു ഒബ്ജക്റ്റിനെ റിവോൾവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ സെൻട്രിപെറ്റൽ ഫോഴ്സ് പ്രൊവൈഡ് ചെയ്യണം. ആ സെൻട്രിപെറ്റൽ ഫോഴ്സ് എന്ന് പറയുന്നത് ഇവിടെ കൊടുക്കുന്നത് നമ്മുടെ GMF ആണ്, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ്. സോ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. അതിൽ നിന്ന് നമുക്ക് വിക്ക് നമ്മൾ വേറൊരു എക്സ്പ്രഷൻ കണ്ടുപിടിച്ചു. ആ എക്സ്പ്രഷൻ നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് അതിനെ സ്ക്വയർ ചെയ്തപ്പം നമുക്ക് കുറച്ച് വാല്യൂസ് ഒക്കെ ക്യാൻസൽ ആയി പോയി. ഫൈനലി നമുക്ക് കിട്ടി ഒരു കോൺസ്റ്റന്റ് വാല്യൂ ഇൻറ്റു എ ക്യൂബ് ആണ് ടി സ്ക്വയർ എന്ന് പറയുന്നത്. ആ കോൺസ്റ്റന്റിനെ ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? ടി സ്ക്വയർ വിച്ച് ഇസ് പ്രൊപ്പോർഷണൽ ടു എ ക്യൂബ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഹെൻസ് പ്രൂവ്ഡ്. ക്ലിയർ? യെസ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് പ്രൂവ് ചെയ്തു. അപ്പം ലോ, കെപ്ലേഴ്സ് തേർഡ് ലോയും നമ്മൾ പഠിച്ചു. അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. അതായത് ഈ ഒരു പാർട്ടിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ നമുക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എ സാറ്റലൈറ്റ് ഈസ് ഓർബിറ്റിംഗ് the earth in a circular orbit of radius r. Its period of revolution varies as. Simple. നമ്മൾ ഇപ്പൊ തന്നെ പഠിച്ചേ ഉള്ളൂ. ടി സ്ക്വയർ വിച്ച് ഇസ് പ്രൊപ്പോർഷണൽ ടു എ ക്യൂബ്. ഇവിടെ എക്ക് പകരം എത്രയാണ് തന്നിരിക്കുന്നത്? വിച്ച് ഇസ് ആർ. അങ്ങനെയാണെങ്കിൽ ടി വിച്ച് ഇസ് പ്രൊപ്പോർഷണൽ ടു ആർ റേസ് ടു 3/2. ഓക്കെ, ഹെൻസ് ആൻസർ എത്രയാണ്? ആർ റേസ് ടു 3/2. ഓപ്ഷൻ സി. ക്ലിയർ അല്ലേ? ഡയറക്റ്റ് അപ്ലിക്കേഷൻ ക്വസ്റ്റൻ ആണ്. Next question. Suppose there exists a planet that went around the sun twice as fast as the Earth. What would be its orbital size as compared to that of Earth? First of all, Earth's time period നമുക്ക് അറിയാലോ, that is 1 year. Okay, 1 year ആണ്. And അതിൻ്റെ orbital radius എന്ന് പറയുന്നത് 1 AU, astronomical unit ആണ്. ഏതിൻ്റെ? എർത്തിൻ്റെ. ഇനി എർത്തിനെ പോലെ നമ്മുടെ ഈ പറയുന്ന പ്ലാനറ്റ് എന്താ ചെയ്യുന്നത്? സണ്ണിനെ 2 പ്രാവശ്യം എന്താ പറയുന്നത്? യെസ്, കറങ്ങുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ പ്ലാനറ്റിന്റെ ടൈം പീരീഡ് എന്ന് പറയുന്നത് എന്താണ്? TE ഡിവൈഡഡ് ബൈ 2. ഓക്കെ, അതായത് എർത്ത് 1 വർഷം എടുക്കുന്നുണ്ടെങ്കിൽ ഇത് 6 മാസം കൊണ്ട് എന്ത് ചെയ്യും? സണ്ണിന് ഒരു റൗണ്ട് ചുറ്റി വരും. ഓക്കെ, അതായത് എർത്ത് 1 പ്രാവശ്യം ചുറ്റി കറങ്ങുന്ന അതേ സമയം കൊണ്ട് ഇവർ 2 പ്രാവശ്യം പോകുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ പ്രാവശ്യം ഒരു റെവല്യൂഷനുള്ള സമയമാണ് ടൈം പീരീഡ് എന്ന് പറയുന്നത്, ഒരു കംപ്ലീറ്റ് റെവല്യൂഷന്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം TE/2. ഓക്കെ, TP വിച്ച് ഇസ് ഈക്വൽ ടു TE/2. ഇനി നെക്സ്റ്റ് നമ്മുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് ഇതിന്റെ ഓർബിറ്റലിന്റെ സൈസ് ആണ്. അതായത് RP ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. RPന്റെ വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് ഓൾറെഡി അറിയാലോ, അതായത് T is proportional to a cube. ഓക്കെ, അല്ലെങ്കിൽ R cube. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം T സ്ക്വയർ. സോ T1 2 പ്ലാനറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ആ ഇക്വേഷൻ ഇങ്ങനെ ഇച്ചിരി മോഡിഫൈ ചെയ്തിട്ട് എഴുതാം. യെസ്, A1 by A2 all raised to 3. ഓക്കെ, സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ A1 by A2, T1 by T2. ഇവിടെ T1 എന്ന് പറയുന്നത് നമ്മൾ എടുക്കുന്നത് എർത്തിന്റെ ടൈം പീരീഡ് ആണ്, ഡിവൈഡഡ് ബൈ T2. T2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യെസ് നമ്മുടെ പ്ലാനറ്റിന്റെ ടൈം പീരീഡ് ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു ഇതിന്റെ റേഡിയസ്. ഓക്കെ, അതായത് RE ഡിവൈഡഡ് ബൈ ഇതിനെ നമുക്ക് അറിയില്ല RP. ഓക്കെ, ഇൻറ്റു ഓൾ റേസ് ടു 3/2. ക്ലിയർ അല്ലേ? ഇവിടെ വരെ ക്ലിയർ അല്ലേ? ജസ്റ്റ് നമ്മൾ എന്താ ചെയ്തത്? ഇവിടെയുള്ള സ്ക്വയറിനെ നമ്മൾ മാറ്റി, അതായത് T1 by T2ന്റെ വാല്യൂയിലോട്ട് നമ്മൾ കൊണ്ടുവന്നു. ഇനി നമുക്ക് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. അതായത് TE നമുക്കറിയാം, ഡിവൈഡഡ് ബൈ TP എന്ന് പറഞ്ഞാൽ എന്താണ്? TE/2 ആണ് അല്ലേ? TE നമുക്കറിയാം, TE/2 ആണ് TP എന്ന് പറയുന്നത്, വിച്ച് ഇസ് ഈക്വൽ ടു RE നമുക്കറിയാം 1 ആണ്, ഡിവൈഡഡ് ബൈ RP വിച്ച് ഇസ് ഓൾ റേസ് ടു 3/2. ഓക്കെ, സോ ഇതും ഇതിവിടെ ക്യാൻസൽ ആയി പോയി. ഇനി നമ്മൾ ഈ RP സോൾവ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എത്രയാണ് വരുന്നത്? യെസ്, നമുക്ക് ഏകദേശം
യെസ് 0.63 എന്ന് പറയുന്ന വാല്യൂ ആയിരിക്കും നമുക്കിതിന് വരുന്നത്. അതായത് ഓർബിറ്റൽ റേഡിയസിന്റെ വാല്യൂ നമുക്ക് കിട്ടും 0.63. നമ്മളിപ്പം ഈ വാല്യൂസ് നമുക്കറിയാം, ഇവിടെ 1/2 ഉണ്ടായിരിക്കും, ഇവിടെ നമുക്കെന്നറിയാം യെസ് REന്റെ വാല്യൂ 1 ആണ്. അതുകൊണ്ട് നമ്മൾ ഈ വാല്യൂസ് ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞ രണ്ടാമത്തെ പ്ലാനറ്റിന്റെ യെസ് അതിന്റെ റേഡിയസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഓർബിറ്റൽ റേഡിയസ് എന്ന് പറയുന്നത് 0.63 ടൈംസ് കുറവായിരിക്കും. ഓക്കെ, 0.63 ടൈംസ് കുറവാണെന്ന് നമുക്ക് കിട്ടും. ക്ലിയർ ആയല്ലോ? യെസ്, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ക്വസ്റ്റ്യനിലുള്ളത്. വളരെ ഈസി ആയിട്ട് നമുക്ക് സോൾവ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ അല്ലേ? യെസ്, ഇവിടെ നമ്മൾ ടിക്ക് പകരം 1 ഇയർ എന്ന് കൊടുത്ത് ഇവിടെ 1 കൊടുത്തിട്ടുണ്ടെങ്കിലും കുഴപ്പമില്ല, വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലും ഇല്ലെങ്കിലും ടി ഇത് ക്യാൻസൽ ആയി പോകും. ഓക്കെ, യെസ്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കെപ്ലേഴ്സ് ലോ ഇസ് എ കോൺസിക്വൻസ് ഓഫ്, നമ്മൾ നേരത്തെ പറഞ്ഞു ആംഗുലാർ മൊമെന്റം കോൺസ്റ്റന്റ് ആയതുകൊണ്ടാണ് നമുക്ക് എന്ത് വന്നത്, യെസ് ഈ വാല്യൂ, അതായത് ഇത് ഈ വെലോസിറ്റി കൂടുമ്പോൾ നമ്മുടെ റേഡിയസും കുറയുന്ന കാര്യമൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. L which is equal to mvr ആണ്, which is a constant value. then m പോയിട്ടുണ്ടെങ്കിലും vr which is equal to a constant value ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ v is proportional to 1/r ആണ്. സോ ഇത് വന്നത് എവിടെ നിന്നാണ്? യെസ്, കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെന്റത്തിൽ നിന്നുമാണ് ഇത് വന്നത്. ക്ലിയർ? തെറ്റിക്കരുത്. പലരും എഴുതുന്ന ഒരു കാര്യമാണ് കൺസർവേഷൻ ഓഫ് എനർജി എന്ന്. കൺസർവേഷൻ ഓഫ് എനർജി അല്ല, കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെന്റം ആണ് കെപ്ലർ സെക്കൻഡ് ലോ ഉണ്ടാകാനുള്ള കാരണം. അല്ലെങ്കിൽ അത് ഏരിയൽ വെലോസിറ്റി കോൺസ്റ്റന്റ് ആവാനായിട്ട്, അല്ലെങ്കിൽ ΔA/ΔT വാല്യൂ കോൺസ്റ്റന്റ് ആയി വരാനുള്ള കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആംഗുലാർ മൊമെന്റം കൺസർവ്ഡ് ആണ്. അവിടെ സെൻട്രൽ ഫോഴ്സ് ആയതുകൊണ്ട് തന്നെ അവിടെ ടോർക്ക് ഉണ്ടാവില്ല. ടോർക്ക് ഇല്ലെങ്കിൽ ആംഗുലാർ മൊമെന്റം കോൺസ്റ്റന്റ് ആണ്. ക്ലിയർ? യെസ്. നെക്സ്റ്റ് വൺ, ഇത്രയും നേരം നമ്മൾ പറഞ്ഞ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ സമ്മറൈസ് ചെയ്യുവാണ്. ഫസ്റ്റ് ഓഫ് ഓൾ, ലോ ഓഫ് ഏരിയ. ലോ ഓഫ് ഏരിയ എന്തായിരുന്നു? യെസ്, ഏരിയൽ വെലോസിറ്റി ഈസ് എ കോൺസ്റ്റന്റ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ ഇസ് ലോ ഓഫ് പീരീഡ്സ്. T² which is proportional to semi-major axis in the cube. Universal law of gravitation, F is equal to gm1 m2 divided by അവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് അല്ലെങ്കിൽ സെപ്പറേഷന്റെ സ്ക്വയർ. Principle of superposition of force, gravitational force, which is equal to F1 vector plus F2 vector plus F3 vector plus n. Okay, yes. Next is gravitational field intensity, which is equal to എന്തായിരുന്നു? Force per mass. Okay, force divided by mass. Gravitational constant G, which is equal to 6.67 into 10 to the power minus 11 Newton meter square per kg square. ക്ലിയർ അല്ലേ? ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പറഞ്ഞിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫോർമുലാസ് എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങൾ എല്ലാവരും കൃത്യമായിട്ട് ഈ ഫോർമുലാസ് നോക്കുക, പഠിക്കുക. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ്. യെസ്, ഇനി നീറ്റിന്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യാനുള്ള സമയമാണ്. യെസ്, ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയി. ദ ടൈം പീരീഡ് ഓഫ് എ ജിയോസ്റ്റാഷണറി സാറ്റലൈറ്റ് ഇസ് 24 hours. ഓക്കെ, സോ നമുക്കറിയാം ടൈം പീരീഡ് കിട്ടി 24 hours at a height 6 RE. ഓക്കെ, 6 RE. RE is the radius of Earth from surface of Earth. ഓക്കെ അല്ല, അപ്പൊ എർത്തിന്റെ സർഫസിൽ നിന്നും അതിന്റെ റേഡിയസിന്റെ 6 ഇരട്ടി ഓക്കെ കൂടുതലുള്ള ഒരു അത്രയും ഹൈറ്റിൽ നിന്ന് ഒരു സാറ്റലൈറ്റ് ഇങ്ങനെ പോകുന്നുണ്ട്. ദ ടൈം പീരീഡ് ഓഫ് അനദർ സാറ്റലൈറ്റ്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ T1 എന്നും ഇവിടെ H1 എന്നും കൊടുക്കാം. ടൈം പീരീഡ് ഓഫ് അനദർ സാറ്റലൈറ്റ് whose height is H2 which is equal to 2.5 RE from the surface. ഓക്കെ, ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. വെരി സിമ്പിൾ അല്ലേ? അതായത് ഇവിടെ നമുക്കറിയാം ടൈം പീരീഡ് 2 ഇതിൻ്റെയും തന്നിട്ടുണ്ട്, H തന്നിട്ടുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ടോട്ടൽ നമ്മൾ ഈ പറയുന്ന R എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെൻട്രൽ നിന്നും ആ പോയിന്റിലോട്ടുള്ള ഡിസ്റ്റൻസ് അല്ലേ. അങ്ങനെയാണെങ്കിൽ R1 നമുക്ക് എങ്ങനെ എഴുതാം? യെസ്, റേഡിയസ് ഓഫ് എർത്ത് പ്ലസ് ഹൈറ്റ്. ഓക്കെ, ദാറ്റ് മീൻസ് ഇവിടത്തെ വരാം 7 RE എന്ന് വരും. ആൻഡ് ഇവിടെയാണെങ്കിലോ ഇവിടെ നമുക്ക് R2 which will be equal to യെസ് റേഡിയസിന്റെ എർത്തിന്റെ റേഡിയസ് പ്ലസ് 2.5 RE which is equal to 3.5 RE. ഇതെങ്ങനെയാ വന്നതെന്ന് മനസ്സിലായല്ലോ? അതായത് നമ്മൾ കൺസിഡർ ചെയ്യുന്ന സ്മോൾ ലെറ്റർ R എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എടുക്കുന്ന ഒബ്ജക്റ്റിന്റെ സെന്ററിൽ നിന്നും ഉള്ള ഡിസ്റ്റൻസ് ആണ്. ഓക്കെ, നമുക്ക് എർത്തിന്റെ സർഫസിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ആണ്. ഓക്കെ, ഫ്രം സർഫസ് ഓഫ് എർത്തും തന്നിട്ടുണ്ട്. സോ എർത്തിന്റെ സർഫസിൽ നിന്നും ഇത്ര ഹൈറ്റ് ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ R കൺസിഡർ ചെയ്യുമ്പോൾ എങ്ങനെ ചെയ്യണം? ഇത് ആഡ് ചെയ്തിട്ട് ചെയ്യണം.
ക്ലിയർ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ again നമുക്കറിയാലോ T1 by T2 which is equal to എന്താണ്? Yes, R1 by R2 all raised to 3/2. അങ്ങനെയാണെങ്കിൽ T1 എത്രയാണ്? 24 hours ആണ്, divided by T2 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, which is equal to R1 എത്രയാണ്? R1 is 7RE divided by R2 is 3.5 RE. Clear? All raised to 3/2. Okay, so ഇവിടെ നമ്മൾ ക്യാൻസൽ ചെയ്യാനുള്ളതൊക്കെ ക്യാൻസൽ ചെയ്തു. Then പിന്നെ നമുക്ക് കിട്ടും 24 into 3.5 divided by 7. Okay, 3.5 all raised to 2/3 which is equal to എത്രയാണ് വരുന്നത്? Yes, T2. So solve ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടും, that is 6√2h എന്ന് നമുക്ക് കിട്ടും. ക്ലിയർ അല്ലേ? യെസ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് നോക്കാം. ഓക്കെ, ഇവിടെ നമ്മൾ പറയുന്നത് കൈനറ്റിക് എനർജീനെ പറ്റിയിട്ടാണ്. കൈനറ്റിക് എനർജിയിൽ ഇവിടെ എന്താ പറയാനുള്ളത്? യെസ്, അതായത് the kinetic energy of a planet in an elliptical orbit about the sun at positions A, B, C. Okay, A എന്ന് പറയുന്ന പോയിന്റ് ഇതാണ്, B ഇതാണ്, സോറി B ഇതല്ല, B ഇതാണ്, C ഇതാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കാം KA, KB, KC ഇതാണ് അവിടുത്തെ റെസ്പെക്റ്റീവ് കൈനറ്റിക് എനർജീസ്. AC is the major axis and SB is the AC എന്ന് പറയുന്നത് മേജർ ആക്സിസ് ആണ്, SB എന്ന് പറയുന്നത് പെർപെൻഡിക്കുലർ ടു ഈ മേജർ ആക്സിസ് ആണ്, S സണ്ണിന്റെ പൊസിഷൻ ആണ് നമ്മൾ ഈ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കൈനറ്റിക് എനർജീസിന്റെ എങ്ങനെയാണ് ചെറുതിൽ നിന്ന് വലുതിലോട്ട് വരുമ്പം അല്ലെങ്കിൽ എങ്ങനെയാണ് വാരിയേഷൻ വരുന്നത് എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, സോ നമുക്കറിയാലോ V is proportional to 1/r. ഓക്കെ, അതായത് സണ്ണിൽ നിന്നും നമ്മൾ പറയുന്ന ഈ പോയിന്റുകളിലോട്ടുള്ള ഡിസ്റ്റൻസ് ആണ് r. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ V proportional to 1/r. ദെൻ നമ്മൾ നോക്കുവാണെങ്കിൽ ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്കറിയാലോ SA ആണ് ഏറ്റവും ഷോർട്ട് ഡിസ്റ്റൻസ്. ഓക്കെ, ഏറ്റവും ഷോർട്ട് ഡിസ്റ്റൻസ്, പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഇവിടെ ഉണ്ടെങ്കിൽ പോലും ഏറ്റവും ചെറിയ ഡിസ്റ്റൻസ് എപ്പോഴാണ് വരുന്നത്? യെസ്, സെമി മേജർ ആക്സിസിൽ, സോറി നമ്മുടെ മേജർ ആക്സിസിൽ ഒരു പോയിന്റ് സണ്ണിന്റെ അടുത്ത് വരുന്ന പോയിന്റ് ആണ് എ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഏറ്റവും കൂടുതൽ വെലോസിറ്റി R ഏറ്റവും കുറവ് ഇവിടെയാണ്, അപ്പം വെലോസിറ്റി ഏറ്റവും കൂടുതൽ എവിടെയായിരിക്കും? എയിലായിരിക്കും. ദെൻ നെക്സ്റ്റ് ഇസ് ബി. ബി ഡെഫിനറ്റ്ലി എന്താണ്? ഈ ഡിസ്റ്റൻസിനെക്കാട്ടിലും കൂടുതലാണ്, അത് നമുക്കറിയാം. ആൻഡ് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആയതുകൊണ്ട് തന്നെ ഈ പറയുന്ന SC എന്ന് പറയുന്ന ഡിസ്റ്റൻസിനെ വെച്ച് നോക്കുമ്പോൾ കുറവായിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? VA, VB, VC. ഓക്കെ, അപ്പം ഏറ്റവും കൂടുതൽ കൈനറ്റിക് എനർജി ആർക്കായിരിക്കും? കൈനറ്റിക് എനർജി വിച്ച് ഇസ് ഈക്വൽ ടു ½ mv². സോ V കൂടിയിട്ടുണ്ടെങ്കിൽ കൈനറ്റിക് എനർജിയും കൂടും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ V ഏറ്റവും കൂടുതലുള്ളത് A ആണ്. അങ്ങനെയാണെങ്കിൽ യെസ് നമുക്ക് എഴുതാം കൈനറ്റിക് എനർജി ഓഫ് A ഏറ്റവും കൂടുതൽ, ദെൻ B, ദെൻ C. സോ നമുക്ക് ഓപ്ഷൻ മനസ്സിലാവും. യെസ്, വെൻ എ പ്ലാനറ്റ് ഓർബിറ്റ്സ് അറൗണ്ട് ദി സൺ the angular momentum of the planet about the sun remains conserved. നമ്മൾ ഓൾറെഡി പറഞ്ഞ പോയിന്റ് ആണ്. ആ പോയിന്റിൽ നിന്നാണ് നമ്മൾ എങ്ങനെ എത്തിയത്? V is proportional to 1/r എന്ന് പറഞ്ഞത്. സോ ദെൻ നമുക്ക് എഴുതാൻ പറ്റും യെസ് KA ആണ് ഏറ്റവും കൂടുതൽ, KB, then KC. ക്ലിയർ? ഇതാണ് നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ കണ്ടുപിടിക്കാനുള്ളത്. നെക്സ്റ്റ് വൺ ഇസ് Kepler's third law states that square of period of revolution T of a planet around the sun is proportional to the third power of the average distance R. Okay, T square which is proportional to R cube. ഇവിടേക്ക് പകരം R ആണ് തന്നിട്ടുള്ളത്. Between sun and planet, that is T square which is equal to KR cube. K is the constant നമ്മൾ പറഞ്ഞു. If the masses of sun and planet are m and m. Okay, mass of sun. Okay, mass of sun എന്ന് പറയുന്നത് capital M ആണ്. Then next is planet. Mass of planet. അത് നമ്മൾ എടുക്കുന്നത് small letter m ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ Newton's third law of gravitation force of attraction between them is F is equal to Gmm divided by R square. Here G is the gravitational constant, the relation between G and K.
ഓക്കെ, നമുക്ക് നോക്കി നോക്കാം. നമ്മളിപ്പോൾ ഓൾറെഡി പറഞ്ഞല്ലോ, അതായത് gm/r² which is equal to mv²/r. ഓക്കെ, അതായത് ഇതിങ്ങനെ ഒരു സർക്കുലർ ഷേപ്പിൽ പോകുന്നുണ്ടെങ്കിൽ അവിടെ ഒരു സെൻട്രിപെറ്റൽ ഫോഴ്സ് ആവശ്യമാണ്. ആ സെൻട്രിപെറ്റൽ ഫോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് നമ്മുടെ ഇവിടുത്തെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു mv²/r. ഇനി നമ്മൾ പറഞ്ഞു എമ്മും ക്യാൻസൽ ആയിപ്പോയി, ഇവിടുത്തെ ആറും ഇവിടുത്തെ ഒരു ആറും ക്യാൻസൽ ആയിപ്പോയി. വിക്ക് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തപ്പോൾ നമ്മൾ പറഞ്ഞു 4π² ഡിവൈഡഡ് ബൈ ടൈം ആണ്, ടൈം പീരീഡ് t². ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ t² which is equal to എന്താ നമ്മൾ പറഞ്ഞത് 4π²r³ ഡിവൈഡഡ് ബൈ gm. ഇവിടെ നമുക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും 4π² ഡിവൈഡഡ് ബൈ gm എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ്സ് എ കോൺസ്റ്റന്റ്. ഓക്കെ, ആ കോൺസ്റ്റന്റിനാണ് നമ്മൾ ഇട്ടത് k എന്ന് പറഞ്ഞിട്ടത്. അങ്ങനെയാണെങ്കിൽ k which is equal to 4π² ഡിവൈഡഡ് ബൈ gm. ഓക്കെ, സോ നമുക്ക് റിലേഷൻ കിട്ടി k which is equal to 4π² gm. നമുക്കിനി നമ്മുടെ ഓപ്ഷനിൽ നോക്കുമ്പം gmk എന്നാണ് കിടക്കുന്നത്. ദാറ്റ് മീൻസ് യെസ് ഇതിനെ നമ്മൾ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നു gmk which is equal to 4π². ക്ലിയർ ആയല്ലോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എഴുതാം ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, വലിയ ക്വസ്റ്റൻ ഒക്കെ ആയിട്ട് തോന്നും, വളരെ ഈസി ആയിട്ട് നമ്മൾ ഓൾറെഡി പ്രൂവ് ചെയ്തൊരു കാര്യം തന്നെയാണ് നമ്മൾ ഈ ക്വസ്റ്റനിലും പറഞ്ഞത്. കാര്യം യെസ്, നമുക്കറിയാലോ ഒരു കാർ ഇങ്ങനെ പോകുന്നു, അതായത് അതിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത്, ഓക്കെ, വെലോസിറ്റി എന്ന് പറയുന്നത് എന്തിനനുസരിച്ച് മാറുന്നുണ്ട്? ടൈമിനനുസരിച്ച് ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഓക്കെ, അങ്ങനെയുള്ളൊരു മോഷൻ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പറയുമല്ലോ യെസ് അത് ആക്സിലറേറ്റ് ചെയ്യുന്നുണ്ടെന്ന് പറയും. അങ്ങനെയാണെങ്കിൽ ആക്സിലറേഷൻ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നത്? യെസ്, ഇറ്റ് ഈസ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി വിത്ത് റെസ്പെക്ട് ടു ടൈം. ഓക്കെ, സോ ആക്സിലറേഷൻ എന്ന് പറയുന്നത് ടൈമിനനുസരിച്ച് വെലോസിറ്റിയിൽ ചേഞ്ചസ് വരുന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം യെസ് acceleration is the rate of change of velocity. Clear? Yes. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ മാത്രമേ ആക്സിലറേറ്റ് ചെയ്യുള്ളൂ, അല്ലെങ്കിൽ ആക്സിലറേഷൻ ഇവിടെ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. സപ്പോസ് നമ്മൾ ഒരു ഒബ്ജക്റ്റ് മേളിൽ നിന്ന് താഴത്തോട്ട് ഇട്ട് കഴിഞ്ഞാൽ അതിനും ഉണ്ടായിരിക്കും ആക്സിലറേഷൻ, ഉണ്ടാവില്ലേ? ഡെഫിനറ്റ്ലി ഉണ്ടാവും. ഓക്കെ, സോ ലെറ്റ്സ് സേ സപ്പോസ് ഇങ്ങനെ ഒരാൾ ഒരു ബിൽഡിങ്ങിൻ്റെ മേളിൽ നിന്ന് അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഹൈറ്റിൽ നിന്ന് താഴെ വീഴുവാണെങ്കിൽ നമ്മൾ എപ്പോഴാണ് ഇതിനെ ഫ്രീ ഫോൾ എന്ന് പറയുന്നത്? യെസ്, ഇവിടെ വേറൊരു ഫോഴ്സും ആക്ട് ചെയ്യുന്നില്ല, ഇൻക്ലൂഡിങ് എയർ റെസിസ്റ്റൻസ് പോലും ഇവിടെ ഇല്ല എങ്കിൽ നമുക്ക് പറയാം യെസ് ഇറ്റ് ഈസ് എ ഫ്രീ ഫോൾ. അല്ലെങ്കിൽ നമ്മൾ പറയുക സാധാരണ ഒരു വീഴുന്നു എന്ന് പറയും. ഓക്കെ, സോ ഫ്രീ ഫോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബേസിക്കലി എന്താണ് മീൻ ചെയ്യുന്നത്? യെസ്, വേറെ ഒരു ഫോഴ്സും ഇല്ല, എർത്തിൻ്റെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് അല്ലെങ്കിൽ ഗ്രാവിറ്റി മാത്രമാണ് ആ ഒബ്ജക്റ്റിന് എക്സ്പീരിയൻസ് ചെയ്യുന്നതെങ്കിൽ, അതായത് ഇപ്പം ഇയാൾ വീഴുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇയാൾക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്ന എർത്തിൻ്റെ ഗ്രാവിറ്റി മാത്രമാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? അതിനെ ഫ്രീ ഫോൾ എന്ന് വിളിക്കാം. അങ്ങനെയാണെങ്കിൽ ഫ്രീ ഫോളിൽ നമ്മൾ ഡിഫൈൻ ചെയ്യുവാണ്, ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ സിറ്റുവേഷൻ ഇൻ വിച്ച് എൻ ഒബ്ജക്റ്റ് മൂവ്സ് ഓൺലി അണ്ടർ ദി ഇൻഫ്ലുവൻസ് ഓഫ് gravity. Okay, only gravity. Clear? So let's say suppose ഞാൻ എൻ്റെ കയ്യിൽ ഒരു 10 കിലോ വെയിറ്റ് ഉള്ള ഒരു ഒബ്ജക്റ്റ് ഉണ്ട്, ഒരു 100 ഗ്രാം വെയിറ്റ് ഉള്ള ഒരു ഒബ്ജക്റ്റ് ഉണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി രണ്ടിനും ഞാൻ താഴത്തേക്ക് ഇട്ടിട്ടുണ്ടെങ്കിൽ ആക്സിലറേഷൻ ഉണ്ടായിരിക്കുമല്ലോ, ഷുവറായിട്ടും ആക്സിലറേഷൻ ഉണ്ടായിരിക്കും. എൻ്റെ ചോദ്യം, ഈ ആക്സിലറേഷൻ രണ്ടിനും എക്സ്പീരിയൻസ് ചെയ്യുന്നത് ഒരുപോലെയാണോ? ഓക്കെ, ലെറ്റ്സ് സേ സപ്പോസ് നമ്മുടെ കയ്യിൽ ഒരു സ്റ്റോൺ ഉണ്ട്, ഒരു പേപ്പർ ഉണ്ട്. ഇത് നമ്മൾ താഴത്തോട്ട് ഇട്ടുന്നു, അപ്പം അതിന് എക്സ്പീരിയൻസ് ചെയ്യുന്ന ആക്സിലറേഷനിൽ ചെറിയ വ്യത്യാസമുണ്ട്. ലെറ്റ്സ് സേ സപ്പോസ് നമ്മൾ നോക്കുവാണ്, ഈ പറയുന്ന നമ്മുടെ ഈ സ്റ്റോൺ ആണെങ്കിലും പേപ്പർ ആണെങ്കിലും ഇവാക്വേറ്റഡ് ട്യൂബിലിട്ട് നോക്കുമ്പം രണ്ടും വന്ന് വീഴുന്നത് ഒരേ സമയത്താണ്. ഓക്കെ, ദാറ്റ് മീൻസ് അതിൻ്റെ ആക്സിലറേഷൻ എന്ന് പറയുന്നത് തുല്യമാണ്. എപ്പം വേറെ ഫോഴ്സസ് ഒന്നും ഇല്ല എങ്കിൽ, അല്ലെങ്കിൽ ഇവിടെ വേറെ ഒന്നും തന്നെ ഇല്ല എങ്കിൽ ഇത് രണ്ടും വന്ന് വീഴുന്ന സമയം സെയിം ആണ്. ദാറ്റ് മീൻസ് രണ്ടിനും ആക്സിലറേഷൻ ഒരുപോലെയാണ്. അങ്ങനെയാണെങ്കിൽ എനിക്കൊരു പോയിന്റ് കിട്ടി, ആക്സിലറേഷൻ, അതായത് ഇവിടെയുള്ള ഈ ആക്സിലറേഷൻ എന്ന് പറയുന്നത് ഒരിക്കലും ഒബ്ജക്റ്റിൻ്റെ മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ക്ലിയർ? സോ ഇവിടെ ഒരു ഫ്രീ ഫോൾ ഉണ്ടായി, അതിൻ്റെ ആക്സിലറേഷൻ എന്ന് പറയുന്നത് സെയിം ആണ്. ആ ആക്സിലറേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത് ആരാണ്?
എർത്താണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, സോ അങ്ങനെ എർത്ത് പ്രൊവൈഡ് ചെയ്യുന്ന ആക്സിലറേഷനെയാണ് നമ്മൾ പറയുന്നത് എന്താണ്? ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. Okay, so acceleration of a freely falling body is called the acceleration due to gravity. അതായത് ആ ഒരു ഒബ്ജക്റ്റിന് വേറെ ഒരു തരത്തിലുള്ള ഫോഴ്സും എക്സ്പീരിയൻസ് ചെയ്യുന്നില്ല എങ്കിൽ മാത്രമാണ് നമ്മൾ ഇതിനെ ഫ്രീ ഫോളിംഗ്, അതായത് ഫ്രീലി ഫോളിംഗ് എന്ന് നമ്മൾ പറയുള്ളൂ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഫ്രീലി ഫോളിംഗ് ബോഡി എന്ത് ചെയ്യുന്നു? യെസ്, ഇതിനെ എക്സ്പീരിയൻസ് ചെയ്യുന്ന ആക്സിലറേഷൻ. ആ ആക്സിലറേഷൻ എന്ന് പറഞ്ഞത് ആരുടെ മാത്രമായിരിക്കും? ഒരു ഫോഴ്സ് ഉണ്ടെങ്കിലല്ലേ ആക്സിലറേഷൻ ഉണ്ടാവുള്ളൂ. ഇവിടെ ഉള്ള ഫോഴ്സ് എന്താണ്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് അല്ലെങ്കിൽ ഒരു ഫ്രീലി ഫോളിംഗ് ബോഡിക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്ന ആക്സിലറേഷൻ, അതിനെയാണ് നമ്മൾ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറയുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാലോ, യെസ്, നമുക്കിവിടെ എർത്തുണ്ട്. എർത്തിൻ്റെ റേഡിയസ് ആണ് ക്യാപിറ്റൽ ആർ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എർത്തിൻ്റെ സർഫസിലിരിക്കുന്ന ഒരു ഒബ്ജക്റ്റ്, ഓക്കെ, എർത്തിൻ്റെ സർഫസിലിരിക്കുന്ന ഒരു ഒബ്ജക്റ്റ്, ഈ ഒബ്ജക്റ്റിന് ഡെഫിനറ്റ്ലി നമുക്കറിയാലോ അതിന് എന്തൊക്കെ ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും? ഡെഫിനറ്റ്ലി അവിടെ ഉള്ളൊരു ഫോഴ്സ് ആണ്, യെസ്, അതിൻ്റെ വെയിറ്റ്, ദാറ്റ് ഈസ് mg. ക്ലിയർ? സോ അതിനെന്തുണ്ട്? mg എന്ന് പറയുന്ന വെയിറ്റ് ഉണ്ട്. ആ വെയിറ്റ് അല്ലെങ്കിൽ ആ ഫോഴ്സ് ഇവിടെ കൊടുക്കുന്ന ആരാണ്? യെസ്, നമ്മുടെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ് കൊടുക്കുന്നത്, ദാറ്റ് ഈസ് Fg. ഓക്കെ, സോ നമുക്ക് എഴുതാം mg which is equal to gmm by r square. ഓക്കെ അല്ലേ? gmm by r square. ഇതെന്താണ്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ്. ഇവിടെയുള്ള mg പ്രൊവൈഡ് ചെയ്തത് ആരാണ്? gmm by r square ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഈ എമ്മും എമ്മും ക്യാൻസൽ ആയി പോയിട്ടുണ്ടെങ്കിൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അറ്റ് ദി സർഫസ് ഓഫ് എർത്ത് നമുക്ക് എന്ത് കിട്ടും? gm by r square എന്ന് കിട്ടും. ഇനി ലെറ്റ്സ് സേ സപ്പോസ് ഈ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി നമ്മൾ കുറച്ചും ഹൈറ്റ് കൂടുതലുള്ളൊരു സ്ഥലത്താണ് നോക്കുന്നതെങ്കിൽ, ലെറ്റ്സ് സേ ഔട്ട്സൈഡ്, ഈ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് സ്മോൾ ലെറ്റർ ആർ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ചെറിയ മോഡിഫിക്കേഷൻ വരുമല്ലോ. ഇത് നമ്മൾ എർത്തിൻ്റെ സർഫസ് ആയതുകൊണ്ടാണ് എർത്തിൻ്റെ റേഡിയസ് എടുത്തത്. നമ്മൾ ഇനി എടുക്കുന്നത് ഇതാ ഈ ഒരു പോയിന്റിൽ, അതായത് പി എന്ന് പറയുന്ന പോയിന്റിൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണെങ്കിൽ gm by r square എന്ന് പറയുന്നത് എന്തായിരിക്കും? യെസ്, this will be equal to gm by എത്രയാണോ ഡിസ്റ്റൻസ് എർത്തിൻ്റെ സെൻട്രൽ നിന്നും ആ പോയിന്റിലോട്ടുള്ള ഡിസ്റ്റൻസ് എത്രയാണോ അതിൻ്റെ സ്ക്വയർ. ഓക്കെ, ആൻഡ് ഇവിടെ നമുക്ക് mg എന്ന് പറഞ്ഞപ്പം നമുക്ക് ഒന്ന് ജസ്റ്റ് ഇവിടെ നിന്ന് ഒരു ഇക്വേഷൻ കണ്ടുപിടിക്കാമല്ലോ. g will be equal to force divided by mass. ഇങ്ങനെയും നമുക്ക് എഴുതാം. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമ്മളിപ്പോൾ പറഞ്ഞു യെസ് ജി എന്ന് പറയുന്നത് എന്താണ്? gm by r square ആണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ എഗെയിൻ എടുക്കുവാണ്, യെസ്, g which is equal to gm by r square, എർത്തിൻ്റെ സർഫസിലുള്ള ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ഓക്കെ, സോ ഇവിടെ ഞാനിനി ഡെൻസിറ്റിയുടെ ടേംസിലോട്ട് മാറ്റുവാണ്. ക്ലിയർ അല്ലേ? ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റീനെ ഞാൻ എന്ത് ചെയ്യുവാണ്? ഡെൻസിറ്റിയുടെ ടേംസിലോട്ട് മാറ്റുവാണ്. ഡെൻസിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? വിച്ച് ഇസ് ഈക്വൽ ടു മാസ് ബൈ വോളിയം അല്ലേ? ഡെൻസിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാസ് ബൈ വോളിയം ആണ്. ഓക്കെ, ഇവിടെ നമുക്ക് മാസ് അറിയാം. ഓക്കെ അല്ലേ? മാസ് അറിയാം. വോളിയം എന്ന് പറയുന്നത് എന്തായിരിക്കും? യെസ്, ഇറ്റ് ഇസ് എ സോളിഡ് സ്ഫിയർ. അങ്ങനെയാണെങ്കിൽ വോളിയം വിച്ച് വിൽ ബി ഈക്വൽ ടു 4/3 πr³. ക്ലിയർ അല്ലേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്കറിയാം gm, ഈ എമ്മിന് ഇവിടെ നമുക്ക് എമ്മിന് എന്തെടുക്കാം? ഡെൻസിറ്റി ഇൻറ്റു വോളിയം വിച്ച് ഇസ് ഈക്വൽ ടു എം എന്ന് എടുക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എർത്ത് അല്ലെങ്കിൽ ഒരു പ്ലാനറ്റിൻ്റെ മാസിന് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് മാസ് എത്രയാണ്? സ്മോൾ ലെറ്റർ എം ആണ് ഒബ്ജക്റ്റിൻ്റെ മാസ്, ക്യാപിറ്റൽ എം ആണ് നമ്മുടെ എർത്തിൻ്റെ മാസ്. അങ്ങനെയാണെങ്കിൽ ഇത് ക്യാപിറ്റൽ എം ആണ്. ഓക്കെ, സോ ക്യാപിറ്റൽ എമ്മിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഡെൻസിറ്റി ഇൻറ്റു വോളിയം എന്ന് എഴുതാം. ഡെൻസിറ്റിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ്, യെസ്, ഇറ്റ്സ് റോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് ജസ്റ്റ് ഈ ഇക്വേഷൻ നോക്കി നോക്കാം. ജി വിച്ച് ഇസ് ഈക്വൽ ടു, ദിസ് ഇസ് ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ്. എമ്മിന് പകരം നമുക്ക് എങ്ങനെ എഴുതാം? യെസ്, റോ ഡെൻസിറ്റി ഇൻറ്റു 4/3 πr³ ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ. ഇതിൽ നമുക്കറിയാം ഈ ആർ സ്ക്വയറും ഇവിടുത്തെ r³ ആർ സ്ക്വയറും പോകും. ദെൻ ബാക്കി എന്തൊക്കെയാണ് ഉണ്ടാവുക? ജി ഉണ്ടായിരിക്കും, റോ ഉണ്ടായിരിക്കും, 4/3 π ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഇവിടെയുള്ള ഈ r³ ഇത് പോയിട്ട് ജി റോ 4/3 πr എന്ന് കിട്ടും. ഓക്കെ, സോ
ഇവിടെ ഈ ഒരു വാല്യൂ നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന G 4/3 പൈ ദീസ് ആർ യൂണിവേഴ്സൽ കോൺസ്റ്റൻസ്. ഓക്കെ, എവിടെ തന്നെയാണെങ്കിലും ഇതിന്റെ വാല്യൂസിലൊന്നും മാറ്റം ഉണ്ടാവില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് ജസ്റ്റ് ഇതിനെ ഒന്നുകൂടെ മോഡിഫൈ ചെയ്ത് എഴുതാം, ഒരു കോമൺ കോൺസ്റ്റന്റ്. ഓക്കെ, കാരണം എന്താണ്, G എന്ന് പറയുന്നതും 4/3 പൈ എന്ന് പറയുന്നതും എല്ലാം യൂണിവേഴ്സൽ കോൺസ്റ്റന്റ് ആണ്. ഏതൊരു സിറ്റുവേഷനിലാണെങ്കിലും ഏത് തന്നെ എടുത്തിട്ടുണ്ടെങ്കിലും യൂണിവേഴ്സലി ഇതിന് ഒരിക്കലും ചേഞ്ച് വരത്തില്ല. ഈ വാല്യൂ തന്നെയായിരിക്കും എവിടെയും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ഇത്രയും വാല്യൂവിന് ഓൾ ടുഗദർ നമ്മളൊരു കോൺസ്റ്റന്റ് വെച്ച് റെപ്രസെന്റ് ചെയ്യുന്നു. ഡെൻസിറ്റി അത് മാറ്റം വരും. ഓക്കെ, ഇപ്പൊ നമ്മൾ ഇവിടെ എർത്ത് ആണെങ്കിൽ എർത്തിന് ഒരു ഡെൻസിറ്റി ഉണ്ടായിരിക്കും. ഓക്കെ, അങ്ങനെ അതിന് മാറ്റം വരും. ദെൻ നെക്സ്റ്റ് ഇസ് റേഡിയസ് ആർ. ഓക്കെ അല്ലേ? അപ്പം നമുക്ക് നമ്മുടെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിക്ക് ഇത്രയും ഇക്വേഷൻസ് നമുക്ക് കിട്ടി. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ G നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അവിടെ ഒബ്ജക്റ്റിന്റെ മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഓക്കെ, ഒബ്ജക്റ്റിന്റെ മാസ് എന്ന് പറയുന്നത് ഒരിക്കലും ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആയിട്ട് ഒരു ബന്ധമില്ല. നമ്മൾ 10 കിലോ എടുത്തിട്ടുണ്ടെങ്കിലും 100 കിലോ എടുത്തിട്ടുണ്ടെങ്കിലും 1000 കിലോ എടുത്തിട്ടുണ്ടെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യുന്ന ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ജിയുടെ വാല്യൂ ഒരു വ്യത്യാസവും ഇല്ല. ക്ലിയർ അല്ലേ? യെസ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് കിട്ടി ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. അതായത് എർത്ത് ഉണ്ട്, എർത്തിനൊരു ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉണ്ട് അല്ലെങ്കിൽ ഗ്രാവിറ്റേഷണൽ ഫീൽഡ് ഉണ്ട്. ആ ഫീൽഡിൽ ഒരു ഒബ്ജക്റ്റിന് എക്സ്പീരിയൻസ് ചെയ്യുന്ന ആക്സിലറേഷൻ. ഓക്കെ, അവിടെ എന്താ പോയിന്റ് ഉള്ളത്? ഫ്രീലി ഫോളിങ്. ഫ്രീലി ഫോളിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം വേറൊരു ഫോഴ്സും ഇല്ല, ഗ്രാവിറ്റി മാത്രം. അങ്ങനെയാണെങ്കിൽ അവിടെയുള്ള ആക്സിലറേഷനാണ് നമ്മൾ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറയുന്നത്. സോ G വിച്ച് ഇസ് ഈക്വൽ ടു, യെസ്, നമുക്ക് ഇത്രയും ഇക്വേഷൻസ് കിട്ടി. ക്ലിയർ? സോ നമുക്കൊന്ന് ജസ്റ്റ് ഇക്വേഷൻസ് നോക്കാം. യെസ്, G വിച്ച് ഇസ് ഈക്വൽ ടു Gm ഡിവൈഡഡ് ബൈ r². ദെൻ അഗെയിൻ ഫോഴ്സ് ബൈ മാസ്. ഇൻ ടേംസ് ഓഫ് ഡെൻസിറ്റി നമുക്ക് എങ്ങനെ എഴുതാം? ക്ലിയർ അല്ലേ? സോ ഇത്രയും ഇക്വേഷൻസ് ആണ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിക്ക് ഉള്ളത്. ആൻഡ് നമുക്ക് ഈ കോൺസ്റ്റൻസിന്റെ എല്ലാം വാല്യൂസ് അറിയാം. ഇപ്പം സർഫസിലുള്ള, ഓക്കെ, എർത്തിന്റെ സർഫസില് G at surface, okay, that will be equal to Gm by r² ആണ്. r എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എർത്തിന്റെ റേഡിയസ് ആണ്. സോ നമുക്കറിയാം ജിന്റെ വാല്യൂ നമുക്കറിയാം, മാസ് ഓഫ് എർത്ത് നമുക്കറിയാം, റേഡിയസ് ഓഫ് എർത്ത് നമുക്കറിയാം. അങ്ങനെ നമ്മൾ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ ആണ് 9.8 m/s² എന്ന് പറയുന്ന വാല്യൂ. ക്ലിയർ അല്ലേ? സോ നമ്മൾ സർഫസിൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടും 9.8 m/s² ആണ്. ഓക്കെ, ഇനി അതല്ല നമ്മൾ വേറെ ഏതെങ്കിലും ഒരു പോയിന്റിലാണ് എടുക്കുന്നതെങ്കിൽ, ഓക്കെ അല്ലേ, പുറത്തെടുക്കുവാണെങ്കിലും അകത്തെടുക്കുവാണെങ്കിലും, ഓക്കെ അല്ലേ, സോ ആ ഡിസ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ഓക്കെ, യെസ്. അപ്പോൾ നമുക്ക് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി റിലേറ്റ് ചെയ്തിട്ടുള്ള നമുക്ക് പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് ഡീൽ ചെയ്ത് നോക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എത്രത്തോളം മനസ്സിലായി നമുക്ക് ഈ ഒരു ടോപ്പിക് എന്നുള്ളത് നമുക്കൊരു ഐഡിയ കിട്ടും. ഓക്കെ, സോ നമുക്ക് നോക്കി നോക്കാം. A spherical planet has a mass mp, diameter dp. A particle of mass m falling freely near the surface of the planet will experience an acceleration due to gravity equal to. ഇവിടെ കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്. G ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഫസ്റ്റ് തന്നെ നമുക്കറിയാലോ ജിയുടെ ഇക്വേഷൻ എന്താണ്? Gm by r² ആണ്. ക്ലിയർ? ഇക്വേഷൻ നമുക്കറിയാം G is equal to Gm by r² ആണ്. ഇനി നെക്സ്റ്റ് നമ്മുടെ അടുത്ത് എവിടെയുള്ള ആക്സിലറേഷൻ ചോദിച്ചിട്ടുള്ളത്? സ്ഫെറിക്കൽ പ്ലാനറ്റ് ആണ്. ഓക്കെ, സ്ഫെറിക്കൽ പ്ലാനറ്റ് ആണ്. ആ പ്ലാനറ്റിന്റെ മാസ് വന്നിട്ടുണ്ട്, ദാറ്റ് ഇസ് mp. ഓക്കെ, മാസ് ആണ് mp. സോ ഇവിടെ നമുക്ക് ക്യാപിറ്റൽ M എന്ന് പറയുന്നത് കിട്ടി, mp ആണ്. ഓക്കെ, ക്യാപിറ്റൽ mp. ക്ലിയർ? ഇനി നെക്സ്റ്റ് വന്നിരിക്കുന്നത് എന്താണ്? ഇതിന്റെ ഡയാമീറ്റർ dp ആണ്. ഓക്കെ, ഡയാമീറ്റർ ആണ് തന്നിട്ടുള്ളത് dp. നമുക്കിവിടെ വേണ്ടത് എന്താണ്? യെസ്, നമ്മുടെ അടുത്ത് ചോദിച്ചിരിക്കുന്നത് നിയർ ദി സർഫസ് ഓഫ് ദി പ്ലാനറ്റ് ആണ്. നിയർ ദി സർഫസ് ഓഫ് ദി പ്ലാനറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഓൾമോസ്റ്റ് സർഫസ് ആയിരിക്കും അല്ലേ? ഓക്കെ, അതായത് എർത്തിന്റെ സർഫസ് തന്നെ നമുക്ക് കൺസിഡർ ചെയ്യാനായിട്ട് പറ്റും. നിയർ ദി സർഫസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇക്വേഷൻ എന്താണ്? G വിച്ച് ഇസ് ഈക്വൽ ടു Gm by r² തന്നെയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ പ്ലാനറ്റിന്റെ ഡയാമീറ്റർ തന്നിട്ടുണ്ട്, ദാറ്റ് ഇസ് dp. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേണ്ടത് ആരെയാണ്? റേഡിയസ് ആണ് വേണ്ടത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്താണ്? dp/2 ആണ് നമ്മുടെ റേഡിയസ് ഓഫ് ദി പ്ലാനറ്റ് എന്ന് പറയുന്നത്. സോ നമുക്ക് നോക്കി നോക്കാം, ഇക്വേഷനിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പം
നമുക്ക് കിട്ടും GP. ഓക്കെ, പ്ലാനറ്റിന്റെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, അതായത് നിയർ ദി സർഫസ്, നമുക്ക് ഓൾമോസ്റ്റ് സർഫസ് തന്നെ എടുക്കാം. ഓക്കെ, നിയർ ദി സർഫസ് GP എന്ന് പറഞ്ഞ ആ പ്ലാനറ്റിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന അല്ലെങ്കിൽ ആ പോയിന്റിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി വിൽ ബി ഈക്വൽ ടു GMP ഡിവൈഡഡ് ബൈ ആറിന് പകരം എങ്ങനെയാണ് RP സ്ക്വയർ ആണ്. RP സ്ക്വയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ എത്രയാണ്? യെസ്, DP by 2 whole square, which will be equal to again GMP. ഇവിടെ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും DP സ്ക്വയർ ഡിവൈഡഡ് ബൈ 4 വരും. അങ്ങനെയാണെങ്കിൽ 4 എന്ത് ചെയ്യും? മേളിലോട്ട് പോകും. 4 ഡിവൈഡഡ് ബൈ DP സ്ക്വയർ. സോ നമുക്ക് ആൻസർ കിട്ടി 4GMP DP സ്ക്വയർ. സോ നമുക്ക് ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ക്ലിയർ ആയല്ലോ? ഒരു സ്ഫിറിക്കൽ സർഫസ് ആണ് അല്ലെങ്കിൽ ഒരു സ്ഫിറിക്കൽ പ്ലാനറ്റ് ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം നിയർ ദി സർഫസ് വരുന്നത് GM ബൈ ആ പ്ലാനറ്റിന്റെ റേഡിയസിന്റെ സ്ക്വയർ. നിയർ ദി സർഫസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എടുക്കേണ്ട ഇക്വേഷൻ ആണ് GM ബൈ R സ്ക്വയർ. ക്ലിയർ അല്ലേ? യെസ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തന്നിട്ടുള്ള വാല്യൂസ് അങ്ങനെ തന്നെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു, നമുക്ക് ആൻസർ കിട്ടി. ഓക്കെ, യെസ്. Next question. The acceleration due to gravity on a planet A is 9 times the acceleration due to gravity on planet B. A man jumps to a height of 2 meters on the surface of A. What is the height of the jump by the same person on planet B? Okay, okay. Again. നമുക്കറിയാലോ ഹൈറ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ u²/2g നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള ഇക്വേഷൻ ആണ്. ഇവിടെ ഇതെങ്ങനെ അപ്ലൈ ചെയ്യുന്നത് നോക്കി നോക്കാം. ഫസ്റ്റ് പറയുന്നത് എന്താണ്? ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഓൺ എ. ഓക്കെ, എ എന്ന് പറയുന്ന പ്ലാനറ്റിലെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയും ബി എന്ന് പറയുന്ന പ്ലാനറ്റിലെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയും തമ്മിലുള്ള ബന്ധം എന്താണ്? ഇറ്റ് ഈസ് 9 times the acceleration due to gravity on the planet B. ഓക്കെ, അതായത് ഇപ്പം പ്ലാനറ്റ് ബിയിലെ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറയുന്നത് ലെറ്റ്സ് സേ GB ആണെങ്കിൽ 9 times ഓഫ് GB ആണ് GA എന്ന് പറയുന്നത്. ക്ലിയർ? ഇനി എ മാൻ ജംപ്സ് ടു എ ഹൈറ്റ് ഓഫ് 2 meters ഓൺ ദി സർഫസ് ഓഫ് എ. ഓക്കെ അല്ലേ? അതായത് GAയുടെ സർഫസിൽ നിന്നിട്ട് ഒരു ആൾ എന്ത് ചെയ്തു? 2 meter ഹൈറ്റിൽ ജമ്പ് ചെയ്തു. ഇനി ചോദിക്കുന്നത് സെയിം സിറ്റുവേഷൻ, ഓക്കെ, GB എന്ന് പറയുന്ന അല്ലെങ്കിൽ നമ്മുടെ ബി എന്ന് പറയുന്ന പ്ലാനറ്റിലാണ് ചാടുന്നതെങ്കിൽ എത്രത്തോളം ഹൈറ്റ് പോവും? അങ്ങനെയാണെങ്കിൽ ഹൈറ്റും അതുപോലെ തന്നെ ജിയും തമ്മിലുള്ള റിലേഷൻ നമുക്കറിയാം. ഇവിടെ നമുക്കറിയാം. ഓക്കെ, നമുക്ക് നോക്കി നോക്കാം. ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് HB ആണ്. HA is 2 meters. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? HA എഴുതാം. ഓക്കെ, HA will be equal to രണ്ട് കേസിലും ഇനീഷ്യൽ വെലോസിറ്റിയിൽ വ്യത്യാസം ഉണ്ടാവില്ല. അങ്ങനെയാണെങ്കിൽ u²/2GA. ഇനി HB which is equal to u²/2GB. ഇനി നമുക്കറിയാലോ ഇവിടെ GA എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 9GB ആണ്. സോ നമുക്ക് HA ഒന്നുകൂടെ മോഡിഫൈ ചെയ്ത് എഴുതാം. u²/2 into 9GB. ഓക്കെ, സോ കിട്ടി. ഇനി ഞാൻ എന്ത് ചെയ്യാൻ പോവാ? ഇതിന്റെ റേഷ്യോ എടുക്കാൻ പോവാണ്. അതായത് HA ഡിവൈഡഡ് ബൈ HB വിച്ച് വിൽ ബി ഈക്വൽ ടു u²/2 into 9 പകരം നമുക്ക് ഇനി എങ്ങനെ എഴുതാം? 18 എന്ന് എഴുതാം. ഓക്കെ, 2 into 9 അല്ലെങ്കിൽ വേണ്ട 2 തന്നെ കിടക്കട്ടെ, നമുക്ക് ക്യാൻസൽ ചെയ്യാനുണ്ട്. ഓക്കെ അല്ലേ? ഫ്രീ. യെസ്, 2 into 9GB ഡിവൈഡഡ് ബൈ HB എന്ന് പറയുന്നത് എന്താണ്? ദാറ്റ് ഈസ് u² ഡിവൈഡഡ് ബൈ 2GB. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം u²/2 രണ്ടെന്നും ക്യാൻസൽ ആയി പോവുകയും ചെയ്യും. ഇക്വേഷൻ എങ്ങനെ വരും? GB ഡിവൈഡഡ് ബൈ 9GB എന്ന് വരും. ഓക്കെ, സോ u²/2 പോയി. ദെൻ ഉള്ളത് ഇവിടെയുള്ള GB മുകളിലോട്ട് പോവും. സോ GB/9GB എന്ന് കിട്ടും. ക്ലിയർ? ദാറ്റ് മീൻസ് 1/9. ഓക്കെ, സോ HA/HB എന്ന് പറയുന്നത് നമുക്ക് കിട്ടി 1/9. ഓക്കെ, HAയുടെ വാല്യൂ നമുക്കറിയാലോ, ദാറ്റ് ഇസ് 2 meters. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ
2 into 9 which is equal to hb, that is equal to 18 meter. So നമുക്ക് ഓപ്ഷൻസിൽ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാം, ഓപ്ഷൻ എ 18 മീറ്റർ. ഓക്കെ, സോ ഇവിടെ നമ്മൾ ആകെ അറിയേണ്ട ഇക്വേഷൻ എന്താണ്? ഹൈറ്റും ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയും തമ്മിലുള്ള റിലേഷൻ ആണ്. കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ രണ്ട് ആക്സിലറേഷനും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ അറിയാം. GA which is equal to 9 GB ആണ്. അത് നമ്മൾ എന്ത് ചെയ്തു? ഹൈറ്റ് കണ്ടുപിടിച്ചപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ദെൻ നമുക്കറിയാം HA എന്താണെന്ന് അറിയാം. HAക്ക് നമ്മൾ 2 മീറ്റർ വാല്യൂ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഫൈനൽ ആൻസർ നമുക്ക് കിട്ടും 18 മീറ്റർ എന്ന് കിട്ടും. ഓക്കെ, വളരെ ഈസി ആയിരുന്നല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അല്ല, യെസ്, അതായത് നമുക്ക് പറഞ്ഞു ഇപ്പം ഈ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിന്റെ വാല്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് G which is equal to GM by R square ആണ്. ഓക്കെ, സോ ഇവിടെ ഈ ജിയുടെ വാല്യൂ തമ്മിൽ കുറേ കാര്യങ്ങളിൽ വാരി ചെയ്യും. ഓക്കെ, ഫസ്റ്റത്തെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൾട്ടിറ്റ്യൂഡ് അബൌവ് ദി എർത്ത് സർഫസ്, അതായത് എർത്ത്, നമ്മുടെ എർത്ത് ഇവിടെ ഇരിക്കുവാണ്. എർത്തിൽ നിന്നും നമ്മൾ എത്രത്തോളം ഹൈറ്റിൽ നിന്നിട്ടാണ്, ഏത് പോയിന്റിൽ എത്രത്തോളം ഡിസ്റ്റൻസ്, എർത്തിന്റെ സർഫസിൽ നിന്നും എത്രത്തോളം ഡിസ്റ്റൻസ് അകലെയാണ് അല്ലെങ്കിൽ എത്രത്തോളം ഹൈറ്റിലാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന പോയിന്റ്, അതിനനുസരിച്ച് എവിടെ വ്യത്യാസം വരും? ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയിൽ വ്യത്യാസം വരും. ഇനി നെക്സ്റ്റ് പറയുന്നതോ ഡെപ്ത് ബിലോ ദ എർത്ത് സർഫസ്, അതായത് എർത്തിന്റെ സർഫസ് അവിടെ GM by R square ആണ്, അതായത് ഇതിന്റെ റേഡിയസ്. ഓക്കെ, ഇനി ലെറ്റ്സ് സേ സപ്പോസ് നമ്മൾ ഈ എർത്തിന്റെ ഉള്ളിൽ, അതായത് കുറച്ച് താഴെ നമ്മൾ നോക്കുവാണെങ്കിൽ അവിടെയും ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയിൽ എന്തുണ്ടായിരിക്കും? ചേഞ്ചസ് ഉണ്ടായിരിക്കും. വേറൊരെണ്ണം കാര്യങ്ങളുണ്ട്, ദ ഷേപ്പ് ഓഫ് ദി എർത്ത്. എർത്തിന്റെ ഷേപ്പ് കാരണവും എന്ത് വരാം? ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയിൽ ചേഞ്ച് വരാം. എങ്കിൽ നമുക്കിതിൽ ഏറ്റവും എളുപ്പമുള്ളതാണ് ഷേപ്പ് കാരണമുള്ളത്. ഓക്കെ, സോ ഷേപ്പ് നോക്കുവാണെങ്കിൽ നമുക്കറിയാലോ എർത്തിന്റെ ഷേപ്പ് എന്താണ്? എലിപ്റ്റിക്കൽ ഷേപ്പാണ്. എലിപ്റ്റിക്കൽ ഷേപ്പിനെ പറ്റി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഫസ്റ്റ് സെഷനിൽ പറഞ്ഞതാണ്. സോ നിങ്ങൾക്ക് അറിയാം. സോ ആ ഒരു ഷേപ്പ് ആണെന്നുണ്ടെങ്കിൽ അതിന്റെ പ്രത്യേകത എന്താണ്? യെസ്, സെന്ററിൽ നിന്നും, ഓക്കെ, ഇതാണ് പോളാർ റീജിയൻ. ഓക്കെ അല്ലേ? പോളാർ റീജിയനിലോട്ടുള്ള റേഡിയസ്, അതാണ് RP എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ സെന്ററിൽ നിന്നും ഇക്വറ്റോറിയൽ, ഓക്കെ അല്ലേ? എലിപ്റ്റിക്കൽ ഷേപ്പ് ഇതാ ഇങ്ങനെയാണ് വരുന്നത്. ഓക്കെ അല്ലേ? അതായത് ഒരു സൈഡ് കുറച്ച് ബൾജ് ചെയ്തിട്ടും മേൾഭാഗം നമ്മൾ നോക്കുവാണെങ്കിൽ, അല്ലെങ്കിൽ ഈ ഒരു പോർഷൻ പോളാർ റീജിയൻ നോക്കുവാണെങ്കിൽ കുറച്ച് ഫ്ലാറ്റൻഡ് ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. സോ അങ്ങനെയാണ് അതിന്റെ ഷേപ്പ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ റേഡിയസ്, അതായത് പോളാർ റീജിയനിലോട്ടുള്ള റേഡിയസ് എന്ന് പറയുന്നത് ഇക്വറ്റോറിയലിനെ സംബന്ധിച്ച് നോക്കുമ്പം കുറവാണ്. ഓക്കെ അല്ലേ? സോ എർത്തിന്റെ ഷേപ്പ് ഇങ്ങനെയാണ്. ഓക്കെ, ഒരു എലിപ്റ്റിക്കൽ ഷേപ്പാണ്. അതിന്റെ പോളാർ റീജിയനിലോട്ട് സെൻട്രൽ നിന്നുള്ള ഡിസ്റ്റൻസ്, അത് ഇക്വറ്റോറിയലിലോട്ടുള്ള ഡിസ്റ്റൻസിനെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പം കുറവാണ് പോളാർ. നമുക്ക് ഇക്വേഷൻ അറിയാലോ, G which is equal to GM by R square ആണ്. ദാറ്റ് ഈസ് ജിയും ആറും റേഡിയസും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. G is proportional to 1 by R square ആണ്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ റേഡിയസ് കൂടിയാൽ എന്താ സംഭവിക്കുക? G കുറയും. ഇവിടെ റേഡിയസ് കൂടുതൽ ആർക്കാ? ഇക്വറ്റോറിയൽ റീജിയൻ ആണ്. അങ്ങനെയാണെങ്കിൽ അവിടെ നമ്മൾ ഒരു ഗ്രാവിറ്റേഷൻ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി നോക്കുവാണെങ്കിൽ കമ്പയർ ചെയ്യുവാണ്. പോളാർ റീജിയനിൽ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്ന ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയും ഇക്വറ്റോറിയൽ റീജിയനിൽ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്ന ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയും നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ റേഡിയസ് കൂടുതൽ എവിടെയാണോ അവിടെ ആയിരിക്കും ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കുറവ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എങ്ങനെയാണ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി വരുന്നത്? യെസ്, ഓക്കെ, കുറവ് എവിടെയായിരിക്കും? ഇക്വറ്റോറിയൽ. കാരണം എന്താണ്? അവിടുത്തെ റേഡിയസ് കൂടുതലാണ്. പോളാർ റീജിയനിലോട്ടുള്ള റേഡിയസിന്റെ നോക്കുമ്പോൾ അതിനേക്കാൾ കൂടുതലാണ് ഇക്വറ്റോറിയൽ റീജിയനിലോട്ടുള്ള ഡിസ്റ്റൻസ്. ഓക്കെ, അതാണ് സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഷേപ്പ് ഓഫ് ദി എർത്ത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ പോളാർ റീജിയനിൽ ഇരുന്നിട്ട് നമ്മൾ വെയിറ്റ് നോക്കുമ്പോഴും ഇക്വറ്റോറിയൽ റീജിയനിൽ നമ്മൾ വെയിറ്റ് നോക്കുമ്പോഴും വ്യത്യാസം വരും. എവിടെയാണ് വെയിറ്റ് കുറവ് വരുന്നത്? വെയിറ്റ് കുറവ് വരുന്നത് ഒബ്വിയസ്ലി ഇക്വറ്റോറിയൽ റീജിയനിൽ നിന്ന് നമ്മൾ നോക്കുന്ന ഇതിനായിരിക്കും വെയിറ്റ് കുറവ് തോന്നുന്നത്. ക്ലിയർ ആയല്ലോ? യെസ്. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് കേസ് കഴിഞ്ഞു. ഇനി സെക്കൻഡ് കേസാണ്. ഹൈറ്റിനനുസരിച്ചിട്ട്, ഓക്കെ, ഹൈറ്റ് കൂടുന്നതിനനുസരിച്ചിട്ട് എങ്ങനെയാണ് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയിൽ വ്യത്യാസം വരുന്നത്? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇക്വേഷൻ ഓൾറെഡി അറിയാം.
എന്താണ്? G divided by 1 plus h by r all square ആണ്. അവിടെ ഇരിക്കട്ടെ. എങ്ങനെ കിട്ടിയെന്ന് നമുക്കറിയണമല്ലോ. ഇതാണ് നമ്മുടെ എർത്ത്. ഇതാണ് എർത്തിന്റെ സെന്റർ. സെന്ററിൽ നിന്നുള്ള ഈ ഒരു ഡിസ്റ്റൻസ് ആണ് r. ഓക്കെ, സോ ഞാൻ എർത്തിന്റെ സർഫസിൽ നിന്നും ഒരു പെർട്ടിക്കുലർ ഹൈറ്റ് h, ഓക്കെ, പെർട്ടിക്കുലർ ഹൈറ്റ് h, ഓക്കെ അല്ലേ? സോ ദാറ്റ് മീൻസ് ഈ സർഫസിൽ നിന്നും ഈ ഒരു പോയിന്റിലോട്ടുള്ള ഡിസ്റ്റൻസ് ആണ് h. ക്ലിയർ അല്ലേ? എർത്തിന്റെ സർഫസിൽ നിന്നും ആ പോയിന്റിലോട്ടുള്ള, സർഫസിൽ നിന്നും, സെൻട്രൽ നിന്നല്ല, സർഫസിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ആണ് h എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇത് നമുക്കറിയാലോ, ഇത് റേഡിയസ് r ആണ്. ഓക്കെ, സോ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി g which is equal to gm by r square ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ഈ r എന്ന് പറയുന്നത്, സ്മോൾ ലെറ്റർ r എന്ന് പറയുന്നത് എന്തായിരിക്കും? അതായത് അത് സെൻട്രൽ നിന്നും പോയിന്റിലോട്ടുള്ള, ഏതാണോ നമ്മൾ എടുക്കുന്ന പോയിന്റ് അവിടേക്കുള്ള ഡിസ്റ്റൻസ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ അതെന്തായിരിക്കും? gm divided by r plus h whole square. ക്ലിയർ? ഓക്കെ, gm by r plus h whole square. ഇനി ഈ ഒരു ഇക്വേഷനിൽ നിന്ന് നമുക്കറിയാലോ, g which is equal to gm by r square, എർത്തിന്റെ സർഫസിലുള്ളത് അറിയാലോ. എർത്തിന്റെ സർഫസിലുള്ളത് g which is equal to gm by r square. Then നമുക്ക് അതിൽ നിന്ന് gr square which is equal to gm എന്ന് എടുക്കാലോ. ഇവിടെ നോക്കുമ്പോൾ നമുക്ക് അഗൈൻ ഒരു gm ഉണ്ട്. അപ്പം നമുക്ക് അവിടെ gr square എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, gr square divided by r plus h whole square. ഓക്കെ, സോ ഇവിടെ നമുക്കറിയാം r plus h whole square ആണ്. ഇവിടെ r square ഉണ്ട്, രണ്ടിടത്തും r square ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഞാൻ ജസ്റ്റ് r squareനെ താഴെ നിന്ന് പുറത്തേക്ക് എടുക്കുവാണ്. gr square divided by r square into, അതായത് ഇതിൽ ഓൾറെഡി r square പോയി. ഇനി ഇവിടെ എന്തൊക്കെയാ ഉള്ളത്? യെസ്, 1 പ്ലസ് h by r ഹോൾ സ്ക്വയർ. r സ്ക്വയറും r സ്ക്വയറും ക്യാൻസൽ ആയി പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടും g ഡാഷ്. ഓക്കെ, g ഡാഷ് എന്ന് പറയുന്നത്, g ഡാഷ് എന്താണ്? യെസ്, എർത്തിന്റെ സർഫസിൽ നിന്നും ഒരു പെർട്ടിക്കുലർ ഹൈറ്റ് അകലെ. ഓക്കെ, g ഡാഷ് വിച്ച് ഇസ് ഈക്വൽ ടു g ഡിവൈഡഡ് ബൈ 1 പ്ലസ് h ബൈ r ഹോൾ സ്ക്വയർ എന്ന് കിട്ടും. ഓക്കെ, g ഡാഷ് നമുക്ക് കിട്ടി. ഇനി സപ്പോസ് നമ്മൾ എടുക്കുന്ന ഹൈറ്റ്, ഇതാണ് എർത്തിന്റെ സർഫസ് എന്ന് വിചാരിക്കുക. ഓക്കെ, ഇതാണ് എർത്തിന്റെ സർഫസ്. ഇവിടെ നിന്ന് നമ്മൾ 1 കിലോമീറ്റർ അകലെ, 2 കിലോമീറ്റർ അകലെ, 10 കിലോമീറ്റർ അകലെ എന്നൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കറിയാലോ, ആ 1 കിലോമീറ്റർ 10 കിലോമീറ്റർ എന്നൊക്കെ പറയുന്നത് എർത്തിന്റെ റേഡിയസിനെ കമ്പയർ ചെയ്യുമ്പം വളരെ ചെറിയ വാല്യൂ ആണ്. ഓക്കെ, എർത്തിന്റെ റേഡിയസിനെ കമ്പയർ ചെയ്യുമ്പം വളരെ ചെറിയ വാല്യൂ ആണ്. എപ്പോഴാണ് h നമ്മൾ എടുക്കുന്ന 1 കിലോമീറ്റർ, 2 കിലോമീറ്റർ, 10 കിലോമീറ്റേഴ്സ്, അങ്ങനെ വളരെ ചെറിയ വാല്യൂ എടുക്കുവാണെങ്കിൽ എർത്തിന്റെ റേഡിയസിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഈ വാല്യൂ എന്തായിട്ട് വരും? യെസ്, വളരെ ചെറുതായിട്ട് വരും. അങ്ങനെ വളരെ ചെറുതായിട്ട് വരുവാണെങ്കിൽ, ഓക്കെ, വളരെ ചെറുതായിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ എച്ചിനങ്ങ് ഒഴിവാക്കേണ്ടി വരും. ഓക്കെ, കാരണം എന്താണ്? റേഡിയസിനെ വെച്ച് നോക്കുമ്പം വളരെ ചെറിയ വാല്യൂ ആണ് വരുന്നത്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ബൈനോമിയൽ എക്സ്പാൻഷൻ യൂസ് ചെയ്യുന്നു. യൂസ് ചെയ്ത് കഴിയുമ്പം ഇവിടെ എന്തുണ്ടാവും? യെസ്, ഇത് നമുക്ക് എങ്ങനെ മോഡിഫൈ ചെയ്ത് എഴുതാം? g ഡാഷ് വിച്ച് ഇസ് ഈക്വൽ ടു g ഇൻറ്റു 1 പ്ലസ് h ബൈ r ഓൾ റേസ് ടു -2 എന്ന് എഴുതാം. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ബൈനോമിയൽ എക്സ്പാൻഷൻ എഴുതുമ്പം ഇവിടേക്ക് -2 വരും. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇക്വേഷൻ പിന്നെ എങ്ങനെ മോഡിഫൈ ചെയ്ത് വരുന്നത്? യെസ്, g ഡാഷ് വിൽ ബി ഈക്വൽ ടു g ഇൻറ്റു 1 പ്ലസ് അല്ല, നമുക്കിത് മുകളിലോട്ട് പോകുമ്പോൾ മൈനസ് ആണ് വരുന്നത്, -2 ആവും. അതാണ് നമ്മൾ എടുത്തിടുന്നത്. ഓക്കെ, സോ 1 മൈനസ് 2h ബൈ r. ഓക്കെ അല്ലേ? സോ നമുക്ക് കിട്ടി g ഡാഷ് വിച്ച് ഇസ് ഈക്വൽ ടു g ഇൻറ്റു 1 മൈനസ് 2h ബൈ r. എപ്പോഴാണ്? എച്ചിൻ്റെ വാല്യൂ വളരെ ചെറുതാണെങ്കിൽ മാത്രം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഒരു ബൈനോമിയൽ എക്സ്പാൻഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ അങ്ങ് എഴുതാനായിട്ട് പറ്റും. ക്ലിയർ ആയല്ലോ? അങ്ങനെയാണെങ്കിൽ വാരിയേഷൻ ഓഫ് ജി വിത്ത് ഹൈറ്റ്. ഓക്കെ, നമുക്ക് ഇക്വേഷൻസ് കിട്ടി. ഇങ്ങനെയാണ് നമ്മുടെ ഇക്വേഷൻസ് വരുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്. ക്ലിയർ? നെക്സ്റ്റ് ഇത് വെച്ചൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം. എ ബോഡി വെയ്സ് 72 ന്യൂട്ടൺ ഓൺ ദി സർഫസ് ഓഫ് ദി എർത്ത്. എർത്തിന്റെ സർഫസിലാണ്. What is the gravitational force on it due to the earth at the height equal to the half of the radius of the earth? നമുക്ക് എന്തൊക്കെ വാല്യൂ അറിയാം? g ഡാഷിന്റെ വാല്യൂ ഇതാണെന്ന് അറിയാം.
ഓക്കെ അല്ലേ? ജി ഡാഷിന്റെ വാല്യൂ നമുക്കറിയാം, ജി ഡിവൈഡഡ് ബൈ 1 + h/r² എന്നറിയാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 72 ന്യൂട്ടൺ ആണ് വെയിറ്റ്. എത്ര പറയുന്നത്? mg which is equal to 72 ന്യൂട്ടൺ ആണ്. Then what is the gravitational force? Gravitational force which g is equal to എന്താണ്? Yes, g divided by 1 plus okay 1 plus h/r². ഇതിനെ നമുക്ക് ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? യെസ്, gr² ഡിവൈഡഡ് ബൈ r + h² എന്നും എഴുതാമല്ലോ. യെസ്, അതായത് ഇത് ജസ്റ്റ് ഈ r² നമ്മൾ താഴെയുള്ള ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് നമ്മൾ ഇങ്ങനെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതിയതാണ്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ mg 72 ന്യൂട്ടൺ ആണ്. Then what is the gravitational force? Gravitational force on it due to the earth at height equal to half of the radius of earth. ഓക്കെ, നമുക്ക് ഇതറിയാം, r ആണ്. ഓക്കെ, എർത്തിന്റെ റേഡിയസ് 6 ആണെന്ന് അറിയാം. ഇപ്പൊ നമ്മളൊരു പോയിന്റ് എടുത്തു, ദാറ്റ് ഇസ് h. ആ h എന്ന് പറയുന്നത് എന്താ പറയുന്നത്? ഹാഫ് ദ റേഡിയസ് ഓഫ് എർത്ത്. ഓക്കെ, ഹാഫ് ദി റേഡിയസ് ഓഫ് എർത്ത്, ദാറ്റ് ഇസ് ഈ ഒരു ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ r/2 ആണ്. ഓക്കെ അല്ലേ? r/2 ആണ് ആ ഒരു ഡിസ്റ്റൻസ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ h-ന് പകരം നമുക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? r/2 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ നമുക്കൊന്ന് നോക്കി നോക്കാം. gr² ഡിവൈഡഡ് ബൈ r plus r/2 whole square. ഓക്കെ, h എന്ന് പറയുന്നത് r/2 ആണ്, r/2 whole square. ഇവിടെ എന്തുകൊണ്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ h ഭയങ്കര കുറവാണെങ്കിൽ നമ്മൾ പറഞ്ഞു യെസ്, നമ്മുടെ ഇക്വേഷനിൽ ഒരു ചെറിയ മോഡിഫിക്കേഷൻ വരും. എങ്ങനെയാണ്? യെസ്, ഇവിടെ വരുന്നത് 1 - 2h/r ആണ് വരുന്നത്. ഇവിടെ നമ്മൾ നോക്കുമ്പോഴോ റേഡിയസിന്റെ പകുതിയാണ് ഹൈറ്റ് വരുന്നത്. ഓക്കെ, റേഡിയസിന്റെ പകുതിയാണ് ഹൈറ്റ് വരുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ആ ഹൈറ്റ് എന്ന് പറയുന്നത് കമ്പയറബിൾ ആണ്. സോ ഇവിടെ നമ്മൾ എടുക്കേണ്ട ഇക്വേഷൻ എന്താണ്? റിയൽ ഇക്വേഷൻ തന്നെയാണ് എടുക്കേണ്ടത്. സോ യെസ്, അഗെയിൻ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? gr² ഡിവൈഡഡ് ബൈ r² പുറത്തേക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ 1 + 1/2 whole square എന്ന് വരും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്താ വരിക? gr², r²ും ക്യാൻസൽ ചെയ്തു പോവും. യെസ്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പിന്നെ വരുന്നത് 3/, ഇവിടെ വരിക യെസ് 2 + 1 3/2. ഓക്കെ, 3/2 whole square. That means g divided by 9/4 which is equal to 4g/9. ഓക്കെ, സോ നമുക്ക് കിട്ടി g dash എന്ന് പറയുന്നത് which is equal to 4g/9 ആണ്. ഓക്കെ, g dash which is equal to 4g divided by 9. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഓൾറെഡി നമുക്കറിയാം mg is equal to 72 ന്യൂട്ടൺ. ഇനി നമ്മളോട് പറഞ്ഞിട്ടുള്ള ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഈ ഒരു പോയിന്റ്, അതായത് റേഡിയസിന്റെ പകുതി ഹൈറ്റ് ഉള്ള ഒരു പോയിന്റിലുള്ള ഫോഴ്സ് ആണ്. ആ ഫോഴ്സ് എന്തായിരിക്കും? ദാറ്റ് ഇസ് mg' which will be equal to എന്താണ്? m into g' എന്ന് പറയുന്നത് എന്താ? യെസ്, 4/9g ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? mg is 72 into 4/9. ഓക്കെ, ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും 32 ന്യൂട്ടൺ ആണ് ഫോഴ്സ് വരുന്നത്. ഓക്കെ, സോ യെസ്, ഓപ്ഷൻ സി 32 ന്യൂട്ടൺ. ക്ലിയർ ആയല്ലോ? ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്തത്? നമ്മളോട് പറഞ്ഞ പോയിന്റിലുള്ള ഗ്രാവിറ്റേഷണൽ ഫീൽഡ് അവിടെ എക്സ്പീരിയൻസ് ചെയ്യുന്ന ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി നമ്മൾ ഫൈൻഡ് ചെയ്തു. അത് നമുക്ക് കിട്ടി 4/9g ആണ്. mg നമുക്കറിയാം. ദെൻ നമ്മൾ എന്ത് ചെയ്യുവാണ്? അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അതായത് mg' നമ്മൾ ബാക്കി വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തപ്പോൾ നമുക്ക് ആൻസർ കിട്ടി. ക്ലിയർ? യെസ്. നെക്സ്റ്റ് വൺ ഇസ് വേരിയേഷൻ ഓഫ് g വിത്ത് ഡെപ്ത്. അപ്പൊ നമ്മൾ പറഞ്ഞു ഈ ഹൈറ്റ് പോലെ തന്നെ ഉള്ളിലോട്ട് പോകുമ്പോഴും എന്തുണ്ട്? ഈ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എക്സ്പീരിയൻസ് ചെയ്യുന്നതിൽ വ്യത്യാസം ഉണ്ടാവും. നമ്മൾ പറഞ്ഞു ഒരേ ഹൈറ്റിലാണ് നമ്മൾ ഒബ്ജക്റ്റ് വെക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ ഒബ്ജക്റ്റ് വീഴുന്നതെങ്കിൽ അപ്പോൾ ഉള്ള ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി സെയിം ആയിരിക്കും. ബട്ട് അറ്റ് ദ സെയിം ടൈം ഡിഫറെന്റ് ഹൈറ്റ് ആണെങ്കിൽ അതിനനുസരിച്ച് എന്ത് വരും? ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിക്ക് ചേഞ്ച് വരും. ഓക്കെ, സോ നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചിരുന്നു ഫീൽഡ് എന്താണ്? ഇവിടുത്തെ ഗ്രാവിറ്റേഷണൽ ഫീൽഡ് ഇൻസൈഡ് ദി എർത്ത് അല്ലെങ്കിൽ ഇൻസൈഡ് ദി സ്ഫിയർ നമ്മൾ പറഞ്ഞു which is equal to gmr divided by r³ ആണ് അല്ലേ?
അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ ഈ ആറിന് പകരം എന്ത് കൊടുക്കും? യെസ്, ഇതാണ് നമ്മുടെ എർത്ത്, ഇതാണ് എർത്തിന്റെ റേഡിയസ് ആർ എന്ന് പറയുന്നത്. ഞാൻ എടുക്കുന്ന പോയിന്റ് ഇതാ ഇത്രയും ഡെപ്തിലാണ്, അതായത് എർത്തിന്റെ സർഫസിൽ നിന്നും ഏകദേശം ഇത്രയും ഡെപ്തിലുള്ള ഒരു പോയിന്റ് ആണ് ഞാൻ കൺസിഡർ ചെയ്യുന്നത്. ലെറ്റ്സ് ഈ പോയിന്റ് പി ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ പി എന്ന് പറയുന്ന പോയിന്റിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ് എനിക്ക് അറിയേണ്ടതെങ്കിൽ ഇവിടെ നമ്മുടെ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി G which is equal to gm by r square. സോറി gm by r square. ഇവിടെ r എന്ന് പറയുന്നത് എന്തായിരിക്കും? യെസ്, r എന്ന് പറയുന്നത് which will be equal to ഈ ഒരു ഡിസ്റ്റൻസ് ആയിരിക്കും. ഓക്കെ, ആർ എന്ന് പറഞ്ഞ സ്മോൾ ലെറ്റർ ആർ നമ്മൾ പറഞ്ഞു സെൻട്രൽ നിന്ന് നമ്മൾ എടുക്കുന്ന പോയിന്റിലോട്ടുള്ള ഡിസ്റ്റൻസ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമ്മൾ എടുത്ത പോയിന്റ് പിയിലോട്ടുള്ള സെൻട്രൽ ഓയിൽ നിന്നും പോയിന്റ് പിയിലോട്ടുള്ള ഡിസ്റ്റൻസ് ആണ് സ്മോൾ ലെറ്റർ ആർ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ആ ആറിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ആർ വിച്ച് ഇസ് ഈക്വൽ ടു ടോട്ടൽ ഈ ഡിസ്റ്റൻസ് എർത്തിന്റെ സർഫസിനെ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് എഴുതാം ആർ മൈനസ് എച്ച്. ക്ലിയർ അല്ലേ? ഇനി ഇത് എനിക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാലോ. ദാറ്റ് ഈസ് ജി എം ഇൻറ്റു ക്യാപിറ്റൽ ആർ റേഡിയസ് ഓഫ് എർത്ത്. എച്ച് അല്ല, നമ്മളിവിടെ എടുക്കുന്നത് ഡി ആണ്. ഓക്കെ, ഡെപ്ത് ഡി. അങ്ങനെയാണെങ്കിൽ ആർ മൈനസ് ഡി ഡിവൈഡഡ് ബൈ ആർ ക്യൂബ് എന്ന് വരും. ക്ലിയർ? സോ നമുക്ക് കിട്ടി വാരിയേഷൻ ഓഫ് ജി വിത്ത് ഡെപ്ത് എന്ന് പറയുന്നത് ജി എം ഇൻറ്റു ആർ മൈനസ് ഡി ഡിവൈഡഡ് ബൈ ആർ ക്യൂബ്. ഇവിടെ നമ്മൾ അതായത് ഒരു ഇലക്ട്രിക് ഫീൽഡ് ഇലക്ട്രിക് ഫീൽഡ് അല്ല, ഗ്രാവിറ്റേഷണൽ ഫീൽഡ്. നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക്സ് പഠിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ ഇലക്ട്രിക് ഫീൽഡ് ആണ്. ഓക്കെ, അപ്പോൾ ഗ്രാവിറ്റേഷണൽ ഫീൽഡ് എന്ന് പറയുന്നത് എക്സാക്ട്ലി നമുക്ക് എങ്ങനെയും പറയാം, യെസ് ജിന് ഈക്വൽ ആണെന്ന് നമുക്ക് പറയാം. അവിടെ ഫീൽഡിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ആക്സിലറേഷൻ. സോ നമുക്ക് എന്ത് പറയാം? അതിനെ നമുക്ക് റിലേറ്റ് ചെയ്തിട്ട് പറയാൻ പറ്റും, യെസ് ഫീൽഡ് എന്ന് പറയുന്നത് തന്നെയാണ്, അതായത് എർത്തിന്റെ ഫീൽഡ് എന്ന് പറയുന്നത് തന്നെയാണ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഒരു പോയിന്റ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഈ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റില്ല. ദാറ്റ് മീൻസ് അവിടെ ഫീൽഡ് ഇല്ല. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഫീൽഡും ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയും നമ്മൾ റിലേറ്റ് ചെയ്യാൻ പറ്റും. എക്സാക്ട്ലി എന്താണ്? ഈ പറയുന്ന ഫീൽഡ് തന്നെയാണ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ ഇ എന്നെടുത്തത്. ഓക്കെ, ഇ വിച്ച് ഇസ് ഈക്വൽ ടു ജി എം ആർ ഇൻറ്റു ആർ ക്യൂബ് എന്ന് പറഞ്ഞത്. ക്ലിയർ? സോ ഇവിടെ നമ്മൾ എന്ത് ചെയ്തു? ഈ സ്മോൾ ലെറ്റർ ആറിന് പകരം ആർ മൈനസ് ഡി എന്ന് നമ്മൾ കൊടുത്തു. ഇനി നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത്? യെസ്, ഇവിടെ നമ്മൾ എന്ത് ചെയ്യാം? ഈ ഒരു ഇക്വേഷന് യെസ് ജി ഡാഷ് കിട്ടി, ജി ഡാഷ്. ഇനി നമുക്ക് വേണ്ടത് യെസ് ഈ ആറിനെ നമുക്ക് പുറത്തേക്ക് എടുക്കാനായിട്ട് നോക്കാം. ഓക്കെ അല്ലേ? ആറിനെ നമുക്ക് പുറത്തേക്ക് എടുക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ വരും? ജി എം ഇൻറ്റു ആർ. ഓക്കെ, സോ ദിസ് വിൽ ബി 1 മൈനസ് ഡി ബൈ ആർ divided by r cube, which will be equal to gm 1 minus d by r divided by r square. Okay, so നമുക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടും. ഇനി നമുക്ക് again അറിയാലോ g which is equal to gm by r square ആണ്. അറ്റ് ദി സർഫസിൽ വരുന്ന ആക്സിലറേഷൻ അറിയാം നമുക്ക്. എത്രയാണ്? g which is equal to gm by r square. So let's say gr square which is equal to gm. സോ ഇവിടെയും നമുക്ക് എന്തുണ്ട്? ഒരു ജി എം ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ജി എമ്മിന് പകരം എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? ജി ആർ സ്ക്വയർ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ലെറ്റ്സ് സേ ജി ഡാഷ് വിച്ച് ഇസ് ഈക്വൽ ടു ജി എമ്മിന് പകരം ജി ആർ സ്ക്വയർ ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ ഇൻറ്റു 1 മൈനസ് ഡി ബൈ ആർ. ഓക്കെ, സോ ആർ സ്ക്വയറും ക്യാൻസൽ ആയിപ്പോയി. നമുക്ക് കിട്ടും ജി ഇൻറ്റു 1 മൈനസ് ഡി ബൈ ആർ. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ഡെപ്തിലുള്ള, അതായത് നമ്മൾ എർത്തിന് റേഡിയസിനെക്കാട്ടിലും കുറവില്, ഓക്കെ എർത്തിന്റെ റേഡിയസിനേക്കാൾ കുറവുള്ള ഒരു പോയിന്റ് നമ്മൾ എടുക്കുകയാണെങ്കിൽ അവിടെ എക്സ്പീരിയൻസ് ചെയ്യുന്ന ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറയുന്നത് ദാറ്റ് വിൽ ബി ഈക്വൽ ടു ജി ഇൻറ്റു 1 മൈനസ് ഡി ബൈ ആർ. എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ? എക്സാക്ട്ലി നമ്മൾ ഈ പറയുന്ന ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ഗ്രാവിറ്റേഷണൽ ഫീൽഡ് തന്നെയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫീൽഡിന് പകരം നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ നമുക്ക് ജി വിച്ച് ഇസ് ഈക്വൽ ടു ഇ എന്ന് പറയാനായിട്ട് പറ്റും. സോ ഇൻസൈഡ് ഉള്ള ഫീൽഡ് എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി കണ്ടതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ. ഇൻസൈഡ് ഓഫ് ഫീൽഡ് എന്ന് പറയുന്നത് ജി എം ആർ ഡിവൈഡഡ് ബൈ ആർ ക്യൂബ് ആണ്. ദെൻ നമ്മളിവിടെ സ്മോൾ ലെറ്റർ ആർ പറഞ്ഞു, റേഡിയസിൽ നിന്ന് നമ്മൾ എടുക്കുന്ന പോയിന്റിലോട്ടുള്ള ഡിസ്റ്റൻസ് ആണ്. സോ ഇവിടെ നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവും ദാറ്റ് ഇസ് ആർ മൈനസ് ഡി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. പിന്നെ നമ്മൾ ജസ്റ്റ് ആറിനെ ഒന്ന് പുറത്തേക്ക് എടുത്തു. ഓക്കെ, പുറത്തേക്ക് എടുത്തപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടി. പിന്നെ നമ്മൾ ജി എമ്മിന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു.
ഓക്കെ അല്ലേ? ദെൻ നമുക്ക് ഫൈനലി റിസൾട്ട് കിട്ടി ജി ഡാഷ് വിച്ച് ഇസ് ഈക്വൽ ടു ജി ഇൻറ്റു 1 മൈനസ് ഡി ബൈ ആർ. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നീറ്റിന് ചോദിച്ചിട്ടുള്ള, അതായത് ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് നീറ്റിന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കി നോക്കാം. യെസ്, എ ബോഡി വെയ്സ് 200 ഓൺ ദി സർഫസ് ഓഫ് ദി എർത്ത്. എർത്തിന്റെ സർഫസിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന വെയിറ്റ് എത്രയാണ്? 200 ന്യൂട്ടൺ ആണ്. ഹൗ മച്ച് will it weigh halfway down to the center of the earth? ഓക്കെ, അങ്ങനെയാണ് നമുക്ക് നോക്കി നോക്കാം. നമുക്കറിയാം ഡെപ്തിലാണെന്നുണ്ടെങ്കിൽ ജി ഡാഷ് എന്ന് പറയുന്നത്, ഓക്കെ, ഡെപ്തിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറയുന്നത് വിച്ച് ഇസ് ഈക്വൽ ടു ജി ഇൻറ്റു 1 മൈനസ് ഡി ബൈ ആർ ആണ്. ദെൻ നെക്സ്റ്റ് നമുക്കിവിടെ തന്നിട്ടുണ്ട് എം ജി. ഓക്കെ, സർഫസിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന വെയിറ്റ് എന്ന് പറയുന്നത് 200 ന്യൂട്ടൺ ആണ്. ഓക്കെ, എം ജി. ഇനി നമുക്കറിയാം ഹാഫ് വേ ഡൗൺ ടു ദി സെന്റർ ഓഫ് ദി എർത്ത്, അതായത് ഇവിടുത്തെ ഡെപ്ത് എന്ന് പറയുന്നത് ഇവിടെ എത്രയാണ് പറയുന്നത്? ഡി വിച്ച് ഇസ് ഈക്വൽ ടു ആർ ബൈ 2. ഓക്കെ അല്ലേ? നമ്മുടെ അടുത്ത് പറഞ്ഞു ഇതാണ് നമ്മുടെ എർത്ത്. ഓക്കെ, എർത്തിന്റെ റേഡിയസ് ആർ ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഹൗ മച്ച് ഇറ്റ് വിൽ വേ? ഹാഫ് വേ ഡൗൺ ടു സെന്റർ ഓഫ് എർത്ത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എക്സാക്ട്ലി ആർ ബൈ 2. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഡി നമുക്ക് കിട്ടി ആർ ബൈ 2 ആണ്. ദെൻ നമുക്കൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. ജി ഡാഷ് വിൽ ബി ഈക്വൽ ടു ജി ഇൻറ്റു 1 മൈനസ് ആർ ബൈ 2 ഡിവൈഡഡ് ബൈ ആർ. ഓക്കെ, സോ നമുക്ക് ഇതിനെ എങ്ങനെയാ വരിക? വിച്ച് ഇസ് ഈക്വൽ ടു ജി ഇൻറ്റു 1 മൈനസ് ആർ ബൈ 2r. ക്ലിയർ അല്ലേ? എങ്ങനെയാ വന്നത്? ആർ ബൈ 2 ഡിവൈഡഡ് ബൈ ആർ എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടും ആർ ബൈ 2r എന്ന് കിട്ടും. ആറും ആറും ക്യാൻസൽ ആയി പോയി. സോ നമുക്ക് ഇവിടെ എത്ര ബാക്കിയുള്ളത്? ജി ഇൻറ്റു 1 മൈനസ് 1 ബൈ 2. ഓക്കെ, സോ ഇവിടെ എത്ര വരാം? ജി ഡാഷ് എന്ന് പറയുന്നത് വിച്ച് വിൽ ബി ഈക്വൽ ടു ജി ബൈ 2 എന്ന് വരും. ഓക്കെ, യെസ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ പോയിന്റിലുള്ള വെയിറ്റ് ആണ്. വെയിറ്റ് വിച്ച് ഇസ് ഈക്വൽ ടു എം ജി ഡാഷ്. ഓക്കെ, സോ എം ജി ഡാഷ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ കിട്ടി എം ജി ഡാഷ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഇസ് ജി ബൈ 2. സോ നമുക്ക് എഴുതാം എം ജിയുടെ വാല്യൂ എത്രയായിരുന്നു? 200 ന്യൂട്ടൺ ആണ്. ഡിവൈഡഡ് ബൈ 2 വിച്ച് ഇസ് ഈക്വൽ ടു 100 ന്യൂട്ടൺ. ക്ലിയർ? വളരെ ഈസി ആയിട്ട് നമ്മൾ എന്ത് ചെയ്തു? ആൻസർ കണ്ടുപിടിച്ചു. എങ്ങനെയാ? ജി ഡാഷ്, അതായത് ഡെപ്തിലേക്ക് പോകുമ്പോൾ ഉള്ള ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ ഇക്വേഷൻ നമുക്കറിയാം. ആ ഇക്വേഷൻ നമ്മൾ വെച്ചു. ദെൻ നമുക്കിനി ജി ഡാഷ് കണ്ടുപിടിക്കണം. നമുക്ക് ഇവിടെ ഡെപ്ത് എത്രയാണ് തന്നിട്ടുണ്ട്? ദാറ്റ് ഇസ് ആർ ബൈ 2. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ദെൻ നമുക്ക് എന്ത് കിട്ടി? ജി ബൈ 2 ആണ് ജി ഡാഷ് എന്ന് കിട്ടി. ദെൻ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അവിടെയുള്ള ഫോഴ്സ് ആണ്. സോറി, ഫോഴ്സ് അല്ല, അവിടെയുള്ള വെയിറ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ദാറ്റ് ഇസ് എം ജി ഡാഷ് വിച്ച് ഇസ് ഈക്വൽ ടു എം ജി ബൈ 2. എം ജിയുടെ വാല്യൂ 200. ദെൻ നമ്മൾ ഡിവൈഡഡ് ബൈ 2 ചെയ്തു. 100 ന്യൂട്ടൺ കിട്ടിയ ആൻസർ ഇവിടെ എവിടെയുള്ളത്? യെസ്, ഓപ്ഷൻ ഡി വിച്ച് ഇസ് ഈക്വൽ ടു 100 ന്യൂട്ടൺ. ക്ലിയർ ആയല്ലോ? യെസ്. ഇനി അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കൂടെ ഒന്ന് ചെയ്തു നോക്കാം. ജസ്റ്റ് നമ്മുടെ ഒരു കോൺഫിഡൻസ് ലെവൽ ഒന്ന് കൂട്ടാൻ വേണ്ടിയിട്ട്. ദി ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അറ്റ് എ ഹൈറ്റ് 1 കിലോമീറ്റർ അബവ് ദി എർത്ത്. ഓക്കെ, 1 കിലോമീറ്റർ. സോ നമുക്ക് അപ്പൊ തന്നെ അറിയാലോ നമ്മൾ എടുക്കേണ്ട ഇക്വേഷൻ ചെറുതായിട്ടൊന്ന് മാറും. ഓക്കെ, കാരണം എന്താണ്? ഏറ്റവും നമ്മുടെ എർത്തിന്റെ റേഡിയസ് കമ്പയർ ചെയ്യുമ്പോൾ വളരെ കുറവാണ് 1 കിലോമീറ്റർ എന്ന് പറയുന്നത്. സെയിം ആസ് അറ്റ് എ ഡെപ്ത് ഡി ബിലോ ദ സർഫസ് ഓഫ് എർത്ത്. ഓക്കെ, സോ ഈ 1 കിലോമീറ്റർ എവേ ആയിട്ടുള്ള അല്ലെങ്കിൽ 1 കിലോമീറ്റർ എബവ് ഹൈറ്റ് ഉള്ള ഒരു സ്ഥലത്ത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയും അതുപോലെ തന്നെ ഡെപ്ത് ഡിയിലോട്ട് പോയപ്പോൾ ഉള്ള ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയും സെയിം ആണ്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കി നോക്കാം. യെസ്, ജി ഇൻറ്റു 1 മൈനസ് 2h ബൈ ആർ. ഓക്കെ, നമ്മുടെ ഇക്വേഷൻ മാറിയത് മനസ്സിലായല്ലോ. കാരണം എന്താണ്? എച്ച് ഇസ് മച്ച് മച്ച് ലെസ് ദാൻ റേഡിയസ് ഓഫ് എർത്ത്. ഓക്കെ, സോ നമുക്ക് ആ ഇക്വേഷൻ എഴുതി അത് എന്തിനോട് ഈക്വൽ ആണെന്ന് പറയുന്നത്? ഒരു പർട്ടിക്കുലർ ഡെപ്ത് വരെ പോയപ്പം ഉണ്ടായ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിക്ക് ഈക്വൽ ആണ്. സോ നമ്മൾ ഡെപ്തിലുള്ളതിൻ്റെയും ഇക്വേഷൻ എഴുതി വെച്ചു. രണ്ടും ഈക്വൽ ആണ്. കണ്ടുപിടിക്കേണ്ടത് ഈ ഡെപ്തിന്റെ വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, നമുക്ക് നോക്കി നോക്കാം. യെസ്, സോ ഇവിടെ നമുക്ക് ക്യാൻസൽ ചെയ്യാനുള്ളതൊക്കെ ക്യാൻസൽ ചെയ്ത് നോക്കി നോക്കാം. നമുക്കറിയാം ജിയും ക്യാൻസൽ ആവും.
ദെൻ ഈ 1ഉം ഈ 1ഉം ക്യാൻസൽ ആയി പോവും. പിന്നുള്ളത് എന്താണ്? മൈനസും മൈനസും പൊക്കോളും. 2h ഡിവൈഡഡ് ബൈ r വിച്ച് ഇസ് ഈക്വൽ ടു d ബൈ r. ഇനി ഈ എച്ചിന്റെ വാല്യൂ തന്നിട്ടുണ്ടല്ലോ, ദാറ്റ് ഇസ് 1. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ദിസ് വിൽ ബി ഈക്വൽ ടു 2 ബൈ r വിച്ച് ഇസ് ഈക്വൽ ടു d ബൈ r. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആൻസർ എന്താ വരുന്നത്? d വിച്ച് ഇസ് ഈക്വൽ ടു 2 കിലോമീറ്റർ. ഓക്കെ, 2 കിലോമീറ്റർ ഉള്ളിലോട്ട് ഏകദേശം 2 കിലോമീറ്റർ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ എക്സ്പീരിയൻസ് ചെയ്യുന്ന ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ് എച്ച് ഇസ് ഈക്വൽ ടു, അതായത് എർത്തിന്റെ സർഫസിന് 1 കിലോമീറ്റർ എബവ് ഉള്ള ഒരു പോയിന്റിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ആക്സിലറേഷനും. സോ ഇവിടെ നമുക്ക് ആൻസർ വളരെ ഈസി ആയിട്ട് കിട്ടിയല്ലോ. ആകെ എന്താ ചെയ്യേണ്ടത്? യെസ്, നമ്മൾ ഇക്വേഷൻ എടുത്തതിൽ കുറച്ച് മാറ്റമുണ്ട്. നേരത്തെ വരെയുള്ള ക്വസ്റ്റിന് നമ്മൾ ഏതാ എടുത്തത്? യെസ്, ഫസ്റ്റ്, അതായത് എച്ച് എന്ന് പറയുന്നത് ആറുമായിട്ട് കമ്പാരബിൾ ആണെങ്കിൽ എടുക്കേണ്ട ഇക്വേഷൻ, എക്സാക്ട് ഇക്വേഷൻ. പിന്നെ രണ്ടാമത് നമ്മൾ ഈ ഒരു ഇക്വേഷൻ എടുക്കാൻ കാരണം എന്താണ്? നമ്മുടെ ഹൈറ്റ് എന്ന് പറയുന്നത് എർത്തിന്റെ റേഡിയസിനെ കമ്പയർ ചെയ്യുമ്പോൾ വളരെ ചെറുതായതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു എക്സ്പ്രഷൻ എടുത്തത്. തെറ്റിക്കരുത് ഒരിക്കലും. ഓക്കെ, യെസ്. ഇനി വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, വളരെ ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്താണ് ഈ ക്വസ്റ്റ്യൻ? സ്റ്റാർട്ടിംഗ് ഫ്രം ദി സെന്റർ ഓഫ് ദി എർത്ത്. ഓക്കെ, സ്റ്റാർട്ടിംഗ് ഫ്രം ദി സെന്റർ ഓഫ് എർത്ത് ഹാവിങ് റേഡിയസ് ആർ. ഓക്കെ അല്ലേ? നമ്മുടെ എർത്തുണ്ട്, എർത്തിന്റെ സെന്റർ ഉണ്ട്, എർത്തിന്റെ റേഡിയസ് ആർ ആണ്. അങ്ങനെയാണെങ്കിൽ ആ ആറും നമ്മുടെ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയും തമ്മിലുള്ള ഒരു ഗ്രാഫാണ് നമുക്ക് വേണ്ടത്. അപ്പം അതിന് ആദ്യം തന്നെ നമുക്ക് ഒരു കാര്യം കണ്ടുപിടിക്കണമല്ലോ, എർത്തിന്റെ സെന്ററിലുള്ള ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കണ്ടുപിടിക്കണമല്ലോ. ഓക്കെ, നമുക്കറിയാലോ ജി വിച്ച് ഇസ് ഈക്വൽ ടു GM ബൈ ആർ സ്ക്വയർ ആണ്. അങ്ങനെയാണെങ്കിൽ എർത്തിന്റെ സെന്ററിലോട്ട് വരുമ്പോഴത്തേനും ആക്സലറേഷൻ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ, സോ എർത്തിന്റെ സെന്റർ നമ്മൾ നോക്കുവാണെങ്കിൽ, ഓക്കെ, എർത്തിന്റെ സെന്റർ നോക്കിയിട്ടുണ്ടെങ്കിൽ അവിടെയുള്ള ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറയുന്നത് വിച്ച് വിൽ ബി ഈക്വൽ ടു 0. ഓക്കെ, GC വിച്ച് ഇസ് ഈക്വൽ ടു 0. ഓക്കെ, ദെൻ 0യിൽ നിന്ന് ഓരോ ഡിസ്റ്റൻസ് 1 കിലോമീറ്റർ 2 കിലോമീറ്റർ അങ്ങനെ നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം അതിങ്ങനെ കൂടി 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 വരും. ഓക്കെ, ക്ലിയർ അല്ലേ? കൂടി കൂടി വരും. നെക്സ്റ്റ് എന്താ നമ്മൾ പറയുന്നത്? യെസ്, അറ്റ് ഹൈറ്റ്, അതായത് എർത്തിന്റെ സർഫസിൽ എത്തിക്കഴിയുമ്പോൾ, ഓക്കെ, സെൻട്രൽ നിന്ന് എർത്തിന്റെ സർഫസിൽ എത്തിക്കഴിയുമ്പം 0യിൽ നിന്ന് നമുക്കറിയാലോ, 0യിൽ നിന്ന് പിന്നെ ഇതെങ്ങനെയാണ് റിലേറ്റ് ചെയ്തിരിക്കുന്നത്? യെസ്, കുറച്ച് ഇൻക്രീസ് ആണ് ചെയ്യുന്നത്. എങ്ങനെ ഇൻക്രീസ് ചെയ്യുന്നത്? യെസ്, ജി എന്ന് പറയുന്നത് വിച്ച് ഇസ് പ്രൊപ്പോർഷണൽ ടു ആർ ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞു, ഡെപ്തിന്റെ കേസിൽ പറഞ്ഞപ്പം ഫീൽഡ് ആണ് ഇവിടെ വരുന്ന ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ഓക്കെ, സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവിടെ റിലേറ്റ് ആവുന്നത്, അതായത് പൊസിഷനുമായിട്ട് റിലേറ്റ് ചെയ്യുന്നത് ജി വിച്ച് ഇസ് ഈക്വൽ ടു, അല്ലെങ്കിൽ ജി ഇസ് പ്രൊപ്പോർഷണൽ ടു ആർ ആണ്. ഓക്കെ, സോ അതിനനുസരിച്ചിട്ട് കുറച്ചിങ്ങനെ ഇൻക്രീസ് ചെയ്യണം. ഓക്കെ അല്ലേ? സോ സ്റ്റാർട്ട് ചെയ്യുന്നത് 0യിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു, ദെൻ പതുക്കെ പതുക്കെ കൂടാൻ തുടങ്ങി. കാരണം എന്താണ്? യെസ്, ജി ഇസ് പ്രൊപ്പോർഷണൽ ടു ആർ. ഇവിടെ എത്തിയപ്പം ആർ വിച്ച് ഇസ് ഈക്വൽ ടു ആർ, അതായത് റേഡിയസിന് ഈക്വൽ ആയി. ദാറ്റ് മീൻസ് GM ബൈ ആർ. പിന്നെയോ? യെസ്, പിന്നെ റെഡ്യൂസ് ചെയ്യുവാണ് ചെയ്യുന്നത്. ഓക്കെ, അതായത് G is inversely proportional to 1 by r square. സോ നമുക്കറിയാം ഒരു ചെറിയൊരു കർവ് വരുന്ന ഒരു ഗ്രാഫ് ആയിരിക്കും. സോ നമ്മൾ ഈ ഗ്രാഫുകൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലായി, യെസ്, ഓപ്ഷൻ സി നോക്കുവാണെങ്കിൽ സെൻട്രൽ 0 ആണ്. ഇതെന്തായാലും തെറ്റാണ്, സെൻട്രൽ 0 അല്ല. ഇവിടെ സെൻട്രൽ 0 ആണ്. ദെൻ ഫസ്റ്റ് ഗ്രാഫും ശരിയാണ്, അപ് ടു റേഡിയസ് സർഫസ് വരെ ശരിയാണ്. പിന്നെയോ ഇത് വരുന്നത് ഏതിൻ്റെയാ വരുന്നത്? യെസ്, G is proportional to r എന്നാ വരുന്നത്. ഓക്കെ, അല്ലെങ്കിൽ G is proportional to 1 by r-ന്റെ ഗ്രാഫായത്. നമുക്ക് വേണ്ടതോ G is proportional to 1 by r square-ന്റെ ഗ്രാഫാണ്. ദാറ്റ് മീൻസ് അതൊരു കർവ് ആയിരിക്കും. ഓക്കെ, അങ്ങനെയൊക്കെ നോക്കുമ്പോൾ നമുക്ക് കിട്ടി യെസ്, ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, നൗ പൊട്ടൻഷ്യൽ, ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ കോൺസെപ്റ്റ് നിങ്ങൾക്ക് നല്ലപോലെ അറിഞ്ഞിരിക്കണം. ഓക്കെ, യെസ്, അതായത് ഇവിടെ എർത്തുണ്ട്. ഓക്കെ, എർത്തിനൊരു റേഡിയസ് ഉണ്ട്, ദാറ്റ് ഈസ് ക്യാപിറ്റൽ ആർ. ക്ലിയർ അല്ലേ? എർത്തിനൊരു റേഡിയസ് ഉണ്ട്, ക്യാപിറ്റൽ ആർ ആണ്. ഇനി നമുക്കറിയാം ഈ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അല്ലെങ്കിൽ ഗ്രാവിറ്റേഷണൽ ഫീൽഡ് അതൊരു പെർട്ടിക്കുലർ സോൺ വരെയാണ് ഉണ്ടാവുള്ളൂ. ഓക്കെ, ലെറ്റ്സ് സേ ഈ ഒരു ദൂരം വരെ, ഓക്കെ, എർത്തിന്റെ സർഫസിൽ
ഒരു പെർട്ടിക്കുലർ ലിമിറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നമുക്ക് എന്ത് ചെയ്യില്ല, ഗ്രാവിറ്റേഷണൽ ഫീൽഡ് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് പറ്റില്ല. ജി അവിടെ എന്താണ്, ഇല്ല, ജി അവിടെ 0 ആയിരിക്കും. ആ ഒരു ലിമിറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജി 0 ആയിരിക്കും. അവിടെ അതിന് ഗ്രാവിറ്റേഷണൽ ഫീൽഡ് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് പറ്റില്ല. ഓക്കെ, സോ ഞാൻ എൻ്റെ ഒബ്ജക്റ്റിന് എടുക്കുന്നത് ഇൻഫിനിറ്റിയിലാണ്. ഓക്കെ, ഇൻഫിനിറ്റിയിലാണ് ഞാൻ എൻ്റെ ഒബ്ജക്റ്റിനെ കൺസിഡർ ചെയ്യുന്നത്. ആ ഒബ്ജക്റ്റിന് ഒരു പ്രത്യേകത ഉണ്ട്. ആ ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോയിന്റ് മാസ് ആണ്. ഓക്കെ, അതായത് പോയിന്റ് മാസ്, സൈസോ ഷേപ്പോ ഒന്നും നമ്മൾ കൺസിഡർ ചെയ്യണ്ട. ഓക്കെ, ഒരു യൂണിറ്റ് മാസാണ്. ഓക്കെ, ഒരു യൂണിറ്റ് മാസാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ യൂണിറ്റ് മാസിനെ, ഇവിടെ യൂണിറ്റ് മാസിന് എന്തില്ല, ഇത് ഇൻഫിനിറ്റിയിലിരിക്കുന്ന അതിന് എന്തില്ല, അതിന് ഗ്രാവിറ്റേഷണൽ ഫീൽഡ് എക്സ്പീരിയൻസ് ചെയ്യുന്നില്ല. സോ ഞാൻ എന്ത് ചെയ്യാൻ പോവാ, ഇവിടെ ഇൻഫിനിറ്റിയിലിരിക്കുന്ന എൻ്റെ ഈ പോയിന്റ് മാസ് അല്ലെങ്കിൽ യൂണിറ്റ് മാസിന്, സ്പെസിഫിക്കലി പറയാം, യൂണിറ്റ് മാസിന് ഞാൻ എന്ത് ചെയ്യുവാണ്, ഗ്രാവിറ്റേഷണൽ ഫീൽഡ് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു പോയിന്റിലോട്ട് ഞാൻ കൊണ്ടുവയ്ക്കാൻ പോവാണ്. ഓക്കെ, സോ ഈ പോയിന്റിനെ നമുക്ക് എ എന്ന് വിളിക്കാം. ഓക്കെ, അത് പി എന്ന് നമ്മൾ ഓൾറെഡി എടുത്തു. അങ്ങനെയാണെങ്കിൽ എ എന്ന് പറയുന്ന പോയിന്റിൽ നിന്നും, ഇൻഫിനിറ്റിയിലെ ഒരു പോയിന്റിൽ നിന്നും ഞാൻ ഗ്രാവിറ്റേഷണൽ ഫീൽഡ് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു പോയിന്റിലോട്ട് ഞാൻ അതിനെ കൊണ്ടുവരാണ്. അതിന് ഞാൻ ചെയ്ത വർക്കാണ് എന്തെന്ന് പറയുന്നത്, പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഞാൻ ഇവിടെ എൻ്റെ ഈ ഒരു മാസിന് ഞാൻ എടുത്തിട്ടുള്ള, അല്ലെങ്കിൽ ആ മാസിനെ ഞാൻ ഫീൽഡിലോട്ട് കൊണ്ടുവരാൻ ആവശ്യമായിട്ടുള്ള എക്സാക്ട്ലി വർക്ക്. ഓക്കെ, ആ വർക്കിനെയാണ് ഞാൻ എന്ത് പറയുന്നത്, പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ പൊട്ടൻഷ്യലിനെ എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റും, എത്രയാണോ നമ്മൾ ചെയ്ത വർക്ക്, ആ വർക്കിന് ഈക്വൽ ആയിരിക്കും പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, എത്രയാണോ വർക്ക് നമ്മൾ എടുത്തത്, ഒരു യൂണിറ്റ് മാസിന് നമ്മളിതാ ഈ ഒരു പോയിന്റ് വരെ എത്തിക്കാൻ, ഫീൽഡിലുള്ള ഒരു പോയിന്റിലോട്ട് എത്തിക്കാൻ ആവശ്യമായിട്ടുള്ള വർക്ക്. ക്ലിയർ അല്ലേ? അതാണ് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇതുപോലെ എന്താണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ്? ദാറ്റ് മീൻസ്, ഇപ്പൊ സപ്പോസ് ഞാൻ ഇവിടെ നിന്നാണ് എടുക്കുന്നത്, ഇതാണ് എൻ്റെ ഇനീഷ്യൽ പോയിന്റ്, ഇതാണ് എൻ്റെ ഫൈനൽ പോയിന്റ്. ഓക്കെ, എൻ്റെ ഇനീഷ്യൽ പോയിന്റ്, എൻ്റെ ഫൈനൽ പോയിന്റ്. അങ്ങനെയാണെങ്കിൽ ഫൈനൽ പൊട്ടൻഷ്യൽ, ഇവിടെയുള്ള പൊട്ടൻഷ്യൽ, ഓക്കെ, ഇവിടെയുള്ള പൊട്ടൻഷ്യൽ മൈനസ് ഇവിടെയുള്ള പൊട്ടൻഷ്യൽ ആയിരിക്കും പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത്. അതായത് അവിടെ ഇരിക്കുമ്പം ഉണ്ടായിരുന്ന, അവിടേക്ക് നമ്മൾ കൊണ്ടുവരാൻ ആവശ്യമായിട്ടുള്ള വർക്ക് മൈനസ് ഇവിടേക്ക് ആവശ്യമായിട്ടുള്ളത്, ഇവിടെ എടുത്ത വർക്ക് മൈനസ് അവിടെ ഉള്ളത്. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ നമുക്ക് എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്? ദ വർക്ക് ഡൺ ഇൻ എ മൂവിംഗ് യൂണിറ്റ് ടെസ്റ്റ് മാസ് ഫ്രം ഇൻഫിനിറ്റി, ഓക്കെ, സ്പെസിഫിക്കലി ഇൻഫിനിറ്റി, into the gravitational influence source mass is known as the gravitational potential. ക്ലിയർ അല്ല? ഇൻഫിനിറ്റിയിൽ നിന്നും ഒരു യൂണിറ്റ് മാസിനെ ഫീൽഡ് ഉള്ള ഒരു പോയിന്റിലോട്ട് കൊണ്ടുവരാൻ ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ ചെയ്ത വർക്ക് ഡൺ. ഓക്കെ, ആൻഡ് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ അറ്റ് എ പോയിന്റ് ഇസ് ഓൾവേസ് നെഗറ്റീവ്. ഓക്കെ, ഓൾവേസ് ഈ ഗ്രാവിറ്റേഷൻ എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിരിക്കും. എങ്ങനെ വരുന്നെന്നുള്ളത് നമുക്ക് പറയാം. ആൻഡ് വി ഇസ് മാക്സിമം അറ്റ് ഇൻഫിനിറ്റി. ഓക്കെ, then SI unit of gravitational potential is joule per kilogram. Okay അല്ലേ? നമുക്ക് നോക്കാം. Gravitational potential due to a point mass. അതായത് നമ്മൾ പറഞ്ഞു, നമ്മളൊരു ഒബ്ജക്റ്റിനെ, ഒരു മാസിനെ, ഒരു യൂണിറ്റ് മാസിനെ നമ്മൾ ഫീൽഡിലോട്ട് കൊണ്ടുവരുന്നു. ഇതാണ് എർത്ത്. ഓക്കെ, ഇതാണ് എർത്ത്. ഇതാണ് നമ്മുടെ ഇൻഫിനിറ്റിയിലുള്ള പോയിന്റ്. ഓക്കെ, എ എന്ന് പറയുന്ന പോയിന്റ്. ഇനി നമ്മൾ കൊണ്ടുവരുന്നത് ഇതാ ബി എന്ന് പറയുന്ന പോയിന്റ് ആണ്. ഈ ബി എന്ന് പറയുന്ന പോയിന്റിൽ ആരുണ്ട്? ആക്സിലറേഷൻ, അല്ലെങ്കിൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, അല്ലെങ്കിൽ ഫീൽഡ് ഉണ്ട്. ഓക്കെ, ഫീൽഡ് ഉള്ള പോയിന്റ് ആണ് ബി. സോ എയിൽ നിന്ന് ഞാൻ ബിയിലോട്ട് കൊണ്ടുവരണം. ഓക്കെ അല്ലേ? ഈ ഒരു ഡിസ്റ്റൻസ് നമുക്ക് എക്സ് എന്ന് വിളിക്കാം, ആർ എന്ന് വിളിക്കാം. ഓക്കെ, ഈ ഒരു ഡിസ്റ്റൻസ് ആർ ആണ്. അതായത് സെൻട്രൽ നിന്നും ഈ പറയുന്ന ഈ പോയിന്റിലോട്ടുള്ള ഡിസ്റ്റൻസ് ആർ. ആൻഡ് ഇത് ഒബ്വിയസ്ലി നമുക്ക് എങ്ങനെ എടുക്കാം? എച്ച് എന്ന് പറഞ്ഞിട്ട് എടുക്കാം. ഓക്കെ, ഇത്രയും മനസ്സിലായല്ലോ. എർത്താണ്, എർത്തിന്റെ ഗ്രാവിറ്റേഷണൽ ഫീൽഡ് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു പോയിന്റ് ആണ് ബി. ആൻഡ് എ എന്ന് പറയുന്നത് ഇൻഫിനിറ്റിയിൽ ഒരു പോയിന്റ് ആണ്. ഓക്കെ, ആൻഡ് ഇവിടെ എടുത്തിരിക്കുന്ന മാസ് എങ്ങനെയാണ്? അതായത് യൂണിറ്റ് മാസ് ആണ്.
ആ യൂണിറ്റ് മാസ് എടുക്കാനുള്ള വർക്ക് ഡൺ ആണ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. സോ നമുക്കറിയാലോ വർക്ക് ഡൺ വിച്ച് ഇസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ്. സോ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് എങ്ങനെയാ? യെസ്, ഇൻഫിനിറ്റി മൈനസ് ആർ ആണ് നമ്മുടെ എന്ത് വരുന്നത്? ഡിസ്പ്ലേസ്മെൻറ്റ് വരുന്നത്. സോ ആ ഒരു വാല്യൂ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? വർക്ക് ഡൺ കണ്ടുപിടിക്കാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? ഇവിടെ ഞാനൊരു ചെറിയ ഒരു ലെങ്ത് ഞാൻ കൺസിഡർ ചെയ്യും, ഡി ആർ. ഓക്കെ, ഡി ആർ എന്ന് പറയുന്ന ഒരു ലെങ്ത് ഞാൻ കൺസിഡർ ചെയ്തു. സോ ഡി ആർ എന്ന് പറയുന്ന ലെങ്ത്തിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന അല്ലെങ്കിൽ ആ ഡിസ്റ്റൻസിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന വർക്ക് ഡൺ എന്ന് പറയുന്നത് എന്തായിരിക്കും? ചെറുതായിരിക്കും. ഓക്കെ, സോ ചെറിയ വർക്ക് വിച്ച് ഇസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ചെറിയ ഡിസ്പ്ലേസ്മെന്റ്. ഓക്കെ, ചെറിയ ഡിസ്പ്ലേസ്മെന്റ് ആണെങ്കിൽ അവിടെ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സിന് ഒരു വ്യത്യാസം ഉണ്ടാവില്ല. ഓക്കെ അല്ലേ? യെസ്. അങ്ങനെയാണെങ്കിൽ ഇതിന് ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ടോട്ടൽ വർക്ക് ആണ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. പൊട്ടൻഷ്യൽ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് ലെറ്റ്സ് സേ വി ആണ്. ഓക്കെ, സോ വി എ നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? യെസ്, വർക്കിനെ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്താൽ മതി. ഡി ആർ എന്ന് പറയുന്ന ഒരു ചെറിയൊരു പെർട്ടിക്കുലർ ഡിസ്റ്റൻസിൽ ചെറിയ വർക്ക് ഡി ഡബ്ല്യു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എവിടെ നിന്നിട്ട് എവിടെ വരെ ചെയ്യണം? ഇൻഫിനിറ്റി ടു ആർ. ഓക്കെ, ഇൻഫിനിറ്റി എന്ന് പറയുന്ന പോയിന്റിൽ നിന്നും ആറ് വരെ നമ്മൾ ഈ വാല്യൂവിനെ ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഇവിടെ വരെ കൊണ്ടുവരാൻ ആവശ്യമായിട്ടുള്ള വർക്ക് ഡൺ അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, സോ നമുക്കറിയാം ദാ നമ്മുടെ ഇക്വേഷൻ. സോ ഇവിടെയും എന്താണ്? ഇൻഫിനിറ്റി ടു ആർ. ക്ലിയർ അല്ലേ? സോ ഇവിടുത്തെ ഫോഴ്സ് എന്താ വരുന്നത്? ഇവിടുത്തെ ഫോഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യൂണിറ്റ് മാസ് ആണ്. ഓക്കെ, യൂണിറ്റ് മാസ് ആണെന്നുണ്ടെങ്കിൽ V which is equal to integral infinity to R, then force which is equal to GMM by R square ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ഈ മാസ് എം എന്താണ്? എമ്മിന്റെ വാല്യൂ 1 ആണ്, യൂണിറ്റ് മാസ് നമ്മൾ എടുത്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ എങ്ങനെ എഴുതാം? GM by R square into displacement dr. ഓക്കെ അല്ലേ? ഇനി നമ്മൾ ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യണം. അതിനു മുമ്പ് കോൺസ്റ്റൻസിനെ പുറത്തേക്ക് എടുക്കാം. ജി എം ഇന്റഗ്രൽ ഇൻഫിനിറ്റി ടു ആർ ആർ റേസ് ടു മൈനസ് ടു ഡി ആർ. ഓക്കെ, ആർ റേസ് ടു മൈനസ് ടു ഡി ആർ ആണ് നമ്മുടെ ഇന്റഗ്രേറ്റ് ചെയ്യേണ്ട പാർട്ട്. ക്ലിയർ ആയല്ലോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിന് ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആൻസർ എന്ത് കിട്ടും? വി വിച്ച് ഇസ് ഈക്വൽ ടു ജി എം ബൈ ആർ എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, വി വിച്ച് ഇസ് ഈക്വൽ ടു ജി എം ബൈ ആർ എന്ന് കിട്ടും. ഇനി നമുക്കറിയാം ഈ വി അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലെറ്റ്സ് സേ ഇൻഫിനിറ്റിയിലെ പൊട്ടൻഷ്യൽ ആണ് നമുക്ക് അറിയേണ്ടത്. വി ഇൻഫിനിറ്റി ആണ് അറിയേണ്ടത്. അങ്ങനെയാണെങ്കിൽ ജി എം ബൈ ഈ ആർ എന്ന് പറയുന്നത് എന്ത് വരും? ഇൻഫിനിറ്റി വരും. ദാറ്റ് ഇസ് ഈക്വൽ ടു 0. ഓക്കെ, സോ പൊട്ടൻഷ്യൽ നമ്മൾ എവിടെ നിന്ന് എടുക്കുന്നതെന്ന് പറഞ്ഞത് ഇൻഫിനിറ്റിയിൽ നിന്നാണ് എടുക്കുന്നത് അല്ലേ? ഇൻഫിനിറ്റിയിൽ നിന്നാണ് എടുക്കുന്നതെങ്കിൽ ആ വാല്യൂ 0 ആണ് വരുന്നത്. സോ ഓൾവേസ് 0യിൽ നിന്ന് ഓക്കെ പൊട്ടൻഷ്യൽ 0 ആയിട്ടുള്ള ഒരു സ്ഥലത്ത് നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഗ്രാവിറ്റേഷൻ പൊട്ടൻഷ്യൽ ഉള്ള ഒരു സ്ഥലത്തേക്ക് നമ്മൾ കൊണ്ടുവരുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എന്ത് വരും? നമുക്ക് ജി എം ബൈ ആർ സ്ക്വയർ പറയുമ്പോൾ നമ്മൾ ഇവിടെ ഒരു മൈനസ് സൈൻ ഇടണം. കാരണം എന്താണ്? ഏറ്റവും മാക്സിമം പൊട്ടൻഷ്യൽ ഉള്ള സ്ഥലമാണ് ഇൻഫിനിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഏറ്റവും പൊട്ടൻഷ്യൽ ഉള്ള സ്ഥലം ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ ഏറ്റവും കൂടുതൽ ഇൻഫിനിറ്റിയിലാണ്. ആ വാല്യൂ 0 ആണെന്നുണ്ടെങ്കിൽ 0നേക്കാട്ടിലും ചെറുതായിരിക്കില്ലേ നമ്മുടെ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്? അങ്ങനെയാണെങ്കിൽ ഓൾവേസ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് മൈനസ് ആയിരിക്കും. ഓക്കെ, നെഗറ്റീവ് ആയിരിക്കും പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. കാരണം എന്താ? ഏറ്റവും മാക്സിമം പൊട്ടൻഷ്യൽ വരുന്ന സ്ഥലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻഫിനിറ്റി ആണ്. ഓക്കെ, ആ ഇൻഫിനിറ്റിയിൽ വരുമ്പോൾ നമുക്കറിയാം 0 ആണ് പൊട്ടൻഷ്യൽ വരുന്നത്. അങ്ങനെയാണെങ്കിൽ 0യിൽ നിന്ന് ഏറ്റവും കുറവുള്ള വാല്യൂ ആണ് ഇങ്ങോട്ടേക്ക് വരുന്നത്. ഓക്കെ അല്ലേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഓൾവേസ് പൊട്ടൻഷ്യലിന്റെ വാല്യൂ നെഗറ്റീവ് ആണ്. മാക്സിമം വാല്യൂ അറ്റ് ഇൻഫിനിറ്റി ദാറ്റ് ഇസ് 0. ഓക്കെ, ഇനി ഇൻഫിനിറ്റിയും ഫീൽഡും നോക്കുവാണെങ്കിലോ പൊട്ടൻഷ്യലും ഫീൽഡും നോക്കുവാണെങ്കിലോ പൊട്ടൻഷ്യല് നമുക്കറിയാം ഏറ്റവും കൂടുതൽ ഇൻഫിനിറ്റിയിലാണ്. അതായത് ഇങ്ങോട്ടേക്ക് വരും തോറും ഫീൽഡിന്റെ അടുത്തേക്ക് വരും തോറും പൊട്ടൻഷ്യൽ കുറഞ്ഞാണ് വരിക. പക്ഷേ എർത്തിന്റെ സെന്ററിൽ നിന്ന് നമ്മൾ ഫീൽഡ് നോക്കുവാണെങ്കിലോ ഫീൽഡ് നമ്മൾ ദൂരത്തോട്ട് പോകും തോറും ഫീൽഡ് കുറയുവാണ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? സോ നമ്മുടെ പൊട്ടൻഷ്യൽ കുറഞ്ഞു വരുവാണെങ്കിൽ ഓക്കെ അല്ലേ? പൊട്ടൻഷ്യല് ഇങ്ങോട്ടേക്ക് വരും തോറും കുറഞ്ഞാണ് വരുന്നത്. ഫീൽഡ് ആണെങ്കിലോ ഫീൽഡ് എർത്തിന്റെ സെൻട്രൽ നിന്നും പോകും തോറും എന്ത് വരും? ഫീൽഡും കുറയും. ക്ലിയർ അല്ലേ? രണ്ടും ഓപ്പോസിറ്റ് ആണ്. മനസ്സിലായല്ലോ?
യെസ്, അതായത് നേരെ തിരിച്ചൊന്ന് ചിന്തിക്കുകയാണെങ്കിൽ പൊട്ടൻഷ്യൽ നമ്മൾ പറഞ്ഞു അവിടെ നിന്ന് ഇങ്ങോട്ട് വരുവാണെങ്കിൽ കുറഞ്ഞു കുറഞ്ഞു വരും. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇവിടെയുള്ളൊരു പൊട്ടൻഷ്യൽ നോക്കുവാണ്, കുറച്ച് കഴിഞ്ഞ് ഇവിടെയുള്ള പൊട്ടൻഷ്യൽ നോക്കുവാണ്, കുറച്ച് കഴിഞ്ഞ് ഇവിടെയുള്ള പൊട്ടൻഷ്യൽ നോക്കുവാണെങ്കിൽ നമുക്ക് മനസ്സിലാവും നെഗറ്റീവ് ആണെങ്കിൽ പോലും ദാ ഇതിങ്ങനെ കൂടി 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 0 എത്തുവാണ്. ഓക്കെ, ഫീൽഡ് നോക്കുവാണെങ്കിലോ ഇവിടുത്തെ ഫീൽഡ് നോക്കി, ഇവിടുത്തെ ഫീൽഡ് നോക്കി, ഇവിടുത്തെ ഫീൽഡ് നോക്കി. സോ എന്തായിരിക്കും? യെസ്, ഇവിടെ ഏറ്റവും കൂടുതലായിരിക്കും. പിന്നെ അങ്ങ് പോകും തോറും കുറഞ്ഞു കുറഞ്ഞു വരും. സോ ഫീൽഡ് ഈ ഡയറക്ഷനിലോട്ടാണ് നമ്മൾ നോക്കുന്നത്. എർത്തിൽ നിന്ന് നമ്മൾ ദൂരത്തോട്ട് നോക്കുവാണെങ്കിൽ ഫീൽഡ് കുറഞ്ഞു കുറഞ്ഞു വരും. ഓക്കെ, ഗ്രാവിറ്റേഷൻ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഇല്ലാതാകും ഒരു പോയിന്റിൽ എത്തുമ്പോൾ. ഓക്കെ, നമുക്കറിയാലോ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറയുന്നത് ഹൈറ്റ് കൂടും തോറും എന്താ വരുന്നത്? കുറഞ്ഞു കുറഞ്ഞാ വരിക. അതുപോലെ തന്നെ ഫീൽഡ് എന്താ വരിക? കുറഞ്ഞു കുറഞ്ഞാണ് വരിക. പൊട്ടൻഷ്യൽ ആണെങ്കിലോ പൊട്ടൻഷ്യൽ യെസ് ഇവിടെ നിന്ന് പോകും തോറും, ഇവിടെ നിന്ന് എർത്തിൽ നിന്ന് നമ്മൾ നോക്കുവാണെങ്കിൽ കൂടി കൂടി വരും. ഓക്കെ, യെസ്. ഇനി നമുക്ക് കിട്ടി ഒരെണ്ണത്തിന്റെ ഒരു പോയിന്റ് മാസ് ആണെങ്കിൽ നമുക്ക് മനസ്സിലായി V which is equal to minus gm/r ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറേ മാസ് ഉണ്ട്. ഓക്കെ, കുറേ പോയിന്റ് മാസസ് ഉണ്ട്. ഓക്കെ, ലെറ്റ്സ് സേ ഇവിടെ ഒരു m1 ഉണ്ട്, m2 ഉണ്ട്, m3 ഉണ്ട്, m4 ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ മാസ് ഒക്കെ കാരണം ഓക്കെ ഇതിനൊക്കെ നമുക്ക് ഇവിടെ P എന്ന് പറയുന്ന പോയിന്റിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന പൊട്ടൻഷ്യൽ നോക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാം Vp which is equal to V1 plus V2 plus V3 plus V4 ആയിരിക്കും. ഓക്കെ അല്ലേ? ഓരോ മാസിൽ നിന്നുമുള്ള പൊട്ടൻഷ്യലിന്റെ സം ആയിരിക്കും ടോട്ടൽ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. ആ പോയിന്റിൽ ടോട്ടൽ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. ആൻഡ് ഈ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റി ആണ്. ഓക്കെ, ആൻഡ് ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ ഈ വാല്യൂ V എന്ന് പറയുന്നത് എന്തായിരിക്കും? മൈനസ് ആയിരിക്കും. ഓക്കെ, സോ നമ്മളിവിടെ മൈനസ് ഇടേണ്ട കാര്യമില്ല. കാരണം എന്താണ്? പൊട്ടൻഷ്യൽ ഇറ്റ്സെൽഫ് ഇസ് എ മൈനസ് ക്വാണ്ടിറ്റി. ഒരു നെഗറ്റീവ് വാല്യൂ ആണ് നമുക്ക് കിട്ടത്തുള്ളൂ. ഓക്കെ അല്ലേ? സോ ഇവിടെ എക്സ്പീരിയൻസ് ചെയ്യുന്ന പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ നമുക്ക് ഈ മൈനസ് ഇവിടെ നിന്ന് മാറ്റിയിട്ട് നമുക്ക് എങ്ങനെ എഴുതാം? യെസ്, വിച്ച് ഇസ് ഈക്വൽ ടു G മൈനസ് gm1/r1. അതായത് ഇവിടേക്കുള്ള ഈ ഡിസ്റ്റൻസ് ആണ് r1, ഈ ഡിസ്റ്റൻസ് ആണ് r2, ഈ ഡിസ്റ്റൻസ് ആണ് r3. അങ്ങനെയാണെങ്കിൽ മൈനസ് gm1 ഡിവൈഡഡ് ബൈ r1 പ്ലസ് മൈനസ് gm2 ഡിവൈഡഡ് ബൈ r2 പ്ലസ് മൈനസ് gm3 ഡിവൈഡഡ് ബൈ r3 എക്സെട്ര എക്സെട്ര. അങ്ങനെ n നമ്പർ ഓഫ് മാസ് ഉണ്ടെങ്കിൽ നമുക്കതെല്ലാം സം ചെയ്തിട്ട് എഴുതാൻ പറ്റും. ഓക്കെ, ഇനി ഈസി ആയിട്ടൊരു ക്വസ്റ്റ്യൻ ചെയ്യാലോ? കോൺഫിഡൻസ് ആയല്ലോ? ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് ബോഡീസ് ഈച്ച് ഓഫ് മാസ് 2 kg. ഓക്കെ, ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് ബോഡീസ്. ഓക്കെ അല്ലേ? അതായത് ലെറ്റ്സ് സേ n ഉണ്ടെന്ന് വിചാരിക്കുക. ഈച്ച് ഓഫ് മാസ് 2 kg. ഓക്കെ, situated on the x-axis. ഇതാണ് നമ്മുടെ x-axis. At a distance 1 meter, 2 meter, 4 meter, 8 meter, etc. etc. respectively from the origin. ഇതാണ് ഒറിജിൻ എങ്കിൽ ഫസ്റ്റ് എന്താ പറയുന്നത്? 1 meter അകലെ. ഓക്കെ, 1 meter അകലെ ഒരു മാസ് ഉണ്ട് 2 kg. ഓക്കെ, ദെൻ 2 meter അകലെ, ഒറിജിനിൽ നിന്നും 2 meter അകലെ എന്താണ്? യെസ്, അടുത്ത മാസ് 2 kg ഇരിക്കുന്നു. ദെൻ നെക്സ്റ്റ് എത്രയാ പറയുന്നത്? 4 ആണ്. ഒറിജിനിൽ നിന്ന് 4 meter അകലെ അഗെയിൻ അടുത്ത മാസ്, ദെൻ 8 meter അകലെ അടുത്ത 2 kg. അങ്ങനെ 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 എല്ലായിടത്തും മാസ് സെയിം ആണ് 2 kg. പറഞ്ഞിരിക്കുന്നത് എന്താണ്? ദ റിസൾട്ടിംഗ് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ ഡ്യൂ ടു ദ സിസ്റ്റം അറ്റ് ദി ഒറിജിൻ. ഇവിടെ ഉള്ള എക്സ്പീരിയൻസ് ചെയ്യുന്ന പൊട്ടൻഷ്യൽ എത്രയാണെന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, സിമ്പിൾ അല്ലേ? കാരണം എന്താണ്? യെസ്, ഓരോ പോയിന്റ് കാരണവും, അതായത് 1 meter ഡിസ്റ്റൻസിൽ ഇരിക്കുന്ന ഈ ഒറിജിനിൽ നിന്ന് 1 meter ഡിസ്റ്റൻസിൽ ഇരിക്കുന്ന ഈ ഒരു മാസ് കാരണം ഇവിടെ എന്തായിരിക്കും? ഒരു പൊട്ടൻഷ്യൽ ഉണ്ടായിരിക്കും. ഇത് കാരണം ഒരു പൊട്ടൻഷ്യൽ ഉണ്ടായിരിക്കും, ഇത് കാരണം ഉണ്ടായിരിക്കും. സോ നമുക്കതൊന്ന് സം ചെയ്താൽ പോരെ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മൈനസ് G, ഇവിടെ എത്രയാണ് മാസ് വരുന്നത്? 2 ആണ്. ഓക്കെ, ലെറ്റ്സ് സേ 2G or G into 2 divided by distance 1 മൈനസ്. ഓക്കെ, കാരണം പ്ലസ് ഇടേണ്ട കാര്യമില്ല, അടുത്ത പൊട്ടൻഷ്യൽ എന്താണ്? മൈനസ് ആണ്. സോ അഗെയിൻ ഇവിടെ എത്രയാണ് വരുന്നത്? 2G ഡിവൈഡഡ് ബൈ ഡിസ്റ്റൻസസ് 2. ഓക്കെ, അഗെയിൻ മൈനസ് എത്രയാണ് വരുന്നത്? 4 ആണ്. അല്ല സോറി, 2G ഡിവൈഡഡ് ബൈ ഡിസ്റ്റൻസസ് 4. ഓക്കെ, അഗെയിൻ അങ്ങനെ ഇൻഫൈനൈറ്റ് നമ്പർ ഇങ്ങനെ വരും. സോ ഇത് നമ്മൾ സം ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എത്ര കിട്ടും? യെസ്, -4G എന്ന് നമുക്ക് സം ചെയ്തിട്ടുണ്ടെങ്കിൽ പൊട്ടൻഷ്യൽ കിട്ടും. ഓക്കെ,
ഒറിജിനിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന പൊട്ടൻഷ്യൽ. ക്ലിയർ അല്ലേ? ദിസ് ഡിസ്റ്റൻസ് ഇസ് 2 മീറ്റർ ആൻഡ് ദിസ് ഡിസ്റ്റൻസ് ഇസ് 4 മീറ്റർ. ഓക്കെ അല്ലേ? സോ R എന്ന് പറയുന്നതാണ് നമുക്ക് 4 മീറ്ററും 2 മീറ്ററും ഒക്കെ തന്നിട്ടുള്ളത്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഫൈനൽ റിസൾട്ട് -4g എന്ന് കിട്ടും. ഓക്കെ അല്ലേ? ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാം. ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ ഓൺ ദി ആക്സിസ് ഓഫ് എ യൂണിഫോം സർക്കുലർ റിംഗ്. ഇതാണ് നമ്മുടെ റിങ്ങിന്റെ ഒറിജിൻ ആണ് O. ആ ഒറിജിനിൽ നിന്ന് റിങ്ങിന്റെ റേഡിയസ് ആണ് ക്യാപിറ്റൽ R എന്ന് പറയുന്നത്. എക്സ് ഡിസ്റ്റൻസ് അകലെ, ഓക്കെ, എക്സ് ഡിസ്റ്റൻസ് അകലെ ഇവിടെ നിന്നും നമ്മൾ ഒരു പോയിന്റ് കൺസിഡർ ചെയ്യുവാണ്. സെന്ററിൽ നിന്നും ഒരു പോയിന്റ് കൺസിഡർ ചെയ്യുവാണ് P. ആ P എവിടെ ഇരിക്കുന്നത്? ആക്സിസ് ഓഫ് ദ റിംഗ് ആണ്. ഇതാണ് നമ്മുടെ റിംഗ് എങ്കിൽ ഇതിന്റെ ആക്സിസിലാണ് P ഇരിക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ Pയിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന പൊട്ടൻഷ്യൽ വിച്ച് ഇസ് ഈക്വൽ ടു -gm ഡിവൈഡഡ് ബൈ √r² പ്ലസ് x². എങ്ങനെയാ വന്നതെന്ന് നമുക്ക് അറിയാലോ. കാരണം എന്താണ്? യെസ്, ഈ ഒരു ഡിസ്റ്റൻസ് നമ്മൾ കൺസിഡർ ചെയ്യുക. ദെൻ നമുക്ക് ആ ഡിസ്റ്റൻസ് എത്ര കിട്ടും? r² √r² പ്ലസ് x² കിട്ടും. അതാണ് നമ്മളിവിടെ R എന്ന് പറയുന്നത്. ഓക്കെ, യെസ്. ഇനി നെക്സ്റ്റ് വൺ ഇസ് ഇതിന്റെ സെന്ററിലാണെങ്കിൽ, ഓക്കെ, ഇതിന്റെ സെന്ററിലാണെന്നുണ്ടെങ്കിൽ പൊട്ടൻഷ്യൽ എത്രയായിരിക്കും വരുന്നത്? -gm ഡിവൈഡഡ് ബൈ √r² പ്ലസ് x എത്രയാണ്? 0 ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വരും? -gm/r എന്ന് വരും. എപ്പോ? യെസ്, ഇതിന്റെ സെന്ററിൽ, റിങ്ങിന്റെ സെന്ററിലുള്ള പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് നമുക്ക് എത്രയാണ് കിട്ടുന്നത്? ദാറ്റ് വിൽ ബി ഈക്വൽ ടു -gm/r എന്ന് വരും. ക്ലിയർ ആയല്ലോ? യെസ്. ഇനി നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് VC അല്ല, VC ആണ്, VP അല്ല. ഓക്കെ, ഇനി നെക്സ്റ്റ് കേസ് നമുക്ക് നോക്കാം. ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ ഡ്യൂ ടു ഹോളോസ്ഫിയർ ഓർ സ്ഫിറിക്കൽ ഷെൽ. വളരെ ഈസിയാണ്. കാരണം എന്താണ്? യെസ്, എർത്ത് എന്ന് പറയുന്നത് തന്നെ നമുക്ക് പറയാലോ ഒരു സ്ഫിയർ ഷേപ്പ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാനായിട്ട് പറ്റും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഔട്ട്സൈഡ്, നമ്മളിവിടെ ഔട്ട്സൈഡ് R ഡിസ്റ്റൻസിൽ P എന്ന് പറയുന്ന ഒരു പോയിന്റ് നമ്മൾ കൺസിഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ V ഔട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും? യെസ്, ദാറ്റ് ഈസ് outside the sphere which will be equal to -gm/r എന്ന് വരും. എത്രയാണോ സെൻട്രൽ നിന്നുള്ള ഡിസ്റ്റൻസ്, ലെറ്റ്സ് സേ O ആണ് സെൻട്രൽ നിന്നുള്ള ഡിസ്റ്റൻസ് എങ്കിൽ സെൻട്രൽ നിന്നും R ഡിസ്റ്റൻസ് അകലെ, സോ V ഔട്ട് എന്ന് പറയുന്നത് -gm/r ആയിരിക്കും. ഇനി സർഫസിലാണെങ്കിലോ ദാറ്റ് ഇസ് VS which will be equal to -gm/R. എത്രയാണോ റേഡിയസ്, ഓക്കെ, എത്രയാണോ റേഡിയസ് അതായിരിക്കും നമ്മുടെ എന്ത് പറയുന്നത്? സർഫസിലെ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് വൺ ഇസ് ഇൻസൈഡ്. ഓക്കെ, V inside which will be equal to -gm ഡിവൈഡഡ് ബൈ R ആയിരിക്കും. ക്ലിയർ അല്ലേ? ഇൻസൈഡ് ആണെന്നുണ്ടെങ്കിൽ എത്രയാണ് വരാം? -gm/r ആയിരിക്കും. ഈ R എന്ന് പറയുന്നത് എത്രയായിരിക്കും? നമ്മുടെ ക്യാപിറ്റൽ R ആയിരിക്കും. അതായത് റേഡിയസ് ഓഫ് ദി സ്ഫിയർ ആയിരിക്കും. കാരണം എന്താ? നമുക്കറിയാം ഇതൊരു ഹോളോസ്ഫിയർ ആണ്. ഹോളോസ്ഫിയർ ആണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഉള്ളിലെ ഫീൽഡ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 0 ആയിരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഫീൽഡ് 0 ആണെങ്കിൽ പൊട്ടൻഷ്യൽ അവിടെ എത്രയായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. ഓക്കെ അല്ലേ? പൊട്ടൻഷ്യൽ കോൺസ്റ്റന്റ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ V ഇൻസൈഡ് എന്ന് പറയുന്നതും V സർഫസിലുള്ളത്, അതായത് പൊട്ടൻഷ്യൽ സർഫസിലുള്ളതും അതുപോലെ ഇൻസൈഡ് ഉള്ളതും നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇവിടെ വരുന്ന വാല്യൂ സെയിം ആയിരിക്കും. ഒരു ഹോളോസ്ഫിയർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? യെസ്, V ഇൻസൈഡും അതുപോലെ തന്നെ സർഫസിലുള്ളതും സെയിം ആണെന്ന് പറയാനായിട്ട് പറ്റും. gm/r² ആയിരിക്കും. ഓക്കെ, ഇനി ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ സോളിഡ് സ്ഫിയർ. സോളിഡ് സ്ഫിയർ ആണെങ്കിൽ നമുക്കറിയാം ഉള്ളിൽ മാസ് ഉണ്ടായിരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും എങ്ങനെ പറയാൻ പറ്റത്തില്ല? യെസ്, സർഫസിലുള്ളത് തന്നെയാണെന്ന് പറയാൻ പറ്റത്തില്ല. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്നത് എങ്ങനെയാ? യെസ്, V ഔട്ട്സൈഡ് അത് സെയിം തന്നെയായിരിക്കും, -gm/r. സർഫസിലുള്ളതോ യെസ് -gm/r റേഡിയസ് ആണ്. ദെൻ ഇൻസൈഡ് ആണെങ്കിൽ വരുന്ന ഇക്വേഷൻ ആണ് ഇത്. ഓക്കെ അല്ലേ? -gm/r³ into 3/2r² - 1/r². ക്ലിയർ അല്ലേ? ഇവിടെ ക്യാപിറ്റൽ R എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റേഡിയസ് ഓഫ് ദി സ്ഫിയർ ആണ്. ദെൻ സ്മോൾ ലെറ്റർ R എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ദാറ്റ് ഈസ് ദി ഡിസ്റ്റൻസ് ഫ്രം ദി സെന്റർ ടു ദാറ്റ് പോയിന്റ്. ക്ലിയർ? ഇനി നെക്സ്റ്റ് നമ്മൾ എന്താ പറയാൻ പോകുന്നത്? അതായത് ഇവിടെ സർഫസിലുള്ളത് നമ്മൾ പറഞ്ഞു -gm/r ആണ്. ഇനി എനിക്ക് അറിയേണ്ടത് സർഫസും അതുപോലെ തന്നെ സെന്ററിലും, ഓക്കെ, സെന്ററിലും എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫീൽഡ്, രണ്ടുമുള്ള പൊട്ടൻഷ്യൽ എങ്ങനെയാണ് റിലേറ്റ് ചെയ്തിട്ടുള്ളത്?
ഇൻസൈഡ് ആയിരിക്കും. സെന്റർ എന്ന് പറയുമ്പോൾ ഡെഫിനറ്റ്ലി ഇൻസൈഡ് ആയിരിക്കും പൊട്ടൻഷ്യൽ. ഈ പൊട്ടൻഷ്യലാണ് നമ്മൾ എടുക്കേണ്ടത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ ആറിന്റെ വാല്യൂ എന്തായിരിക്കും? യെസ്, ഈ ആറിന്റെ വാല്യൂ എന്ന് പറയുന്നത് 0 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ ടേം കംപ്ലീറ്റ്ലി പോവും. അങ്ങനെയാണെങ്കിൽ ബാക്കി ഇനി എന്താ ഉള്ളത്? യെസ്, വി സി വിൽ ബി അറ്റ് ദി സെന്റർ മൈനസ് GM. ദെൻ ഇവിടെ r³ ഉണ്ട്, ഇവിടെ ഒരു r² ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ r² പോയി ഇവിടെ ബാക്കി ആരുണ്ടാവും? 6 മാത്രമേ ഉണ്ടാവുള്ളൂ. ദെൻ പിന്നെ ഇവിടെ എന്താ ഉള്ളത്? 3/2 ഉണ്ടാവും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 3/2 മൈനസ് GM/r ആണ്. ഈ മൈനസ് GM/r എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സർഫസിലുള്ളതല്ലേ. അങ്ങനെയാണെങ്കിൽ VC which is equal to 3/2 VS ആയിരിക്കും. ഓക്കെ, സോ ഒരു സോളിഡ് സ്ഫിയറിന്റെ സെന്ററിലെ പൊട്ടൻഷ്യലും സർഫസിലുള്ള പൊട്ടൻഷ്യലുള്ള റിലേഷൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാം സെന്ററിലുള്ള പൊട്ടൻഷ്യൽ വിച്ച് ഇസ് ഈക്വൽ ടു 3/2 സർഫസിലുള്ള പൊട്ടൻഷ്യൽ. ഇനി ഇതിലും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ്, അതായത് ഫീൽഡും പൊട്ടൻഷ്യലും തമ്മിലുള്ള റിലേഷൻ. നമുക്കറിയാലോ ഫീൽഡിന് ഡെഫിനറ്റ്ലി ഓപ്പോസിറ്റ് ആണ് ആര് പൊട്ടൻഷ്യൽ കയറി വരുന്നത് നമ്മൾ പറഞ്ഞു. അപ്പം അതുകൊണ്ട് തന്നെ ഡെഫിനറ്റ്ലി ഇതിന്റെ വാല്യൂ എങ്ങനെയായിരിക്കും? റിലേഷൻ വരുമ്പോൾ തന്നെ നമുക്ക് പറയാൻ പറ്റും ഇതിന്റെ വാല്യൂ യെസ് നെഗറ്റീവ് ആയിരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഫീൽഡ് വിച്ച് ഇസ് ഈക്വൽ ടു dV/dr. ഓക്കെ, ഇതാണ് പൊട്ടൻഷ്യലും ഫീൽഡും തമ്മിലുള്ള റിലേഷൻ. ഓക്കെ, നമ്മൾ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി നമ്മൾ എടുക്കുവാണ്, അതിനെ നമ്മൾ ലെങ്ത് വെച്ചിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുവാണെങ്കിൽ നമുക്ക് പറയാനായിട്ട് പറ്റും ഇതിനെ ഗ്രേഡിയന്റ് എന്ന് പറയാം. ഓക്കെ, ഗ്രേഡിയന്റ്. അങ്ങനെയാണെങ്കിൽ ഇതിനെ നമ്മൾ മൈനസ് ഓഫ് dV/dr എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാം നെഗറ്റീവ് ഗ്രേഡിയന്റ് ഓഫ് പൊട്ടൻഷ്യൽ. ഓക്കെ, നെഗറ്റീവ് ഗ്രേഡിയന്റ് ഓഫ് പൊട്ടൻഷ്യൽ ആണ് എന്തെന്ന് പറയുന്നത്? നമ്മുടെ ഫീൽഡ് എന്ന് പറയുന്നത്. ക്ലിയർ ആയില്ലോ? ഇത്രയും കാര്യങ്ങളാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഫോർമുലാസ് ആണ്. വളരെ കൃത്യമായിട്ടെല്ലാം പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, സോ സോളിഡ് സ്ഫിയറും ഹോളോസ്ഫിയറും നമ്മൾ പറഞ്ഞപ്പം അവിടെ ഒരു വ്യത്യാസം എന്താ നമ്മൾ പറഞ്ഞത്? സർഫസിന് ഔട്ട്സൈഡ് ഉള്ളത് സെയിം ആണ്. ഇൻസൈഡ് ആണെന്നുണ്ടെങ്കിൽ മറ്റേന്റെ കേസിലാണെങ്കിൽ സർഫസിൽ എത്രയാണോ അത് തന്നെയാണ് ഇൻസൈഡ്. ഇവിടെ ആണെങ്കിലോ വാല്യൂ വ്യത്യാസമുണ്ട്. ദെൻ നമുക്ക് ആ വാല്യൂ ആവശ്യമുള്ളത് ഇവിടെ ഒരു എന്താ പറയുക നമ്മുടെ സർഫസിലുള്ള പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ വാല്യൂ അനിവാര്യമാണ്. ഓക്കെ, ദെൻ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് ഗ്രാവിറ്റേഷണൽ ഫീൽഡ് എന്ന് പറയുന്നത് വിച്ച് ഇസ് ഈക്വൽ ടു മൈനസ് dV/dr ആണ്. ഓക്കെ അല്ലേ? ദാറ്റ് ഇസ് നെഗറ്റീവ് ഗ്രേഡിയന്റ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഇസ് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി. ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു ഒരു യൂണിറ്റ് മാസിനെ നമ്മൾ ഒരു പോയിന്റിൽ നിന്നും വേറൊരു പോയിന്റിലോട്ട്, ഓക്കെ, A to B, ഓക്കെ, എ എന്ന് പറയുന്ന പോയിന്റിൽ നിന്നും ബി എന്ന് പറയുന്ന ഒരു പോയിന്റിലേക്ക് നമ്മൾ ഒരു ഇൻഫിനിറ്റിയിൽ നിന്നും ഒരു യൂണിറ്റ് മാസ് നമ്മൾ എടുക്കുവാണെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള വർക്ക് ഡൺ ആണ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ യൂണിറ്റ് മാസ് അല്ല, ഓക്കെ, എം മാസ് ഉള്ള ഒരു ഒബ്ജക്റ്റിന് ഒരു പോയിന്റിൽ നിന്നും വേറൊരു പോയിന്റിലോട്ട്, ഫീൽഡിലെ ഒരു പോയിന്റിൽ നിന്നും വേറൊരു പോയിന്റിലോട്ട് കൊണ്ടുപോകാൻ ആവശ്യമായിട്ടുള്ള വർക്ക് ഡണ്ണിനെ നമുക്ക് എന്ത് പറയാം? യെസ്, പൊട്ടൻഷ്യൽ എന്ന് പറയാനായിട്ട് പറ്റും. ക്ലിയർ അല്ലേ? ഓക്കെ, സോ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദ എനർജി പൊസസ്ഡ് ഓർ അക്വയർഡ് ബൈ എ object due to a change in position when it is present in gravitational field. ഒരു ഗ്രാവിറ്റേഷണൽ ഫീൽഡ് ഉണ്ട്, അവിടെ ഒരു പോയിന്റ് ആണ് എ, വേറൊരു പോയിന്റ് ആണ് ബി. സോ ഇവിടേക്ക് നമ്മൾ ഒരു ഒബ്ജക്റ്റിനെ കൊണ്ടുപോകാനായിട്ട് ആവശ്യമായിട്ടുള്ള വർക്കിനെയാണ് നമ്മൾ പറയുന്നത് പൊട്ടൻഷ്യൽ എനർജി. ഓക്കെ, യെസ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പൊട്ടൻഷ്യൽ എനർജീനെ റിലേറ്റ് ചെയ്തിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പറയണം. ഓക്കെ, എന്താണ് പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ വരുന്നത്? പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ എങ്ങനെയാ വരിക? Yes, which will be equal to U into G into M1 M2 divided by R. Okay, G into M1 M2 divided by R ആയിരിക്കും പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. ഇനി ഇൻഫിനിറ്റിയിലെ പൊട്ടൻഷ്യൽ എനർജി നോക്കിയാലോ? ഇൻഫിനിറ്റിയിലെ പൊട്ടൻഷ്യൽ എനർജി നോക്കിയാൽ അഗെയിൻ ആർ എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ഇൻഫിനിറ്റി ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇൻഫിനിറ്റിയിലുള്ള പൊട്ടൻഷ്യൽ വിൽ ബി ഈക്വൽ ടു 0 ആയിരിക്കും. ഓക്കെ, ഇൻഫിനിറ്റിയിലുള്ള പൊട്ടൻഷ്യൽ 0 ആണ്, പൊട്ടൻഷ്യൽ എനർജിയും 0 ആണ്.
ഓക്കെ, തെറ്റിക്കരുത്. പൊട്ടൻഷ്യലും പൊട്ടൻഷ്യൽ എനർജിയും വ്യത്യാസമുണ്ട്. സോ പൊട്ടൻഷ്യലും പൊട്ടൻഷ്യൽ എനർജിയും ഇൻഫിനിറ്റിയിൽ നോക്കുവാണെങ്കിൽ വാല്യൂ എന്ന് പറയുന്നത് 0 തന്നെയായിരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം ചേഞ്ച് ഇൻ നമ്മുടെ പൊട്ടൻഷ്യൽ എനർജി. ഓക്കെ, നമുക്ക് പറയാം അതായത് ഇവിടെ എ എന്ന് പറയുന്ന പോയിന്റ് ആണ്. ഓക്കെ, എ എന്ന് പറയുന്ന പോയിന്റ് അവിടെയുള്ള പൊട്ടൻഷ്യൽ ആണ് UA. ബി എന്ന് പറയുന്ന പോയിന്റ് ആണ്, ദാറ്റ് ഈസ് UB. ഓക്കെ അല്ലേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി എത്ര വരും? ഡെൽറ്റ U വിൽ ബി ഈക്വൽ ടു UB മൈനസ് UA. ഓക്കെ, ഇതാണ് ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? എർത്ത് നമ്മൾ കൺസിഡർ ചെയ്തു. എർത്തിന്റെ സർഫസ്, അതായത് റേഡിയസ് R ആയിട്ടുള്ള ക്യാപിറ്റൽ R ആയിട്ടുള്ള നമ്മുടെ എർത്തിന്റെ സർഫസ്, അവിടെ നിന്നും h ഹൈറ്റിലുള്ള പൊട്ടൻഷ്യൽ. ഓക്കെ, h ഹൈറ്റിലുള്ള പൊട്ടൻഷ്യൽ ദാറ്റ് ഈസ് UH. ഓക്കെ അല്ലേ? h ഹൈറ്റിലുള്ള പൊട്ടൻഷ്യൽ. ദെൻ സർഫസ് US. ഓക്കെ, എർത്തിന്റെ ഹൈറ്റ്, സർഫസിൽ നിന്നും h ഹൈറ്റ് അകലെയുള്ള ഒരു പോയിന്റിലെ പൊട്ടൻഷ്യലും അതുപോലെ തന്നെ എർത്തിന്റെ സർഫസിലുള്ള പൊട്ടൻഷ്യലും നമ്മൾ നോക്കുവാണ് പൊട്ടൻഷ്യൽ എനർജിയിലെ ചേഞ്ച്. ഓക്കെ, സോ നമുക്കറിയാലോ ഇവിടെ നമ്മൾ പറഞ്ഞു യെസ് UH എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ Gm1m2 ഡിവൈഡഡ് ബൈ. ഓക്കെ, ഇവിടെ നമ്മൾ എടുക്കുന്നത് എർത്തിന്റെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആസ് യൂഷ്വൽ ഉള്ള ഫോർമുല എഴുതാം. M1 M2 നമുക്ക് ക്യാപിറ്റൽ എമ്മും G ക്യാപിറ്റൽ M ഫോർ എർത്ത്. ദെൻ നമ്മൾ കൊണ്ടുവരുന്ന മാസ് ഡിവൈഡഡ് ബൈ ഇവിടെ h എന്ന് പറയുന്നതായിരിക്കും, അതായത് R പ്ലസ് H ആയിരിക്കും എന്തെന്ന് പറയുന്നത് നമ്മുടെ എർത്തിന്റെ സെൻട്രൽ നിന്നും പോയിന്റിലോട്ടുള്ളത്, മൈനസ് Gm ഡിവൈഡഡ് ബൈ R. ഇതല്ലേ ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്, വിച്ച് ഇസ് ഈക്വൽ ടു. ഓക്കെ, ഇവിടെ കോമൺ നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ Gm ബൈ Gm നമ്മൾ പുറത്തേക്ക് എടുക്കുവാണ്, Gmm, then 1 by R plus H minus 1 by R. Okay, then ഇനി നമ്മൾ ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാൻ പോവാണ്. So let's say Gmm into R minus R plus H divided by R into R plus H. So ഇവിടെ നമുക്ക് മനസ്സിലായി Gmm into R minus R പോവും. അങ്ങനെയാണെങ്കിൽ H by R square plus RH. ഓക്കെ, ഇങ്ങനെയാണ് നമുക്ക് എന്ത് വരുന്നത്? യെസ്, പൊട്ടൻഷ്യൽ എനർജി, ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി വരുന്നത്. ക്ലിയർ ആയില്ലോ? ഇനി ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ ഈ Gm by R square. ഓക്കെ, Gm by R square എന്ന് പറയുന്നത് എന്താണ്? ദാറ്റ് ഈസ് G. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിനൊന്നുകൂടെ മോഡിഫൈ ചെയ്ത് എഴുതാനായിട്ട് നമുക്ക് പറ്റും. അതായത് Gm by R square which is acceleration due to gravity. Then പിന്നെ ഉള്ളത് ഇവിടെ M ആണുള്ളത്, പിന്നെ ഇവിടെ ഉള്ളത് H ആണ്. Then rest of the term. Okay, അതായത് mgh divided by 1 plus h by r എന്ന് വരും. Okay, അതായത് G into M into h divided by 1 plus h by r എന്ന് വരും. ഓക്കെ അല്ലേ? അപ്പൊ നമുക്കറിയാം നമ്മളിപ്പോ ഹൈറ്റ് വളരെ ചെറിയൊരു ഹൈറ്റ് ആണ് എടുക്കുന്നതെങ്കിൽ, റേഡിയസിനെക്കാട്ടിലും റേഡിയസുമായിട്ട് കമ്പയർ പോലും ചെയ്യാൻ പറ്റാത്തതാണെങ്കിൽ h by r എന്ന് പറയുന്നത് എന്തായിരിക്കും? h by r എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് 0ന്റെ അടുത്തേക്ക് വരും അല്ലേ? കാരണം എന്താണ്? h വളരെ ചെറുതാണ്, ഓക്കെ, r വളരെ വലുതാണ്. അങ്ങനെയാണെങ്കിൽ h by r എന്ന് പറയുന്നത് 0 വരെ ആവാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, യെസ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ നമുക്ക് ഈ ഒരു വാല്യൂ മാറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാം mgh. ഓക്കെ, സോ ഈ ഒരു ടേം നമ്മൾ ഒഴിവാക്കുവാണ്, h by r, കാരണം അത് ഓൾമോസ്റ്റ് 0ന്റെ വാല്യൂ ആയിട്ട് അടുത്ത് വരും. അത് നമ്മൾ ഒഴിവാക്കുവാണ്. എപ്പോ നമ്മുടെ ഈ h എന്ന് പറയുന്നത് വളരെ ചെറുതാണെങ്കിൽ, ലൈക്ക് നമ്മളിപ്പോൾ പറഞ്ഞ പോലെ 1 കിലോമീറ്റർ, 2 കിലോമീറ്റർ, 10 കിലോമീറ്റർ അങ്ങനെ ചെറിയ വാല്യൂ ആണ് എടുക്കുന്നതെങ്കിൽ, റേഡിയസുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല എങ്കിൽ h by r ന്റെ വാല്യൂ 0ലോട്ട് പോവും. അങ്ങനെയാണെങ്കിൽ നമ്മൾ അത് ഒഴിവാക്കി, പിന്നെ നമുക്ക് കിട്ടി mgh എന്ന് നമുക്ക് കിട്ടി. ക്ലിയർ അല്ലേ? സോ ആക്ച്വലി നമ്മുടെ ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ, അതായത് എർത്തിന്റെ സർഫസിൽ നിന്ന് നമ്മൾ ഒരു പോയിന്റ് കൺസിഡർ ചെയ്യണം, h ഹൈറ്റ് ഉള്ള ഒരു പോയിന്റ് കൺസിഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മുടെ എക്സാക്ട് ഇക്വേഷൻ വരുന്നത് എങ്ങനെയാണ്? ഇതാണ് നമ്മുടെ എക്സാക്ട് ഇക്വേഷൻ.
ഓക്കെ, പക്ഷെ നമ്മൾ ഇത് യൂസ് ചെയ്യലില്ല. എന്തുകൊണ്ടാ? അല്ലെങ്കിൽ ഇതാണ് നമ്മുടെ ഇക്വേഷൻ. പക്ഷെ നമ്മൾ ഓൾവേസ് എന്താ പറയാ? യെസ്, പൊട്ടൻഷ്യൽ എനർജി അറ്റ് എ ഹൈറ്റ് എന്ന് പറയുന്നത് mgh ആണ്. അറ്റ് എ ഹൈറ്റ് എന്ന് പറയുന്നത് എക്സാക്ട്ലി വരുന്നത് ഇതാണ്, mgh ഡിവൈഡഡ് ബൈ, ഓക്കെ, എർത്തിന്റെ സർഫസിൽ നിന്നും ഹൈറ്റ് h, അത് വിച്ച് ഇസ് ഈക്വൽ ടു mgh ഡിവൈഡഡ് ബൈ 1 പ്ലസ് h/r ആണ് ശരിക്കുമുള്ള വാല്യൂ. ഓക്കെ, നമ്മൾ എപ്പോഴാ ഡെൽറ്റ യു വിച്ച് ഇസ് ഈക്വൽ ടു mgh നടക്കുന്നത്? എച്ചിന്റെ വാല്യൂ വളരെ കുറഞ്ഞു വരുമ്പം. തെറ്റിക്കരുത്, നമ്മൾ ഓൾവേസ് നമ്മൾ പ്രോബ്ലംസ് ഒക്കെ എടുക്കുമ്പോൾ നമ്മൾ പറയുന്നത് യെസ്, നമ്മുടെ 20 മീറ്റർ ഹൈറ്റ് ഉള്ള ഒരു ഒബ്ജക്റ്റിന്റെ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് mgh എന്ന് പറഞ്ഞ് നമ്മൾ എച്ച് ഇടുന്നത് 20 മീറ്റർ ആണ്. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ പ്രോബ്ലം ചെയ്യുന്നത് യൂഷ്വലി. കാരണം എന്താണ്? ആ എച്ച് നമ്മുടെ റേഡിയസ് ഓഫ് എർത്തുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ ചെറുതാണ്. ഓക്കെ, അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി? mgh എന്നുള്ള ഈ ഒരു ഇക്വേഷൻ എടുത്താൽ മതി. അറ്റ് ദ സെയിം ടൈം റേഡിയസുമായിട്ട് കമ്പയർ ചെയ്യാവുന്ന ഒരു ഹൈറ്റ് വരുവാണെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ ഏത് വാല്യൂ എടുക്കേണ്ടത്? യെസ്, ഡെൽറ്റ യു വിച്ച് ഇസ് ഈക്വൽ ടു mgh ഡിവൈഡഡ് ബൈ 1 പ്ലസ് h/r. ക്ലിയർ ആയോ? അതായത് യൂഷ്വലി നമ്മൾ ചെയ്യുമ്പം നമുക്കറിയാം ഡെൽറ്റ യു വിച്ച് ഇസ് ഈക്വൽ ടു mgh ഡിവൈഡഡ് ബൈ 1 പ്ലസ് h/r ആണ്. ഓക്കെ, സോ ഇവിടെ നമ്മൾ mgh എടുക്കാനുള്ള കാരണം എന്താണ്? ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി. mgh എടുക്കാനുള്ള കാരണം എന്തായിരുന്നു? ദാറ്റ് ഇസ് ബിക്കോസ് ഓഫ് യെസ്, ഈ പറയുന്ന പോലെ ഹൈറ്റ് വളരെ കുറവാണ് റേഡിയസ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. എസ്കേപ്പ് സ്പീഡ്. എസ്കേപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? രക്ഷപ്പെടണം അല്ലേ? സോ ബേസിക്കലി എസ്കേപ്പ് സ്പീഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രക്ഷപ്പെടാനുള്ള സ്പീഡ് തന്നെയാണ്. എവിടെ നിന്നാണ് നമ്മൾ രക്ഷപ്പെടുന്നത്? യെസ്, ഗ്രാവിറ്റേഷണൽ ഫീൽഡിൽ നിന്നും. ഓക്കെ, ഗ്രാവിറ്റേഷണൽ ഫീൽഡ്. ഓക്കെ, സോ നമ്മൾ എസ്കേപ്പ് സ്പീഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്രാവിറ്റേഷണൽ ഫീൽഡിൽ നിന്നും അല്ലെങ്കിൽ എർത്തിന്റെ ഗ്രാവിറ്റിയിൽ നിന്നും രക്ഷപ്പെടാനായിട്ട് ആവശ്യമായിട്ടുള്ള മിനിമം വെലോസിറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എസ്കേപ്പ് സ്പീഡ് എന്ന് പറയുന്നത്. സോ ഈ എസ്കേപ്പ് സ്പീഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു പെർട്ടിക്കുലർ ഓരോ പ്ലാനറ്റിനനുസരിച്ചിട്ടും ഇതിന്റെ വാല്യൂ ഡിഫറെന്റ് ആയിരിക്കും. സോ ഓരോ പ്ലാനറ്റിന്റും ഒരു പെർട്ടിക്കുലർ വെലോസിറ്റിയിൽ നമ്മൾ അതിനെ പറഞ്ഞു വിടുവാണെങ്കിൽ ആ വെലോസിറ്റി, ഓക്കെ, ആ വെലോസിറ്റി എസ്കേപ്പ് വെലോസിറ്റിക്ക് ഈക്വൽ ആണെങ്കിൽ ഡെഫിനറ്റ്ലി അത് എന്ത് ചെയ്യും? യെസ്, നമ്മൾ മുകളിലോട്ട് പറഞ്ഞു വിട്ടാൽ പിന്നെ അത് തിരിച്ചു വരില്ല. യൂഷ്വലി നമുക്കറിയാം, നമ്മളൊരു ബോൾ നമ്മൾ മുകളിലോട്ട് എറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് താഴെ വരും. അതുപോലെ നമ്മളൊരു കല്ലെടുത്ത് എറിഞ്ഞിട്ടുണ്ടെങ്കിൽ താഴെ വരും. അതുപോലെ തന്നെ എന്ത് തന്നെ ഒരു ഒബ്ജക്റ്റ് നമ്മൾ ഒരു വെലോസിറ്റിയിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒബ്സർവ് ചെയ്തിരിക്കുന്നത് എന്താണ്? താഴത്തോട്ട് വരുന്നതാണ് അല്ലേ? സോ നമുക്കറിയാം, പക്ഷെ റോക്കറ്റുകളൊക്കെ മേളിലോട്ട് പോകുന്നുണ്ട്, പക്ഷെ താഴോട്ട് വരുന്നില്ല. ദാറ്റ് മീൻസ് നമ്മുടെ എർത്തിന്റെ ഗ്രാവിറ്റേഷണൽ ഫീൽഡിൽ നിന്നും അത് രക്ഷപ്പെട്ടു പോകുകയാണ്. സോ ആ രക്ഷപ്പെട്ടു പോകാൻ ആവശ്യമായിട്ടുള്ള മിനിമം വെലോസിറ്റിനെയാണ് നമ്മൾ പറയുന്നത് എസ്കേപ്പ് വെലോസിറ്റി എന്ന് പറയുന്നത്. ആൻഡ് ഓഫ് കോഴ്സ് ഓരോ പ്ലാനറ്റിനും, ഓക്കെ, ഇപ്പം നമ്മൾ പറയുന്ന റോക്കറ്റിന്റെ കേസിലാണെങ്കിലും നമ്മളൊരു മിനിമം എന്താ പറയുന്ന ഒരു വെലോസിറ്റി നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇനി ചില കേസിൽ ഈ മിനിമം വെലോസിറ്റി കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താണ്? ഇൻ ബിറ്റ്വീൻ എഗെയിൻ ഒരു ഫോഴ്സ് നമുക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, റോക്കറ്റിന്റെ കേസിലൊക്കെ നമുക്കറിയാം ഈ എസ്കേപ്പ് വെലോസിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ പറയുന്ന പോലെ യെസ് 100 കിലോമീറ്റർ നമ്മളൊരു കാർ ഡ്രൈവ് ചെയ്യുന്ന ഒരു സ്പീഡോ ഒന്നും അല്ല, അതിലും വളരെ വലിയ വാല്യൂ ആണ്. സോ ആ ഒരു വെലോസിറ്റി പ്രൊവൈഡ് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ ഇൻ ബിറ്റ്വീൻ ഒന്നുകൂടെ ഇതിന് ഫോഴ്സ് കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ ചെയ്യുവാണെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? യെസ്, ഈ എർത്തിന്റെ ഗ്രാവിറ്റേഷണൽ ഫീൽഡിൽ നിന്നും എസ്കേപ്പ് ചെയ്യാനായിട്ട് പറ്റും. ക്ലിയർ? സോ എസ്കേപ്പ് സ്പീഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദ മിനിമം സ്പീഡ് ദാറ്റ് എ മൂവിംഗ് ബോഡി മസ്റ്റ് ഹാവ് ടു എസ്കേപ്പ് from the gravitational field of a celestial body such as Earth and move outward into space is known as the escape speed. Okay, മീൻസ് എന്താണ്? ഒരു മിനിമം വെലോസിറ്റി ആണ്. ആ മിനിമം വെലോസിറ്റി എന്താണ്? ലെറ്റ്സ് സേ നമ്മളിപ്പം എർത്ത് ആണ് എടുക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഏതൊരു പ്ലാനറ്റ് ആയിക്കോട്ടെ, നമ്മളിവിടെ എടുക്കുന്നത് എർത്ത് ആണെന്ന് വിചാരിക്കാം. ഈ എർത്തിന്റെ ഗ്രാവിറ്റേഷണൽ ഫീൽഡിൽ നിന്നും, ഓക്കെ, ഗ്രാവിറ്റേഷണൽ ഫീൽഡിൽ നിന്നും എസ്കേപ്പ് ചെയ്യാനായിട്ട് ആവശ്യമായിട്ടുള്ള മിനിമം വെലോസിറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എസ്കേപ്പ് വെലോസിറ്റി എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ എസ്കേപ്പ് വെലോസിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്ക് നോക്കാം. യെസ്, എസ്കേപ്പ് വെലോസിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാലോ ടോട്ടൽ എനർജി ഓൾവേസ് കൺസേർവ്ഡ് ആണ് അല്ലെ? ടോട്ടൽ എനർജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ which is a constant, ഓക്കെ, അല്ലെങ്കിൽ നമുക്കറിയാം ടോട്ടൽ എനർജി ഓൾവേസ് കൺസേർവ്ഡ് ആണ്. ടോട്ടൽ എനർജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി ആണ്. സോ ഇനീഷ്യൽ കൈനറ്റിക് എനർജി, ഇനീഷ്യൽ പൊട്ടൻഷ്യൽ എനർജി which is equal to yes final kinetic energy plus final potential energy. ക്ലിയർ അല്ലേ?
സോ ഇവിടെ നമ്മൾ കൊടുക്കുവാണ് let's say half mv square. ഇവിടെ നമ്മൾ കൊടുക്കുന്ന വെലോസിറ്റി എത്രയാണ്? എസ്കേപ്പ് ആവണം, ഗ്രാവിറ്റേഷണൽ ഫീൽഡിൽ നിന്നും പോകണം. ആ വെലോസിറ്റി നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. സോ ഞാൻ ഇവിടെ കൊടുക്കുവാണ് VE സ്ക്വയർ. ഓക്കെ, എന്തിന്റെയാണിത്? എസ്കേപ്പ് വെലോസിറ്റിയാണ് നമ്മൾ VE എന്ന് പറഞ്ഞ് റെപ്രസെന്റ് ചെയ്യുന്നത്. പ്ലസ് പൊട്ടൻഷ്യൽ എനർജി നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചതാണ്, ദാറ്റ് ഈസ് മൈനസ് GM ഡിവൈഡഡ് ബൈ R. ഓക്കെ, സോ ഹാഫ് VE സ്ക്വയർ പ്ലസ് മൈനസ് GMM ബൈ R ആണ് ഇനീഷ്യൽ ടോട്ടൽ എനർജി എന്ന് പറയുന്നത്. ഇനി ഫൈനൽ നോക്കുവാണെങ്കിൽ കൈനറ്റിക് എനർജി നമുക്ക് അറിയാലോ, ഏറ്റവും ടോപ്പ് പോയിന്റിൽ വരുന്നത് 0 ആണ്. പ്ലസ് പൊട്ടൻഷ്യൽ എനർജി എത്ര ദൂരം കൂടുന്നോ അതിന്റെ അത്രയും പൊട്ടൻഷ്യൽ എനർജി കൂടും. ആൻഡ് പൊട്ടൻഷ്യൽ എനർജിയുടെ മാക്സിമം വാല്യൂ എന്താണ്? ദാറ്റ് ഈസ് ഈക്വൽ ടു 0. ഓക്കെ, നമ്മൾ പറഞ്ഞു പൊട്ടൻഷ്യൽ എനർജി നെഗറ്റീവ് വാല്യൂ ആയിരിക്കും, അതിന്റെ ഏറ്റവും മാക്സിമം എന്ന് പറയുന്ന വാല്യൂ ആണ് 0 എന്ന് പറയുന്നത്. സോ ഇവിടെ നിന്ന് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഹാഫ് VE square which is equal to GMM by R. ഓക്കെ, എല്ലാ ഇക്വേഷൻസും ഇവിടെ എഴുതിയിരിക്കുന്ന എല്ലാ ഫോർമുലാസും നമുക്ക് പരിചയമുള്ളതാണ്. സോ കൂടുതൽ പറയേണ്ട കാര്യമില്ല. ഇനി നമുക്ക് വേണ്ട ധാരണയാണ് VE സ്ക്വയറിനാണ്. സോ ലെറ്റ്സ് സേ VE സ്ക്വയർ which is equal to 2 into GMM divided by MR. സോ നമുക്കറിയാം ഇവിടെ സ്മോൾ ലെറ്റർ എം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? സ്മോൾ ലെറ്റർ എം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒബ്ജക്റ്റിന്റെ വെയിറ്റ് ആണ്, സോറി ഒബ്ജക്റ്റിന്റെ മാസ് ആണ്. അതായത് നമ്മൾ ഏത് ഒബ്ജക്റ്റിനെയാണോ ഏതൊരു ബോഡിനെയാണോ നമ്മൾ ഇവിടുന്ന് എസ്കേപ്പ് വെലോസിറ്റിയിൽ നമ്മൾ പറഞ്ഞു വിടുന്നത് അതിന്റെ മാസ് ആണ്. സോ നമുക്ക് മനസ്സിലായി ഈ എസ്കേപ്പ് വെലോസിറ്റി എന്ന് പറയുന്ന ടേം ഒരിക്കലും ആരെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല? നമ്മൾ ഈ പറയുന്ന മാസ് ഓഫ് ദി ബോഡിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഓക്കെ, ക്യാപിറ്റൽ എം എന്താണ്? പ്ലാനറ്റിന്റെ മാസ് ആണ്. ക്ലിയർ? അങ്ങനെയാണെങ്കിൽ VE സ്ക്വയർ കിട്ടി. Then VE can be written as root of 2GM divided by R. R എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? യെസ്, സെന്ററിൽ നിന്നും നമ്മൾ എത്ര ദൂരം സഞ്ചരിച്ചോ അത്രയും ഡിസ്റ്റൻസ്. ക്ലിയർ ആയല്ലോ? യെസ്. ഇനി അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എസ്കേപ്പ് വെലോസിറ്റി കിട്ടി. ഇനി നമുക്ക് അറിയാലോ എർത്തിന്റെ വെലോസിറ്റി, എർത്തിന്റെ എസ്കേപ്പ് വെലോസിറ്റി അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും? യെസ്, എർത്തിന്റെ വെലോസിറ്റി എന്ന് പറയുന്നത് ഇവിടെ ME ആയിരിക്കും. ആൻഡ് താഴെ എന്തായിരിക്കും? നമ്മൾ അറ്റ് ദി സർഫസ് ആണ് നോക്കുന്നതെങ്കിൽ, ഓക്കെ, ഒരു പ്ലാനറ്റിന്റെ എർത്ത് എന്ന് കൺസിഡർ ചെയ്യേണ്ട ഒരു പ്ലാനറ്റിന്റെ സർഫസിലുള്ളതാണ് നോക്കുന്നതെങ്കിൽ ഡെഫിനറ്റ്ലി ഈ R എന്ന് പറയുന്ന വാല്യൂ എന്തായിരിക്കും? അതിന്റെ റേഡിയസ് ആയിരിക്കും, അല്ലെ? സോ അറ്റ് ദി സർഫസ്, അതായത് ഒരു പ്ലാനറ്റിന്റെ അല്ലെങ്കിൽ എർത്തിന്റെ അറ്റ് ദി സർഫസ് നമ്മൾ നോക്കുവാണെങ്കിൽ അവിടെ നിന്നും ഒരു ഒബ്ജക്റ്റിനെ നമ്മൾ ഗ്രാവിറ്റേഷണൽ ഫീൽഡിൽ നിന്നും പുറത്തേക്ക് എറിയണമെങ്കിൽ അവിടെ എന്തായിരിക്കും? നമുക്ക് ഇവിടെ R തരുന്നത് ക്യാപിറ്റൽ R, അതായത് റേഡിയസ് ഓഫ് ദി പ്ലാനറ്റ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് എർത്തിന്റെ കേസ് ഡിസ്കസ് ചെയ്യാം. എർത്തിന്റെ എസ്കേപ്പ് വെലോസിറ്റി which will be equal to എത്രയായിരിക്കും? റൂട്ട് ഓഫ് 2G. ജിക്ക് എന്തെങ്കിലും വാല്യൂ ഉണ്ടാവും? എർത്ത് ആണ് അല്ലെങ്കിൽ വേറൊരു പ്ലാനറ്റ് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് ജിക്ക് എന്തെങ്കിലും മാറ്റം ഉണ്ടാവോ? ഇല്ല, കാരണം G എന്ന് പറയുന്നത് ഇസ് എ യൂണിവേഴ്സൽ കോൺസ്റ്റന്റ്. Then ME, okay, mass of earth divided by radius of earth. ക്ലിയർ അല്ലേ? മാസ് ഓഫ് എർത്ത് ഡിവൈഡഡ് ബൈ റേഡിയസ് ഓഫ് എർത്ത് ആയിരിക്കും. ബാക്കി ഒന്നിലും ചേഞ്ച് ഇല്ല. കാരണം എന്താണ്? 2 ആണ്. G എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോൺസ്റ്റന്റ് ആണ്. ക്ലിയർ അല്ലേ? G യൂണിവേഴ്സൽ കോൺസ്റ്റന്റ് ആണ്. ഏത് പ്ലാനറ്റ് ആണെങ്കിലും എന്താണെങ്കിലും ജിന്റെ വാല്യൂല് ഒരു മാറ്റം ഉണ്ടാവില്ല. ഓക്കെ, സോ എസ്കേപ്പ് വെലോസിറ്റി കിട്ടി. ഇനി നമുക്കറിയാലോ GM which is equal to GR സ്ക്വയർ, അല്ലെ? അതായത് നമ്മൾ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു G which is equal to GM by R സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ GR സ്ക്വയർ which is equal to GM ആണ്. ദെൻ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ GM-ന് പകരം എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം? ഈ പറയുന്ന GR സ്ക്വയർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ 2 into G into M, സോറി GM-നാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. യെസ്, സോ GR എർത്തിന്റെ ആണ് എടുക്കുന്നതെങ്കിൽ RE സ്ക്വയർ. ഇനി എർത്തിന്റെ അല്ല എങ്കിൽ ജസ്റ്റ് R സ്ക്വയർ divided by RE. So again escape velocity എന്തായിരിക്കും? Escape velocity will be equal to root of 2GRE അല്ലെങ്കിൽ root of, generally പറയുവാണെങ്കിൽ നമുക്ക് പറയാം root of 2GR. Okay, so നമുക്ക്
എന്ത് ടേമിൽ കിട്ടി? യെസ്, ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ ടേമിൽ നമുക്ക് എസ്കേപ്പ് വെലോസിറ്റി കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് ഇപ്പം എർത്തിന്റെ സർഫസിൽ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ വാല്യൂ നമ്മൾ പറഞ്ഞ ഏകദേശം 9.8 ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 9.8 റേഡിയസ് ഓഫ് എർത്ത് നമുക്കറിയാം, ദാറ്റ് 6.4 × 10⁶ ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വാല്യൂ കിട്ടും. അങ്ങനെയാണെങ്കിൽ എർത്തിന്റെ സർഫസിലുള്ള എർത്തിന്റെ സർഫസിലാണ് നമ്മൾ നിൽക്കുന്നതെങ്കിൽ അവിടെ നിന്നാണ് നമ്മൾ നമ്മുടെ ആ ഒരു ഒബ്ജക്റ്റിനെ നമ്മൾ എറിയുന്നത്, എസ്കേപ്പ് വെലോസിറ്റി കൊടുത്ത് എറിയുന്നത്. അങ്ങനെയാണെങ്കിൽ ആ ഒബ്ജക്റ്റിന് ഈ പറയുന്ന ഗ്രാവിറ്റേഷണൽ ഫീൽഡ് മറികടക്കാനായിട്ട് അല്ലെങ്കിൽ രക്ഷപ്പെടാനായിട്ട് ആവശ്യമായിട്ട് നമ്മൾ കൊടുക്കേണ്ട എസ്കേപ്പ് വെലോസിറ്റി കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് നമുക്ക് എന്ത് ചെയ്താൽ മതി? യെസ്, 2 × 9.8 × 6.4 × 10⁶. Okay, so ഇത് സോൾവ് ചെയ്ത് കഴിയുമ്പം നമുക്ക് ആൻസർ കിട്ടും. That will be equal to 11.2 km/s എന്ന് കിട്ടും. അതായത് എർത്തിന്റെ സർഫസിൽ നിന്നിട്ടാണ് നമ്മൾ ഒരു ഒബ്ജക്റ്റിനെ എറിയുന്നതെങ്കിൽ അതിന്റെ എസ്കേപ്പ് വെലോസിറ്റി, അതിന് ഗ്രാവിറ്റേഷണൽ ഫീൽഡ് മറികടക്കണമെങ്കിൽ നമ്മൾ കൊടുക്കേണ്ട എസ്കേപ്പ് വെലോസിറ്റി എന്ന് പറയുന്നതിന്റെ വാല്യൂ എത്രയാണ്? ദാറ്റ് ഈസ് 11.2 km/s ആണ്. എഗെയിൻ നമുക്ക് തോന്നും 11.2 അതിപ്പോൾ ഇത്ര വലിയ വാല്യൂ ആണോ? വലിയ വാല്യൂ ആണ്. കാരണം നമ്മൾ യൂണിറ്റ് നോക്കിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും, ദാറ്റ് ഇസ് km/s ആണ്. ഓക്കെ, km/h അല്ല, km/s ആണ്. ഓക്കെ അല്ലേ? സോ അത്രയും വലിയൊരു വെലോസിറ്റി കൊടുക്കുവാണെങ്കിൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? എർത്തിന്റെ ഫീൽഡിൽ നിന്നും എസ്കേപ്പ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ക്ലിയർ അല്ലേ? യെസ്. ഇനി അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു ക്വസ്റ്റ്യനും കൂടെ ബാക്കി നിൽക്കുവാണ്. അതായത് എനിക്ക് ഈ ഈ എസ്കേപ്പ് വെലോസിറ്റി ഡെൻസിറ്റിയുടെ ടേമിൽ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? ഡെൻസിറ്റിയുടെ ടേമിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്കറിയാലോ, ഡെൻസിറ്റി വിച്ച് ഇസ് ഈക്വൽ ടു മാസ് ബൈ വോളിയം. സോ ഇവിടെ നമുക്കറിയാം ഡെൻസിറ്റിനെ നമുക്ക് റിലേറ്റ് ചെയ്യാവുന്നത് മാസ് വെച്ചിട്ടാണ്. അതായത് 2√2gm/r ആണെങ്കിൽ നമുക്ക് ഈ എമ്മിന് എന്ത് കൊടുക്കാം? യെസ്, ഡെൻസിറ്റി ഇൻറ്റു അതിന്റെ വോളിയം. ഓക്കെ, സോ നമുക്ക് ഈ എസ്കേപ്പ് വെലോസിറ്റിയുടെ ഇക്വേഷനിൽ വി ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ലൈക്ക് √2g എമ്മിന് പകരം നമുക്ക് കൊടുക്കാം 4/3 πr³ ഡിവൈഡഡ് ബൈ എന്താണുള്ളത്? r. ഓക്കെ, സോ ഇത് സോൾവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടും ആറും ഇവിടുത്തെ r³ ഒരു ആറും ക്യാൻസൽ ആയി പോവും. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് എഴുതാം 8/3 g/r². ഓക്കെ, ഇൻറ്റു റോ. ഓക്കെ, മാസ് മാത്രമല്ല, മാസാണ് നമ്മൾ എടുക്കുന്നത്, വോളിയം മാത്രമേ നമ്മൾ അവിടെ എഴുതിയുള്ളൂ. ജസ്റ്റ് ഡെൻസിറ്റിയും കൂടെ വേണം, കാരണം ഡെൻസിറ്റി ഇൻറ്റു വോളിയം ആണ് മാസ് എന്ന് പറയുന്നത്. സോ നമ്മൾ ഡെൻസിറ്റിയും വോളിയം മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. ആൻഡ് ഇതിൽ ആറും ഈ ഒരു ആറും ക്യാൻസൽ ആയി പോയി, അവിടെ r² ആവും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടും എസ്കേപ്പ് വെലോസിറ്റി എന്ന് പറയുന്നത് വിച്ച് ഇസ് ഈക്വൽ ടു 8/3g/r² റോ എന്ന് നമുക്ക് എന്തിന്റെ വാല്യൂ കിട്ടും? യെസ്, എസ്കേപ്പ് വെലോസിറ്റി ഇൻ ടേംസ് ഓഫ് ഡെൻസിറ്റി. ഓക്കെ, മാസ് ഡെൻസിറ്റിയുടെ ടേമിൽ നമുക്ക് ഇങ്ങനെ എഴുതാനായിട്ട് പറ്റും. ക്ലിയർ അല്ലേ? യെസ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് നമ്മളിപ്പോ പറഞ്ഞു സർഫസിലാണെന്നുണ്ടെങ്കിൽ എസ്കേപ്പ് വെലോസിറ്റി വിൽ ബി ഈക്വൽ ടു √2gm ഡിവൈഡഡ് ബൈ r ആണെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ എർത്തിന് സർഫസിലല്ല, കുറച്ച് ഹൈറ്റിലാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു ഈ r എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? r എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പ്ലാനറ്റിന്റെ അല്ലെങ്കിൽ എർത്തിന്റെ സെന്ററിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ആണ്. ഓക്കെ, സോ നമ്മൾ പറയുവാണ് ഇവിടെ നമ്മൾ ആ ഡിസ്റ്റൻസ് എടുത്തത് ക്യാപിറ്റൽ R ആണ്, അതായത് സർഫസിലാണ്. അങ്ങനെയാണെങ്കിൽ റേഡിയസ് ഓഫ് ദി പ്ലാനറ്റ് ആയിരിക്കും. ഇനി നെക്സ്റ്റ് പറയുന്നത് കുറച്ച് ഹൈറ്റ് എബവ് ആണെങ്കിലോ? എബവ് ആണെങ്കിൽ ജസ്റ്റ് നമുക്ക് എങ്ങനെ എഴുതാം? √2gm ഡിവൈഡഡ് ബൈ, ജനറലി നമുക്ക് പറയുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം r+h ആണ് ഒരു പെർട്ടിക്കുലർ ഹൈറ്റ്, സർഫസിൽ നിന്നും ഒരു ഹൈറ്റ് ഉണ്ടെങ്കിൽ. ഇനി അതല്ലെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? യെസ്, √2gm ഡിവൈഡഡ് ബൈ r. എത്രയാണോ സെൻട്രൽ നിന്നുള്ള ഡിസ്റ്റൻസ്, ആ ഡിസ്റ്റൻസ് ആയിരിക്കും ഇവിടെ വരുന്നത്. സർഫസിലാണെങ്കിൽ യെസ്, പ്ലാനറ്റിന്റെ റേഡിയസ് ആയിരിക്കും. ക്ലിയർ ആയല്ലോ? ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എസ്കേപ്പ് സ്പീഡിന്റെ ഒരു പ്രൈമറി സ്റ്റേജിൽ നമ്മൾ പഠിക്കാനുള്ളത്. സോ എസ്കേപ്പ് സ്പീഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഒരു ഒബ്ജക്റ്റിന് അതിന്റെ ഗ്രാവിറ്റേഷണൽ ഫീൽഡിൽ നിന്നും രക്ഷപ്പെടാനായിട്ട് ആവശ്യമായിട്ടുള്ള മിനിമം വെലോസിറ്റി ആണ്. ആ മിനിമം വെലോസിറ്റി നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഒന്നും നോക്കണ്ട, അതെന്ത് ചെയ്യും? യെസ്, ഈ പറയുന്ന പോലെ അത്രയും സ്പീഡിൽ അങ്ങ് പോയി എർത്തിന്റെ ഗ്രാവിറ്റേഷണൽ ഫീൽഡും കടന്നു പോകും. പിന്നെ ആ പറഞ്ഞു വിട്ട സാധനം തിരിച്ചു വരില്ല.
ഓക്കെ അല്ലേ? പിന്നെ പോയത് പിന്നെ തിരിച്ചു വരില്ല, അത്രയും മിനിമം വെലോസിറ്റി നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ. അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞു ഇൻ ബിറ്റ്വീൻ ഇടയ്ക്ക് നമുക്ക് ഈ വെലോസിറ്റി പമ്പ് ചെയ്യാനുള്ള എന്തെങ്കിലും ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ, ലൈക്ക് റോക്കറ്റ്സിലൊക്കെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്രയും സ്പീഡ് നമ്മൾ ഇനീഷ്യലി കൊടുക്കേണ്ട ആവശ്യമില്ല. ഇൻ ബിറ്റ്വീൻ നമുക്ക് ബൂസ്റ്റ് ചെയ്തിട്ട് എന്താ പറയുക, നമുക്ക് അന്തരീക്ഷത്തിൽ നിന്നും അല്ലെങ്കിൽ എർത്തിൻ്റെ ഗ്രാവിറ്റേഷണൽ ഫീൽഡിൽ നിന്നും എസ്കേപ്പ് ചെയ്യാനായിട്ട് പറ്റും. ക്ലിയർ അല്ലേ? യെസ്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇക്വേഷൻസ് പഠിച്ചു. എസ്കേപ്പ് സ്പീഡ് വിച്ച് ഇസ് ഈക്വൽ ടു √2gm divided by r. ഓക്കെ, അതെവിടെയാണെങ്കിലാണ് പ്ലാനറ്റിന്റെ സർഫസിലാണെങ്കിൽ. ഇനി പ്ലാനറ്റിന്റെ സർഫസിലല്ല, ജനറലി നമ്മൾ പറയുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം √2gm divided by r. ഇങ്ങനെ പറയാം. ഇനി എർത്തിന്റെ കേസിലാണെങ്കിലോ, യെസ്, എർത്തിന്റെ എസ്കേപ്പ് വെലോസിറ്റി വിച്ച് ഇസ് ഈക്വൽ ടു √2gm E divided by RE. ഓക്കെ, അറ്റ് ദി സർഫസ് ആണ്, ജനറൽ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സ്മോൾ ലെറ്റർ ആർ എന്ന് പറഞ്ഞ് റെപ്രസെന്റ് ചെയ്യാം. അറ്റ് ദി സർഫസിലുള്ള വാല്യൂ ആണ് 11.2 km/s. ഓക്കെ, യൂണിറ്റ് ഒരിക്കലും തെറ്റരുത്, കാരണം നമുക്ക് ഓൾവേസ് നമ്മൾ പറഞ്ഞു ശീലിച്ചിട്ടുള്ളത് എങ്ങനെയാ, km/h എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ പറഞ്ഞു ശീലിച്ചിട്ടുള്ളത്. പക്ഷെ ഒരിക്കലും തെറ്റിക്കരുത്, തെറ്റിച്ചിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് തെറ്റും. കാരണം km/h എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അത്ര വലിയൊരു സ്പീഡല്ല. ഓക്കെ, പക്ഷെ km/s എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയൊരു വാല്യൂ ആണ്. ഓക്കെ, ക്ലിയർ അല്ലേ? സോ ഇതൊക്കെയാണ് നമുക്ക് എസ്കേപ്പ് സ്പീഡിനെ പറ്റിയിട്ട് പറയാനുള്ളത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ചെറിയ ക്വസ്റ്റ്യൻ ഒന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് അറ്റൻഡ് ചെയ്ത് നോക്കാം. നമുക്ക് എത്രത്തോളം മനസ്സിലായി എന്നുള്ളതൊന്ന് തിരിച്ചറിയാം. Does the escape speed of a body from the earth depend on? ഓക്കെ, ഇതിൽ ഏതിനൊക്കെയാണ് എർത്ത് ഡിപ്പെൻഡ് ചെയ്യുന്നത്? ഓക്കെ, അതിന്റെ എസ്കേപ്പ് വെലോസിറ്റി, എർത്തിന്റെ എസ്കേപ്പ് വെലോസിറ്റി, മാസ് ഓഫ് ദി ബോഡി നമ്മൾ ഇപ്പൊ തന്നെ പറഞ്ഞേ ഉള്ളൂ. കാരണം എന്താണ്, നമുക്കറിയാം ഇക്വേഷൻ VE which is equal to √2gm. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്ലാനറ്റിന്റെ മാസ് ആണ് അല്ലെങ്കിൽ എർത്തിന്റെ മാസ് ആണ്, ഡിവൈഡഡ് ബൈ റേഡിയസ് ആണ് അല്ലെങ്കിൽ എത്രയാണോ സെൻട്രൽ നിന്നുള്ള ഡിസ്റ്റൻസ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാസ് ഓഫ് ദി ബോഡി അവിടെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. രണ്ടാമത്തത് ലൊക്കേഷൻ ഫ്രം വേർ ഇറ്റ് ഈസ് പ്രൊജക്റ്റഡ്. ലൊക്കേഷൻ അവിടെ പ്രത്യേകിച്ച് ഒരു ഇമ്പോർട്ടൻസും ഇല്ല, പക്ഷേ എത്രത്തോളം ഹൈറ്റിലാണെന്നുള്ളത് അവിടെ ഒരു മാറ്റർ ആണ്. കാരണം എന്താണ്, r which is equal to സ്മോൾ ലെറ്റർ r which is equal to r plus h. ഓക്കെ, എർത്തിന്റെ സർഫസിലെ ഒരു പോയിന്റ് ആണെന്നുണ്ടെങ്കിൽ ആ ഹൈറ്റ് നമ്മൾ കൺസിഡർ ചെയ്യണം. ഓക്കെ, എർത്തിന് താഴെ നിന്നിട്ടാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് കൺസിഡർ ചെയ്യണം. ഓക്കെ, ക്ലിയർ അല്ലേ? സോ ദ ഡയറക്ഷൻ ഓഫ് പ്രൊജക്ഷൻ, അതും ഇവിടെ യാതൊരു വിധത്തിലുള്ള വാല്യൂം ഇല്ല. നെക്സ്റ്റ്, ദ ഹൈറ്റ് ഓഫ് ദി ലൊക്കേഷൻ ഫ്രം വേർ ദ ബോഡി ഈസ് ലോഞ്ച്ഡ്. ഓക്കെ, എത്രത്തോളം ഹൈറ്റിൽ നിന്നാണ് നമ്മൾ ഈ ഒരു ബോഡീനെ നമ്മൾ എസ്കേപ്പ് വെലോസിറ്റി കൊടുത്ത് പറഞ്ഞു വിടുന്നത്, ആ ഹൈറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്, അല്ലെങ്കിൽ ആർ എന്ന് പറയുന്ന ആ ഡിസ്റ്റൻസ് അവിടെ ഇമ്പോർട്ടൻ്റ് ആണ്. ക്ലിയർ അല്ലേ? ബാക്കി ഒന്നിനും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഹെൻസ് ഓപ്ഷൻ ഡി ഈസ് ദി ആൻസർ. ക്ലിയർ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദി എസ്കേപ്പ് വെലോസിറ്റി ഫ്രം ദി എർത്ത് സർഫസ് ഇസ് v. ഓക്കെ, എർത്തിന്റെ സർഫസിൽ നിന്നുള്ള വെലോസിറ്റി എന്ന് പറയുന്നത് v ആണ്. ദി എസ്കേപ്പ് വെലോസിറ്റി ഫ്രം ദി സർഫസ് ഓഫ് അനദർ പ്ലാനറ്റ് ഹാവിംഗ് എ റേഡിയസ് 4 times ദാറ്റ് ഓഫ് എർത്ത് ആൻഡ് സെയിം മാസ് ഡെൻസിറ്റി ഈസ്. നമുക്ക് നോക്കി നോക്കാം. ഫസ്റ്റ് കാര്യം എന്താ പറഞ്ഞത്, എർത്തിന്റെ സർഫസിൽ നിന്നുള്ള വെലോസിറ്റി, അതായത് എർത്തിന്റെ എസ്കേപ്പ് വെലോസിറ്റി എന്ന് പറയുന്നത് എന്താണ്, v എന്ന് നമുക്ക് എടുക്കാനായിട്ട് പറ്റും. The escape velocity from the surface of another planet, okay, that is Vp. Okay, Vp എന്ന് പറയുന്നത് having a radius 4 times that of Earth. എർത്തിന്റെ റേഡിയസ് RE ആണെങ്കിൽ നമ്മുടെ പ്ലാനറ്റിന്റെ, ഇത് എർത്ത് ആണ്, ഇത് വേറെ അനദർ പ്ലാനറ്റ് ആണ്, അതിന്റെ റേഡിയസ് എന്ന് പറയുന്നത് 4RE ആണ്, having a radius 4 times that of Earth and same mass density. അതായത് എർത്തിന്റെ മാസ് ഡെൻസിറ്റി തന്നെയാണ് ഇതിന്റെ മാസ് ഡെൻസിറ്റി. ക്ലിയർ? ഇത്രയും ഡാറ്റാസ് നമുക്ക് തന്നിട്ടുണ്ട്. നമ്മളോട് ചോദിച്ചിട്ടുള്ളത് എന്താണ്? യെസ്, എസ്കേപ്പ് വെലോസിറ്റി ഓഫ് ദി അനദർ പ്ലാനറ്റ്. എർത്തിന്റെ നമുക്കറിയാം ദാറ്റ് ഇസ് v. ഓക്കെ, എർത്തിന്റെ എസ്കേപ്പ് വെലോസിറ്റി v എന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കി നോക്കാം. Vp അതായത് പ്ലാനറ്റിന്റെ എസ്കേപ്പ് വെലോസിറ്റി √2gm divided by r. ഓക്കെ, സോ സർഫസ് ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ക്യാപിറ്റൽ ആർ എന്നിടാം. ക്യാപിറ്റൽ ആർ എന്താണ്? യെസ്, റേഡിയസ് ഓഫ് ദാറ്റ് പ്ലാനറ്റ് ആണ്. ഓക്കെ അല്ലേ? ഇനി നെക്സ്റ്റ് നമുക്ക് എങ്ങനെ എഴുതാം, √2gm ഓക്കെ ഡിവൈഡഡ് ബൈ r നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെയാണ് കിട്ടുന്നത്, ദാറ്റ് ഇസ് 4RE. ഓക്കെ, സോറി 4RE നമുക്ക് സബ്സ്ക്രിപ്റ്റ് ആയിട്ടാണ് വരാം. ഓക്കെ, 4RE.
ഇനി ഒരു ചെറിയ മോഡിഫിക്കേഷനും കൂടെ നമുക്ക് ഇക്വേഷനിൽ വരുത്താം. അതായത് എമ്മിന് പകരം നമുക്ക് എന്ത് കൊടുക്കാം? യെസ്, ഇവിടെ മാസ് ഡെൻസിറ്റിയുടെ കാര്യം പറഞ്ഞിട്ടുള്ളതുകൊണ്ട് നമുക്ക് മാസ് ഡെൻസിറ്റിയുടെ ടേമിലോട്ട് മാറ്റാം. അങ്ങനെയാണെങ്കിൽ 2g, ഓക്കെ, 4/3 പൈ r ഇവിടെ എത്രയാണ് വരുന്നത്? 4r ആണ്. ഓക്കെ, 4re ക്യൂബ്, 4πr³ ആണ് ഇൻറ്റു ഡെൻസിറ്റി. ക്ലിയർ? ആ ഡെൻസിറ്റി എന്ന് പറയുന്നത് എർത്തിന്റെ ഡെൻസിറ്റി തന്നെയാണ്, ഡിവൈഡഡ് ബൈ 4re. ക്ലിയർ അല്ലേ? സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ആദ്യത്തെ സ്റ്റെപ്പിൽ എഴുതാൻ പറ്റുന്നത്. എന്തൊക്കെയാണ് നമ്മൾ ചെയ്തത്? ഫസ്റ്റ് നമ്മൾ ഇക്വേഷൻ എഴുതി. ഇക്വേഷനിൽ നമ്മൾ മാസിന് നമ്മൾ എന്ത് ചെയ്തു? യെസ്, ഇൻ ടേംസ് ഓഫ് ഡെൻസിറ്റി ആക്കി. കാരണം ഡെൻസിറ്റി രണ്ടിന്റെയും സെയിം ആണെന്ന് തന്നിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് വൺ ഇസ് യെസ്, റേഡിയസിനെ നമ്മൾ എന്ത് ചെയ്തു? ഇൻ ടേംസ് ഓഫ് എർത്തിന്റെ റേഡിയസ് ആക്കിയിട്ടും എഴുതി. ഇനി നമുക്ക് അറിയേണ്ടത് എന്താണ്? വി ആണ്. ഇനി ഇതിൽ നിന്ന് നമുക്കൊന്ന് ജസ്റ്റ് എർത്തിന്റെ നോക്കാം. എർത്തിന്റെ എസ്കേപ്പ് വെലോസിറ്റി എങ്ങനെയാ വരുന്നത്? ദാറ്റ് ഇസ് റൂട്ട് ഓഫ് 2g 4/3 pi r e cube, okay, into rho divided by yes r e. ഓക്കെ, ഇതാണ് എർത്തിന്റെ എസ്കേപ്പ് വെലോസിറ്റി വരുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എർത്തിന്റെ എസ്കേപ്പ് വെലോസിറ്റിയും ഇതിന്റെ എസ്കേപ്പ് വെലോസിറ്റി നമുക്കൊന്ന് ജസ്റ്റ് റേഷ്യോ എടുക്കാം. ദാറ്റ് ഇസ് വി ആണ് എർത്തിൻ്റെത്, വി ഡാഷ് ആണ് നമ്മുടെ പ്ലാനറ്റിന്റെ എന്ന് വിചാരിക്കാം. അല്ലെങ്കിൽ നമുക്ക് എടുക്കാം വി ഇ ഡിവൈഡഡ് ബൈ വി പി എന്ന് എടുത്താലും കുഴപ്പമില്ല. ഇപ്പൊ ഞാൻ ഇങ്ങനെയാണ് എടുത്തിരിക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് മനസ്സിലാവും മേളിൽ എന്തൊക്കെയാണ് ഉണ്ടാവുന്നത്? 2g 4/3 pi r e cube rho divided by re divided by root of 2g 4/3 pi r e cube into 4 cube into rho divided by 4re. ഇനി ഇതിൽ നമുക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് സംഭവങ്ങളൊക്കെ നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാനായിട്ട് പറ്റും. 2g പോയി, then 4/3 pi പോയി, അതുപോലെ r ക്യൂബ് ഇതിന്റെയും പോയി, then റോയും പോയി. ഓക്കെ, then again ഈ ഒരു ആറയും പോയി. ഇനി നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ v/v ഡാഷില് ഇനി മേളിലാണെന്നുണ്ടെങ്കിൽ എന്താ ഉള്ളത്? ഓക്കെ, മേളിൽ നമുക്ക് കിട്ടി ദാറ്റ് ഇസ് റൂട്ട് ഓഫ് 1 മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ, ഇനി താഴെയാണെങ്കിലോ ഒരു 4 ക്യൂബ് ഉണ്ട്, ഡിവൈഡഡ് ബൈ 4 ഉണ്ട്. ദാറ്റ് മീൻസ് 4ഉം ഇവിടെ ഉള്ളത് ഇവിടെ 4 സ്ക്വയർ ആണ്, ദാറ്റ് ഇസ് റൂട്ട് ഓഫ് 16. ഓക്കെ അല്ലേ? സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ v/v ഡാഷ് വിച്ച് ഇസ് ഈക്വൽ ടു ഇവിടെയുള്ള എല്ലാ ടേംസും തന്നെ ഇവിടത്തെ ആയിട്ട് ക്യാൻസൽ ആയി പോയി. അപ്പൊ ഇവിടെ 1 എന്ന് വന്നു. ദെൻ നെക്സ്റ്റ് ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ ഇനി ഉള്ളത് 4 ക്യൂബ് ഉണ്ട്, 4 ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടെ 4 സ്ക്വയർ മാത്രമേ ഉണ്ടാവുള്ളൂ, ദാറ്റ് ഇസ് 16. സോ നമുക്ക് കിട്ടും 1/4. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വി ഡാഷ് എന്ന് പറയുന്നത് എന്തായിരിക്കും? വി ഡാഷ് വിൽ ബി ഈക്വൽ ടു 4v ആയിരിക്കും വി ഡാഷ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? വി ഡാഷ് എന്ന് പറയുന്നത് ദാറ്റ് വിൽ ബി ഈക്വൽ ടു 4v. എപ്പോഴാണെങ്കിൽ റേഡിയസ് എന്ന് പറയുന്നത് 4 ടൈംസ് അധികമാണെങ്കിൽ നമുക്ക് പറയാം ഇതിന്റെ ഇക്വേഷൻ വരുന്നത് ഇങ്ങനെയായിരിക്കും. ക്ലിയർ അല്ലേ? യെസ്. ഇനി ഇതിന്റെ ആൻസർ നമുക്ക് നോക്കി നോക്കാം. യെസ്, 4v. ക്ലിയർ? നെക്സ്റ്റ് വൺ ഇസ് നമ്മൾ ജസ്റ്റ് ഫോർമുലാസ് ഒക്കെ ഒന്നുകൂടെ പറയുവാണ്. escape speed from the earth surface നമ്മൾ പറഞ്ഞു that is root of 2gme divided by re ആണ്. ഇനി escape speed at a height h, ഒരു ഹൈറ്റ് ഒരു എർത്തിന്റെ സർഫസിൽ നിന്ന് ഒരു പർട്ടിക്കുലർ ഹൈറ്റ് അകലെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ദാ ഇവിടെ ഈ re ഇട്ടെടുത്ത് പ്ലസ് ഒരു എച്ചും കൂടെ വരും. ഇനി റേഷ്യോ ഓഫ് എസ്കേപ്പ് സ്പീഡ്സ് ഓഫ് 2 planets. ഓക്കെ, 2 planets ഉണ്ട്. ഒന്നിന്റെ മാസ് m1 ആണ്, രണ്ടാമത്തെ മാസ് m2 ആണ്. ആൻഡ് അതിന്റെ റേഡിയസ് ഒന്നാമത്തെ റേഡിയസ് r1 ആണ്, രണ്ടാമത്തെ റേഡിയസ് r2 ആണെന്നുണ്ടെങ്കിൽ അതിന്റെ v1/v2 എന്ന് പറയുന്നത് which will be equal to root of m1 r2 divided by m2 r1 എന്ന് വരും. ക്ലിയർ? യെസ്. ഇനി വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫാക്ട് ആണ്. അതായത് ഓരോ പ്ലാനറ്റിലെയും ഫീൽ ചെയ്യുന്ന അല്ലെങ്കിൽ ഓരോ പ്ലാനറ്റിൽ നിന്നും അതിന്റെ ഫീൽഡിൽ നിന്നും നമുക്ക് ഒരു ഒബ്ജക്റ്റിനെ പുറത്തേക്ക് വിടാനായിട്ട് ആവശ്യമായിട്ടുള്ള എസ്കേപ്പ് വെലോസിറ്റിനെയാണ് നമ്മളിവിടെ പറയുന്നത്. സോ ഇവിടെ നോക്കുവാണെങ്കിൽ മെർക്കുറി ആണെങ്കിൽ 4.25 km/s ആണ്, നമ്മുടെ എർത്തിനെക്കാട്ടിലും കുറവാണ്. മാർസ് ആണെങ്കിലും കുറവാണ്, വീനസ് ആണെങ്കിലും എർത്ത് 11.19, സാറ്റേൺ ആണെങ്കിൽ 36.09 ആണ്, അത്രയുമാണ്. ആൻഡ് ജൂപ്പിറ്റർ ആണെന്നുണ്ടെങ്കിൽ ഏകദേശം 60.20
20 km/s ആണ്. സോ ജൂപ്പിറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം അതിന്റെ മാസ് തന്നെ വലിയ മാസാണ്. ഓക്കെ, സോ അതിന്റെ എസ്കേപ്പ് വെലോസിറ്റി എന്ന് പറയുന്നത് അത്രയും ഹൈ ആണ്. അത്രയും എന്താ പറയുക, ഈ ഗ്രാവിറ്റേഷണൽ പുള്ളിന് എഗെയിൻസ്റ്റ് ആയിട്ടാണ് നമ്മൾ എസ്കേപ്പ് വെലോസിറ്റി കൊടുക്കുന്നത്. സോ അത്രയും ഗ്രാവിറ്റേഷണൽ പുൾ ഉണ്ടെന്നാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. ഓക്കെ, അപ്പം ഏറ്റവും കൂടുതൽ എസ്കേപ്പ് വെലോസിറ്റി നമുക്ക് കണ്ടത് ആർക്കാണ്? ജൂപ്പിറ്ററിനാണ് ഏറ്റവും കൂടുതൽ എസ്കേപ്പ് വെലോസിറ്റി ഉള്ളത്. ക്ലിയർ? സോ ഇത്രയും എസ്കേപ്പ് വെലോസിറ്റീസ് ആണ് നമുക്ക് ജസ്റ്റ് ഒന്ന് റെഫർ ചെയ്യേണ്ടത്. ഓക്കെ അല്ലേ? ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് സാറ്റലൈറ്റ്സിനെ പറ്റിയിട്ടാണ്. സാറ്റലൈറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു കുഞ്ഞൊരു ഒബ്ജക്റ്റിന് ചുറ്റും ഒരു വലിയൊരു ഒബ്ജക്റ്റിന് ചുറ്റും കുഞ്ഞു ഒബ്ജക്റ്റുകൾ ഇങ്ങനെ റിവോൾവ് ചെയ്യാണ്. ഒരു പെർട്ടിക്കുലർ പാത്ത് ചൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യുവാണ്, അവരിങ്ങനെ കറങ്ങുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സാറ്റലൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതിൽ നമുക്ക് ഈ സാറ്റലൈറ്റ്സിനെ തന്നെ നമുക്ക് എങ്ങനെ ആക്കാൻ പറ്റും? യെസ്, സാറ്റലൈറ്റ് ഇസ് എൻ ഒബ്ജക്റ്റ് ഇൻ സ്പേസ്. ഓക്കെ, എവിടെയാണുള്ളത്? ഇത് സ്പേസിലാണുള്ളത്. that orbits or circles around a bigger object. ഒരു വലിയ ഒരു ഒബ്ജക്റ്റിന് ചുറ്റും കുഞ്ഞു കുഞ്ഞു ഒബ്ജക്ട്സ് എന്ത് ചെയ്യാണ്? യെസ്, ഒരു പെർട്ടിക്കുലർ ഒരു ഓർബിറ്റിൽ അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഒരു പാത്തില് സർക്കുലർ ഷേപ്പോ അല്ലെങ്കിൽ യെസ് ഓർബിറ്റ് ചെയ്യുന്നതാണ് നമ്മൾ പറയുന്നത് എന്ത്? യെസ്, സാറ്റലൈറ്റ്സ് എന്ന് പറയുന്നത്. ഈ സാറ്റലൈറ്റ്സിന് തന്നെ നമുക്ക് നാച്ചുറൽ സാറ്റലൈറ്റ്സ് എന്നും ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സ് എന്നും നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറയുന്ന നാച്ചുറൽ സാറ്റലൈറ്റ്, ഓക്കെ, എർത്തിന്റെ ഒരു സാറ്റലൈറ്റ് ആണ് ആര്? മൂൺ എന്ന് പറയുന്നത്. ഓക്കെ, എർത്തിന്റെ ഒരു സാറ്റലൈറ്റ് ആണ് മൂൺ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് എ നാച്ചുറൽ സാറ്റലൈറ്റ്. ഓക്കെ, നാച്ചുറൽ സാറ്റലൈറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എർത്തിന് മൂണുള്ള പോലെയാണ്. അതുപോലെ തന്നെ നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ജൂപ്പിറ്ററിന് ഏകദേശം 16 സാറ്റലൈറ്റ്സ് ആണുള്ളത്. ഓക്കെ, 16 സാറ്റലൈറ്റ്സ് ആണ് ഫോർ ജൂപ്പിറ്റർ. ഓക്കെ അല്ലേ? 16 സാറ്റലൈറ്റ്സ്, 16 നാച്ചുറൽ സാറ്റലൈറ്റ്സ് ആർക്കുണ്ട്? ജൂപ്പിറ്ററിനുണ്ട്. ഇനി ഈ നാച്ചുറൽ പോലെ തന്നെ വേറൊരു സാറ്റലൈറ്റ് ആണ് ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്. ആർട്ടിഫിഷ്യൽ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ദാറ്റ് ഈസ് മാൻ മെയ്ഡ്. ഓക്കെ, സോ മാൻ മെയ്ഡ് ആയിട്ടുള്ള സാറ്റലൈറ്റ്സിനെയാണ് നമ്മൾ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സ് എന്ന് പറയുന്നത്. സോ ഫസ്റ്റ് സാറ്റലൈറ്റ് എന്ന് പറയുന്നത് ഏതാണ്? യെസ്, സ്പുട്നിക് ആണ്. ഓക്കെ, ദെൻ സെക്കൻഡ് നമ്മുടെ ഇനി ഇന്ത്യയിൽ നിന്ന് ആദ്യമായിട്ട് നമ്മൾ പറഞ്ഞു വിട്ട ഒരു ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് എന്ന് പറയുന്നതാണ് ദാറ്റ് ഈസ് ആര്യഭട്ട. ഓക്കെ, സോ ഫസ്റ്റത്തെ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാം സ്പുട്നിക് ആണ്. ദെൻ സെക്കൻഡ് നമ്മൾ ഇന്ത്യയിൽ ഏറ്റവും ഫസ്റ്റ് നമ്മൾ പറഞ്ഞു വിട്ട നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കിയ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാം ദാറ്റ് ഈസ് ആര്യഭട്ട. ഓക്കെ, ക്ലിയർ? യെസ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എർത്ത് സാറ്റലൈറ്റ്സ്, ഓക്കെ, എർത്ത് സാറ്റലൈറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം? ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സ് എന്ന് പറയാം. ഓക്കെ, എർത്ത് സാറ്റലൈറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മീൻ ചെയ്യുന്നത് ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സിനെ തന്നെയാണ്. ഈ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാൻ മെയ്ഡ് ആണ്. ഓക്കെ, മാൻ മെയ്ഡ് ആണ്. ദാറ്റ് ഓർബിറ്റ് അറൌണ്ട് എർത്ത്. ഓക്കെ, എർത്തിന് ചുറ്റും നമ്മൾ മനുഷ്യരെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള സാറ്റലൈറ്റ്സ് ആണ്. അല്ലെങ്കിൽ ഒരു എർത്തിന് ചുറ്റും ഒരു പെർട്ടിക്കുലർ ഓർബിറ്റിൽ നമ്മൾ മനുഷ്യരുണ്ടാക്കിയിട്ടുള്ള സാറ്റലൈറ്റ്സ് കറങ്ങുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? യെസ്, എർത്ത് സാറ്റലൈറ്റ് എന്ന് പറയുന്നത്. ആൻഡ് ഈ എർത്ത് സാറ്റലൈറ്റ്സ് നമ്മൾ ഉണ്ടാക്കാനായിട്ട് ഏറ്റവും ബേസിക് എന്ന് പറയുന്നത് എന്താണ്? കെപ്ലേഴ്സ് ലോ ആണ്. ഓക്കെ, സോ ഏതൊരു ഹൈറ്റിൽ നിന്ന് ഏതൊരു ടൈം പീരീഡ് ഇതൊക്കെ ഫിക്സ് ചെയ്തത് എങ്ങനെയാണ്? കെപ്ലേഴ്സ് ലോ വഴിയാണ്. ക്ലിയർ? യെസ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓർബിറ്റൽ വെലോസിറ്റി നോക്കാം. എസ്കേപ്പ് വെലോസിറ്റി നമ്മൾ ഓൾറെഡി പറഞ്ഞു, ദാറ്റ് ഈസ് √2gm ഡിവൈഡഡ് ബൈ r ആണ്. ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഓർബിറ്റൽ വെലോസിറ്റി ആണ്. അതായത് ഒരു പർട്ടിക്കുലർ വെലോസിറ്റിയിൽ മാത്രമാണ്, അതായത് നമ്മളൊരു പാത്ത് ഫോളോ ചെയ്യണമെങ്കിൽ, അതായത് ഇപ്പൊ നമ്മളൊരു സർക്കുലർ ഓർബിറ്റിൽ ഇങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരു മിനിമം വെലോസിറ്റി അതിന് എപ്പോഴും ഉണ്ടായിരിക്കണം. ആ മിനിമം വെലോസിറ്റി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമാണ് അതിന് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ആ ഓർബിറ്റിൽ ഇങ്ങനെ കറങ്ങാനായിട്ട് പറ്റത്തുള്ളൂ. ക്ലിയർ അല്ലേ? സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എന്താ പറയുന്നത്? ഒരു ഓർബിറ്റില് എന്ത് തന്നെ ആയിക്കോട്ടെ, ഒരു പാർട്ടിക്കിളിന് അല്ലെങ്കിൽ ഒരു ബോഡിക്ക് കറങ്ങണമെങ്കിൽ അല്ലെങ്കിൽ അതിന് സഞ്ചരിക്കണമെങ്കിൽ അതിന് മിനിമം ഒരു പെർട്ടിക്കുലർ ഒരു വെലോസിറ്റി വേണം. ആ വെലോസിറ്റി ഉണ്ടെങ്കിൽ മാത്രമാണ് അതിന് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? യെസ്, അതിന് അങ്ങനെ കറങ്ങാനായിട്ട് പറ്റത്തുള്ളൂ. ഓക്കെ, ആ വെലോസിറ്റി എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യണം. ആ വെലോസിറ്റിനെയാണ് നമ്മൾ ഓർബിറ്റൽ വെലോസിറ്റി എന്ന് പറയുന്നത്. അതായത് ഒരു ഓർബിറ്റിൽ ഒരു ബോഡിക്ക് കറങ്ങാനായിട്ട് ആവശ്യമായിട്ടുള്ള വെലോസിറ്റി, മെയിൻറ്റെയിൻ ചെയ്യേണ്ട വെലോസിറ്റി, അതാണ് ഓർബിറ്റൽ വെലോസിറ്റി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാലോ ഇതുപോലെ എർത്തിന് ചുറ്റുമാണ് സാറ്റലൈറ്റ്സ് ഇങ്ങനെ കറങ്ങുന്നത്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ സാറ്റലൈറ്റ്സിന് നമുക്ക് പറയാം ഇതാണ് എർത്തിന്റെ റേഡിയസ്, h ഹൈറ്റിലാണ് ഈ ഒരു പർട്ടിക്കുലർ സർക്കുലർ ഓർബിറ്റിൽ ഇതിങ്ങനെ കറങ്ങുന്നത്. അങ്ങനെയാണെങ്കിൽ ഞാൻ r+h എന്നുള്ളത് ഓൾ ടുഗദർ 6 എന്ന് എടുക്കുവാണ്.
ഓക്കെ, ആർ പ്ലസ് എച്ച് ഞാൻ ജസ്റ്റ് ആർന്ന് എടുക്കുവാണ്. ആർ പ്ലസ് എച്ച് ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. ആർ പ്ലസ് എച്ച് വിച്ച് ഇസ് ഈക്വൽ ടു സ്മോൾ ലെറ്റർ ആർ നമ്മൾ എടുക്കുവാണ്, ജനറലൈസ് ചെയ്യുവാണ്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു സർക്കുലർ ഓർബിറ്റിൽ ഇതിങ്ങനെ കറങ്ങണമെങ്കിൽ അതിന് എന്തുണ്ടാവണം? സെൻട്രിപെറ്റൽ ഫോഴ്സ് ഉണ്ടായിരിക്കണം. സെൻട്രിപെറ്റൽ ഫോഴ്സ്, ഓക്കെ, സെൻട്രിപെറ്റൽ ഫോഴ്സ്, ഓക്കെ അല്ലേ? ഇവിടെ നമ്മൾ ഈ ആറാണ് എടുക്കുന്നത്. ഇതാണ് ഇതിന്റെ റേഡിയസ് എന്ന് പറയുന്നത്, അതായത് സാറ്റലൈറ്റ് കറങ്ങുന്ന ഓർബിറ്റിന്റെ റേഡിയസ്. ഓക്കെ, വിച്ച് ഇസ് ഈക്വൽ ടു ഇവിടെ ഈ പറയുന്ന സെൻട്രിപെറ്റൽ ഫോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന ആരാണ്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ്. സോ ജി എം എം ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ. ക്ലിയർ അല്ലേ? സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത്രയും കാര്യം നമുക്ക് മനസ്സിലായി. ഇവിടെ ഞാൻ എടുക്കുവാണ് V0. ഓക്കെ, V0 അല്ല, VO, ദാറ്റ് ഇസ് ഓർബിറ്റൽ വെലോസിറ്റി. കാരണം ഈ ഒരു സർക്കുലർ ഓർബിറ്റിൽ അതിന് കറങ്ങണമെങ്കിൽ അതിന്റെ പെർട്ടിക്കുലർ വെലോസിറ്റി ആണല്ലോ ഓർബിറ്റൽ വെലോസിറ്റി എന്ന് പറയുന്നത്. സോ ഞാൻ ഇവിടെ എന്ത് കൊടുത്തു? ഓർബിറ്റൽ വെലോസിറ്റി എന്ന് കൊടുത്തു. ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കി നോക്കാം. നമുക്ക് വേണ്ടത് VOക്കുള്ള ഇക്വേഷൻ ആണ്. അങ്ങനെയാണെങ്കിൽ മാസ് ഓഫ് ദി ബോഡി ക്യാൻസൽ ആയി പോയി. ദെൻ ഇവിടെ ഉള്ള ഒരു ആറും ഇവിടെ ഉള്ള ഒരു ആറും പോയി. Then V0 square which is equal to Gm by R. Okay, so we can write V0 alla VO, orbital velocity, which is equal to root of Gm by R. ഇനി നമുക്ക് അറിയാലോ എന്താ നമ്മൾ എസ്കേപ്പ് വെലോസിറ്റി എന്ന് പറഞ്ഞത്? എസ്കേപ്പ് വെലോസിറ്റി, യെസ്, VE which is equal to root of 2Gm divided by R ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? എസ്കേപ്പ് വെലോസിറ്റി which is equal to, ഓക്കെ, നമുക്ക് എങ്ങനെ എഴുതാം? √2 into ഓർബിറ്റൽ വെലോസിറ്റി അല്ലേ? അതായത് ഇവിടെ എന്താ വ്യത്യാസമുള്ളത്? ആ ഒരു √2 മാത്രം അഡീഷണലി ഉള്ളൂ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയുവാണ് VE എസ്കേപ്പ് വെലോസിറ്റിനെ ഓർബിറ്റൽ വെലോസിറ്റിയുടെ ടേമിൽ എഴുതുമ്പോൾ ജസ്റ്റ് ഒരു √2 കൊണ്ട് ഓർബിറ്റൽ വെലോസിറ്റി മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ക്ലിയർ അല്ലേ? സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എസ്കേപ്പ് വെലോസിറ്റി വിച്ച് ഇസ് ഈക്വൽ ടു √2 VO എന്ന് ഇട്ടു. √2ന്റെ വാല്യൂ എന്താണ്? ഏകദേശം 1.41 ആണ്. 4141 അങ്ങനെ പോവും. ഓക്കെ, സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഇസ് ഈക്വൽ ടു V0. ഓക്കെ അല്ലേ? ഇനി ഞാൻ എന്ത് ചെയ്യുക? ചുമ്മാ ഒരു ജസ്റ്റ് ഞാൻ അങ്ങനെ എഴുതുവാണ് 1 + 0.41 ഇൻറ്റു VO. ഓക്കെ, തെറ്റൊന്നുമില്ലല്ലോ. 1.41നെ ഞാനൊന്ന് സ്പ്ലിറ്റ് എഴുതി 1 + 0.41 എന്ന് എഴുതി. അങ്ങനെയാണെങ്കിൽ അഗെയിൻ എനിക്ക് ഇതിനെങ്ങനെ എഴുതാം? VO + 0.41 VO. ഓക്കെ, സോ ഇതിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലാവുന്നത്? ഈ എസ്കേപ്പ് വെലോസിറ്റി എന്ന് പറയുന്നത് ഓർബിറ്റൽ വെലോസിറ്റിയുടെ കൂടെ ഇതിന്റെ ഏകദേശം ഒരു 41% കൂട്ടി നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? യെസ്, നമുക്ക് എസ്കേപ്പ് സ്പീഡ് കിട്ടും. ഓക്കെ, എസ്കേപ്പ് സ്പീഡ് എങ്ങനെയാണ് കിട്ടുന്നത്? VE which is equal to V0 പ്ലസ് ഇതിന് ജസ്റ്റ് ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയതാണ് 1.41ന്, അതായത് √2ന്റെ വാല്യൂവിനെ നമ്മൾ ജസ്റ്റ് ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയതാണ്. ദെൻ നമുക്ക് കിട്ടി 41% ഓർബിറ്റൽ വെലോസിറ്റിന്റെ കൂടെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? എസ്കേപ്പ് വെലോസിറ്റി കിട്ടും. ഓക്കെ അല്ലേ? അപ്പോൾ എസ്കേപ്പ് വെലോസിറ്റി കിട്ടാനുള്ളത് നമുക്കിപ്പോൾ സപ്പോസ് നമുക്ക് എസ്കേപ്പ് വെലോസിറ്റി തന്നിട്ട് അല്ലെങ്കിൽ ഓർബിറ്റൽ വെലോസിറ്റി തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് എങ്ങനെ കണ്ടുപിടിച്ചാൽ മതി? യെസ്, അതിൻ്റെ ഒരു 41% ആഡ് ചെയ്താൽ മതി. അല്ലെങ്കിൽ നമ്മൾ അതിന് എന്ത് ചെയ്യാൻ മതി? √2 കൊണ്ട് നമുക്ക് ഓർബിറ്റൽ വെലോസിറ്റി മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ എസ്കേപ്പ് വെലോസിറ്റി ഫൈൻഡ് ചെയ്യാനായിട്ട് പറ്റും. ക്ലിയർ? സോ ഈ റിലേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെക്കുക. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ഓർബിറ്റൽ വെലോസിറ്റിനെ പറ്റിയിട്ട് നമുക്ക് പറയാനുള്ളത്. ഇനി എന്താണ്? ടൈം പീരീഡ് ആണ്. ഓക്കെ, ടൈം പീരീഡ് ഓഫ് സാറ്റലൈറ്റ്. ടൈം പീരീഡ് ഓഫ് സാറ്റലൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓൾറെഡി അറിയാം ഈ ഓർബിറ്റില്, ഓക്കെ, ഈ ഒരു ഓർബിറ്റില് ഈ ഒരു ഡിസ്റ്റൻസ്, ഓക്കെ, ഈ ഒരു ഡിസ്റ്റൻസ് നമ്മൾ ഇവിടെ മാറും തന്നെയാണ് എടുക്കുന്നത്. ഇപ്പൊ നമുക്കറിയാം ദാ ഈ ഒരു സർക്കുലർ പാത്തില് മെയിൻറ്റെയിൻ ചെയ്ത് ആ ഒരു ഓർബിറ്റ് മെയിൻറ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് ഏകദേശം എത്ര വെലോസിറ്റി വേണം? ദാറ്റ് ഇസ് VO which is equal to √Gm/r എന്ന് പറയുന്ന ഈ ഒരു വെലോസിറ്റി ഉണ്ടെങ്കിൽ അതിനെന്ത് ചെയ്യാം? ആ ഓർബിറ്റിൽ ഇങ്ങനെ കറങ്ങാനായിട്ട് പറ്റും. ഇനി ഞാൻ ചോദിക്കുവാണ്, സപ്പോസ് ഇതിന് ഏകദേശം ഒരു പെർട്ടിക്കുലർ ടൈം വേണം. ഓക്കെ, അതായത് ഇത് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഒരു കംപ്ലീറ്റ് റിവല്യൂഷൻ കംപ്ലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏകദേശം അതിന് ഒരു പെർട്ടിക്കുലർ ടൈം വേണം. അതിനാണ് നമ്മൾ ടൈം പീരീഡ് എന്ന് പറയുന്നത്. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് എങ്ങനെ എഴുതാം? നമുക്കറിയാലോ വെലോസിറ്റി which is equal to ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡഡ് ബൈ ടൈം ആണ്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് എങ്ങനെ എഴുതാം? ഇതൊരു സർക്കുലർ ഓർബിറ്റ് ആണ്. ഈ സർക്കുലർ ഓർബിറ്റ് റേഡിയസ് r ആണെന്നുണ്ടെങ്കിൽ
2πr divided by ഇതിന്റെ എന്താണ് വരുന്നത് ടൈം പീരീഡ് നമ്മൾ എടുത്തു t. സോ ഇവിടെ നമുക്ക് വെലോസിറ്റിക്ക് നമുക്ക് വാല്യൂ കൊടുക്കാം, ദാറ്റ് ഈസ് 2πr divided by t which is equal to root of gm/r. ഇനി ഇവിടുത്തെ ഈ r അതായത് 2π into root of r ഇതല്ലേ നമ്മുടെ ആക്ച്വലി r എന്ന് പറയുന്നത്, r which is equal to root r into root r. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഒരു ആറിനെയും കൂടെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുവാണ്, ഇതും റൂട്ട് ആർ ആണല്ലോ, ഓക്കെ, ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് gm which is equal to t time period. That means 2π root of r cube divided by gm ആണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ ടൈം പീരീഡ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ടൈം പീരീഡ് നമുക്ക് കിട്ടി 2π into root of r cube divided by gm. ആൻഡ് നമുക്കറിയാം gm which is equal to gr square. ഓക്കെ, നമ്മൾ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചാണ് gm which is equal to gr square. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ gm നെ നമുക്കൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. t which is equal to 2π into root of r cube divided by എന്തായിരിക്കും gm ന് പകരം gr square. ക്ലിയർ? അപ്പൊ നമുക്ക് ടൈം പീരീഡിന് വേറൊരു ഇക്വേഷനും കൂടെ കിട്ടി, ദാറ്റ് ഈസ് റൂട്ട് ഓഫ് 2π into r cube divided by gr square. ഓക്കെ, സോ ഇവിടെ നമുക്കറിയാലോ മുകളിൽ ഈ r എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, r plus h ആണ്. സോ 2π into root of ക്യാപിറ്റൽ R plus h. കാരണം നമ്മൾ പറഞ്ഞു ഈ ടോട്ടൽ r എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ എർത്തിന്റെ റേഡിയസ് പ്ലസ് h ആണ്. സോ r plus h divided by gr square. ഇനി നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്ന ഒരു കേസ്, അതായത് സപ്പോസ് h എന്ന് പറയുന്നത് 0 ആണ്, അതായത് ടൈം പീരീഡ് t which is equal to 2π into root of. ഓക്കെ, ഇവിടെ നമ്മൾ എന്താ എടുക്കുന്നത്, h is equal to 0 ആണ്. ഓക്കെ അല്ലെ, ഈ h is equal to 0 ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം r cube. ഓക്കെ, r plus h ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ r cube divided by എന്തായിരിക്കും, യെസ്, gr square. അങ്ങനെയാണെങ്കിൽ ടൈം പീരീഡ് നമുക്ക് വരും 2π root of r divided by g. സോ നമുക്ക് ടൈം പീരീഡ് കിട്ടി. അറ്റ് ദി സർഫസ് ആണെങ്കിൽ, ഓക്കെ, അറ്റ് ദി സർഫസ് ആണെന്നുണ്ടെങ്കിൽ 2π into എന്തായിരിക്കും വരുന്നത്, റൂട്ട് ഓഫ് r by g ആയിരിക്കും നമുക്ക് കിട്ടുന്ന ടൈം പീരീഡിന്റെ വാല്യൂ. ക്ലിയർ അല്ലേ? യെസ്. ഇനി അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഏകദേശം നമുക്ക് ഇത് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, അതായത് r എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ദാറ്റ് ഇസ് 6.4 into 10 to the power 6 ആണ്. അതുപോലെ g ന്റെ വാല്യൂ നമുക്കറിയാം ദാറ്റ് ഇസ് 9.8 ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഇവിടെ നമുക്ക് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടും 86 minutes എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, ഈ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് ടൈം പീരീഡിന്റെ വാല്യൂ കിട്ടും, ദാറ്റ് ഇസ് 86 minutes എന്ന് നമുക്ക് കിട്ടും. പക്ഷെ അതൊരിക്കലും പ്രാക്ടിക്കലി പോസിബിൾ അല്ല. അതായത് സാറ്റലൈറ്റ്സ് എവിടെയാണ് ഇരിക്കുന്നത്, എർത്തിന്റെ സർഫസിലാണ്, അതൊരിക്കലും പ്രാക്ടിക്കലി പോസിബിൾ ആയിട്ടുള്ള ഒരു കേസ് അല്ല. ക്ലിയർ? ഇനി നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. എ റിമോട്ട് സെൻസിംഗ് സാറ്റലൈറ്റ് ഓഫ് ദി എർത്ത് revolves in a circular orbit at a height of 0.525 into 10 to the power 6 meter above the surface of earth. Okay, അപ്പൊ നമുക്ക് h ന്റെ വാല്യൂ തന്നിട്ടുണ്ട്, ദാറ്റ് ഇസ് 0.25 into 10 to the power 6. If the earth radius is 6.38 into 10 to the power 6 meter, g തന്നിട്ടുണ്ട്, then the orbital speed of the satellites. Okay, വളരെ ഈസി ആണ്. ഓർബിറ്റൽ സ്പീഡ് എങ്ങനെയാണ്, ദാറ്റ് ഇസ് VO which is equal to root of gm divided by r plus h ആണ്. സോ ഇവിടെ നമുക്കറിയാം റൂട്ട് ഓഫ് ജിന്റെ വാല്യൂ എന്താണ്, 6.67 into 10 to the power -11 ആണ്. ഓക്കെ, ദെൻ ഇൻറ്റു മാസ് എത്രയാണ് വരുന്നത്, 6 into 10 to the power 24 ആണ് എർത്തിന്റെ വരുന്നത് കിലോഗ്രാം, ഡിവൈഡഡ് ബൈ r എത്രയാണ് വരുന്നത്, ദാറ്റ് ഇസ് 6.4 into 10 to the power 6 ആണ്, പ്ലസ് എത്രയാണ് നമുക്ക് ഇവിടെ എഴുതിയിരിക്കുന്നത്, ഓക്കെ, റേഡിയസ് നമുക്ക് തന്നിട്ടുണ്ട് 6.38 into 10 to the power 6 എന്ന് എടുക്കാം, പ്ലസ് എന്താണ് തന്നിട്ടുള്ളത്, നമ്മുടെ യെസ് ഹൈറ്റ് എന്ന് പറയുന്നത് ദാറ്റ് ഇസ് 0.25 into 10 to the power 6 മീറ്റർ ആണ്.
ക്ലിയർ? സോ ഇവിടെ ഉള്ള എല്ലാ വാല്യൂസും നമുക്ക് അറിയാം. ഇനി അതല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ജി എമ്മിന് പകരം ജി ആർ സ്ക്വയർ ഇട്ടിട്ട് നമുക്ക് ജിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടാണെങ്കിലും നമുക്ക് ഫൈൻഡ് ചെയ്യാം. ആൻഡ് ഇത് നമുക്ക് സോൾവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും. ദാറ്റ് ഇസ് 7.76 കിലോമീറ്റർ പെർ സെക്കൻഡ് എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, ഒരിക്കലും യൂണിറ്റ് തെറ്റിക്കരുത്. ദാറ്റ് ഇസ് കിലോമീറ്റർ പെർ സെക്കൻഡ് ആണ് ഓർബിറ്റൽ വെലോസിറ്റി വന്നത്. ക്ലിയർ അല്ലേ? അപ്പം ഇക്വേഷൻ ജസ്റ്റ് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആയിരുന്നു. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് വൺ ഓഫ് ദി സാറ്റലൈറ്റ്സ് ഓഫ് ജൂപ്പിറ്റർ. ഓക്കെ, നമ്മുടെ NCERT ക്വസ്റ്റ്യൻ ആണ്. വൺ ഓഫ് ദി സാറ്റലൈറ്റ്സ് ഓഫ് ജൂപ്പിറ്റർ ഹാസ് ആൻ ഓർബിറ്റൽ പീരീഡ് 1.769 ഡേയ്സ്. ഓക്കെ, യെസ്, അങ്ങനെയാണെങ്കിൽ നമുക്ക് തുടങ്ങാം. ഫസ്റ്റ് ഓഫ് ഓൾ എന്താ പറഞ്ഞിരിക്കുന്നത്, ഓർബിറ്റൽ പീരീഡ് ഓഫ് വൺ ഓഫ് ദി സാറ്റലൈറ്റ്സ് ഓഫ് ജൂപ്പിറ്റർ. ഓക്കെ, ലെറ്റ്സ് സേ TS. ഓക്കെ, that is equal to 1.769 days ആണ്. ഓക്കെ അല്ലേ? then radius of orbit. ഓക്കെ അല്ലേ? radius which is equal to 4.22 into 10 to the power 8 meter ആണ്. show that the mass of Jupiter is about 1000 of that of the sun. so time period എന്ന് പറയുന്നത് T which is equal to നമുക്കറിയാലോ, ദാറ്റ് വിൽ ബി ഈക്വൽ ടു 2πr ഡിവൈഡഡ് ബൈ വി ആണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. ഇനി നെക്സ്റ്റ് വൺ ഇസ് നമ്മൾ ജസ്റ്റ് ടി സ്ക്വയർ കാണുവാണ്. ടി സ്ക്വയർ വിച്ച് ഇസ് ഈക്വൽ ടു 4π² r² ഡിവൈഡഡ് ബൈ വി സ്ക്വയർ. ആൻഡ് നമുക്കറിയാം ഈ ജൂപ്പിറ്ററിന് ചുറ്റും നമ്മുടെ ഈ സാറ്റലൈറ്റ് റൗണ്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഓർബിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ അതിനെന്തുണ്ട്, സെൻട്രിപെറ്റൽ ഫോഴ്സ് ഉണ്ട്. ദാറ്റ് ഈസ് mv0² ഡിവൈഡഡ് ബൈ r. അത് പ്രൊവൈഡ് ചെയ്യുന്നത് ആരാണ്? യെസ്, നമ്മുടെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ്. സോ Gm ഓഫ് ജൂപ്പിറ്റർ സാറ്റലൈറ്റ് ഡിവൈഡഡ് ബൈ യെസ് r². ക്ലിയർ? സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് നമുക്ക് എമ്മും ക്യാൻസൽ ആയി പോയി, ഇവിടുത്തെ ഒരു ആറും ക്യാൻസൽ ആയി പോയി. അങ്ങനെയാണെങ്കിൽ v0² which is equal to G into mass of Jupiter divided by r എന്ന് വരും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ T സ്ക്വയറിൽ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. T square which is equal to 4π² r² divided by v square നമ്മൾ എന്താ കൊടുക്കുന്നത്, G into mj that is mass of Jupiter into ഒരു ആറും കൂടെ ഉണ്ട്, അത് മുകളിലോട്ട് പോകും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ആറ് ഇവിടെ മാറിയിട്ട് ഇവിടെ r³ എന്നാവും. ഓക്കെ, അപ്പൊ നമുക്ക് കിട്ടി ടൈം പീരീഡ് which is equal to 4π² r³ divided by G into mj. mj എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, that is ജൂപ്പിറ്ററിന്റെ മാസ് ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം, യെസ്, മാസിന് ഒരു ഇക്വേഷൻ കണ്ടുപിടിക്കാം. അതായത് മാസ് ഓഫ് ജൂപ്പിറ്റർ വിച്ച് വിൽ ബി ഈക്വൽ ടു എങ്ങനെയായിരിക്കും വരുന്നത്, യെസ്, 4π² r³ ഡിവൈഡഡ് ബൈ G into T സ്ക്വയർ. സോ ഇവിടെ നമുക്ക് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 4 into 3.14² into r. ഇവിടെ ഉള്ളത് എന്താണ്, റേഡിയസ് ആണ് തന്നിട്ടുള്ളത്. സോ നമുക്ക് എഴുതാം 4.22 into 10 to the power 8 ക്യൂബ് ആണ് ഡിവൈഡഡ് ബൈ 6.67 into 10 to the power -11. then t കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ എങ്ങനെ എഴുതണം, യെസ്, 1.769 into 24 into 3600 ആയിരിക്കും എന്തെന്ന് പറയുന്നത്. ഇതിന് നമ്മൾ സെക്കൻഡിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ വരുന്നത്. ഓക്കെ, സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ വാല്യൂ ഏകദേശം നമുക്ക് കിട്ടും 2 into 10 to the power 27 എന്ന് വരും. ഓക്കെ, ഏകദേശം 2 into 10 to the power 27 എന്ന് നമുക്ക് വരും in the mass of Jupiter which will be equal to, yes, 2 into 10 to the power 27 എന്ന് വരും. ഇനി നെക്സ്റ്റ് നമ്മുടെ അടുത്ത് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ള എന്താണ്, യെസ്, സണ്ണിന്റെ മാസുമായിട്ട്. ഓക്കെ, സണ്ണിന്റെ മാസ് എത്രയാണ്, ദാറ്റ് ഇസ് 2 into 10 to the power 30 കിലോഗ്രാം ആണ്. ഓക്കെ, അതിന്റെ 1000 ആണ്. ഓക്കെ, ഇത് നമുക്ക് കണ്ടാൽ തന്നെ അറിയാലോ. അതായത് നമ്മളിപ്പം MS ഡിവൈഡഡ് ബൈ MJ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടും 2 into 10 to the power 30 divided by 2 into 10 to the power 27 which will be equal to 10 to the power 3. That means സണ്ണിന്റെ മാസിന്റെ ഏകദേശം 1/1000 ആണ് എന്തെന്ന് പറയുന്നത്, ജൂപ്പിറ്ററിന്റെ മാസ് എന്ന് പറയുന്നത്. ഹെൻസ് പ്രൂഫ്ഡ്. ഇതാണ് നമ്മുടെ പ്രൂഫ്. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ ഇസ് എനർജി ഓഫ് എ ഓർബിറ്റിംഗ് സാറ്റലൈറ്റ്. ഓക്കെ, സോ നമ്മൾ വെലോസിറ്റി പറഞ്ഞു, അതുപോലെ തന്നെ ടൈം പീരീഡ് പറഞ്ഞു. ഇനി എനർജി പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ടോട്ടൽ എനർജി എന്ന് പറയുന്നത് ഓൾവേസ് കൺസർവ്ഡ് ആണ്. ഓക്കെ, ടോട്ടൽ എനർജി ഈസ് ഓൾവേസ് കൺസർവ്ഡ്. ഓക്കെ, സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ
കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി ആണ് എന്തെന്ന് പറയുന്നത്, ടോട്ടൽ എനർജി എന്ന് പറയുന്നത്. കൈനറ്റിക് എനർജി നമുക്കറിയാം, ദാറ്റ് ഈസ് ഹാഫ് എം വി സ്ക്വയർ. സോ ഇവിടെ വി എന്തായിരിക്കും, വി ഒ ആയിരിക്കും. കാരണം എന്താണ്, യെസ്, ആ പെർട്ടിക്കുലർ ഓർബിറ്റില് കറങ്ങണമെന്നുണ്ടെങ്കിൽ അതിനൊരു പെർട്ടിക്കുലർ വെലോസിറ്റി വേണം, ദാറ്റ് ഇസ് ഓർബിറ്റൽ വെലോസിറ്റി. അങ്ങനെയാണെങ്കിൽ ഹാഫ് എം വി ഒ സ്ക്വയർ ആണ്. സോ അങ്ങനെ വി ഒ സ്ക്വയർ വന്നു. പൊട്ടൻഷ്യൽ എനർജി ആണെങ്കിലോ നമുക്കറിയാം മൈനസ് ജി എം എം ഡിവൈഡഡ് ബൈ ആർ. ആർ ആണ് നമ്മുടെ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത്, വിച്ച് ഇസ് ഈക്വൽ ടു ടോട്ടൽ എനർജി. ഇനി നമുക്കറിയാം വി ഒ, അതായത് നമ്മുടെ ഓർബിറ്റൽ വെലോസിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് റൂട്ട് ഓഫ് ജി എം ബൈ ആർ ആണ്. ഇനി ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് വി ഒ സ്ക്വയർ ആണ്. സോ നമുക്ക് എഴുതാം ജി എം ബൈ ആർ. ഓക്കെ, സോ ഞാൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുവാണ്, ഹാഫ് എം ഇൻറ്റു ജി എം ഡിവൈഡഡ് ബൈ ആർ. ഓക്കെ, പ്ലസിന് വരെ നമുക്ക് മൈനസ് ഇടാം, കാരണം എന്താണ്, പൊട്ടൻഷ്യലിന്റെ മൈനസ് ആണ് ജി എം എം ബൈ ആർ. സോ ഇതിനെ നമുക്ക് എഗെയിൻ എന്ത് ചെയ്യാം, ഇവിടെ നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ജി എം എം ബൈ ആർ എന്ന് പറയുന്നത് കോമൺ ആണ്. സോ നമുക്കത് പുറത്തേക്ക് എടുക്കാം. യെസ്, പുറത്തേക്ക് എടുത്തു. പിന്നെ കൈനറ്റിക് എനർജിയിൽ ഇനി ബാക്കിയുള്ളത് ആരാണ്, 1/2 ആണ്. ഇവിടെ ആണെങ്കിലോ -1 ആണ്. സോ ടോട്ടൽ എനർജി എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന എത്രയായിരിക്കും, -1/2 ജി എം എം ബൈ ആർ ആയിരിക്കും നമുക്ക് ടോട്ടൽ എനർജി എന്ന് പറഞ്ഞ് കിട്ടുന്നത്. ക്ലിയർ അല്ലേ? സോ ടോട്ടൽ എനർജി, ഓക്കെ, ടോട്ടൽ എനർജി വിച്ച് വിൽ ബി ഈക്വൽ ടു, ടോട്ടൽ എനർജി എന്ന് പറയുന്നതും കൈനറ്റിക് എനർജി നോക്കിയിട്ടുണ്ടെങ്കിൽ എന്താണ്, യെസ്, ഒരു സൈനിന്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് പറയാം കൈനറ്റിക് എനർജി നമുക്ക് തന്നിരിക്കുന്ന എത്രയാണോ അതിന്റെ മൈനസ് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ടോട്ടൽ എനർജി കിട്ടും. ക്ലിയർ അല്ലേ? ഇനി ടോട്ടൽ എനർജിയും അതുപോലെ തന്നെ പൊട്ടൻഷ്യൽ എനർജിയുടെ റിലേഷൻ എന്താണ്, ദാറ്റ് ഈസ് പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത്, യെസ്, അതിന്റെ ഹാഫ് ആയിരിക്കും, പൊട്ടൻഷ്യൽ എനർജിയുടെ ഹാഫ് ആയിരിക്കും ടോട്ടൽ എനർജി എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഇനി പൊട്ടൻഷ്യൽ എനർജിയും അതുപോലെ തന്നെ കൈനറ്റിക് എനർജിയുടെയും റിലേഷൻ പറയാൻ പറഞ്ഞിട്ടുണ്ടെങ്കിലോ, യെസ്, -1/2 ആണ് കൈനറ്റിക് എനർജി എന്ന് പറയുന്നത്. പൊട്ടൻഷ്യൽ എനർജി തന്നിട്ടുണ്ടെങ്കിൽ അതിനൊരു മൈനസ് ഇട്ട് കൊടുക്കുക, ഡിവൈഡഡ് ബൈ 2 ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കൈനറ്റിക് എനർജി കിട്ടും. സോ ടോട്ടൽ എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും കൈനറ്റിക് എനർജിയും തമ്മിലുള്ള റിലേഷൻസ് ആണ് നമ്മൾ ഇവിടെ പറഞ്ഞത്. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഫോർമുല എഴുതാം, അതായത് ടോട്ടൽ എനർജി E which is equal to -1/2 GM by R. ഓക്കെ, ഇനി മാഗ്നിറ്റ്യൂഡ് ആണ് നമ്മൾ നോക്കുന്നതെങ്കിൽ E which is equal to 2 into പൊട്ടൻഷ്യൽ എനർജി. ഓക്കെ, മാഗ്നിറ്റ്യൂഡ് നമ്മൾ എടുക്കുന്നില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടും ടോട്ടൽ എനർജി എന്ന് പറയുന്നത് which will be, കൈനറ്റിക് എനർജിയുടെ 2 times അല്ല, സോറി ടോട്ടൽ എനർജി എന്ന് പറയുന്നത് which will be equal to 1/2 പൊട്ടൻഷ്യൽ എനർജി. നമ്മൾ മാഗ്നിറ്റ്യൂഡ് നോക്കുന്നില്ല. ഈ പൊട്ടൻഷ്യൽ എനർജിയുടെ 1/2 ആണ് നമ്മുടെ ടോട്ടൽ എനർജി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കൈനറ്റിക് എനർജിക്ക് ഈക്വൽ ആയിരിക്കും, മാഗ്നിറ്റ്യൂഡ് വൈസ് നോക്കുവാണെങ്കിൽ കൈനറ്റിക് എനർജിക്ക് ഇവിടെ ഈക്വൽ ആയിരിക്കും. ക്ലിയർ ആയല്ലോ? സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എനർജി ഓഫ് എൻ ഓർബിറ്റിംഗ് സാറ്റലൈറ്റിൽ നമുക്ക് പറയാനുള്ളത്. Okay, നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. A satellite orbits the Earth at a height of 400 km above the surface. How much energy must be expended to rocket the satellite out of the Earth's gravitational influence? Mass of the satellite അതുപോലെ തന്നെ mass of the Earthും radius of Earthും എല്ലാം തന്നിട്ടുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അടുത്ത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് expanded to rocket. സോ ഇവിടെ നമുക്ക് എനർജിയാണ് ഫൈൻഡ് ചെയ്യേണ്ടത്. നമുക്കറിയാം മൈനസ് സൈൻ എന്തിനാ തന്നിരിക്കുന്നത്, മൈനസ് സൈൻ ഇസ് ആക്ച്വലി ഇൻഡിക്കേറ്റിംഗ് സാറ്റലൈറ്റ് ഈസ് ബൗണ്ട് ടു എർത്ത്. അപ്പം ആ ബൗണ്ട് എനർജിയുടെ നെഗറ്റീവ് ആയിരിക്കും ടോട്ടൽ എനർജി എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി, ടോട്ടൽ എനർജി വിച്ച് ഇസ് ഈക്വൽ ടു GM by R. ഓക്കെ, 1/2 GMM, നമ്മളിപ്പോൾ നേരത്തെ 1/2 GMM by R എന്ന് ഇട്ടാൽ മതി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ R എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, യെസ്, റേഡിയസ് പ്ലസ് ഹൈറ്റ് ആണ്. സോ ഇവിടെ നമുക്ക് നോക്കാം 1/2 ഇൻറ്റു ജിന്റെ വാല്യൂ നമുക്കറിയാം, ദാറ്റ് ഇസ് 6.67 ഇൻറ്റു 10⁻⁻11 ആണ്. ദെൻ നെക്സ്റ്റ് ഇസ് മാസ് ഓഫ് എർത്ത്. ഓക്കെ, മാസ് ഓഫ് എർത്ത് വിൽ ബി ഈക്വൽ ടു 6.4 ഇൻറ്റു 10⁻6 ആണ്. ഓക്കെ, ദെൻ മാസ് ഓഫ് ദി body. Okay, that is okay, നമ്മളിപ്പം എഴുതിയിരിക്കുന്നത് റേഡിയസ് ആണ്. മാസ് എന്ന് പറയുന്നത് ദാറ്റ് ഇസ് 6 ആണ്. ഓക്കെ, 6.0 ഇൻറ്റു 10⁻⁷
24 ആണ് മാസ് എന്ന് പറയുന്നത്. ആൻഡ് നമ്മുടെ സാറ്റലൈറ്റിന്റെ തന്നിട്ടുണ്ട് ദാറ്റ് ഇസ് 200 കിലോഗ്രാം ഡിവൈഡഡ് ബൈ r പ്ലസ് എച്ച്, റേഡിയസ് നമുക്കറിയാലോ ദാറ്റ് ഇസ് 6 into 10 to the power 6 പ്ലസ് എച്ച് എന്ന് പറയുന്നത് ദാറ്റ് ഇസ് ഗിവൺ ആസ് 400 കിലോമീറ്റേഴ്സ്. ഓക്കെ, സോ നമ്മളിത് 5.9 into 10 to the power 6 എന്ന് നമുക്ക് എനർജി കിട്ടും. ക്ലിയർ? യെസ്, 5.9 into 10 to the power 9 joules. Okay, yes, 5.9 into 10 to the power 9 joules എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ അല്ലേ? സോ അതാണ് ഒരു സാറ്റലൈറ്റ്, ഒരു പെർട്ടിക്കുലർ ഹൈറ്റ് തന്നിട്ടുണ്ട് ദാറ്റ് ഇസ് 400 കിലോമീറ്റർ. അപ്പൊ നമ്മൾ എച്ചിന് 400 എന്ന് കൊടുത്തു. ദെൻ അഗെയിൻ നമുക്ക് പറഞ്ഞിട്ടുള്ളത് യെസ് അവിടെയുള്ള എനർജിയാണ്, എത്ര എനർജിയാണ് നമുക്ക് ടോട്ടൽ ആയിട്ട് വരുന്നത് എന്നുള്ളതാണ്. മാസ് ഓഫ് സാറ്റലൈറ്റ് തന്നിട്ടുണ്ട്, മാസ് ഓഫ് എർത്ത് തന്നിട്ടുണ്ട്, ജസ്റ്റ് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. ഓക്കെ, ആൻഡ് ഇവിടെ നമ്മൾ നെഗറ്റീവ് സൈൻ ഇടേണ്ട കാര്യമില്ല, ബിക്കോസ് നമ്മൾ ഇവിടെ ബൗണ്ട് എനർജിയുടെ നെഗറ്റീവ് ആണ് എടുക്കുന്നത്. കാരണം ഈ നെഗറ്റീവ് സൈൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് യെസ് ദ സാറ്റലൈറ്റ് ഈസ് ബൗണ്ട് ടു എർത്ത് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, യെസ്. അപ്പൊ നമ്മൾ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സ് അല്ലെങ്കിൽ എർത്ത് സാറ്റലൈറ്റ്സ് എന്ന് പറഞ്ഞു, അതായത് യെസ് മാൻമെയ്ഡ് ആണ്. അങ്ങനെ ഈ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സിനെ തന്നെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം, ദാറ്റ് ഇസ് ജിയോ സ്റ്റേഷനറി ആൻഡ് പോളാർ സാറ്റലൈറ്റ്സ്. ഓക്കെ, സോ ഫസ്റ്റ് നമുക്ക് ജിയോ സ്റ്റേഷനറി നോക്കാം. യെസ്, ജിയോ സ്റ്റേഷനറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം സ്റ്റേഷനറി, അതായത് എർത്തിൽ നിന്ന് ഒരാൾ ഈ സാറ്റലൈറ്റിനെ നോക്കുവാണെങ്കിൽ ദാറ്റ് ഇസ് ഓൾവേസ് സ്റ്റേഷനറി ആയിരിക്കും. ഓക്കെ, അതായത് എർത്തിൽ നിന്ന് നോക്കുന്ന ഒരാൾക്ക് എപ്പോഴും അത് റെസ്റ്റിലായിരിക്കും. ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരാൾ എർത്തിൽ നിന്ന് നോക്കുമ്പം അത് എന്തായിരിക്കും? യെസ്, അത് റെസ്റ്റിലായിരിക്കും. ഓക്കെ, സോ ഈ റെസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് മീൻ ചെയ്യുന്നത് എന്താണ്? യെസ്, റിലേറ്റീവ് വെലോസിറ്റി. ഓക്കെ, റിലേറ്റീവ് വെലോസിറ്റി ബിക്കംസ് 0. ഓക്കെ, റിലേറ്റീവ് വെലോസിറ്റി 0 ആണ്. റിലേറ്റീവ് വെലോസിറ്റി 0 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? സെയിം ഡയറക്ഷൻ ആയിരിക്കും. ഓക്കെ, സെയിം ഡയറക്ഷൻ ആയിരിക്കും, ദാറ്റ് ഇസ് വെസ്റ്റ് ഈസ്റ്റ്. ഓക്കെ, വെസ്റ്റ് ഈസ്റ്റ് ഡയറക്ഷനിലായിരിക്കും ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ്സ് ഇങ്ങനെ റിവോൾവ് ചെയ്യുന്നത് അല്ലെങ്കിൽ കറങ്ങുന്നത്. ഇനി അതുപോലെ തന്നെ നമുക്കറിയാം സെയിം ഡയറക്ഷൻ മാത്രമായ പോരാ, സ്റ്റേഷനറി ആയിട്ട് ഫീൽ ചെയ്യണമെങ്കിൽ എന്തായിരിക്കും? യെസ്, ഈ സ്റ്റേഷനറി സാറ്റലൈറ്റ് പോകുന്ന സ്പീഡും സെയിം ആയിരിക്കണം. സോ സെയിം സ്പീഡ് ഓഫ് എർത്ത്. ഓക്കെ, സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലായി എർത്തിന്റെ അതേ സ്പീഡിൽ തന്നെ അതേ ഡയറക്ഷനിൽ ഇതിങ്ങനെ കറങ്ങുവാണെന്നുണ്ടെങ്കിൽ എർത്തിന്റെ ഒരേ ഒരു സ്ഥലത്തെ ഇൻഫർമേഷൻസ് മാത്രമാണ് ആ സാറ്റലൈറ്റ്സ് നിന്ന് കിട്ടുള്ളൂ. ഓക്കെ, ഇപ്പൊ പർട്ടിക്കുലർലി ഇന്ത്യനെ ഫോക്കസ് ചെയ്തിട്ട് വെച്ചിട്ടുള്ള ഒരു സാറ്റലൈറ്റ് ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിൽ ആ ഒരു സ്പോട്ട് ചെയ്തിരിക്കുന്ന ആ ഒരു സ്പോട്ടിൽ മാത്രം ഇൻഫർമേഷൻസ് മാത്രമേ നമുക്ക് കളക്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ക്ലിയർ ആയില്ലോ? യെസ്. ഇനി അതുപോലെ തന്നെ ഇതിന്റെ കൂടെ തന്നെ ഇങ്ങനെ കറങ്ങുന്നു. സോ നമ്മൾ പറഞ്ഞു ഒരു പെർട്ടിക്കുലർ ഹൈറ്റ് അകലെയായിരിക്കും സാറ്റലൈറ്റ്സ് ഇരിക്കുന്നത്. സോ ഇതിനെ സംബന്ധിച്ചിടത്തോളം ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ്സിനെ സംബന്ധിച്ചിടത്തോളം ഏകദേശം 35,800 കിലോമീറ്റർ അകലെയായിരിക്കും ഇത് ഇരിക്കുന്നത്. ഓക്കെ, എർത്തിന്റെ സർഫസിൽ നിന്നും ഇത്രയും ഹൈറ്റ് അകലെയായിരിക്കും ആരിയ്ക്കുന്നത്? ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ്സ് ഇരിക്കുന്നത്. ഇനി നമുക്ക് നോക്കാം ടൈം പീരീഡ് ഓഫ് ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ്സ്, ദാറ്റ് ഇസ് T which is equal to 2π into യെസ് റൂട്ട് ഓഫ് എന്തായിരുന്നു നമ്മൾ പറഞ്ഞത്? യെസ്, R plus H all cube divided by GM. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ടൈം പീരീഡിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. സോ ഈ ഇക്വേഷൻ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവണം ടൈം പീരീഡ് എന്തായിരിക്കണം. ടൈം പീരീഡ് നമുക്കറിയാം. എങ്ങനെയാണ്? നമുക്ക് ഇവിടെ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും. R റേഡിയസ് ഓഫ് എർത്ത് ആണ്, മാസ് ഓഫ് എർത്ത് ആണ്, H എന്ന് പറഞ്ഞിട്ട് നമ്മൾ പറഞ്ഞു 35,800 കിലോമീറ്റേഴ്സ് ആണ്. സോ ആ 35,800 കിലോമീറ്റേഴ്സ് എന്നൊക്കെ കിട്ടുന്നത് എങ്ങനെയാണ്? യെസ്, നമുക്കറിയാം എർത്തിന്റെ ചുറ്റും എർത്തിന്റെ അതേ സ്പീഡിൽ കറങ്ങുവാണെങ്കിൽ ഒരു കംപ്ലീറ്റ് റൊട്ടേഷൻ ഇത് എത്ര സമയം എടുക്കും? യെസ്, 24 hours എടുക്കും, അല്ലെങ്കിൽ നമുക്ക് പറയാം 1 day. ഓക്കെ, എർത്തിന്റെ അതേ ടൈം പീരീഡ് ആയിരിക്കും ആരുടെയും യെസ് ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ്സിന്റെ ടൈം പീരീഡും. എർത്തിന്റെ സാറ്റലൈറ്റ് 24 hours ആണ്. സോ നമ്മളിവിടെ 24 hours ഇടുമ്പോഴാണ് നമുക്ക് H എന്ന് പറയുന്ന വാല്യൂ എന്ത് കിട്ടുന്നത്? ദാറ്റ് ഇസ് 35,800 കിലോമീറ്റേഴ്സ് നമുക്ക് കിട്ടുന്നത്. ക്ലിയർ ആയില്ലോ? യെസ്, അപ്പൊ നമുക്ക് കിട്ടി യെസ് നമ്മുടെ എർത്തിന്റെ ടൈം പീരീഡ് തന്നെയാണ് സാറ്റലൈറ്റിന്റെ ടൈം പീരീഡും.
ഇനി നമുക്ക് അപ്ലിക്കേഷൻസ് നോക്കാം. ഡയറക്റ്റ് ബ്രോഡ്കാസ്റ്റ് ടി വി കമ്മ്യൂണിക്കേഷൻ. മെയിൻ പർപ്പസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ കമ്മ്യൂണിക്കേഷനും അതുപോലെ തന്നെ ഇൻഫർമേഷൻസ് എടുക്കലുമാണ്. Then defense and intelligence, global positioning or GPS. Okay, GPS-ന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ജിയോസ്റ്റേഷനറി സാറ്റലൈറ്റ്. സോ ഓൾവേസ് നമ്മളിപ്പം എന്ത് തന്നെ നോക്കിയിട്ടുണ്ടെങ്കിലും നമുക്ക് ക്ലിയർ ആയിട്ട് നമുക്കിപ്പോൾ മാപ്പ് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് ഇൻഫർമേഷൻ കിട്ടുന്നതൊക്കെ ഈ ഇത്തരം സാറ്റലൈറ്റുകൾ കാരണമാണ്. ദ മെയിൻ അഡ്വാൻറ്റേജ് ഇസ് ദാറ്റ് ദേ അപ്പിയർ ടു സ്റ്റേ ഇൻ ദി സെയിം സ്പോട്ട് ഇൻ ദ സ്കൈ. ഓക്കെ, എവിടെയാണോ ഇരിക്കുന്നത് അതേ ഡയറക്ഷനിലുള്ളത് മാത്രമാണ് നമുക്ക് കിട്ടത്തുള്ളൂ. മീനിങ് ദാറ്റ് ദ സാറ്റലൈറ്റ് ഡിഷസ് ക്യാൻ ബി ഫിക്സഡ് ഓൺ ടു ദം റാദർ ദാൻ ഹാവിംഗ് ടു ട്രാക്ക് ദം ക്രോസ് ദി സ്കൈ. ഓക്കെ, സോ ഇതൊക്കെയാണ് നമുക്ക് ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ്സിനെ പറ്റി പറയാനുള്ളത്. നെക്സ്റ്റ് ഇസ് പോളാർ സാറ്റലൈറ്റ്സ്. പോളാർ സാറ്റലൈറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോർത്ത് സൗത്ത് ആയിരിക്കും. ഓക്കെ, നോർത്ത് സൗത്ത് ആയിരിക്കും. അതൊരിക്കലും നമുക്ക് ഇങ്ങനെ ഫീൽ ചെയ്യുന്ന റസ്റ്റിലിരിക്കുന്നതല്ല. ഓക്കെ, ഓൾവേസ് നമുക്കൊരു 1 ഡേയിൽ ഫുൾ ഇൻഫർമേഷൻ, എർത്തിന്റെ ഫുൾ ഇൻഫർമേഷൻ നമുക്ക് 1 ഡേയിൽ അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? യെസ്, ഈ പറയുന്ന പോളാർ സാറ്റലൈറ്റ്സ് നോർത്ത് ടു സൗത്ത് നമ്മൾ വെക്കുവാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ ഒരു ദിവസം എർത്തിന്റെ ഫുൾ ഇൻഫർമേഷൻ നമുക്ക് കിട്ടാനായിട്ട് പോളാർ സാറ്റലൈറ്റ്സ് നമുക്ക് യൂസ് ചെയ്യാം. ആൻഡ് അതുപോലെ തന്നെ മറ്റേത് നമ്മൾ പറഞ്ഞതുപോലെയല്ല, 500 to 800 കിലോമീറ്റേഴ്സ് അവേ ആയിരിക്കും ഇതിന്റെ സ്ഥാനം എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയും ഹൈറ്റിലായിരിക്കും, ഇത്രയും സർഫസിൽ നിന്നും ഇത്രയും ഹൈറ്റ് അകലെയായിരിക്കും ആരിയ്ക്കുന്നത്? നമ്മുടെ പോളാർ സാറ്റലൈറ്റ്സ് ഇരിക്കുന്നത്. ആൻഡ് ഇതിന്റെ ടൈം പീരീഡ്, ഓക്കെ, ഇതിന്റെ ടൈം പീരീഡ് എന്ന് പറയുന്നത് ഏകദേശം 100 മിനിറ്റ്സ് ആയിരിക്കും. ഓക്കെ, പോളാർ സാറ്റലൈറ്റ്സിന്റെ ടൈം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ടൈം പീരീഡ് എന്ന് പറയുന്നത് ഒരു കംപ്ലീറ്റ് റൊട്ടേഷൻ എടുക്കുന്ന സമയം എന്ന് പറയുന്നത് ദാറ്റ് ഈസ് അറൌണ്ട് 100 മിനിറ്റ്സ് ആണ്. ഓക്കെ, നമ്മൾ ഇക്വേഷനിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വാല്യൂസ് കിട്ടും. ക്ലിയർ അല്ലേ? യെസ്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ തിയറി പാർട്ട് ഓൾവേസ് അപ്ലിക്കേഷൻസ് ഓഫ് പോളാർ സാറ്റലൈറ്റ്സ്. ഇതൊക്കെയാണ് പോളാർ സാറ്റലൈറ്റ്സിന്റെ അപ്ലിക്കേഷൻസ് വരുന്നത്. ക്യാമറ ഫിക്സ്ഡ് ഓൺ ഇറ്റ് ക്യാൻ വ്യൂ ഓൺലി സ്മോൾ സ്ട്രിപ്സ് ഓഫ് ദി എർത്ത് ഇൻ വൺ ഓർബിറ്റ്. ആൻഡ് ഏറ്റവും കൂടുതൽ നമ്മൾ പറയാനുള്ളത് ഇതിന്റെ ഹൈറ്റ് കുറവാണ്. ഓക്കെ, നമ്മൾ മറ്റേ സാറ്റലൈറ്റിനെ പറഞ്ഞതിനെക്കാട്ടിലും കുറച്ചുകൂടെ ഹൈറ്റ് കുറവാണ് നമ്മുടെ പോളാർ സാറ്റലൈറ്റ്സിന്. അതുകൊണ്ട് തന്നെ റെസൊല്യൂഷൻ ഭയങ്കര കൂടുതലായിരിക്കും. അതായത് നമുക്ക് കിട്ടുന്ന ഡാറ്റാസ് എന്ന് പറയുന്നത് കുറച്ചുകൂടെ റെസൊല്യൂഷൻ ഉള്ള ഡാറ്റാസ് ആയിരിക്കും. അതുപോലെ തന്നെ ഇൻഫർമേഷൻസ് ഗാതേർഡ് ഫ്രം സച്ച് സാറ്റലൈറ്റ് ഇസ് എക്സ്ട്രീംലി യൂസ്ഫുൾ ഫോർ റിമോട്ട് സെൻസിങ്, മെറ്റിയോളജി ആസ് വെൽ ആസ് ദി എൻവയോൺമെന്റൽ സ്റ്റഡീസ് ഓഫ് ദി എർത്ത്. ഇത്രയും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ പോളാർ സാറ്റലൈറ്റ്സ് യൂസ് ചെയ്യുന്നത്. സോ അപ്ലിക്കേഷൻസ് നമ്മൾ ജസ്റ്റ് ഒന്ന് പഠിച്ചു വയ്ക്കുക. കാരണം നമുക്ക് ക്വസ്റ്റ്യൻസ് ചിലപ്പം വരാനുള്ള സാധ്യതയുള്ള ഒരു സ്പോട്ടാണ് സാറ്റലൈറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, യെസ്. ആൻഡ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫാക്ട് പറയുവാണ്. നമ്മുടെ ഇന്ത്യ ആദ്യമായിട്ട് ലോഞ്ച് ചെയ്തിട്ടുള്ള ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ് എന്ന് പറയുന്നതാണ് ആപ്പിൾ എന്നാണ് വിളിക്കുന്നത്. സോ വിച്ച് വാസ് ഇൻ 1981 ആണ്. സോ ഇറ്റ്സ് എ ഗ്രേറ്റ് അച്ചീവ്മെന്റ്. ഓക്കെ, യെസ്. നെക്സ്റ്റ് വൺ ഇസ് വെയ്റ്റ്ലെസ്നെസ്. ഓക്കെ, വെയ്റ്റ്ലെസ്നെസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് വെയിറ്റ് ഫീൽ ചെയ്യുന്നില്ല, അതിനെയാണ് നമ്മൾ ഭാരമില്ലാത്തൊരവസ്ഥ എന്ന് പറയുന്നത്. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം, അതായത് നമുക്കിപ്പം യെസ് ഓഫ് കോഴ്സ് ഫ്രീ ഫോൾ. ഓക്കെ, ഫ്രീ ഫോളിന്റെ സമയത്ത് നമുക്ക് ഫീൽ ചെയ്യുന്ന അനുഭവപ്പെടുന്ന വെയിറ്റ് അല്ലെങ്കിൽ അപ്പാരന്റ് വെയിറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? അപ്പാരന്റ് വെയിറ്റ് എന്ന് പറയുന്നത് വിച്ച് ഇസ് ഈക്വൽ ടു 0. ഓക്കെ, ഫ്രീ ഫോളിന്റെ സമയത്ത് ഫീൽ ചെയ്യുന്ന അപ്പാരന്റ് വെയിറ്റ് എന്ന് പറയുന്നത് ദാറ്റ് ഇസ് 0. ഓക്കെ, സെയിം തന്നെയാണ് വെയ്റ്റ്ലെസ്നെസ് അല്ലേ? വെയ്റ്റ്ലെസ്നെസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫീൽ ചെയ്യുന്ന വെയിറ്റ് 0 ആയിരിക്കും. സോ ബേസിക്കലി നമുക്കറിയാം, ഒരു എർത്തിന്റെ ചുറ്റും സാറ്റലൈറ്റ്സ് എന്ത് ചെയ്യാണ്? സാറ്റലൈറ്റ്സ് ഇങ്ങനെ റിവോൾവ് ചെയ്യുവാണ് അല്ലെ? അപ്പം എർത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ സാറ്റലൈറ്റിന് എന്തില്ല? യെസ്, ഈ പറയുന്ന ഫ്രീ ഫോൾ കണ്ടീഷൻ ആണ്. അത് വീടില്ല, പക്ഷെ അതൊരു ഫ്രീ ഫോൾ കണ്ടീഷൻ ആണ് എർത്തിനെ സംബന്ധിച്ചിടത്തോളം. അതിന്റെ ഗ്രാവിറ്റേഷണൽ ഫീൽഡിൽ നിന്ന് അകലെയാണ്. സോ അതിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഫ്രീ ഫോൾ സ്റ്റേറ്റിലാണ്, എർത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഫ്രീ ഫോൾ സ്റ്റേറ്റിലാണ് ആരെന്ന് പറയുന്നത് സാറ്റലൈറ്റ്സ്. സോ സപ്പോസ് ഈ സാറ്റലൈറ്റ്സ് അല്ലെങ്കിൽ ഒരു സ്പേസ് ഷിപ്പ് ഒരു പെർട്ടിക്കുലർ ഒരു ഹൈറ്റിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ഈ സ്പേസ് ഷിപ്പും അതിൽ എന്തുണ്ടായിരിക്കും? ആസ്ട്രോണറ്റ്സ് ഉണ്ടായിരിക്കും. ആസ്ട്രോണറ്റ്സ് ഉണ്ടെങ്കിൽ എന്താണ് സംഭവിക്കുക? യെസ്, അവർക്ക് ഈ വെയ്റ്റ്ലെസ്നെസ്, ഓക്കെ, വെയ്റ്റ്ലെസ്നെസ് അതായത് ഭാരമില്ലായ്മ, അപ്പാരന്റ് വെയിറ്റ് 0 ആയിട്ട് ഫീൽ ചെയ്യും. ഓക്കെ, അങ്ങനെയാണ് വെയ്റ്റ്ലെസ്നെസ് എന്ന് പറയുന്നത്. സോ ആ വെയ്റ്റ്ലെസ്നെസിന്റെ ഭാഗമായിട്ട് ഈ ആസ്ട്രോണറ്റ്സിന് എന്താ ഫീൽ ചെയ്യുക? യെസ്, അവര് അടുത്തേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വരുന്ന പോലെ തോന്നും. ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റത്തില്ല? യെസ്, താഴത്തോട്ട് വരുന്ന പോലെ നമുക്ക് തോന്നില്ല. ഓക്കെ, ജസ്റ്റ് ഇങ്ങനെ ഒരു ഫ്ലൈയിങ് സ്റ്റേറ്റ് ആയിരിക്കും. ക്ലിയർ അല്ലേ? യെസ്, ഇനി നീറ്റിന് വന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. യെസ്, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 2 astronauts are floating in a gravitational free space after having lost contact with their spaceship.
the two will definitely നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ move towards each other. നമ്മൾ just പറഞ്ഞതേ ഉള്ളൂ. Yes. Next question is the ratio of escape velocity at Earth to the escape velocity at a planet VP whose radius and mean density are twice as that of Earth is. Okay. So നമുക്ക് ഇവിടെ അറിയേണ്ട എന്താണ് the ratio of escape velocity. എർത്തിന്റെ escape velocityയും അതുപോലെ തന്നെ escape velocity of planet ആണ് നമുക്ക് അറിയേണ്ടത്. Whose radius and mean density are twice as that of Earth. അതായത് VPയുടെ റേഡിയസ് എന്ന് പറയുന്നത് 2RE ആണ്. അതുപോലെ അതിന്റെ മാസ് ഡെൻസിറ്റി, ഓക്കെ, VPയുടെ മാസ് ഡെൻസിറ്റി എന്ന് പറയുന്നത് എർത്തിന്റെ മാസ് ഡെൻസിറ്റിയുടെ 2 ഇരട്ടിയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാലോ, ഫസ്റ്റ് നമുക്ക് നോക്കി നോക്കാം. യെസ്, എസ്കേപ്പ് വെലോസിറ്റി ഓഫ് എർത്ത് which will be equal to root of g into m ന് പകരം നമുക്ക് എങ്ങനെ എഴുതാം? യെസ്, ദാറ്റ് ഈസ് 4/3 pi into എർത്തിന്റെ ആണെങ്കിൽ RE ക്യൂബ്. ഓക്കെ, 4/3 pi r ക്യൂബ് into rho e divided by yes escape velocity. Okay, r ആണ്. ഓക്കെ അല്ലേ? ഇനി നെക്സ്റ്റ് നമ്മൾ പറയുന്നത് എന്താണ്? യെസ്, ഇത് നമ്മൾ പറയുന്നത് റേഷ്യോ ഓഫ് radius mean density. Okay, then next is root of g into 4/3 pi re ക്ക് പകരം നമ്മൾ എന്ത് കൊടുക്കണം? 4re cube. Okay, 4 അല്ല 8re cube into 2 rho e divided by, again ഇവിടെ എന്ത് വരും? Yes, that will be equal to, yes, ഇവിടെ re, so ഇവിടെ 2re. Okay, radius of surface ആണ്. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ എടുക്കാം. ദെൻ ഇതിന്റെ നമുക്ക് ഇപ്പൊ തന്നെ നമ്മൾ ഇതിന്റെ കുറെ വാല്യൂസ് നോക്കിയിട്ടുണ്ടെങ്കിൽ ജിയും ക്യാൻസൽ ആവും. 4/3 പൈ ക്യാൻസൽ ആയിപ്പോയി. അതുപോലെ തന്നെ RE ക്യൂബും ക്യാൻസൽ ആയിപ്പോയി. റോയും ക്യാൻസൽ ആയിപ്പോയി. ഇവിടുത്തെ അറയും ക്യാൻസൽ ആയിപ്പോയി. ഇനി നമുക്ക് ഇവിടെ എന്തൊക്കെയാ ഉള്ളത്? ഫസ്റ്റ് VE നോക്കുവാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഇവിടെ 1 ആണുള്ളത്. ആൻഡ് ഇവിടെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നമുക്ക് നോക്കാം, ഇവിടെ ഒരു 8 ഉണ്ട്, ഇവിടെ ഒരു 2 ഉണ്ട്. ഈ 2ഉം ക്യാൻസൽ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടും √8. ഓക്കെ, സോ VE by VP which is equal to 1/√8. 1/√8 നമുക്ക് എങ്ങനെ എഴുതാം? 1/2√2. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ അടുത്ത് പറഞ്ഞിരിക്കുന്ന അനുസരിച്ചിട്ട് നമുക്ക് എങ്ങനെ പറയാം? റേഷ്യോ VE by VP which is equal to 1/2√2. Okay, so the answer will be 1:√2. Okay, 1:2√2. ഇതായിരിക്കും നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്തത്? യെസ്, എമ്മിന് നമ്മൾ എന്ത് ചെയ്തു? ഡെൻസിറ്റിയുടെ ടേംസിൽ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് എഴുതി. ദെൻ നമ്മൾ എന്താ പറയുക, കോമൺ ആയിട്ട് വന്ന എല്ലാ സംഭവങ്ങളും നമ്മൾ ജസ്റ്റ് ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. ഫൈനലി നമുക്ക് നമ്മുടെ റിസൾട്ട് കിട്ടി. നെക്സ്റ്റ് വൺ ഇസ് എ ബ്ലാക്ക് ഹോൾ ഇസ് എൻ object whose gravitational field is so strong that even light cannot escape from it. Okay, so ലൈറ്റിനെ പോലും എസ്കേപ്പ് ചെയ്യാനായിട്ട് പറ്റാത്തതിലും കൂടുതലാണ് എന്തെന്ന് പറയുന്നത് അവിടുത്തെ എസ്കേപ്പ് വെലോസിറ്റി എന്ന് പറയുന്നത്. സോ ലൈറ്റിന്റെ വെലോസിറ്റി നമുക്കറിയാലോ, ദാറ്റ് ഇസ് c which is equal to 3 into 10 to the power 8 ആണ്. Okay, then yes, escape from it. To what approximate radius would Earth have to be compressed to black hole? Okay, സോ നമുക്ക് നോക്കി നോക്കാം. ഇവിടെ നമ്മൾ പറയുവാണ് എസ്കേപ്പ് വെലോസിറ്റി എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ഈക്വൽ ടു എന്താണ്? ലൈറ്റിന്റെ വെലോസിറ്റി. സോ √gm/r which is equal to c. ഓക്കെ, സോ നമുക്ക് അറിയേണ്ടത് റേഡിയസ് ആണ് അറിയേണ്ടത്. അങ്ങനെയാണെങ്കിൽ gm/c. ഓക്കെ, gm/c² which is equal to r. ഓക്കെ, സോ ഇവിടെ നമുക്ക് നോക്കി നോക്കാം. ജിന്റെ വാല്യൂ 6.67 into 10 to the power -11 ആണ്. ഇൻറ്റു മാസ് ഓഫ് എർത്ത് തന്നിട്ടുണ്ട്, ദാറ്റ് ഇസ് 5.98 into 10 to the power 24 കിലോഗ്രാം ആണ്. ഡിവൈഡഡ് ബൈ 3 into 10 to the power 8 ഹോൾ സ്ക്വയർ. ഓക്കെ, സോ നമ്മളിവിടെ എന്താ ചെയ്തത്? യെസ്, നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കറിയാം, നമ്മളിവിടെ എടുക്കുവാണ് എസ്കേപ്പ് വെലോസിറ്റി എന്ന് പറയുന്നത് ലൈറ്റിന്റെ വെലോസിറ്റിനെക്കാട്ടിലും കൂടുതലാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എടുക്കാം VE which is equal to c. 10ന്റെ പവർ ആയിട്ട്, ഓക്കെ, 10 to the power -2 പവർ ആയിട്ട് നമുക്ക് കിട്ടും. ഏകദേശം 0.886 ആണ് വരിക. ഓക്കെ, സോ ഈ ഒരു 10 to the power ആയിരിക്കും നമുക്ക് വരുന്നത്. ഓർഡർ വരുന്നത് 10 to the power -2 ആയിരിക്കും. സോ നമുക്ക് എഴുതാം ഏകദേശം നമ്മുടെ റേഡിയസ് എന്ന് പറയുന്നത് എവിടെ ആയിരിക്കണം? യെസ്, 10 to the power -2 മീറ്റർ ആയിരിക്കണം. എന്താവണമെങ്കിൽ ഈ പറയുന്ന പോലെ ലൈറ്റിന് എസ്കേപ്പ് ചെയ്യാൻ പറ്റാത്ത അത്രയും ഒരു എസ്കേപ്പ് വെലോസിറ്റിയിലോട്ട് വരണമെന്നുണ്ടെങ്കിൽ എർത്തിന്റെ റേഡിയസ് എന്ന് പറയുന്നത് ഇത്രയും ആകണം. ഓക്കെ, യെസ്.
So 2r approximate radius ആണ് 10 to the power minus 2. Then next is the radii of circular orbits of two satellites. Okay, നമുക്ക് നോക്കി നോക്കാം. Two satellites A ഉണ്ട് B ഉണ്ട്. Okay അല്ലേ? Of the earth are 4r and r respectively. If the speed of the satellite is 3v, okay, then the speed of satellite vb. Okay, നമുക്ക് അറിയേണ്ടത് യെസ് വി ബി ആണ് അറിയേണ്ടത്, അതായത് രണ്ടാമത്തെ സാറ്റലൈറ്റിന്റെ വെലോസിറ്റി ആണ് നമുക്ക് അറിയേണ്ടത്. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് റേഷ്യോ കാണാം, അതായത് 3v ഡിവൈഡഡ് ബൈ വി ബി. ഓക്കെ, വിച്ച് വിൽ ബി ഈക്വൽ ടു 3b എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എയുടെ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? റൂട്ട് ഓഫ് ജി എം ഡിവൈഡഡ് ബൈ, ഇവിടെ ആറിന് പകരം 4r എന്ന് കൊടുക്കാം, ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് ജി എം ഡിവൈഡഡ് ബൈ ആർ. സോ നമുക്ക് മനസ്സിലായി ജി എമ്മും ജി എമ്മും പോയിട്ട് നമുക്ക് കിട്ടും റൂട്ട് ഓഫ് ആർ ഡിവൈഡഡ് ബൈ 4r എന്ന് വരും. ദാറ്റ് ഇസ് 1/2. ഓക്കെ, സോ 3v by vb which is equal to 1/2. That means vb will be equal to 2 into 3v which is equal to 6v. Okay, so 6v ആയിരിക്കും നമ്മുടെ ആൻസർ വരുന്നത്. അപ്പം ഈ ഒരു ചാപ്റ്റർ നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയെന്ന് തോന്നുന്നു. അപ്പം നിങ്ങൾക്ക് ഇനിയും കൂടുതൽ നീറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് വേണം, PYQs വേണം, എന്തൊക്കെയാണോ നിങ്ങളുടെ റിക്വയർമെൻറ്റ്സ്, അപ്പം അതിനൊക്കെ അനുസരിച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ, ഓക്കെ, കമൻറ്റ് ബോക്സ് ഇസ് ഓൾ യെസ്. സോ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക നിങ്ങളുടെ ഫീഡ്ബാക്സ്. മാം ക്ലാസ് കുറച്ചുകൂടെ എങ്ങനെയാക്കണം, അല്ലെങ്കിൽ കുറച്ചുകൂടെ അത് ചെയ്യണം. PYQസിനെ പറ്റിയിട്ട് ആരും ടെൻഷൻ അടിക്കേണ്ട, നമുക്കതൊരു മാരത്തൺ ചെയ്യാം. സോ അതല്ലാതെ നിങ്ങൾക്ക് എന്ത് കമൻറ്റ്സ് ഉണ്ടെങ്കിലും എന്ത് ഫീഡ്ബാക്സ് ഉണ്ടെങ്കിലും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ വേഗം ആ വീഡിയോസും അതിനുള്ള സൊല്യൂഷൻസ് ഒക്കെ ആയിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ ഡൗട്ട്സ്, ഓക്കെ, ഡൗട്ട്സ് ഇപ്പം നിങ്ങൾക്ക് തോന്നുവാണ് ഓക്കെ ഇതൊന്നും എന്തായാലും മിസ് വീഡിയോ ആയിട്ട് ചെയ്യാൻ പോകുന്നില്ല, യൂട്യൂബിൽ ഇടാൻ പോകുന്നില്ല എന്നൊക്കെ തോന്നുവാണെന്നുണ്ടെങ്കിൽ പേടിക്കേണ്ട. ചെറിയൊരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ പോലും അത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ, അതായത് റീസെൻ്റ് ആയിട്ടുള്ള വീഡിയോസിന് താഴെ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ടെലഗ്രാമിൽ അതിനുള്ള സൊല്യൂഷൻ ആയിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. അതുപോലെ ടെലഗ്രാമിൽ ഞങ്ങൾ ലൈവ് ഒക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. സോ അതിന് വേണ്ടത് നിങ്ങളുടെ സപ്പോർട്ട് മാത്രമാണ്. അപ്പം വേഗം വരെ അവിടെ ഷോർട്ട് നോട്ട്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ വേഗം വന്ന് ജോയിൻ ചെയ്യുക. ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് പറ്റും. ആൻഡ് അതിനോടൊപ്പം തന്നെ പറയേണ്ട ഒരു കാര്യമാണ് നമ്മുടെ ചാനൽ. ഓക്കെ, നമ്മുടെ ചാനൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ്. ഒരുപാട് പേര് കമൻറ്റ് ചെയ്യുന്നുണ്ട്, ഒരുപാട് യൂസ്ഫുൾ ആണ് അത് ഇതെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് കമൻറ്റ് ചെയ്യുന്നുണ്ട്. സോ ഡെഫിനറ്റ്ലി ആ കമൻറ്റ്സ് ഒക്കെ ഞങ്ങൾക്ക് സന്തോഷം തരുന്നുണ്ട്. അപ്പം ഇനിയും സപ്പോർട്ട് ചെയ്യുക. സപ്പോർട്ട് കാണിക്കേണ്ടത് വീഡിയോസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും, അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ബാക്കിയുള്ളവർക്കൊക്കെ ഷെയർ ചെയ്യാനും, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാനും ഒക്കെ ശ്രദ്ധിക്കുക. സോ ഇതൊക്കെയാണ് പറയാനുള്ളത്. അപ്പം നിങ്ങളുടെ നീറ്റിന് വേണ്ടിയിട്ട് എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ് ആൻഡ് താങ്ക് യു സോ മച്ച്.